Hello dear students, നിങ്ങൾ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് യൂണിറ്റ് 6ന്റെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനൊക്കെ അല്പം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഐഡിയ ഒക്കെ മനസ്സിലാക്കി. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾസ് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. എ ലാർജ് ടാങ്ക് ഓഫ് ക്രോസ് സെക്ഷൻ area A contains liquid of density rho, a cylinder of density rho by 4 and a length L, and cross section area A is very less than capital A is kept in equilibrium by applying an external vertically downward force as shown. The cylinder is just submerged in liquid at T is equal to 0. The external force is removed instantaneously. Assume that water level in the tank remains constant. The velocity of the cylinder when it reaches its equilibrium position is. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് റോ ബൈ 4 ഡെൻസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ്, റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിൽ നമ്മളിങ്ങനെ പിടിച്ച് നിർത്തിയേക്കും. അപ്പോൾ നോക്കിയാൽ ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയെക്കാട്ടിലും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ലിക്വിഡിലിട്ടാൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ആ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സമയത്ത് അതിന് ഇക്വിലിബ്രിയം പൊസിഷനിൽ വരും. അപ്പോൾ ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുന്ന സമയത്ത് വെലോസിറ്റി കാണാനാണ് ചോദിച്ചത്. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമെന്ന് പറയുന്നത്, നമുക്കറിയാം ഇതിനെ ലിക്വിഡിനകത്തേക്ക് താഴ്ത്തിയിട്ട് റിലീസ് ചെയ്തിട്ട് ഓസിലേഷൻ നടക്കും. ഓസിലേഷൻ നടക്കുമ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. അപ്പോൾ ആ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്ക് തീർച്ചയായിട്ടും മാക്സിമം വെലോസിറ്റി ആയിട്ട് മീൻ പൊസിഷൻ കാണാൻ A × ഒമേഗ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. A is ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ is ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അപ്പോൾ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ അറിയത്തില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ്ഡ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമ്മളൊരു y ഡിസ്റ്റൻസ് ഇതിനെ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിഷ്യലി അപ്ത്രസ്റ്റും വെയിറ്റും ബാലൻസ്ഡ് ആണ് അല്ലേ. ഇപ്പോൾ ഈ y ഡിസ്റ്റൻസിൽ ലിക്വിഡിനകത്തേക്ക് നമ്മളിതിനെ അഡീഷണൽ ആയിട്ട് ഇമ്മേഴ്സ് ചെയ്തെന്ന് വിചാരിച്ചാൽ അപ്ത്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ഇൻ അപ്ത്രസ്റ്റ് ആണ് റീസ്റ്റോറിങ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഐഡിയ. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമ്മളിതിനെ y ഡിസ്റ്റൻസ് താഴേക്ക് താത്തുമ്പോൾ എന്തുമാത്രം അപ്ത്രസ്റ്റ് ഇൻക്രീസ് ചെയ്തോ ആ ഇൻക്രീസ് ഇൻ അപ്ത്രസ്റ്റ് ആണ് റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ ഇൻക്രീസ് ഇൻ അപ്ത്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തുമാത്രം വോളിയം ഡിസ്പ്ലേസ് ചെയ്തോ അതിൻ്റെ വെയിറ്റ് എടുക്കണം. വോളിയം ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ y × A ആണ്. ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ഒബ്ജക്റ്റ് നമുക്ക് സ്മോൾ a ആണ്. അപ്പോൾ y × A ആണ് നമുക്ക് ഈ അഡീഷണൽ ആയിട്ട് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് വരുന്നത്. കാരണം y ഡിസ്റ്റൻസിലുള്ള പോർഷൻ അകത്തേക്ക് വരുമ്പോൾ y × A അഡീഷണൽ ആയിട്ട് ലിക്വിഡിൻ്റെ ഇൻസൈഡിലേക്ക് വന്നു. എന്തുമാത്രം ഒബ്ജക്റ്റിൻ്റെ വോളിയം ലിക്വിഡിനകത്തേക്ക് വന്നു അത്രയും തന്നെ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് YA × ഡെൻസിറ്റി റോ × G ആണ് നമുക്ക് റീസ്റ്റോറിങ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ -A ρ G × Y എന്ന് എടുക്കാം. അപ്പോൾ നോക്കിയാൽ മൈനസ് ഇടാൻ കാരണം y താഴേക്കാകുമ്പോൾ ഇൻക്രീസ് ഇൻ അപ്ത്രസ്റ്റ് മുകളിലേക്കാണ്. അപ്പോൾ F പ്രൊപ്പോർഷണൽ -y ആണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകുമ്പോൾ ഫോഴ്സ് കോൺസ്റ്റന്റ് നമുക്കറിയാം ഇവിടെ A ρ G വരും. അപ്പോൾ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ √K/m എന്നാണ് ഇക്വേഷൻ. K എന്ന് പറയുന്നത് A ρ G ആണ്. M എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. മാസ് കാണാൻ വോളിയം × ഡെൻസിറ്റി എടുക്കാം. വോളിയം × ഡെൻസിറ്റി എടുക്കുമ്പം ക്രോസ് സെക്ഷണൽ ഏരിയ × ലെങ്ത് എടുക്കാമല്ലോ. പിന്നെ ലെങ്ത് L ആണ്. അപ്പം മാസ് എടുക്കുമ്പോൾ വോളിയം ഏരിയ × ലെങ്ത് L × ഡെൻസിറ്റി റോ ബൈ 4 ആണ് × G വരും. × G ഇല്ല, G പോയി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ക്യാൻസലായി പോയി, A ക്യാൻസലായി പോയി, 4G/L എന്ന് വരും. അപ്പോൾ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കിട്ടി, √4G/L ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇക്വിലിബ്രിയം പൊസിഷനിൻ്റെ വാല്യൂ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ പൊസിഷൻ ക്വസ്റ്റ്യനകത്തുണ്ട്, ഇവിടെ വെലോസിറ്റി 0 ആണ്, റിലീസ് ചെയ്തു. നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നമുക്കറിയാം നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും അല്ലേ. കാരണം ലിക്വിഡിൻ്റെ ഇൻസൈഡിൽ വെക്കുമ്പോൾ അപ്ത്രസ്റ്റ് മുകളിലേക്ക് FB വരും, mg വെയിറ്റ് ഡൗൺവേർഡ് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ് ലെങ്ത് ഇതിൻ്റെ ഇൻസൈഡിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം വെയിറ്റ് ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് വരുമ്പോഴാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ mg ഈസ് ഈക്വൽ ടു FB എന്ന് എടുക്കാം. മാസ് വോളിയം × ഡെൻസിറ്റി ആണ്. വോളിയം A × L ആണ്. × ഡെൻസിറ്റി നമുക്ക് ρ/4 ആണ് × G.
ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് എടുക്കുമ്പം എത്ര വോളിയം ഇൻസൈഡിലുണ്ടോ അതെടുക്കാം. അപ്പോൾ നമുക്ക് എക്സ് ലെങ്ത് അകത്തുണ്ട്, അപ്പോൾ എക്സ് ഇൻറ്റു എ ആണ് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്, ഇൻറ്റു ഡെൻസിറ്റി റോ ഇൻറ്റു ജി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു L/4 വരും. ഇപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല, കാണുമ്പോഴേ മനസ്സിലാക്കാം. ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയുടെ 1/4 ആണ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ലിക്വിഡിൻ്റെ ഇൻസൈഡിലുള്ള പോർഷൻ L/4 ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങ് എഴുതിയാവും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കിട്ടിയല്ലേ. പിന്നെ ഇക്വിലിബ്രിയത്തിലെ ഒബ്ജക്റ്റിൻ്റെ L/4 ലെങ്ത് ഇൻസൈഡ് ദി ലിക്വിഡ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇവിടുന്ന് നമ്മൾ ഈ പൊസിഷനിൽ വരുമ്പോഴാണ് മീൻ പൊസിഷൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എത്രയാണ്? ഇത് അതിൻ്റെ ലോവർ എക്സ്ട്രീം പൊസിഷൻ, ഇത് മീൻ പൊസിഷൻ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ 3L/4 ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ആയിട്ട് വരുന്നത്. കാരണം ഇനിഷ്യലി ലെങ്ത് L കംപ്ലീറ്റ്ലി ഇൻസൈഡിലാണ്, ഇപ്പോൾ L/4 ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ 3L/4 ആണ്. അപ്പോൾ മാക്സിമം വെലോസിറ്റി ആയിട്ട് മീൻ പൊസിഷൻ A⍵ ആണ്. A എന്ന് പറയുന്നത് 3L/4 ആണ്. ഒമേഗ നമുക്ക് കിട്ടിയിട്ടുണ്ട് √4G/L ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 റൂട്ടിന് വെളിയിലെടുത്താൽ 2 വരും. അപ്പോൾ 4/2 താഴെ 2 വരും. അപ്പോൾ 3/2 ഇൻറ്റു √G/L വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡയറക്റ്റ് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ് L/4 എന്ന് ഓൾറെഡി നമുക്ക് ഡെൻസിറ്റിയുടെ റിലേഷനിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ V maximum ഈക്വൽ ടു A⍵, അത്ര ലെങ്തി ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് എക്സാമുകളും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ആൻ ഐഡിയൽ ലിക്വിഡ് ഈസ് ഫിൽഡ് ഇൻ എ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ A. There is a circular hole of area A/4 at the bottom. If the hole is open, then the estimate acceleration with which the surface of the liquid will fall is. അപ്പോൾ നമുക്ക് ഇതിനുള്ളൊരു കണ്ടെയ്നർ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ കണ്ടെയ്നറിൽ ഒരു സ്മോൾ ഓറിഫിസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്തു. അപ്പോൾ കണ്ടെയ്നറിൽ ഒരു ഓറിഫിസ് ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഓറിഫിസിൽ കൂടെ ലിക്വിഡ് ഔട്ട്സൈഡിലേക്ക് വരും. അപ്പോൾ ലിക്വിഡ് ഔട്ട്സൈഡിലേക്ക് വരുന്ന വെലോസിറ്റി ഒരു V1 എന്ന് എടുക്കാം. ഇവിടെ ലിക്വിഡ് ലെവൽ താഴേക്ക് വരുന്ന വെലോസിറ്റി V2 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ലിക്വിഡിൻ്റെ ഹൈറ്റ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് Y എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടെയ്നർ എയും ഓറിഫിസിൻ്റെ ഏരിയ A/4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം, ഈ സ്പീഡ് ഓഫ് ഇഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓപ്പൺ കണ്ടെയ്നറിൽ സ്പീഡ് ഓഫ് ഇഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്കറിയാതെ ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതുവാണ്. √2GY ഡിവൈഡഡ് ബൈ 1 മൈനസ് A/A ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട്. അപ്പോൾ അതാണ് V1ൻ്റെ ഇക്വേഷൻ. V1 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഇഫ്ലക്സ് ആണ്. ഇവിടെ A എന്ന് പറയുന്ന ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടെയ്നർ, ക്യാപിറ്റൽ A, സ്മോൾ എന്ന് പറഞ്ഞ ഓറിഫിസിൻ്റെ ഏരിയ. ഇവിടെ A/A നമുക്ക് 1/4 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് √2GY ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/16 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 1 താഴെ 15 വരും. 16ൻ്റെ √4 ആണ്. അപ്പോൾ 4 ഇൻറ്റു √2GY ഡിവൈഡഡ് ബൈ 15 വരും. ഇതാണ് സ്പീഡ് ഓഫ് ഇഫ്ലക്സ്. അപ്പോൾ നമുക്കറിയാം ബെർണോളിസ് തിയറം അനുസരിച്ചാണ് നമ്മളിത് ഡെറൈവ് ചെയ്യുന്നത്. അടുത്ത ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് ഇവിടെ എന്തുമാത്രം വോളിയം ഓഫ് ലിക്വിഡ് താഴേക്ക് വരും, അത്രയും വോളിയം ഓഫ് ലിക്വിഡ് ഇതിലെ വെളിയിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഫ്രം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വോളിയം ഫ്ലോ റേറ്റ് A ഇൻറ്റു V2 ഈസ് ഈക്വൽ ടു സ്മോൾ a ഇൻറ്റു V1. ക്യാപിറ്റൽ A നമുക്കറിയാം 4 സ്മോൾ a ആണ്, ഇൻറ്റു V2 ഈസ് ഈക്വൽ ടു AV1. അപ്പോൾ നമുക്ക് V2 ഈസ് ഈക്വൽ ടു V1/4 എന്ന് കിട്ടും. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു V1/4. അപ്പോൾ നമുക്ക് V1 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതേപോലെ 4 എടുക്കുമ്പോൾ V2 ഈസ് ഈക്വൽ ടു √2GY ഡിവൈഡഡ് ബൈ 15 വരും. അപ്പോൾ സ്പീഡ് ഓഫ് ഇഫ്ലക്സ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിനകത്ത് ലിക്വിഡ് ലെവൽ താഴേക്ക് വരുന്ന സ്പീഡ് കണ്ടുപിടിച്ചു. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ആക്സലറേഷനാണ് കാണുന്നത്. ആക്സലേഷൻ കാണാൻ വെലോസിറ്റി കിട്ടാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. ആക്സലേഷൻ ഓഫ് ദി ലിക്വിഡ് സർഫസ് ഈസ് ഈക്വൽ ടു dV2/dt. അപ്പോൾ അതിൽ √2G/15 കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു √y ഡിഫറൻഷ്യൽ നമുക്കറിയാം 1/2 √y ഇൻറ്റു dy/dt വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2G/15 ഇൻറ്റു 1/2 √y ഇൻറ്റു dy/dt എന്ന് പറയുന്നത് എത്രയാണ്? V2 ആണ്. ഈ കണ്ടെയ്നറിൻ്റെ ലിക്വിഡ് ലെവൽ താഴേക്ക് വരുന്ന വെലോസിറ്റി ആണ് V2, അത് dy/dt ആണ്. dy/dtക്ക് വീണ്ടും V2 കൊടുക്കാം. V2 ഈസ് √2GY ഡിവൈഡഡ് ബൈ 15 വരും. അപ്പോൾ നമുക്കിവിടെ √y ക്യാൻസൽ ആയി പോയിക്കോളും. പിന്നെ ഇവിടെ 2 ക്യാൻസൽ ആയി പോകും, കാരണം ഇവിടെ √2 ഇൻറ്റു √2 വരും, 2 ക്യാൻസൽ ആയി പോകും. പിന്നെ G ഇൻറ്റു G/15 ഇൻറ്റു 15 G/15 വരും. അവിടെ ആക്സലേഷൻ ഓഫ് ദി ലിക്വിഡ് സർഫസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ C 3 വരും, G/15.
അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ഓഫ് ഇഫ്ലക്സ് നമുക്കറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ യൂണിഫോം റോഡ് ഓഫ് മാസ് എം ആൻഡ് ലെങ്ത് എൽ വിത്ത് എ പാർട്ടിക്കുലർ മാസ് എം അറ്റാച്ച്ഡ് അറ്റ് ഇറ്റ്സ് വൺ എൻഡ് ഈസ് റിലീസ്ഡ് ഫ്രം ഹൊറിസോണ്ടൽ പൊസിഷൻ. The other end of the rod is hinged. If Young's modulus of rod is y, then total elongation in rod when it becomes vertical is. Cross sectional area of the rod capital A തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അല്പം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ, കാരണം നമ്മൾ ഒന്ന് രണ്ട് പ്രിൻസിപ്പിളുകൾ ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിതിനെ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് റിലീസ് ചെയ്യുമ്പം വെർട്ടിക്കൽ പൊസിഷനിൽ വരുമ്പോൾ അതിനൊരു ആംഗുലർ വെലോസിറ്റി കാണും. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ പൊസിഷൻ അസ്യൂം ചെയ്യുക. നമുക്കൊരു റോഡുണ്ട്, അപ്പോൾ അതിന് താഴെ നമുക്ക് വേറൊരു മാസും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഈ ആക്സിസിന് അബൌട്ട് ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് വിചാരിക്കാം. ഒമേഗ ഈസ് ആംഗുലർ വെലോസിറ്റി അബൌട്ട് ദി ആക്സിസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്താൽ മതി. കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യുമ്പം ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ നമുക്കറിയാം ഈ റോഡിന് സെൻട്രോമാസിലുള്ള പോയിന്റ് മാസമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ റോഡിൻ്റെ ലെങ്ത്ത് നമുക്ക് എൽ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രോമാസ് L/2 ഈ റോഡ് മാത്രം എടുത്താൽ അതിൻ്റെ സെൻട്രോമാസ് L/2 ആണ്. ഇവിടെ ഒരു മാസ് M ഉണ്ട്. അപ്പോൾ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പോയിന്റ് മാസിൻ്റെ എടുക്കാം. ആ റോഡിൻ്റെ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി mg L/2 ആണ്. കാരണം അതിൻ്റെ സെൻട്രോമാസ് L/2 ഡിസ്റ്റൻസ് താഴേക്ക് വന്നു. അടുത്ത മാസിൻ്റെ mg ഇൻറ്റു L ആണ്. കാരണം ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് മാസ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി mgL വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു mg L/2 പ്ലസ് mgL 3/2 mgL വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു ഒമേഗ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഐ എടുക്കുമ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദി റോഡ് പ്ലസ് പോയിന്റ് മാസ് വരും. പോയിന്റ് മാസിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ ml സ്ക്വയർ ആണ്. റിജിഡ് ബോഡി എടുക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനീഷ്യ നമുക്കറിയാം ഈ റോഡിൻ്റെ ഒരെൻഡിൽ കൂടെയാണ് ആക്സിസ്. അപ്പോൾ അതിനബൌട്ട് ആംഗുലർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ml²/3 വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. ഒമേഗ നിങ്ങളൊന്ന് കാൽക്കുലേഷൻ നടത്തി നോക്കിക്കോണം. ഒമേഗ ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു √g/L വരും. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ച്? ആംഗുലർ വെലോസിറ്റി വെൻ ഇറ്റ് ഈസ് അറ്റ് ലോവസ്റ്റ് പൊസിഷൻ കണ്ടുപിടിച്ചു. അതിന് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്തു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയാൽ നമുക്ക് ഈ എലോങ്ങേഷൻ ഓഫ് ദി റോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടെൻഷൻ ഓൺ ദി റോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിവിടുന്ന് ലോവർ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിലെ ടെൻഷൻ T എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ടെൻഷൻ കാണുമ്പം നമുക്ക് പല വിധത്തിൽ ചെയ്യാം. ഇൻറ്റഗ്രേഷനൊക്കെ നടത്താൻ ഞാൻ ഇൻറ്റഗ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ T എന്ന് പറഞ്ഞ ടെൻഷൻ കണ്ടുപിടിക്കാൻ ഈ പോയിന്റിന് താഴെ ഉള്ള മാസിൻ്റെ വെയിറ്റ് എടുക്കണം. നമുക്കറിയാം ഇത് റെസ്റ്റിലാണെങ്കിൽ ആ വെയിറ്റ് ആയിരുന്നു ടെൻഷൻ വരുന്നത്. ഇവിടെ റൊട്ടേഷൻ നടക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ താഴെയുള്ള പോർഷൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സും കൂടെ കൺസിഡർ ചെയ്താൽ മതി. ഇതിന് താഴെയുള്ള മാസിൻ്റെ ടോട്ടൽ വെയിറ്റ് എടുക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിന് താഴെയുള്ള മാസുകളുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ടോട്ടലി എത്രയാണ് അതും കൂടെ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യുമ്പം സെൻട്രിപെറ്റൽ ഫോഴ്സ് മാത്രം ഞാൻ എടുക്കുവാണെങ്കിൽ ഈ താഴത്തെ പോയിന്റ് മാസ് എടുക്കുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് നമുക്കറിയാം m²r ആണ്. അപ്പോൾ ദാറ്റ് ഈസ് m² ഇൻറ്റു ആറിന് പകരം L വരും. ഈ സ്മോൾ m എന്ന് പറഞ്ഞ മാസിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അത് m²L. പിന്നെ ഈ എക്സ് ലെങ്ത് ഉള്ള റോഡിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാൻ ഇൻറ്റഗ്രേഷൻ നടത്താം, അല്ലെങ്കിൽ അതിന് പകരം അതിനെ സെൻട്രോമാസിലുള്ള പോയിന്റ് മാസ്സായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ എക്സ് ലെങ്തിൻ്റെ സെൻട്രോമാസ് നമുക്കറിയാം ഇവിടെ നിന്ന് x/2 ഡിസ്റ്റൻസിലാണ്. റോഡിൻ്റെ ലെങ്ത് L ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് മുതൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരെ L-x. ഇവിടുന്ന് ഇവിടം വരെ L-x. ഈ എക്സ് ലെങ്തിൻ്റെ സെൻട്രോമാസ് ഇവിടുന്ന് x/2 ഡിസ്റ്റൻസിലാണ്. അപ്പോൾ L-x പ്ലസ് x/2 ആണ് ഇവിടുന്ന് സെൻട്രോമാസ് ഓഫ് ദി എക്സ് ലെങ്ത് ഓഫ് റോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എക്സ് ലെങ്ത് ഉള്ള റോഡിനെ ഒരു പോയിന്റ് മാസ് അറ്റ് ദി സെൻട്രോമാസ് ആയിട്ട് എടുക്കണം. അതിനാദ്യം എക്സ് ലെങ്തിൻ്റെ മാസ് കാണണം. എക്സ് ലെങ്തിൻ്റെ മാസ് നമുക്കറിയാം മാസ് പെർ യൂണിറ്റ് ലെങ്ത് m/L ഇൻറ്റു എക്സ്. അതാണ് എക്സ് ലെങ്തിൻ്റെ മാസ്. ഇൻറ്റു ω² ഇൻറ്റു സെൻട്രോമാസിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുമ്പം L-x പ്ലസ് x/2 വരും.
അപ്പോൾ അതാണ് നമുക്ക് ആ എക്സ് ഡിസ്റ്റൻസ് മൊത്തം എടുത്താൽ ആ റോഡ് പ്ലസ് മാസിൻ്റെ ടോട്ടൽ സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ എഫ് സി പ്ലസ് അതിന് താഴെയുള്ള ടോട്ടൽ മാസിൻ്റെ വെയിറ്റും കൂടെ വേണം. വെയിറ്റ് എടുക്കുമ്പം എം ജി വരും പ്ലസ് എം ബൈ എൽ ഇൻറ്റു എക്സ് ജി വരും. കാരണം എം മാസിൻ്റെ വെയിറ്റും എക്സ് ലെങ്തുള്ള മാസിൻ്റെ വെയിറ്റും വരും. അപ്പോൾ ഇതാണ് ടെൻഷൻ. ടെൻഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ എഫ് സിയും ഈ ടോട്ടൽ വാല്യൂ എല്ലാം കൂടെ കൂടണം. ഞാൻ മൊത്തം കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ടെൻഷൻ കിട്ടും. ഇനി ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇലോങ്ങേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പല പോയിന്റിലും ടെൻഷൻ ഡിഫറെൻ്റാണ്. നമ്മൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് y ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. അപ്പോൾ അതിനകത്ത് ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കുന്ന എഫ് എൽ ബൈ എ വൈ എന്നാണ്. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷനാണ്. അപ്പോൾ ഡെൽറ്റ എൽ എഫ് എൽ ബൈ എ ബൈ ഡയറക്റ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുവാ? ഈ ടെൻഷൻ ഫോഴ്സ് ആണ് ഇവിടെ എഫിന് പകരം വരുന്നത്. അത് വേരിയബിൾ ആണ്, അത് എക്സിനനുസരിച്ച് മാറും. അപ്പോൾ നമ്മൾ ടെൻഷൻ വേരിയബിൾ ആയതുകൊണ്ട് ഇലോങ്ങേഷൻ കാണാൻ എന്ത് ചെയ്യണ്ടേ? ഇവിടെ ഒരു സ്മോൾ ലെങ്ത് ഡി എക്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസിലെ ടെൻഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ടെൻഷൻ കണ്ടുപിടിച്ചത് കൊണ്ട് ആ ഡി എക്സ് ലെങ്തിൻ്റെ മാത്രം ഇലോങ്ങേഷൻ കണ്ടുപിടിക്കും. കാരണം എന്തുവാ? ഡി എക്സ് ഈസ് എ വെരി സ്മോൾ വാല്യൂ. ആ ഡി എക്സ് വളരെ ചെറുതാണെങ്കിൽ ഇലോങ്ങേഷൻ ഓഫ് ഡി എക്സ് കാണുമ്പം നമുക്ക് ആ ടെൻഷൻ്റെ വേരിയേഷൻ നെഗ്ലക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇലോങ്ങേഷൻ ഓഫ് ലെങ്ത് ഡി എക്സ് മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു നമ്മൾ ഈ ഇക്വേഷനിൽ ടെൻഷൻ ടി കൊടുക്കുക, എല്ലിന് പകരം ഡി എക്സ് കൊടുക്കുക ബൈ എ വൈ. എഫിന് പകരം ഇലോങ്ങേറ്റീവ് ഫോഴ്സ് ആയിട്ട് ടെൻഷൻ വരും. എൽ ആരുടെ ഇലോങ്ങേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്? അതായിരുന്നു നമ്മൾ ഡി എക്സ് ലെങ്തിൻ്റെ ഇലോങ്ങേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടി ഇൻറ്റു എല്ലിന് പകരം ഡി എക്സ് ഡിവൈഡ് ബൈ എ വൈ വരും. അപ്പോൾ ഇത് ചെറിയ പോർഷൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ആണ്. അത് കാണാൻ ഇതിന് ഇൻറ്റഗ്രേഷൻ നടക്കണം. ഇൻറ്റഗ്രേഷൻ നടത്തുമ്പം എ വൈ കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഇൻറ്റഗ്രൽ ടി ഡി എക്സ് ഫ്രം എക്സ് ഈസ് ഈക്വൽ ടു 0 to L എടുത്താണ്. ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇവിടെ ടിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻറ്റഗ്രേഷൻ സിമ്പിളാണ്. ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ഓപ്ഷൻ 2 കിട്ടും. നമ്മൾ കാൽക്കുലേഷൻ ഒന്ന് ചെക്ക് ചെയ്തോണം. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 9/2 mgl/2ay. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുള്ള ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് ലോവസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ പൊസിഷനിൽ വരുമ്പോൾ ആംഗുലർ വെലോസിറ്റി കാണണം. പിന്നെ ടെൻഷൻ ഓൺ ദി സ്ട്രിങ് അറ്റ് എ പോയിന്റ് കണ്ടുപിടിക്കുന്നത് വേരിയബിൾ ആണ്. ടെൻഷൻ കാണുമ്പോൾ വെയിറ്റ് മാത്രം എടുത്താൽ പോരാ, റൊട്ടേഷണൽ മോഷൻ ആണ്. അതുകൊണ്ട് ഈ എക്സ് ഡിസ്റ്റൻസിൽ ടെൻഷൻ കാണാൻ വേണ്ടിയിട്ട് അതിന് താഴെയുള്ള മാസിൻ്റെ ടോട്ടൽ വെയിറ്റ് പ്ലസ് ആ ടോട്ടൽ മാസിന് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് എടുക്കണം. അതിനകത്ത് ടെൻഷൻ കിട്ടും. ഇനി ടെൻഷൻ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ഇലോങ്ങേഷൻ കാണാനുള്ള മെത്തേഡ് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, the specific capacity of a metal at a low temperature is given as CP is 32 into T by 400 whole raised to 3 ഉണ്ട്. A 100 gram vessel of this metal is to be cooled from 20 Kelvin to 4 degree Kelvin by a special refrigerator operating at a room temperature. The amount of work required to cool the vessel is. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസ് 300 കെൽവിനിൽ നിന്ന് 20 കെൽവിൻ അല്ലെങ്കിൽ 4 കെൽവിനിലേക്ക് നമുക്ക് എന്ത് കൊണ്ടുപോകണം? ഹീറ്റ് എനർജി ട്രാൻസ്ഫർ നടത്തണം. അപ്പോൾ നമുക്ക് ഈ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ 20 കെൽവിൻ തൊട്ട് 4 കെൽവിൻ വരെ വരാം. അപ്പോൾ നമുക്ക് 20 കെൽവിനിൽ നിന്ന് 4 കെൽവിനിലേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ എത്ര എനർജി വേണമെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ 20ൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്ര എനർജി വേണമെന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് സ്പെസിഫിക് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് കപ്പാസിറ്റിയുടെ പ്രത്യേകത വേരിയബിളാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റെക്വേർഡ് കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് മോൾസ് n ആണെങ്കിൽ ഒരു ഡി ടി ടെമ്പറേച്ചർ ചേഞ്ചിന് വേണ്ട എനർജി NC/dt ആണ്. ഇപ്പോൾ ടോട്ടൽ ഹീറ്റ് എനർജി കാണാൻ വേണ്ടിയിട്ട് ഇൻറ്റിഗ്രൽ NC/dt കൊടുക്കണം. സ്പെസിഫിക് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 332 into T/100 ക്യൂബാണ്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് അല്ല, മാസ്, ഇതിൻ്റെ മെറ്റലിൻ്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റഗ്രൽ MC/ΔT. എം നമുക്കറിയാം എത്രയാണ് തന്നേക്കുന്നത്? 100 gram ആണ്. അപ്പം എമ്മിന് പകരം 100 gram, അത് 100 into 10⁻³ സ്പെസിഫിക് കപ്പാസിറ്റി 32 into T/100 ക്യൂബാണ്, 400 ക്യൂബാണ്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 400 ക്യൂബ് നമുക്ക് വെളിയിലെടുക്കാം ഇൻറ്റു T³ dt വരും. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ റേഞ്ച് നമുക്ക് 4ൽ നിന്ന് 20ലേക്ക്. അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഹീറ്റ് എനർജി നെഗറ്റീവ് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണെങ്കിൽ
ടെമ്പറേച്ചർ 4-ൽ നിന്ന് 20-ലേക്ക് വേണ്ട എനർജി 4 to 20 വരും. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ അത് സോൾവ് ചെയ്താൽ 100 10⁻³ പോയിട്ട് 10⁻⁻1 വരും. അപ്പോൾ 3.2 ഡിവൈഡഡ് ബൈ 400 ക്യൂബ് ഇൻറ്റു ടി ക്യൂബിൻ്റെ ഇൻറ്റുകൾ നമുക്കറിയാം T⁴/4 ആണ്. T⁴/4 ഫ്രം 4 to 20 വരും. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഈ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ 20 കെൽവിനിൽ നിന്ന് 4 കെൽവിനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തുമാത്രം ഹീറ്റ് എനർജി വേണോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് നമുക്ക് 0.002 കിലോ ജൂൾ അല്ലെങ്കിൽ 2 × 10⁻³ കിലോ ജൂൾ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും ഹീറ്റ് എനർജിയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ 20-ൽ നിന്ന് 4-ലേക്ക് ഡിക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടുന്ന് അബ്സോർബ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഇത്രയും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യണം. നമ്മൾ ടെമ്പറേച്ചർ 20-ൽ നിന്ന് 4-ലേക്കാണ് പോകേണ്ടത്. ഞാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നേരെ തിരിച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഇതിൽ നിന്ന് അബ്സോർബ് ചെയ്താലേ നമുക്ക് ടെമ്പറേച്ചർ 20-ൽ നിന്ന് 4-ലേക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ആരെ യൂസ് ചെയ്തു? ഒരു റെഫ്രിജറേറ്ററിനെ യൂസ് ചെയ്തു. അപ്പോൾ ആ റെഫ്രിജറേറ്റർ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. വർക്ക് ഡൺ എടുക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് ടെമ്പറേച്ചർ 20-ൽ നിന്ന് 4-ലേക്ക് കൊണ്ടുപോകണം. അത് കറക്റ്റ് എത്ര ടെമ്പറേച്ചറാണ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ ടെമ്പറേച്ചർ 20 ആണെങ്കിൽ എന്തുമാത്രം വർക്ക് ചെയ്യണമെന്ന് നോക്കണം. അതായത് ഇതിൻ്റെ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ ആദ്യം 20 ആണ്. അപ്പോൾ 20 ആണെങ്കിൽ എത്ര വർക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് കോഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൻ്റെ ഇക്വേഷനിൽ നിന്ന് വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ഉണ്ട്. Q × T1 - T2/T2. അപ്പോൾ ഇതാണ് വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ. വർക്ക് ഡൺ ഈസ് ഈക്വൽ Q × T1 - T2/T2. Q എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ട്രാൻസ്ഫേർഡ് ആണ്. T1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദി കോൾഡർ സിസ്റ്റം ആണ്, ഹോട്ടർ സിസ്റ്റം ആണ്. T2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദി കോൾഡർ സിസ്റ്റം ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു Qൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.002 ആണ്. അപ്പോൾ 2 × 10⁻³ ഇൻറ്റു T1 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഹോട്ട് ടെമ്പറേച്ചർ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത് 300 വരും. മൈനസ് നമുക്ക് ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 കൊടുക്കാം. T2 ഡിവൈഡഡ് ബൈ 20 വരും. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.028 കിലോ ജൂൾ. ഇതേപോലെ നമുക്ക് അടുത്ത പോസിബിലിറ്റി എന്തുവാ? ഈ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ 4 വരെ ആകാം, 20 തൊട്ട് 4 വരെ ആകാം. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ 20ക്ക് വേറെ 4 ആണെന്ന് വിചാരിക്കാം. 4 ആണെങ്കിൽ ഇവിടെ T1 300 കൊടുക്കുക, T2 എന്ന് പറയാൻ നമുക്ക് 4 കൊടുക്കുക. അപ്പോൾ ആ സോൾവ് ചെയ്ത് നമുക്ക് 0.148 കിലോ ജൂൾ വരും. അപ്പോൾ ഇതിന് ടെമ്പറേച്ചർ 20 മുതൽ 4 വരെ ഏത് വേണമെങ്കിലും വരാം. 20 ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വർക്ക് ഡൺ 0.028 ആണ്. 4 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ എന്ന് പറയുന്നത് 0.148 കിലോ ജൂൾ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ 20 മുതൽ 4 വരെയുള്ള റേഞ്ചിൽ വരുന്നത് ഇതിന് ഇൻ ബിറ്റ്വീൻ ഉള്ള എനർജി ആയിരിക്കും അല്ലേ? അപ്പോൾ ബിറ്റ്വീൻ 0.148 കിലോ ജൂൾ ആൻഡ് 0.028 ആവുകയാണ്. ഇപ്പോൾ 20 കെൽവിൻ ആണെങ്കിലുള്ള ആൻസർ കാണുക, 4 കെൽവിൻ ആണെങ്കിലുള്ള ആൻസർ കാണുക. അപ്പം ബിറ്റ്വീൻ ദീസ് 2 വാല്യൂസ് ആയിരിക്കും നമുക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 4 ആണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അഥവാ 5ാമത്തെ ക്വസ്റ്റ്യൻ, റിജിഡ് ബോക്സ് കണ്ടെയ്ൻസ് 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഓഫ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ടു കോൺസ്റ്റന്റ് വോളിയം C. The walls of the box have total surface area A, thickness T0 and thermal conductivity K. Initially the gas is at a temperature T0 and the pressure is P0. The temperature of the surrounding is T0/2. The temperature of the gas as a function of time T is. ഇവിടെ സംഭവിക്കുന്നത് എത്രയേ ഉള്ളൂ, ഇവിടെ ഈ ബോക്സിൽ കൂടെ അതിന് തിക്നെസ് നമുക്ക് T0 തന്നിട്ടുണ്ട്. ആ ബോക്സിൽ കൂടെ തെർമൽ കണ്ടക്ഷൻ വഴി ഹീറ്റ് എനർജി ഔട്ട്സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ അതാണ് സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഹീറ്റ് എനർജി ട്രാൻസ്ഫറിന് വേണ്ട എനർജിയുടെ ഒക്കെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് തെർമൽ കണ്ടക്ഷൻ വഴി ഹീറ്റ് എനർജി ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ dQ is equal to K into A into K തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ K into A into ഏരിയ ടോട്ടലി നമുക്ക് A എന്ന് തന്നിട്ടുണ്ട് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുമ്പം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഇവിടെ ടെമ്പറേച്ചർ Tയും ഇവിടെ ടെമ്പറേച്ചർ T0/2 കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ T0 ആണ് ഇനിഷ്യലി. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ടെമ്പറേച്ചർ നമുക്ക് T എന്ന് വിചാരിക്കാം. അപ്പോൾ K ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് T - T0 ഇൻറ്റു ടൈം DT ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്ന തിക്നെസ് T0. അപ്പോൾ നമുക്ക് K A ഇൻറ്റു T - T0/2 ആണ് കേട്ടോ. ഇവിടെ T0/2 ആണ് സറൗണ്ടിങ് ടെമ്പറേച്ചർ ഡിഫറൻസ് അക്രോസ് ദി
തിക്നെസ് ടി മൈനസ് ടി സീറോ ബൈ ടു ആണ് ഇൻറ്റു ഡി ടി ബൈ ടി സീറോ. ശരിയല്ലേ? നമുക്ക് സ്പെസിഫിക് കപ്പാസിറ്റി സി ആണെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ടെമ്പറേച്ചർ ത്രൂ ഡി ടി എന്ന് പറയുന്നത് ഡി ക്യു ഈസ് ഈക്വൽ ടു 1 മോൾ ഓഫ് ദി ഗ്യാസ് ആണ്. അപ്പോൾ എൻ സി ഡെൽറ്റാ ടിയിൽ 1 ഇൻറ്റു സി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ഡി ക്യു ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ഫോർ ദി സ്മോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഡി ടി ആണെങ്കിൽ ഡി ക്യു ഈസിൽ സി ഡി ടി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്യാസിൽ നിന്ന് ഈ വോളിൽ കൂടെ തെർമൽ കണ്ടക്ഷൻ വഴി ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനെയാണ് ടെമ്പറേച്ചർ കുറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡി ക്യു ആണ് ഇവിടെ തെർമൽ കണ്ടക്ഷൻ വഴി ഔട്ട്സൈഡിലേക്ക് പോകുന്നത്. ആ ഔട്ട്സൈഡിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടോടെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ കെ എ ബൈ ടി സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ ബൈ ടു ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി ടി എന്ന് വരും. അപ്പോൾ നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഡി ടി ബൈ ടി മൈനസ് ടി സീറോ ബൈ ടു ഇസ് ഈക്വൽ ടു നമുക്കിതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഡി ടി ബൈ ടി സീറോ സി ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ കെ എ ബൈ ടി സീറോ ഇൻറ്റു സി ഡി ടി വരും. ശരിയല്ലേ? അപ്പോൾ ഡി ടി ബൈ ടി മൈനസ് ടി സീറോ ബൈ ടി ഇസ് ഈക്വൽ ടു ഇവിടെ സി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കെ എ ബൈ സി ടി സീറോ ഇൻറ്റു ഡി ടി വരും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇനി ഇൻറ്റഗ്രേഷൻ നടത്തണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോസസ്സാണ്. ഡി ടിയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഡി ടി എന്ന് പറയുന്നത് ഇവിടെ ടൈമാണ്, ഇവിടെ ഡി ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഇനി ഇൻറ്റഗ്രേഷൻ നടത്തണം. ഇൻറ്റിഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് ടി സീറോ ബൈ ടു ഫ്രം ടി സീറോ ടു ടി. ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ടി സീറോ ആണ്. ആഫ്റ്റർ എ ടൈം ടി ടെമ്പറേച്ചർ നമുക്ക് ടി എന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് കെ എ ബൈ സി ടി സീറോ ഇസ് എ കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ഇൻറ്റിഗ്രൽ ഡി ടി ഫ്രം സീറോ ടു ടി വരും. ശരിയല്ലേ? ഇനി നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇൻറ്റഗ്രേഷൻ നടത്തിയിട്ട് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. ഇവിടെ ഡി ടി ബൈ ടി മൈനസ് ടി സീറോ ബൈ ടുവിൻ്റെ ഇൻറ്റഗ്രൽ നമുക്കറിയാം. എൽ എൻ ടി മൈനസ് ടി സീറോ ബൈ ടു വരും. പിന്നെ ടി മൈനസ് ടി സീറോ ബൈ ടുവിനെ ഡിഫറൻഷ്യേറ്റ് ഡിവൈഡ് ചെയ്താൽ 1 തന്നെ വരും. അപ്പോൾ ലിമിറ്റ് നമുക്ക് ടി സീറോ ടു ടി കൊടുക്കാം. ദാറ്റ് ഈസ് കെ എ ബൈ സി ടി സീറോ ഇൻറ്റു അതായത് നമ്മൾ ചെറിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ടെമ്പറേച്ചർ കുറയുവാണ്. അപ്പോൾ നമുക്ക് മൈനസ് കൊടുക്കണം കേട്ടോ. കാരണം ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കാം. അപ്പോൾ ഈ മൈനസ് സൂചിപ്പിക്കുന്ന ടെമ്പറേച്ചർ ഈസ് ഡിക്രീസിങ് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കും. അപ്പോൾ ഇവിടെ ഡി ടി എടുക്കുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ആ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ മൈനസ് സി ഡി ടി എന്നിടണം. ഇവിടെ ഒരു മൈനസ് ഡി ടി വരും, ഇവിടെ ഒരു മൈനസ് ഡി ടി വരും. ആ മൈനസ് ആണ് ഇപ്പുറത്തെ സൈഡിലോട്ട് എന്നുള്ള മൈനസ് കെ എ ബൈ സി ടി സീറോ ഇൻറ്റു ഇൻറ്റിഗ്രൽ ഡി ടി നമുക്ക് ടി ആണ്. ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ലിമിറ്റ് കൊടുക്കണം. എൽ എൻ ടി മൈനസ് ടി സീറോ ബൈ ടു മൈനസ് ടി സീറോയ്ക്ക് ടിക്ക് പകരം ആദ്യം ടി സീറോ കൊടുക്കണം. മൈനസ് എൽ എൻ ടി സീറോ മൈനസ് ടി സീറോ ബൈ ടു ഇസിൽ മൈനസ് കെ എ ബൈ സി ടി സീറോ ഇൻറ്റു ടി വരും. ഇനി എക്സ്പൊണൻഷ്യൽ എടുത്താൽ ലോഗരിതം കളയാം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പം ഇ റൈസ് ടു എൽ എൻ എക്സ് എന്ന് പറയുന്ന എക്സ് ആണ്. ഇവിടെ ലോഗരിതം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കണം. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ലോഗരിതം ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇ റൈസ് ടു മൈനസ് കെ എ ബൈ സി ടി സീറോ ഇൻറ്റു ടി വരും. അപ്പോൾ അത് നിങ്ങൾ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. ടി സീറോ ബൈ ടു ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് കെ എ ടി ബൈ സി ടി സീറോ. ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഇവിടെ ഇ റൈസ് ടു മൈനസ് കെ ടി സീറോ ആണ്. എല്ലാത്തിലും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുവാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 മൈനസ് വരുമല്ലോ. അപ്പോൾ 1ഉം 3ഉം തെറ്റാണ്. കാരണം 1ലും 3ലും ടെമ്പറേച്ചർ കൂടുവാണ്. കാരണം ഇവിടെ മൈനസ് വരുന്നുണ്ട്. അപ്പോൾ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ ആവശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രിൻസിപ്പിൾ സെയിം ആണ്. ഇവിടെ ഈ ഗ്യാസിൽ ഹീറ്റ് എനർജി ഔട്ട്സൈഡിലേക്ക് പോകുന്നത് തെർമൽ കണ്ടക്ഷൻ വഴിയാണ്. അതുവഴിയാണ് ടെമ്പറേച്ചർ കുറയുന്നതെന്നുള്ള ഐഡിയ ഓർത്താൽ മതി. അടുത്ത 6ാമത്തെ ചോദ്യം. ദി ഫിഗർ ഗിവൺ ബിലോ ഷോസ് പ്രഷർ വേഴ്സസ് വോളിയം ഗ്രാഫ് ഓഫ് എ പ്രോസസ്. ദി വോളിയം ഓഫ് ദി ഐഡിയൽ ഗ്യാസ് ചേഞ്ചസ് ബൈ n ടൈംസ് വിത്തിൻ ദി സൈക്കിൾ. The efficiency of the cycle consisting of 2 isochoric and 2 adiabatic processes. ഇവിടെ നമുക്ക് 1, 2, 3, 4 ഐസോകോറിക് പ്രോസസ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണ്. 2, 3, 1, 4 നമുക്ക് അഡയബാറ്റിക് പ്രോസസ് ആണ്. 2 ഐസോകോറിക് പ്രോസസ് ആണ്. 2 അഡയബാറ്റിക് പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നതായിരുന്നു? എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. എഫിഷ്യൻസി ഈറ്റ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് എടുത്താൽ മതി.
ഹീറ്റ് എനർജി എടുക്കുമ്പോൾ നമ്മൾ അബ്സോർബ്ഡ് മാത്രം എടുത്താൽ മതി. ടോട്ടൽ ഹീറ്റ് എനർജി വേണ്ട, നമുക്ക് ഏത് എനർജി മാത്രം മതി? അബ്സോർബ്ഡ് ഹീറ്റ് എനർജി മാത്രം മതി. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നോക്കിയാൽ 1 to 2 എടുക്കുമ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1 to 2 എടുക്കുമ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ W12 ഈസ് ഈക്വൽ ടു 0 ആണ്. അടുത്ത W34 ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം എന്താ? 3ഉം 4ഉം 1ഉം 2ഉം പ്രോസസ്സുകൾ എടുക്കുമ്പോൾ ഐസോകോറിക് പ്രോസസ്സാണ്. ഐസോകോറിക് പ്രോസസ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ഡൺ 0 ആണ്. പിന്നെ നമുക്ക് 2, 3 പ്രോസസ്സ് 1, 4 പ്രോസസ്സ് എടുക്കുക. അപ്പോൾ അവിടെ പ്രത്യേകത നമ്മൾ 2 to 3 പ്രോസസ്സ് എടുക്കുമ്പം അപ്പോൾ നമുക്കറിയാം അവിടെ പ്രത്യേകത അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് 0 ആണ്. Q23 ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് 412 എടുക്കുമ്പോഴും അഡിയബാറ്റിക് പ്രോസസ്സാണ്. Q41ഉം 0 ആണ്. അപ്പോൾ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത് ഇവിടെ ആപ്പാടെ 2 പ്രോസസ്സിൽ മാത്രമേ ഉള്ളൂ. ഈ 1, 2, 3, 4 മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ Q12 എടുക്കുവാണെങ്കിൽ അവിടെ വർക്ക് ഡൺ 0 ആണ്. കാരണം ഐസോകോറിക് പ്രോസസ്സാണ്. അപ്പോൾ Q12 എന്ന് പറയുന്നത് നമുക്കറിയാം ഡെൽറ്റ യു തന്നെയാണ്. ഡെൽറ്റ യു 12 ആണ്. ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം NCV ഡെൽറ്റ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു NCV ഇൻറ്റു ഡെൽറ്റ ടി എടുക്കുമ്പം ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് T2, ഇവിടെ ടെമ്പറേച്ചർ T1, ഇവിടെ ടെമ്പറേച്ചർ T3, ഇവിടെ ടെമ്പറേച്ചർ T4 എന്ന് എടുക്കാം. അപ്പോൾ NCV ഇൻറ്റു ഡെൽറ്റ ടി 1ൽ നിന്ന് 2ലേക്കാണ് പോകുന്നത്. അപ്പോൾ T2 മൈനസ് T1 വരും. ടെമ്പറേച്ചർ ചേഞ്ച് T2 മൈനസ് T1 വരും. ചിലപ്പോൾ Q12 ഈസ് ഈക്വൽ ടു NCV ഇൻറ്റു T2 മൈനസ് T1. അപ്പോൾ അതേപോലെ നമുക്ക് Q34 എടുക്കുമ്പം Q34 ഈസ് ഈക്വൽ ടു NCV ഇൻറ്റു T4 മൈനസ് T3 വരും. ഇതാണ് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് വരുന്നത്. ഇത് നമുക്കറിയാം സൈക്ലിക് പ്രോസസ്സ് എടുക്കുമ്പം ഡെൽറ്റ യു 0 ആണ്. ഇപ്പോൾ എൻ്റയർ സൈക്ലിക് പ്രോസസ്സ് എടുത്താൽ ഡെൽറ്റ യു 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു 0 ആണെങ്കിൽ W കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ആഡ് ചെയ്താൽ മതി. Q12 പ്ലസ് Q34 എടുക്കണം. മനസ്സിലായല്ലോ? സൈക്ലിക് പ്രോസസ്സ് കംപ്ലീറ്റ്ലി എടുത്തു. അപ്പോൾ ഡെൽറ്റ യു 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞ ടോട്ടൽ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ W ഈസ് ഈക്വൽ ടു Q12 പ്ലസ് Q34 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു NCV ഇൻറ്റു ഇവിടെ T2 മൈനസ് T1 പ്ലസ് T4 മൈനസ് T3 വരും. ഇതാണ് നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ വരുന്നത്. ഈ ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഹീറ്റ് എനർജി അബ്സോർബ്ഡ്. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്? 1, 2 അല്ലേ? കാരണം 3, 4ൽ പ്രഷർ കുറയുവാണ്. അപ്പോൾ ഹീറ്റ് എനർജി റിലീസ്ഡാണ്. നമ്മൾ ടോട്ടൽ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് എടുക്കേണ്ട. നമുക്ക് ആ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ അബ്സോർബ്ഡ് മാത്രം എടുത്താൽ മതി എഫിഷ്യൻസി കാണുമ്പം. അപ്പോൾ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ Q12 അതാണ് അബ്സോർബ്ഡ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു NCV ഇൻറ്റു T2 മൈനസ് T1 പ്ലസ് T4 മൈനസ് T3 ഡിവൈഡഡ് ബൈ Q12 നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് NCV ഇൻറ്റു T2 മൈനസ് T1. അപ്പോൾ NCV ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ T2 മൈനസ് T1 ബൈ T2 മൈനസ് T1 1 വരും. 1 പ്ലസ് T4 മൈനസ് T3 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 വരും. അല്ലെങ്കിൽ നമ്മൾ അതിനൊന്ന് റീഅറേഞ്ചിൽ 1 മൈനസ് ഇവിടെ 1 മൈനസ് ആയതുകൊണ്ട് 1 മൈനസ് T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 വരും. ഇതാണ് എഫിഷ്യൻസിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. 1 മൈനസ് നമുക്ക് കിട്ടിയത് 1 മൈനസ് T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇനി നമുക്ക് T1, T4, T2, T1ൻ്റെ റിലേഷൻ കിട്ടിയാൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സ് 2 to 3 അഡിയബാറ്റിക് പ്രോസസ്സാണ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം T(V raised to gamma minus 1) ഈസ് എ കോൺസ്റ്റൻ്റ്. അപ്പോൾ T1, 2, 3 നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് 2 നമ്മൾ T2 എന്ന് വിചാരിച്ചു. അപ്പോൾ T2 ഇൻറ്റു അവിടെ വോളിയം V0 ആണല്ലോ. അപ്പോൾ T2 ഇൻറ്റു V0 റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു ഇവിടെ എടുക്കുമ്പോൾ ടെമ്പറേച്ചർ T3 ഇൻറ്റു വോളിയം NV0 ആണ്. NV0 റേസ് ടു ഗാമ മൈനസ് 1 വരും. അപ്പോൾ V0 റേസ് ടു ഗാമ മൈനസ് 1 കോമൺ ആയിട്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ T2 ഇസ് ഈക്വൽ ടു T3 ഇൻറ്റു N റേസ് ടു ഗാമ മൈനസ് 1 വരും. അതേപോലെ നമുക്ക് അടുത്ത പ്രോസസ്സ് 4 to 1 എടുത്താൽ അഗൈൻ ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. 4 to 1 എടുത്താൽ അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് 4ൽ ടെമ്പറേച്ചർ T4 ആണ്. അപ്പോൾ T4 ഇൻറ്റു അവിടെ വോളിയം NV0 ആണ് റേസ് ടു ഗാമ മൈനസ് 1.
ഈസ് ഈക്വൽ ടു ഇവിടെ ടെമ്പറേച്ചർ T1 ആണ്, വോളിയം V0 ആണ്. അപ്പോൾ ഇവിടുന്ന് T1 കിട്ടും. T1 ഈസ് ഈക്വൽ ടു V0 റേസ് ഗാമ -1 ക്യാൻസൽ ആയി പോയിട്ട് n റേസ് ടു ഗാമ -1 ഇൻറ്റു T4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് T1 ഈസ് ഈക്വൽ ടു കിട്ടി, T2 ഈസ് ഈക്വൽ ടു കിട്ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് T2 മൈനസ് T1 കണ്ടുപിടിക്കാമല്ലോ. T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു ഇവിടെ n റേസ് ടു ഗാമ -1 കോമൺ ആണ് ഇൻറ്റു T3 മൈനസ് T4. അപ്പോൾ ഇനി സിമ്പിൾ ആണല്ലോ. ഇവിടെ T3 മൈനസ് T4ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് T3 മൈനസ് T4 T2 മൈനസ് T1 ക്യാൻസൽ ആയി പോകും. എന്നിട്ട് n റേസ് ടു ഗാമ -1 ടേംസിൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് 1 മൈനസ് 1 ബൈ n റേസ് ടു ഗാമ -1 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് നമുക്ക് വരുന്നത്. അപ്പം മെത്തേഡ് മനസ്സിലായല്ലോ. നമുക്ക് സൈക്ലിക് പ്രോസസ്സ് എടുത്തു. സൈക്ലിക് പ്രോസസ്സിൽ ഈറ്റ കാണാൻ W/Q അബ്സോർബഡ് എടുക്കണം. അപ്പോൾ W എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 പ്രോസസ്സിൽ വർക്ക് ഡൺ ഉള്ളൂ, 2, 3, 1, 4. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അത് രണ്ടും അടയപാറ്റിയ പ്രോസസ്സ് ആയതുകൊണ്ട് ഈ W എന്ന് പറയുന്നത് Q12 പ്ലസ് Q34 എന്ന് കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ സൈക്ലിക് പ്രോസസ്സ് എടുത്താൽ ΔU ടോട്ടലി 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈറ്റ ഈക്വൽ ടു W/Q എടുക്കുമ്പം W നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം, Q12 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. പിന്നെ ടെമ്പറേച്ചറിൻ്റെ റിലേഷൻ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടയപാറ്റിയ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഫോർ ദി 2 പ്രോസസ്സ് എടുത്താൽ മതി. നമുക്കടുത്ത 7ാമത്തെ ചോദ്യം. An elastic rod of length L, area of cross section A, Young's modulus Y, lying on a smooth horizontal surface is subjected to a force of magnitude F and 2F. The elastic potential is stored in the rod is. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് 2F റൈറ്റ് സൈഡിലേക്ക് F ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഫ്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അത് ആക്സലറേറ്റ് ചെയ്യും. ആക്സലറേഷനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നെറ്റ് ഫോഴ്സ് 2F മൈനസ് F ആണ് ബൈ M വരും. ആക്സലേഷൻ F/M ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ ടെൻഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ലെഫ്റ്റ് എൻഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ലെങ്ത് ഉള്ള റോഡ് മാത്രം എടുക്കണം. അപ്പോൾ എക്സ് ലെങ്ത് ഉള്ള റോഡ് എടുത്താൽ എഫ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ടെൻഷൻ T റൈറ്റ് സൈഡിലോട്ടുണ്ട്, ഇതിൻ്റെ ആക്സലറേഷന് റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ കാരണം നമുക്ക് ടെൻഷൻ ഓൺ ദി റോഡ് ഡിഫറെൻ്റ് ആണെങ്കിൽ എനർജി ഡെൻസിറ്റി പല സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണുമ്പോൾ എനർജി ഡെൻസിറ്റി വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ഇൻറ്റിഗ്രേഷൻ നടത്തേണ്ടി വരും. അതിനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഈ എക്സ് ലെങ്ത്തിൻ്റെ മോഷൻ്റെ ഇക്വേഷൻ എടുക്കണം. ഫോർ എക്സ് ലെങ്ത് ഓഫ് ദി റോഡ് നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ T റൈറ്റ് സൈഡിലേക്ക് F ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ നെറ്റ് ഫോഴ്സ് T മൈനസ് F, ദാറ്റ് ഈസ് ഇക്വൽ ടു മാസ് ഇൻറ്റു ആക്സലേഷൻ. മാസ് എടുക്കുമ്പം M/L ഇൻറ്റു എക്സ് അല്ലേ, ടോട്ടൽ മാസ് M, ടോട്ടൽ ലെങ്ത് L. അപ്പോൾ എക്സ് ലെങ്തിൻ്റെ മാസ് M/L ഇൻറ്റു എക്സ് ആണ്. ഇൻറ്റു ആക്സലറേഷനെ, ആക്സലേഷൻ നമുക്ക് F/M. അപ്പോൾ T മൈനസ് F ഈസ് ഈക്വൽ ടു എക്സ് ലെങ്തിൻ്റെ മാസ് ഇൻറ്റു ആക്സലേഷൻ. അതാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ T ഈസ് ഈക്വൽ ടു F റൈറ്റ് സൈഡ് കൊണ്ടുള്ള F വരും, പ്ലസ് ഇവിടെ M പോയിട്ട് F ഇൻറ്റു X/L വരും. ഇതാണ് ടെൻഷൻ അറ്റ് എ പോയിന്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ടെൻഷൻ എക്സിനനുസരിച്ച് മാറും. ടെൻഷൻ മാറിയാൽ നമുക്കറിയാം സ്ട്രെസ് മാറുമല്ലോ. നമ്മൾ ആ സ്ട്രെസ് ഒരു സിഗ്മ എന്ന് വിചാരിച്ചാൽ ടെൻഷൻ ബൈ ഏരിയ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻഷൻ ബൈ ഏരിയ എടുക്കുമ്പം F/A ഇൻറ്റു 1 പ്ലസ് X/L വരും. അപ്പോൾ നമുക്ക് ടെൻഷൻ വേരിയബിൾ ആണ്, അതുകൊണ്ട് പല സ്ഥലത്തും ടെൻഷൻ വേരിയബിൾ ആണ്. ഈ ടെൻഷൻ വേരിയബിൾ ആകുമ്പോൾ സ്ട്രെസ് വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ആണ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ UD ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2y എന്നാണ് ഇക്വേഷൻ. സ്ട്രെസ് സ്ക്വയർ ബൈ 2y. സ്ട്രെസ് സിഗ്മ നമുക്കറിയാം, സിഗ്മ സ്ക്വയർ ബൈ 2y ആണ് എനർജി ഡെൻസിറ്റി. അപ്പം എനർജി ഡെൻസിറ്റി വേരിയബിൾ ആണ്. അപ്പോൾ എനർജി ഡെൻസിറ്റി വേരിയബിൾ ആണെങ്കിൽ ടോട്ടൽ എനർജി കാണാൻ എന്ത് ചെയ്യണം, ഇൻറ്റിഗ്രൽ UD/dV എടുക്കണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരു സ്മോൾ വോളിയം dV എടുക്കുക. ആ വോളിയത്തിലെ എനർജി എന്ന് പറഞ്ഞാൽ UD ഇൻറ്റു dV ആണ്. അപ്പോൾ അതിന് ആ റോഡിൻ്റെ ലെങ്ത്തിൽ ഇൻറ്റിഗ്രേഷൻ നടത്തിയാൽ നമുക്ക് ടോട്ടൽ എനർജി സ്റ്റോർഡ് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ UD കാണാൻ സിഗ്മ സ്ക്വയർ ബൈ 2y എടുക്കണം. അപ്പോൾ 2y കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ F സ്ക്വയർ ബൈ A സ്ക്വയർ വരും. ആ F സ്ക്വയർ ബൈ A സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, വെളിയിലെടുക്കാം. ബാക്കി ഇൻറ്റു 1 പ്ലസ് X/L ഹോൾ സ്ക്വയർ വരും. ലിമിറ്റ് 0 to L ആണ്, കാരണം X ആണ് വേരിയബിൾ. പിന്നെ dV എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ എക്സ് ഡിസ്റ്റൻസിൽ ഒരു DX ലെങ്ത് ഉള്ള പോർഷൻ എടുക്കണം. ആ DX ലെങ്ത് ഉള്ള വോളിയമാണ് dV. കാരണം എനർജി ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എക്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ്.
ഡി എക്സ് വളരെ ചെറുതായതുകൊണ്ട് ആ ഡി എക്സിൽ നമുക്ക് എക്സിൻ്റെ വേരിയേഷൻ നെഗ്ലക്ട് ചെയ്യാം, എനർജി ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആ ഏരിയ എടുക്കുമ്പം എ ഇൻറ്റു ഡി എക്സ് വരും. ബാക്കി നമുക്ക് ഇൻറ്റഗ്രേഷൻ നടത്തി ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു എ ഉണ്ട്, എ ക്യാൻസൽ ആയി പോയിക്കോളും, 2y a ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to L, വേണമെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാം, 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ എൽ സ്ക്വയർ പ്ലസ് 2x ബൈ എൽ ഡി എക്സ് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് സ്ക്വയർ ബൈ 2y a ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എക്സ് എക്സ് വരും, പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ നമുക്കറിയാം എക്സ് ക്യൂബ് ബൈ 3 ആണ്. അപ്പോൾ 1 ബൈ എൽ സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2 ബൈ എൽ ഇൻറ്റു എക്സ് ഡി എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to L. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ, നമുക്ക് ഇൻറ്റഗ്രേഷനൊക്കെ അറിയാൻ, വേറെ പ്രത്യേകിച്ച് ബാക്കി ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നിങ്ങളത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ഓപ്ഷൻ 1 ആണ് കിട്ടുന്നത്. 7f സ്ക്വയർ L ബൈ 6ay കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ടെൻഷൻ വേരിയബിൾ ആയതുകൊണ്ട് ഇലോങ്ങേഷൻ കാണുമ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ നടത്തേണ്ടി വരും. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ ഇതേപോലെ ചെയ്തതാണ്. അപ്പോൾ അടുത്ത 8ാമത്തെ ചോദ്യം, an ideal gas expands from volume V0 is equal to 1 liter and pressure P0 is equal to 1 bar to volume 3 liter along two different paths ABC and AC as shown in figure. The heat added to the gas along the path ABC is 600 joule. The heat transfer in the process along the path AC is. അപ്പോൾ അതും വലിയ ബുദ്ധിമുട്ടല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 പ്രോസസ്സുകൾ എയിൽ നിന്ന് സിയിലേക്ക് നടക്കുന്നു. ഒന്ന് എ ബി സി എന്ന് പറഞ്ഞ പാത്തിൽ കൂടെയും ഒന്ന് എ സി എന്ന് പറഞ്ഞ പാത്തിൽ കൂടിയും. നമുക്ക് 2 പാത്തിൽ കൂടെ പോയാലും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി സെയിം അല്ലേ. ഡെൽറ്റ യു എ ബി സി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എ സി. എ സി ഡയറക്റ്റ് പാത്ത് എടുത്താലും എ ബി സി എന്ന് പറഞ്ഞ പാത്ത് എടുത്താലും ഇനിഷ്യൽ സ്റ്റേറ്റ് എ ആണ്, ഫൈനൽ സ്റ്റേറ്റ് സി ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് ഇൻറ്റേർണൽ എനർജി. ഇപ്പോൾ 2 പ്രോസസ്സിലും ഡെൽറ്റ യു സെയിം ആണ്. ഡെൽറ്റ യു കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ക്യൂ മൈനസ് ഡബ്ല്യു എടുത്താൽ മതി. ശരിയല്ലേ, കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ക്യൂ ഈസ് ഡബ്ല്യു പ്ലസ് ഡെൽറ്റ യു ആണ്. അപ്പോൾ ഡെൽറ്റ യൂസ് ക്യൂ മൈനസ് ഡബ്ല്യു, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ക്യൂ എ സി മൈനസ് ഡബ്ല്യു എ സി വരും. ശരിയല്ലേ. ക്യൂ എ ബി സി എടുക്കുമ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ടോ, ഹീറ്റ് ഈസ് ആഡഡ് ടു ദി സിസ്റ്റം ബൈ ആൻ എമൗണ്ട് 600 ജൂൾ. അപ്പോൾ അത് പോസിറ്റീവ് ആണ്. ഹീറ്റ് എനർജി ആഡഡ് ടു ദി സിസ്റ്റം പോസിറ്റീവ് ആണ്, 600. ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുത്താൽ നമ്മൾ ഡബ്ല്യു എ ബി സി കിട്ടുമല്ലോ. അപ്പോൾ ഡബ്ല്യു എ ബി സി കാണുമ്പം ടോട്ടൽ ഏരിയ എടുക്കണം അണ്ടർ ദി ഗ്രാഫ്. ടോട്ടൽ ഏരിയ എടുക്കുമ്പോൾ നമുക്കറിയാം ഈ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുക്കുമ്പോൾ ഇത് മൊത്തം എടുക്കണം. എ ബി സി എന്ന് പറഞ്ഞ പ്രോസസ്സ് എടുക്കുമ്പം ഈ ട്രയാങ്കുലർ ഏരിയ പ്ലസ് താഴെയുള്ള ഏരിയ എടുക്കണം. അപ്പോൾ ഞാനിതൊരു A1 എന്ന് വിചാരിച്ചു, ഇത് A2 എന്ന് വിചാരിച്ചു. അപ്പോൾ ഡബ്ല്യു ബി സി എടുക്കുമ്പം മൈനസ് ഓഫ് A1 പ്ലസ് A2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് ഡബ്ല്യു എ സി എടുക്കുമ്പം എ സി എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എടുക്കുമ്പം ഈ താഴെയുള്ള ഏരിയ എ സി എന്ന് പറഞ്ഞ ഗ്രാഫിന് താഴെയുള്ള ഏരിയ A2 മാത്രം എടുത്താൽ മതി. അപ്പം മൈനസ് A2 വരും. അപ്പോൾ A2 2 സൈഡിൽ നിന്ന് ക്യാൻസൽ ആയിപ്പോഴും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 600 മൈനസ് A1 എടുക്കുമ്പോൾ ഈ ട്രയാങ്കുലർ ഏരിയ ആണല്ലോ. ട്രയാങ്കുലർ ഏരിയ കാണുമ്പം ഈ ആംഗിൾ 45 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് V0, ഇത് 3V0. അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം 3V0 ആണ്. ശരിയല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മാർഗം ഇതെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി വരുമല്ലോ, ഇത് 45 ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് 3V0 ആണെങ്കിൽ 3V0 മൈനസ് V0 2V0 ആണ്. ഇത് V0 വരും. 3V0 മൈനസ് V0 2V0 ആണ്. ശരിയല്ലേ. അപ്പോൾ നമുക്ക് ഈ സെൻട്രൽ പൊസിഷൻ ഇങ്ങോട്ടൊരു ലൈൻ നോർമൽ വരച്ചാൽ അത് V0 വരും. അപ്പോൾ നോക്കിയേ, ഇവിടെ പ്രഷർ P0 ആണ്. അപ്പോൾ ഇത് V0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ എടുക്കുമ്പോൾ 2P0 കിട്ടും. ശരിയല്ലേ. ഇവിടെ നമുക്ക് 2V0 ആണ് വരുന്നത്. അങ്ങനെ എടുത്താലും മതി. ഇവിടെ V0 ഇവിടെ 2V0 ഇവിടെ P0 ആകുമ്പോൾ ഇവിടെ 2P0 വരും. അപ്പോൾ ഏരിയ കാണുമ്പോൾ ട്രയാങ്കുലർ ഏരിയ ആണ്. ഹാഫ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡായിട്ട് നമുക്ക് 2P0 മൈനസ് P0 വരും. ലെങ്ത് ആയിട്ട് നമുക്ക് 2V0 വരും. ഈക്വൽ ടു ക്യൂ എ സി. കാരണം നമുക്ക് A0 A2 കോമൺ ആയിട്ട് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഇനി പ്രഷർ നമുക്കറിയാം 1 ബാർ ആണ്. അപ്പോൾ 10⁵ വരും. വോളിയം നമുക്ക് 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആകുമ്പോൾ 10⁻³ വരും. അപ്പോൾ 600 മൈനസ് 100 വരും. അപ്പോൾ ആൻസർ 500. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അല്ല നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
കാരണം നമ്മളിവിടെ ആദ്യപ്പാടെ പ്രിൻസിപ്പിൾ ഇത്രേ ഉള്ളൂ, രണ്ട് പ്രോസസ്സ് എടുത്താലും എയിൽ നിന്ന് സിയിലേക്ക് ആയതുകൊണ്ട് ഡെൽറ്റ യു സെയിം ആണ്, ഡെൽറ്റ യു ഇക്വേറ്റ് ചെയ്യുക, അപ്പോൾ അതിനകത്ത് നമുക്ക് സിമ്പിളി ആൻസർ കിട്ടും. അടുത്ത 9th ക്വസ്റ്റിലേക്ക് പോകാം. എ സിമ്പിൾ ഹാർമോണിക് മെക്കാനിക്കൽ വേവ് ഈസ് ഇൻസിഡന്റ് ഓൺ ഫിക്സഡ് എൻഡ് ഓഫ് എ സ്ട്രിംഗ്. ദി വേവ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് ലൂസസ് 36% ഓഫ് ഇറ്റ്സ് എനർജി. ദെൻ ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്റ്റഡ് വേവ് ടു ഇൻസിഡന്റ് വേവ്. അപ്പോൾ ഒരു സ്ട്രിങ്ങിൽ കൂടെ വേവ് ഇൻസിഡന്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരെൻഡ് ഫിക്സഡ് ആണ്. അപ്പോൾ അവിടെ ഇൻസിഡന്റ് ഇൻറ്റൻസിറ്റി ഐ എന്നെടുക്കാം, റിഫ്ലക്റ്റഡ് ഇൻറ്റൻസിറ്റി IR എന്നെടുക്കാം. നമുക്കറിയാം ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ഒരേ മീഡിയത്തിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറാണ്. മീഡിയം സെയിം ആണ്, വെലോസിറ്റി ഡെൻസിറ്റി ഓഫ് ദി മീഡിയം ഒന്നും മാറ്റം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ആകെപ്പാടെ വ്യത്യാസം വരുന്ന ആംപ്ലിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. കാരണം ഫ്രീക്വൻസി റിഫ്ലക്ഷൻ്റെ സമയത്ത് മാറ്റമൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻസിഡന്റ് ഇൻറ്റൻസിറ്റി II ആണെങ്കിൽ 36% ലോസായി, അപ്പോൾ ബാക്കി 64% ഉള്ളൂ. അപ്പോൾ റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 64% ആണ്. അപ്പോൾ 64/100 II വരും. ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് AR² ഇതിന് പകരം കൊടുക്കാം. ദാറ്റ് ഈസ് 64/100 ഇൻറ്റു ഇൻസിഡന്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പകരം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൊടുക്കാം. അപ്പോൾ AR ഈസ് ഈക്വൽ ടു റൂട്ട് എടുത്താൽ 8/10 വരും ഇൻറ്റു AI. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 AI വരും. നമുക്ക് AR/A ആണ് ചോദ്യം. റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്റ്റഡ് വേവ് ടു ഇൻസിഡന്റ് വേവ് ആണ്. അപ്പോൾ 4:5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. അടുത്തത് 10th ചോദ്യം. എ ബ്ലോക്ക് ഓഫ് മാസ് M2 ഈസ് ഇൻ ഇക്വിലിബ്രിയം ആൻഡ് അറ്റ് റെസ്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് അവിടെ സ്പ്രിങ്ങിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ മാസിൻ്റെ വാല്യൂ M2 ആണ്. അപ്പോൾ ആ മാസ് M2 ഈസിന് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം ആകുമ്പോൾ നമുക്കറിയാം ഈ നാച്ചുറൽ ലെങ്ത് ഓഫ് ദി സ്പ്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്താൽ സ്പ്രിങ് അതിൻ്റെ നാച്ചുറൽ ലെങ്ത്തിൽ നിൽക്കുന്ന സമയം എടുക്കുക. അവിടുന്ന് ഈ സ്പ്രിങ്ങിനൊരു ഇലോങ്ങേഷൻ കാണും. ആ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഒരു x1 എന്ന് വിചാരിക്കാം. ഇനിഷ്യലി ഇക്വിലിബ്രിയത്തിൽ ഈ സ്പ്രിങ്ങിൻ്റെ ഇലോങ്ങേഷൻ ആണ് നമ്മൾ x1 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിന് വെയിറ്റ് M2g താഴോട്ട് ആക്ട് ചെയ്യും. സ്പ്രിംഗ് കോൺസ്റ്റന്റ് K ആകുമ്പം K ഇൻറ്റു x1 മുകളിലോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ K ഇൻറ്റു x1 ഈസ് ഈക്വൽ ടു M2g വരും. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു M2g/K വരും. അപ്പോൾ അതാണ് നമുക്ക് ഇനിഷ്യൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്പ്രിങ്ങിൻ്റെ ഇലോങ്ങേഷൻ വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? M1 എന്ന് പറഞ്ഞ മാസ് u വെലോസിറ്റിയിൽ ഹിറ്റ് ചെയ്തു ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. ദി എനർജി ഓഫ് ഓസിലേഷൻ ഈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഇൻസ്റ്റന്റിൽ എന്ത് സംഭവിച്ചു? വേറൊരു മാസ് വന്ന് ഇതിൽ സ്റ്റിക്ക് ടുഗദറാണ് കൊളീഷന് ശേഷം. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ സിറ്റുവേഷൻ എടുക്കാം. ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ എന്താ സംഭവിച്ചു? ഈ M1 എന്ന് പറഞ്ഞ മാസ് ഇതിൽ ഹിറ്റ് ചെയ്ത് ഒരുമിച്ചിരിക്കുന്നു. ആ ഇൻസ്റ്റന്റിൽ അതേ പൊസിഷനിൽ ഇതിനൊരു വെലോസിറ്റി കിടന്ന് V എന്ന് വിചാരിക്കാം. M1 മാസ് u വെലോസിറ്റിയിൽ ഹിറ്റ് ചെയ്തു. ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ അതേ പൊസിഷനിൽ ഈ സിസ്റ്റത്തിന് കിട്ടുന്ന വെലോസിറ്റി V. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? കൺസർവേഷൻ ഓഫ് മൊമെന്റം എടുത്താൽ മതി. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താ പറയുന്നത്? മൊമെന്റം ജസ്റ്റ് ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. മൊമെന്റം ജസ്റ്റ് ബിഫോർ കൊളീഷൻ നമുക്ക് M1 ഇൻറ്റു u ആണ്. കാരണം അടുത്ത മാസം M2 റെസ്റ്റില്ല. അപ്പോൾ ഇനിഷ്യൽ മൊമെന്റം ബിഫോർ കൊളീഷൻ M1u + 0. ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ രണ്ട് മാസം കൂടെ ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ M1 + M2 ഇൻറ്റു V ആണ് മൊമെന്റം. അപ്പോൾ V ഈസ് ഈക്വൽ ടു M1u ഡിവൈഡഡ് ബൈ M1 + M2 വരും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചത്? ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റി V കണ്ടുപിടിച്ചു. M1u/M1 + M2. ഇനി എന്നാ സംഭവിക്കുമായിരിക്കും? ഈ സിസ്റ്റത്തിനൊരു വെലോസിറ്റി കിട്ടിയത് കൊണ്ട് അത് ഓസിലേഷൻ നടക്കും. ഓസിലേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഒമേഗ ഈസ് √K/M. M എന്ന് പറയുന്നത് ഇവിടെ M1 + M2 ആണ്. ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K ആണെങ്കിൽ ഒമേഗ ഈസ് √K/M1 + M2. അപ്പോൾ നോക്കിയാൽ ഏതോ ഒരു പൊസിഷനിലെ വെലോസിറ്റി V നമുക്കറിയാം ഡ്യൂറിങ് ദി ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എനർജി ഓഫ് ഓസിലേഷനാണ്. അപ്പോൾ എനർജി ഓഫ് ഓസിലേഷൻ കാണാൻ നമുക്ക് പല മാർഗ്ഗമുണ്ടോ. ഒരു മാർഗ്ഗം, ഇത് ഓസിലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ പൊസിഷനിൽ നിന്ന് താഴേക്ക് പോയിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ഓസിലേഷൻ എടുക്കുക. അപ്പോൾ ന്യൂ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇപ്പോൾ ഓസിലേഷൻ നടക്കുന്ന സമയത്ത് ഇത് എവിടോ വരുന്നു. ഈ വരുന്ന സമയത്ത് ഈ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് വിചാരിക്കും.
അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിലെ പ്രത്യേകത നെറ്റ് ഫോഴ്സ് 0 ആണ്. ഇക്വിലിബ്രിയത്തിലെ നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ആദ്യത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ല ഇപ്പം. ഇവിടെ ആ പടം M2 മാസ് മാത്രമേ ഉള്ളൂ. ഇവിടെ M1 M2 2 മാസുകളും കൂടാണ് ഒരുമിച്ച് ഓസിലേഷൻ നടക്കുന്നത്. ആ സമയത്ത് ഈ സ്പ്രിങ്ങിൻ്റെ ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് x2 എന്ന് വിചാരിക്കും. മനസ്സിലായല്ലോ? x2 എന്ന് പറയുന്നത് ഈ സ്പ്രിങ്ങിൻ്റെ ടോട്ടൽ ഇലോങ്ങേഷൻ ഇൻ ന്യൂ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ സിമ്പിളാണ്, സിസ്റ്റത്തിൻ്റെ വെയിറ്റിന് സ്പ്രിംഗ് ബോൺസ് ബാലൻസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് K ഇൻറ്റു x2 ഇസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു G വരും. അപ്പോൾ x2 ഇസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു G ബൈ K എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എത്രയേ ഉള്ളൂ, ഇതാണ് മീൻ പൊസിഷൻ. ആ മീൻ പൊസിഷനിൽ നിന്ന് ഇവിടെ ഒരു പൊസിഷനിലെ വെലോസിറ്റി ഓഫ് ഓസിലേഷൻ നമുക്കറിയാം. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് x എന്ന് വിചാരിക്കാം. അതായത് ഇത്രയേ ഉള്ളൂ, ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ഓസിലേഷനിൽ നിന്ന് നമുക്ക് വെലോസിറ്റി അറിയാവുന്ന പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് x എന്ന് വിചാരിക്കുക. അതായത് മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് x. ആ x എന്ന് പറയുന്നത് നോക്കിയേ, x2 മൈനസ് x1 അല്ലേ. ഇവിടെ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്ത് ചെയ്യുന്ന പുതിയ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് x2, ആദ്യത്തെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് x1. ആദ്യത്തെ മാസിൻ്റെ പൊസിഷനിലെ വെലോസിറ്റിയാണ് അറിയാവുന്നത്. അവിടുന്ന് ഈ പുതിയ ഇക്വിലിബ്രിയം പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് x2 മൈനസ് x1 ആണ്. x2 എത്രയായിരുന്നു? M1 പ്ലസ് M2 G ബൈ K. x1 M2 G ബൈ K. അപ്പോൾ x എന്ന് പറയുന്നത് M1 G ബൈ K ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ യൂസ് ചെയ്താൽ, വെലോസിറ്റി ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, v സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അറിയാവുന്നതല്ലേ? വെലോസിറ്റി അറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് x ഫ്രം ദ മെയിൻ പൊസിഷൻ v സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് ഇക്വേഷൻ വരുന്നത്. വിയുടെ വാല്യൂ നമുക്കറിയാം, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി സ്ക്വയർ എന്ന് പറയുന്നത് M1 സ്ക്വയർ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ. വിയുടെ വാല്യൂ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് അവിടെ കിട്ടിയിട്ടുണ്ട് K ബൈ M1 പ്ലസ് M2 ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? എനർജി ഓഫ് ഓസിലേഷൻ. എനർജി ഓഫ് ഓസിലേഷൻ കാണുന്നത് എങ്ങനെയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എനർജി ഓഫ് ഓസിലേഷൻ എടുക്കുമ്പം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എ ആണെങ്കിൽ എനർജി ഓഫ് ഓസിലേഷൻ ഈസ് ഈക്വൽ ടു ഹാഫ് K A സ്ക്വയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഇതിനകത്ത് K A സ്ക്വയർ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ അവിടെ M1 G ബൈ K ഉണ്ട് കേട്ടോ. x എന്ന് പറഞ്ഞ M1 G ബൈ K നമ്മളവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനകത്ത് K A സ്ക്വയർ കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എനർജി ഓഫ് ഓസിലേഷൻ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ ബാക്കിയൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ 1 ആണ് വരുന്നത്. ടോട്ടൽ എനർജി ഓഫ് ഓസിലേഷൻ ഹാഫ് K A സ്ക്വയർ ആണ്. അപ്പോൾ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അല്പം മനസ്സിലാക്കി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ എടുക്കുക, ജസ്റ്റ് ആഫ്റ്റർ കൊളിഷൻ വെലോസിറ്റി കൺസിഡറേഷനും മൊമെൻറ്റം വെച്ച് കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ പുതിയ ഇക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കുക. ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നമുക്ക് വെലോസിറ്റി അറിയാവുന്ന പൊസിഷനിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. പിന്നെ വെലോസിറ്റി ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ K A സ്ക്വയർ കിട്ടും. ഹാഫ് K A സ്ക്വയർ ആണ് ടോട്ടൽ എനർജി, അതിനാ നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 11ാമത്തെ ചോദ്യം, എ ക്ലോസ്ഡ് സ്പെറിക്കൽ ബൾബ് ഓഫ് റേഡിയസ് R is full of water. There is a small air bubble inside it. ആ എയർ ബബിളിൻ്റെ പൊസിഷൻ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് എയർ ബബിളിൻ്റെ പൊസിഷൻ. The bulb is moved with a horizontal acceleration A is equal to G by 2. The displacement of air bubble as it moves to its new equilibrium position is nearly. അവിടെ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഹാഫ് ഡിവൈഡഡ് ബൈ 2.23 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിഷ്യലി ഈ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ബബിള് ഇത് റൈറ്റ് സൈഡിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ നമുക്കിവിടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ്. നമുക്ക് പുതിയ ഇക്വിലിബ്രിയം പൊസിഷനിലെ ബബിൾ ഇവിടെ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഇനിഷ്യലി ഇവിടെ എയിലായിരുന്നു, ഇവിടെ ബി എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് ഇത് വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിൽ ഇതൊരു തീറ്റ എന്ന് വിചാരിക്കുക. ഇത് നമുക്കറിയാം, ഇത് 6 ആണ്, ഇത് 6 ആണ്. ആദ്യം എയിലിരിക്കുന്ന ബബിള്
ഇക്വലിബ്രിയം പൊസിഷനിൽ ബിയിലാണ്, അത് ഇവിടെ നിന്ന് വന്ന ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് 6 ആണെങ്കിൽ ഈ എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് 2r sin θ/2 എടുത്താൽ മതി. ഇതാണ് ഇക്വേഷൻ. നമുക്ക് റേഡിയസ് 6 ആണെങ്കിൽ 2r sin θ/2. അപ്പോൾ തീറ്റ കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. അപ്പോൾ തീറ്റ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബബിളിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വിത്ത് റെസ്പെക്ട് ടു ഈ ബൾബ് വരയ്ക്കാം. നമ്മൾ ബൾബിനകത്ത് ലിക്വിഡ് ഉണ്ട്, അതിനകത്ത് നിന്ന് നോക്കുമ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് mg വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ സ്യൂഡോ ഫോഴ്സ് നമ്മൾ ഈ സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ സ്യൂഡോ ഫോഴ്സ് m × ലെഫ്റ്റ് സൈഡിലോട്ട് ആക്ട് ചെയ്യും. ആക്സലേഷൻ a ആണ്. എയുടെ വാല്യൂ g/2 തന്നിട്ടുണ്ട്. അപ്പോൾ എക്ക് പകരം g/2 കൊടുക്കുക. നമുക്ക് mg താഴേക്കുണ്ട്, mg/2 സ്യൂഡോ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലേക്കുണ്ട്. അവരുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇങ്ങോട്ടേക്ക് വരും. നമുക്കൊരു ആ റിസൾട്ടൻ്റ് ഫോഴ്സിനെ ഇവിടെ നിന്ന് കിട്ടുന്ന നോർമൽ ഫോഴ്സ് ബാലൻസ് ചെയ്താൽ നമുക്ക് സിറ്റുവേഷൻ സിമ്പിളാണ്. ശരിയല്ലേ? അല്ലെങ്കിൽ ഈ ലിക്വിഡിൻ്റെ വെയിറ്റ് ബബിളിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും, സ്യൂഡോ ഫോഴ്സ് mg/2 ലെഫ്റ്റ് സൈഡിലോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഈ ലിക്വിഡ് കൊടുക്കുന്ന നോർമൽ ഫോഴ്സ് വരുവാണെങ്കിൽ അത് ഇക്വലിബ്രിയം പൊസിഷനിൽ വരും. ശരിയല്ലേ? അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൊണ്ട് റിസൾട്ടൻ്റിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് കിട്ടുന്ന നോർമൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഈ തീറ്റ ആണെങ്കിൽ ഇവരുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈ തീറ്റ ആംഗിളിൽ വരും. ഇതിവിടെ വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് തീറ്റ ആംഗിൾ നിൽക്കുകയാണെങ്കിൽ ഇവരുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈ പോയിന്റിന് നോർമൽ ഡയറക്ഷനിൽ വന്നാലേ ഇക്വലിബ്രിയം വരത്തുള്ളൂ. അപ്പോൾ ഈ തീറ്റ തന്നെ ആയിരിക്കണം ഈ തീറ്റ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വെക്ടർ ഡയഗ്രാം അനുസരിച്ച് ഇത് mg ആണ്, ഇത് mg/2 ആണ്. അപ്പോൾ ഇത് റിസൾട്ടൻ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ടാൻ തീറ്റയുടെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ് വരും. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് mg/2 ആണ്, അഡ്ജസൻറ്റ് സൈഡ് mg ആണ്. അപ്പോൾ mg/2 mg ടാൻ തീറ്റ 1/2 വരും. അപ്പോൾ ടാൻ തീറ്റ നമുക്ക് സൈൻ θ/2 ആണ് വേണ്ടി. അപ്പോൾ നമുക്ക് ടാൻ തീറ്റനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ടാൻ തീറ്റനെ നമുക്ക് 2 ടാൻ θ/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ θ/2 എന്ന് എഴുതാം. ഇസിക്കൽ ടു 1/2. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്പിൾ 2 × 2 4 ടാൻ θ/2 ഇസിക്കൽ 1 മൈനസ് ടാൻ സ്ക്വയർ θ/2. അപ്പോൾ റീഅറേഞ്ച് ചെയ്താൽ ടാൻ സ്ക്വയർ θ/2 ഇങ്ങോട്ട് കൊണ്ടുവന്നു -4 × ടാൻ θ/2 -1 = 0. അപ്പോൾ നമുക്ക് ടാൻ തീറ്റയുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ടാൻ സ്ക്വയർ θ/2 ഇവിടെ പ്ലസ് ആണ് കേട്ടോ, ഇവിടെ പ്ലസ് ആണ് കാരണം ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ടാൻ സ്ക്വയർ θ/2 + 4 ടാൻ θ/2 -1 = 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമ്മളൊരു എക്സ് എന്ന് വിചാരിച്ചാൽ x² + 4x - 1 = 0 എന്ന് കിട്ടും. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ടാൻ θ/2 കിട്ടും. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ സോൾവ് ചെയ്താൽ ടാൻ θ/2ൻ്റെ വാല്യൂ നിയർലി നമുക്ക് 0.24 എന്ന് കിട്ടും കേട്ടോ. ടാൻ θ/2 നിയർലി 0.24 എന്ന് കിട്ടും. അപ്പോൾ ടാൻ θ/2 0.24 ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് സൈൻ θ/2 എടുത്താൽ നിയർലി 0.23 കിട്ടും. അപ്പോൾ സൈൻ θ/2 നിയർലി 0.23. ഇപ്പോൾ ടാൻ θ/2 0.24 ആണ്. അപ്പോൾ സൈൻ θ/2 അതിനകത്ത് 0.23 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 2r sin θ/2 ആ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് AB = 2r × sin θ/2 0.23 ആണ്. ദാറ്റ് ഇസ് 0.46 r എന്ന് കിട്ടും. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ബബിൾ ആണ് നമ്മളോട് ചോദ്യം. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എത്രയാണ്? 0.46 r ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ റിസൾട്ടായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 12ാമത്തെ ചോദ്യം. Two composite spherical shell is made up of two materials having thermal conductivities K and 2K respectively as shown in figure. The temperature at innermost surface is maintained at T1 and at outer surface it is maintained at T2. T1 is greater than T2. The effective thermal resistance between inner and outer surface of the shell of radial heat flow is. നമ്മൾ റേഡിയൽ ഹീറ്റ് ഫ്ലോ നടക്കുമ്പം നമുക്ക് അതിൻ്റെ തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ആ തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. നമുക്ക് R1 ഇന്നർ റേഡിയസും R2 ഔട്ടർ റേഡിയസും ഉള്ള
ഒരു സിസ്റ്റത്തിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് RTH ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ 4πk R1 R2 എന്നാണ് ഇക്വേഷൻ. നമുക്കൊരു സ്പെറിക്കൽ ഷെൽ ഓഫ് കണ്ടക്ടർ എടുത്തു. ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് R2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയൽ ഹീറ്റ് ഫ്ലോയുടെ സമയത്ത് തെർമൽ റെസിസ്റ്റൻസ് R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ 4πk R1 R2. ഇവിടെ നമുക്ക് ഇന്നർ ടെമ്പറേച്ചർ T1 T2 തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റേഡിയൽ ഹീറ്റ് ഫ്ലോ നടക്കും. അപ്പോൾ ഇവിടുന്ന് T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. ടെമ്പറേച്ചർ ഓഫ് ദി ഇൻമോസ്റ്റ് സർഫസ് ആണ് T1. ഇപ്പോൾ ഇവിടുന്ന് വെളിയിലേക്ക് ഹീറ്റ് എനർജി ഫ്ലോ നടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രേ ഉള്ളൂ. 6 തൊട്ട് 2R വരെ തെർമൽ കണ്ടക്ടിവിറ്റി Kയും 2R തൊട്ട് 3R വരെ തെർമൽ കണ്ടക്ടിവിറ്റി 2Kയും. നമുക്കറിയാം ഇവിടുന്ന് വെളിയിലോട്ട് ഹീറ്റ് എനർജി ഫ്ലോ നടക്കുമ്പം ഇത് സീരീസ് കോമ്പിനേഷൻ സിമിലർ. കാരണം ഇന്നർ കണ്ടക്ടറിൽ കൂടെ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഫ്ലോ യൂണിറ്റ് ടൈമിൽ പാസ് ചെയ്യുമോ ആ ടോട്ടൽ ഹീറ്റ് എനർജി രണ്ടാമത്തെ ഔട്ടർ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യണം. ഇപ്പോൾ രണ്ടുപേരും സീരീസിലാണ്. അപ്പോൾ ഓരോരുത്തരെയും തെർമൽ റെസിസ്റ്റൻസ് കണ്ടിട്ട് രണ്ടുകൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തെർമൽ റെസിസ്റ്റൻസ് R1 എടുക്കുമ്പം നമുക്ക് ഇന്നർ കണ്ടക്ടർ എടുക്കുവാണെങ്കിൽ അപ്പോൾ ആ ഇന്നർ കണ്ടക്ടറിൻ്റെ ഇന്നർ റേഡിയസ് R ഉം ഔട്ടർ റേഡിയസ് 2R ആണ്. അപ്പോൾ R2 മൈനസ് R1 2R മൈനസ് R വരും ഡിവൈഡ് ബൈ 4π ഇൻറ്റു തെർമൽ കണ്ടക്ടിവിറ്റി K തന്നെയാണ്. R1 ഇൻറ്റു R2 2R ഇൻറ്റു R 2R സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2R മൈനസ് R ഒരു R ക്യാൻസലായി പോവും. അപ്പോൾ ഡിവൈഡ് 8πk വരും. 8πk R വരും. അതാണ് R1ൻ്റെ വാല്യൂ വരുന്നത്. R1 ഈസ് ഈക്വൽ ടു 1/8πkR. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ തെർമൽ റെസിസ്റ്റൻസ് R2 എടുക്കുമ്പം ഔട്ടർ റേഡിയസ് 3R ഇന്നർ റേഡിയസ് 2R. അപ്പോൾ R2 മൈനസ് R1 അഗെയിൻ R വരും ഡിവൈഡ് ബൈ 4π ഇൻറ്റു അവിടെ തെർമൽ കണ്ടക്ടിവിറ്റി 2K ആണ്. ഈ ഔട്ടർ പാർട്ടിൽ തെർമൽ കണ്ടക്ടിവിറ്റി 2K ആണെന്നാണ് വ്യത്യാസം. ഇൻറ്റു R1 R2 എടുക്കുമ്പോൾ 3R ഇൻറ്റു 2R 6R സ്ക്വയർ വരും. അപ്പോൾ ഒരു R ക്യാൻസലായി പോവും. R ഡിവൈഡ് ബൈ 4 ഇൻറ്റു 8 48 വരും. 48πkR വരും. അപ്പോൾ നമുക്ക് R1ഉം R2ഉം കിട്ടി. ഇനി എന്ത് ചെയ്യണം? രണ്ടും സീരീസിലാണ്. ഇപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാം. സീരീസ് കോമ്പിനേഷനിൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ റെസിസ്റ്റൻസ് RTH ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 വരും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് 7/48kπR വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഫോർ എ റേഡിയൽ ഹീറ്റ് ഫ്ലോ. അപ്പോൾ ആ രണ്ട് കണ്ടക്ടേഴ്സ് സീരീസിലാണ്. രണ്ടിനെ റെസിസ്റ്റൻസ് കാണുക. R1 പ്ലസ് R2 എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത 13ാമത്തെ ചോദ്യം. പ്രഷർ വേഴ്സസ് വോളിയം ഗ്രാഫ് ഓഫ് cyclic process is given below. The process is performed on 1 mole of monoatomic gas. During the process ABC, heat is absorbed by the system till point B, and after point B, system rejects heat. The efficiency of the cycle is 100/34 m, then m is. അപ്പോൾ നമുക്കൊരു പ്രോസസ്സ് വന്നിട്ടുണ്ട്. സൈക്ലിക് പ്രോസസ് ആണ്. അതിൻ്റെ എഫിഷ്യൻസി കാണണം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് സൈക്ലിക് പ്രോസസ്സിൽ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണ്. അപ്പോൾ നമ്മൾ W ബൈ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് എടുക്കണം. സൈക്ലിക് പ്രോസസ്സിലെ വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുത്ത് ഏരിയ ഓഫ് ദി ക്ലോസ്ഡ് ലൂപ്പ് എടുത്താൽ മതി. ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് PV ഡയഗ്രം തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് എളുപ്പമുണ്ട്. W ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുക ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ലെങ്ത് ആയിട്ട് 4V മൈനസ് V0 വരും. 3V0 ഇൻറ്റു ഹൈറ്റ് ആയിട്ട് നമുക്ക് ഇത് P0 ഇത് 4P0 മൈനസ് എടുക്കുമ്പോൾ 3P0 വരും. അപ്പോൾ ദാറ്റ് ഈസ് 9P0 V0 ഡിവൈഡഡ് ബൈ 2. അതാണ് ടോട്ടൽ വർക്ക് ഡൺ. ഹീറ്റ് എനർജി അബ്സോർബ്ഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. D2A എടുക്കുമ്പം തീർച്ചയായിട്ടും അത് എന്ത് പ്രോസസ്സാണ്? അത് ഐസോകോറിക് പ്രോസസ്സാണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ ഇൻറ്റർജിയാണ് ടോട്ടൽ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ആയിട്ട് വരുന്നത്. പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം എന്നാ സംഭവിക്കും. അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ D2A ഹീറ്റ് എനർജി അബ്സോർപ്ഷനാണ്. പിന്നെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് B എന്ന് പറഞ്ഞ പോയിന്റ് വരെ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം. അപ്പോൾ B2C ഹീറ്റ് എനർജി റിലീസ്ഡ് ആണ്. നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ D2A ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണ്. A to B ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണ്. B2C ഹീറ്റ് എനർജി റിജക്റ്റഡ് ആണ്. നമുക്ക് വേണ്ട. C to D നമുക്കറിയാം പ്രഷർ കോൺസ്റ്റന്റ് ആണ്. വോളിയം കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറയും. ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണ്. റിലീസ്ഡ് ആണ്. അത് വേണ്ട. അപ്പം D2Aയും A to Bയും ഹീറ്റ് എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് D2A എടുക്കുമ്പം വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വർക്ക് ഡൺ 0 ആണ്. ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഫ്രം D2A ഈസ് ഈക്വൽ ടു NCV ഡെൽറ്റ T.
ശരിയല്ല. അപ്പോൾ NCV ഡെൽറ്റ ടി ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ NCV ഇൻറ്റു ഡിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് TA മൈനസ് TB വരും. ശരിയല്ലേ? ഇനി അടുത്ത് നമ്മൾ A to B ആണ് അടുത്ത ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് വരുന്നത്. A to B എടുക്കുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ യു എടുക്കുവാണെങ്കിൽ അഗൈൻ NCV ഡെൽറ്റ ടി വരും. ഡെൽറ്റ ടി എടുക്കുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ TB മൈനസ് TA ആണ് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. ഇവിടെ TA മൈനസ് TD ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഡിയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുമ്പോൾ TA മൈനസ് TD ആണ്. അപ്പോൾ അടുത്തതിൽ TB മൈനസ് TA വരും. ശരിയല്ലേ? ഇനി WAB കാണാൻ വേണ്ടിയിട്ട് ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുത്താൽ മതി. ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുക്കുമ്പം നമ്മൾ AB എന്ന് പറഞ്ഞ പ്രോസസ്സ് മാത്രം എടുക്കുക. ആ ഗ്രാഫിന് താഴെയുള്ള ഏരിയ എടുക്കണം. ഇത്ര ഏരിയ ആണ് നമുക്ക് വേണ്ടി. അപ്പോൾ ഒരു ട്രപ്പീസിയസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ് വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു ഈ AB എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ സൈഡ് ലെങ്ത് എടുക്കുകയാണെങ്കിൽ അത് 4P0 ആണ്. പ്ലസ് നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ P0 4P0 V0 4P0. ഇവിടെ ബിയിൽ വോളിയം 2.5 V0 ആണെങ്കിൽ ഇവിടുത്തെ പ്രഷർ 2.5 P0 ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് 2.5 P0 ആണ്. അപ്പോൾ പ്ലസ് 2.5 P0. അപ്പോൾ ഹാഫ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ്സ് 4P0 പ്ലസ് 2.5 P0 വരും. ഇൻറ്റു ഈ സൈഡ് ലെങ്ത് 2.5 V0 മൈനസ് V0 1.5 V0 വരും. ശരിയല്ലേ? ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇത് നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു W എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട് 9P0 V0/2 ഇൻറ്റു ഹീറ്റ് എനർജി അബ്സോർബ്ഡ് കാണുമ്പം DAയിലും ABയിലും ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണ്, രണ്ടുകൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കൊരു NCV ഇൻറ്റു TA മൈനസ് T0 വരും. ഇവിടുത്തെ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ആണ്, രണ്ടുകൂടെ ആഡ് ചെയ്യണം. പ്ലസ് NCV ഇൻറ്റു TB മൈനസ് T0 പ്ലസ് 4P0 ഇൻറ്റു 4P0 പ്ലസ് 2.5 P0 നമുക്ക് 6.5 P0 കിട്ടും. ഇൻറ്റു 1.5 V0 വരും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ 13 ഇൻറ്റു 3/2 ഇൻറ്റു 2 4 ഇൻറ്റു 2 വരും. ഇൻറ്റു P0 V0 വരും. ഇവിടെ ഒരു 2 കോമൺ ആയിട്ടുണ്ട്. ഇത് നോക്കി, ഇവിടെ TA ഇവിടെ TB മൈനസ് TA ആണ് കേട്ടോ. ഇവിടെ ഒരു TA ഉണ്ട്, ഇവിടെ മൈനസ് TA ഉണ്ട്, രണ്ടുകൂടെ ക്യാൻസൽ ആയി പോകുള്ളൂ. അപ്പം 9P0 V0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു NCV ഇൻറ്റു TB മൈനസ് TD വരും. മനസ്സിലായല്ലോ? കാരണം ഇവിടെ എന്നാ സംഭവിച്ചു, ഇവിടെ TA മൈനസ് TA ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ NCV ഇൻറ്റു TB മൈനസ് TD വരും. മനസ്സിലായല്ലോ? പ്ലസ് 13 ഇൻറ്റു 3 39 ഡിവൈഡഡ് ബൈ 8P0 V0. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ സിമ്പിളാണ്. കാരണം ഇവിടെ നമുക്ക് ഗ്യാസിൻ്റെ പ്രത്യേകത തന്നിട്ടുണ്ട്. ഗ്രാഫ് പ്രോസസ് ഈസ് പെർഫോംഡ് ഓൺ 1 mole ഓഫ് മോണോ ആറ്റമിക് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 mole ഓഫ് മോണോ ആറ്റമിക് ഗ്യാസാണ്. മോണോ ആറ്റമിക് ഗ്യാസ് ആകുമ്പോൾ നമുക്കറിയാം CV എന്ന് പറയുന്നത് FR/2 ആണ്. F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പോൾ CV ഈസ് ഈക്വൽ ടു 3R/2 വരും. അല്ല, ടെമ്പറേച്ചറിന് പകരം നമുക്ക് ടെമ്പറേച്ചർ T ഈസ് ഈക്വൽ ടു PV/NR എന്നാണ്. ഇവിടെ N1 ആണ്, അപ്പോൾ PV/R വരും. അപ്പോൾ TBയും TDയും കാണുമ്പം നമുക്ക് ബിയിലെ ടെമ്പറേച്ചർ കാണുമ്പോൾ പ്രഷർ 2.5 P0 വോളിയം 2.5 V0. അപ്പോൾ നമുക്ക് TB എന്ന് പറയുന്നത് P0 V0 2.5 P0 ഇൻറ്റു 2.5 V0/2 2.5 5/2 എന്ന് എടുക്കാം. അപ്പോൾ 5/2 P0 ഇൻറ്റു 5/2 V0 ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. ദാറ്റ് ഈസ് 25 ഡിവൈഡഡ് ബൈ 4 P0 V0/R ആണ് നമുക്ക് ടെമ്പറേച്ചർ അറ്റ് B വരുന്നത്. അത് ടെമ്പറേച്ചർ അറ്റ് D എടുക്കുമ്പം P0 ആണ് പ്രഷർ, വോളിയം V0 ആണ്, P0 V0/R കിട്ടും. അപ്പോൾ ഇനി ബാക്കി ചെയ്യാമല്ലോ. N1 ആണ്, CV 3R/2 ആണ്, TB TD ഇവിടെ നിന്ന് കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P0 V0 ക്യാൻസൽ ആയി പോകും. എഫിഷ്യൻസി പെർസെൻറ്റേജിലാണ്, അപ്പോൾ ഇൻറ്റു 100 എടുക്കണം.
അപ്പോൾ 100/34 m എന്നാണ് വരുന്നത്. അപ്പോൾ ആ എമ്മിൻ്റെ വാല്യൂ നമുക്ക് 12 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്, 12. ബാക്കി കാൽക്കുലേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ സിമ്പിളാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത 14ാമത്തെ ചോദ്യം, മറ്റേ റൂം ടെമ്പറേച്ചർ RMS സ്പീഡ് ഓഫ് മോളിക്യൂൾസ് ഓഫ് എ സർട്ടൻ ഡയറ്റമിക് ഗ്യാസ് ഈസ് ഫൗണ്ട് ടു ബി 1930 m/s ദ ഗ്യാസ് ഈസ്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് എന്താ തന്നിരിക്കുന്നത്, നമുക്ക് RMS സ്പീഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ RMS സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, VRMS ഈസ് ഈക്വൽ ടു √3RT/m. അപ്പോൾ ഇവിടെ m ഈസ് ഈക്വൽ ടു സ്ക്വയർ ചെയ്താൽ 3RT/VRMS സ്ക്വയർ വരും. അപ്പോൾ നമുക്കിവിടെ റൂം ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ഏകദേശം 27 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ എടുക്കുക 68.31 ആണ്. അപ്പോൾ VRMS നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മാസ് കണ്ടുപിടിക്കുമ്പോൾ നിയർലി 2 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ 2 ഗ്രാം വരുന്നത് നമുക്കറിയാം H2 ആണ്. അപ്പോൾ അതിനകത്ത് ആൻസർ ഓപ്ഷൻ 1 കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് RMS സ്പീഡിൽ നിന്ന് മോളാർ മാസ് കണ്ടുപിടിക്കാം. മോളാർ മാസ് നിയർലി 2 വരുന്ന ആരാന്ന് നമുക്കറിയാം. n moles of an ideal gas undergoes a process A to B as shown in the figure. The maximum temperature of the gas during the process will be. അപ്പോൾ നമുക്ക് ഇത്രയുള്ള പ്രഷർ വോളിയം ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ മാക്സിമം വരുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യമേ പ്രഷർ വോളിയം റിലേഷൻ ഒന്ന് എഴുതാം. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഇപ്പോൾ ഇവിടെ y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ y ഇൻ്റർസെപ്റ്റ് നമുക്ക് P എന്ന് വിചാരിക്കാതെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്കറിയാം നമ്മൾ പല മാർഗ്ഗമുണ്ട്. ഇവിടെ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ എടുത്താലും ഈ ലാർജ് ട്രയാങ്കിൾ എടുത്താലും സ്ലോപ്പ് ടാൻ തീറ്റ സെയിം ആയിരിക്കണം. അപ്പോൾ ടാൻ തീറ്റയുടെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഈ ചെറിയ ട്രയാങ്കിൾ ആകുമ്പോൾ 2P0 - P0 വരും, ഡിവൈഡഡ് ബൈ ഈ ചേഞ്ച് എടുക്കുമ്പോൾ 3V0 - V0 2V0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ലാർജ് ട്രയാങ്കിൾ എടുത്താൽ ഇവിടെ പ്രഷർ P ആണെങ്കിൽ P - P0 ഓപ്പോസിറ്റ് സൈഡ് വരും, ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് 3V0 മൈനസ് ഇവിടെ 0 ആണ്, അപ്പോൾ 2V0 വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രഷർ Pയുടെ വാല്യൂ കിട്ടും, ശരിയല്ലേ? അപ്പോൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ V0 ക്യാൻസൽ ആയിപ്പോയി. 2P0 ഈസ് ഈക്വൽ ടു 2P - 2P0. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2P0 ഇവിടെ 3V0 ആണ് കേട്ടോ. നമുക്ക് ഇവിടെ 3V0 വരും. 2 അല്ല, നമുക്കിവിടെ 3V0 ആയി. കാരണം ഇവിടെ നമുക്ക് 3V0 അവിടെ 0, അപ്പോൾ 3V0 - 0 നമുക്ക് 3V0 വരും. അപ്പോൾ 3P0 ഈസിൽ 2P - 2P0. അപ്പോൾ 5P0 ഈസ് ഈക്വൽ ടു 2P കിട്ടും. അപ്പോൾ P ഈസ് ഈക്വൽ ടു 5P0 ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഇതാണ് നമുക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ. പ്രഷർ P ഈസ് ഈക്വൽ ടു 5P0 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് y ഇൻ്റർസെപ്റ്റ് കിട്ടി. ഇനി പ്രഷറിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു mx + c ഫോമിലാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ y ഈസ് ഈക്വൽ ടു mx + cയിൽ yക്ക് പകരം പ്രഷർ P ആണ്. m സ്ലോപ്പാണ്. സ്ലോപ്പ് നമുക്ക് ഈ തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ ആണ് സ്ലോപ്പ് വരുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ മൈനസ് ടാൻ തീറ്റ എടുക്കുമ്പോൾ P0/2V0 വരും. അപ്പോൾ -P0/2V0 ഇൻറ്റു എക്സിന് പകരം നമുക്ക് വോളിയം V ആണ്, പ്ലസ് y ഇൻ്റർസെപ്റ്റ് നമുക്ക് 5P0 ഡിവൈഡഡ് ബൈ 2 കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയുള്ള പ്രഷറിൻ്റെ ഇക്വേഷൻ കിട്ടി. -P0/V ഡിവൈഡഡ് ബൈ 2V0 പ്ലസ് 5P0/2. അപ്പോൾ നമ്മൾ ഇതിനൊരു V കൊണ്ട് മൾട്ടിപ്ലൈ PV ഈസ് ഈക്വൽ ടു -P0/2V0 ഇൻറ്റു V സ്ക്വയർ പ്ലസ് 5P0V/2 വരും. അപ്പോൾ ഇതാണ് നമുക്ക് PVയുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ PV കിട്ടി. അപ്പോൾ PV കിട്ടിയാൽ നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ട മാക്സിമം വാല്യൂ. ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് ടെമ്പറേച്ചർ T ഈസ് ഈക്വൽ ടു PV/NR ആണ്. PV ഈസ് NRT, അപ്പോൾ T ഈസ് ഈക്വൽ PV/NR. അപ്പോൾ ടെമ്പറേച്ചർ മാക്സിമം ആകണം. ടെമ്പറേച്ചർ മാക്സിമം ആകണമെങ്കിൽ നമുക്കറിയാം PV മാക്സിമം ആയാൽ പോരെ. ടെമ്പറേച്ചർ ഈസ് മാക്സിമം വെൻ PV ഈസ് മാക്സിമം. അപ്പോൾ PV മാക്സിമം വരണമെങ്കിൽ അതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. അപ്പോൾ dy/dv ഓഫ് PV ഷുഡ് ബി 0. നമുക്ക് പലതവണ നേരത്തെ പ്രീവിയസ് എക്സാമിലൊക്കെ നമ്മൾ പലതവണ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ വർഷത്തെ ചെയ്ത റിവിഷൻ മെറ്റീരിയലൊക്കെ നമ്മൾ ചെയ്തതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെമ്പറേച്ചർ മാക്സിമം ആണ്. അപ്പോൾ PV മാക്സിമം ആണ്. dy/dv ഓഫ് PV 0 വരണം. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇവിടെ -P0/2V0 കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു V സ്ക്വയർ ഡിഫറൻഷ്യൽ 2V ആണ്, പ്ലസ് 5P0/2 കോൺസ്റ്റൻ്റ് ആണ്, V ഡിഫറൻഷ്യൽ 1 ആണ്, അപ്പം 0 വരും. അപ്പോൾ -P0/2V0 ഉണ്ട്, V സ്ക്വയർ ഡിഫറൻഷ്യൽ 2V പ്ലസ് 5/2 ഇൻറ്റു V ഡിഫറൻഷ്യൽ 1 വരും. അപ്പോൾ
P0 ക്യാൻസൽ ആയി പോയിട്ട് 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. V is equal to ഈ 2 പോയി. അപ്പോൾ 5/2 V0 എന്ന് കിട്ടും. അപ്പോൾ ടെമ്പറേച്ചർ മാക്സിമം വരുന്ന വോളിയം കിട്ടി, അത് 5/2 V0 ആണ്. ഈ ടെമ്പറേച്ചർ മാക്സിമം വരുന്ന വോളിയം 5V0/2 ആണ്, അത് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്രേ ഉള്ളൂ? പി വി മാക്സിമം കിട്ടിയാൽ ടെമ്പറേച്ചർ മാക്സിമം കിട്ടും. അപ്പോൾ ടി മാക്സിമം ഈസ് ഈക്വൽ ടു പി വി മാക്സിമം ഡിവൈഡഡ് ബൈ NR എന്ന് വരും. ഈ പി വി മാക്സിമം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഏത് വോളിയത്തിലാണ് ടെമ്പറേച്ചർ മാക്സിമം വരുന്നതെന്ന് മനസ്സിലായി. ആ വോളിയം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് പി വിയുടെ മാക്സിമം വരും. ബൈ NR എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. 25 P0 V0 ഡിവൈഡ് ബൈ 8 NR. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. ഇപ്പോൾ അടുത്ത 16ാമത്തെ ചോദ്യം. A solid sphere of mass is attached to a light spring of force constant so that it can roll without slipping along a horizontal surface. The time period of oscillation of solid sphere is. അപ്പോൾ ഇതിലൂടെ നമുക്ക് 16ാമത്തെ ചോദ്യത്തിൽ ഒരു സോളിഡ് സ്പിയർ ഓഫ് മാസ് M ഉണ്ട്. അതൊരു ലൈറ്റ് സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്ത് ഫോഴ്സ് കോൺസ്റ്റന്റ് K ആണ്. അപ്പോൾ അത് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ലോവസ്റ്റ് പോയിന്റിന് അബൌട്ട് ഇത് ഇങ്ങനെ ഒരു സ്മോൾ ഓസിലേഷൻ നടക്കും. ഓസിലേഷൻ നടക്കുന്ന സമയത്ത് ഇത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചെറുതായിട്ടൊരു തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന വിചാരിക്കാം. ഇക്വിലിബ്രിയം പൊസിഷനിൽ സെൻറ്ററിൻ്റെ പൊസിഷൻ ഒരു തീറ്റ ആംഗിളിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന വിചാരിക്കാം. ഇവിടെ ഒരു തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതൊരു എക്സ് ഡിസ്റ്റൻസിൽ റൈറ്റ് സൈഡിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ സെൻറ്ററിൻ്റെ പൊസിഷൻ എടുത്താൽ ഇവിടെ സ്മോൾ ഓസിലേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീറ്റയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സും വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇത് എക്സ് ഡിസ്റ്റൻസിൽ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ സ്പ്രിങ്ങിനൊരു ഇലോങ്ങേഷൻ ഉണ്ടാവും, അത് എക്സ് ആണ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് വലിക്കും. ആ സ്പ്രിംഗ് ഫോഴ്സ് KX ആണ്. അപ്പോൾ ആ സ്പ്രിംഗ് ഫോഴ്സ് ഈ ലോവസ്റ്റ് പൊസിഷൻ അബൌട്ട് ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോർക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണ് ഓസിലേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് റേഡിയസ് R ആണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി R × തീറ്റ എന്നെടുക്കാം. തീറ്റ വളരെ ചെറുതാണ്. അപ്പോൾ എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി R × തീറ്റ എന്നെടുക്കാം. അപ്പോൾ റീസ്റ്റോറിംഗ് ടോർക്ക് കണ്ടുപിടിക്കുമ്പം ഈ ലോവസ്റ്റ് പൊസിഷൻ അബൌട്ടാണ് ടോർക്ക് കാണുന്നത്. അപ്പോൾ ഫോഴ്സ് KX ആണ്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ റേഡിയസ് R തന്നെ എടുക്കാം. എക്സ് തീറ്റ വളരെ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് KX × പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R വരും. ടോർക്കിനെ നമുക്ക് I × ആൽഫയിനോട് ഇക്വേറ്റ് ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ K × R × എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? R തീറ്റ കൊടുക്കാം. അപ്പോൾ R തീറ്റ വരും. പിന്നെ നമുക്കൊരു മൈനസ് സൈൻ വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഇന്ന് നമ്മൾ തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ റീസ്റ്റോറിംഗ് ടോർക്ക് അതിന് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഒരു മൈനസ് സൈൻ കൊടുത്തു. ദാറ്റ് ഈസ് I എടുക്കുമ്പോൾ ഈ ലോവസ്റ്റ് പോയിന്റിന് അബൌട്ട് ആണ് സോളിഡ് സ്പിയർ ആണ്. സോളിഡ് സ്പിയർ ആകുമ്പോൾ സെൻട്രോ മാസിന് അബൌട്ട് നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ 2/5 mr² ആണ്. പ്ലസ് mr² ആണ് ലോവസ്റ്റ് പോയിന്റിന് അബൌട്ട്. അപ്പോൾ 2/5 പ്ലസ് mr² വരും. 7/5 mr² വരും ഇൻറ്റു ആൽഫ. അപ്പോൾ ആംഗുലർ ആക്സലേഷൻ കിട്ടും. R² ക്യാൻസൽ ആയി പോകും. ആംഗുലർ ആക്സലേഷൻ -5/7 ഇൻറ്റു K/m വരും ഇൻറ്റു തീറ്റ. ശരിയല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു -5/7 K ഡിവൈഡഡ് ബൈ M ഇൻറ്റു തീറ്റ വരും. നമുക്ക് കണ്ടുപിടിക്കുന്ന ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ്. നമുക്ക് ആംഗുലർ ആക്സലേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു -ω² തീറ്റ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഒമേഗ ഈസ് √5K/7m വരില്ല. കമ്പയർ ഒമേഗ ഈസ് ഈക്വൽ ടു √5K/7m വരും. അപ്പോൾ ടൈം പീരീഡ് 2π/ω ആണ്. അപ്പോൾ 2π/ω എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ടൈം പീരീഡ് 2π/ω എടുക്കുക. അപ്പോൾ 2π/ω എടുക്കുമ്പോൾ 2π√7m/5K എന്ന് വരും. അല്ല, 2π√5m/7m/5K 2π√7m/5K വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ അടുത്ത 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യം. An ideal gas whose adiabatic exponent equals gamma is expanded so that the amount of heat transferred to the gas is equal to the decrease of its internal energy. Then the equation of the process in the variable T and V is. അപ്പോൾ നമുക്കൊരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്. അഡിയാബാറ്റിക് എക്സ്പോണന്റ് ഗാമ ആണ്. The amount of heat transferred to the gas is equal to decrease in internal energy. അപ്പോൾ നമുക്ക് dq is equal to -du എന്നാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ dq is ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ dq is equal to -du എന്നാണ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ dq is equal to -du ആണ്.
ഫ്രം ഫസ്റ്റ് ലോ dq ഈസ് ഈക്വൽ ടു du പ്ലസ് dw എന്നാണ് ഇക്വേഷൻ. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഡിക്രീസ് ഇൻ എൻതാൾജി ആണ്. അപ്പോൾ ഡിക്യുവിന് പകരം മൈനസ് ഡി യു കൊടുക്കാം. അപ്പോൾ മൈനസ് ഡി യു ഈസ് ഈക്വൽ ടു dU പ്ലസ് dw. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 2 du ഈസ് ഈക്വൽ ടു dw എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയുള്ള നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കാം. dq ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു എന്നാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ജനറൽ ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ മൈനസ് 2 du ഈസ് ഈക്വൽ ടു dw എന്ന് കിട്ടി. പിന്നെ നമുക്ക് ഡി യുവിൻ്റെ ജനറൽ ഇക്വേഷൻ കൊടുക്കാം. നമുക്ക് NCV dt ആണ്. dw എന്ന് പറയുന്നത് PdV ആണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ മൈനസ് 2 NCV dt ഈസ് ഈക്വൽ ടു PdV എന്ന് വരും. ഇനി നമുക്ക് സി വിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഗാമ ആർ ഗാമ മൈനസ് 1. നമുക്ക് ഗാമ CP/CV ആണെങ്കിൽ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ കോൺസ്റ്റന്റ് വോളിയം R/γ-1 ആണ്. ഇൻറ്റു dt ഈസ് ഈക്വൽ ടു PdV എന്ന് വരും. അപ്പോൾ അതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്കറിയാം പിക്ക് വരെ നമുക്ക് nRT/V എന്ന് കൊടുക്കാം. ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് P ഈസ് ഈക്വൽ ടു nRT/V ഇൻറ്റു dV വരും. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ NR ക്യാൻസൽ ആയി പോകുള്ളൂ. ഇനി അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഇൻറ്റഗ്രേഷൻ നടത്തിയാൽ മതി. ഇവിടെ നമുക്കൊരു ടി ഉണ്ട്. ടി ഇങ്ങോട്ട് വന്നാൽ dt/t ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് കൊണ്ടുപോയാൽ ഗാമ മൈനസ് 1 വരും ഡിവൈഡഡ് ബൈ മൈനസ് 2. അപ്പോൾ നമുക്ക് തിരിച്ചെഴുതാം 1 മൈനസ് ഗാമ/2 എന്ന് എഴുതാം. 1 മൈനസ് ഗാമ/2 ഇൻറ്റു dV/V വരും. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ വോളിയത്തിൻ്റെ റിലേഷൻ കാണാൻ വേണ്ടി ഇൻറ്റഗ്രേഷൻ നടത്തണം. ആ ഇൻറ്റിഗ്രൽ dt/t ഈസ് ഈക്വൽ ടു 1 മൈനസ് ഗാമ/2 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഇൻറ്റിഗ്രൽ dV/V വരും. ആ ഇൻറ്റിഗ്രൽ dt/t log t വരും. ഇൻറ്റിഗ്രൽ dV/V log v വരും. അപ്പോൾ ആ ലോഗ് കളയാൻ വേണ്ടി നമ്മൾ എക്സ്പൊണൻഷ്യൽ എടുത്ത് രണ്ട് സൈഡിൽ നിന്ന് ലോഗരിതം ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ ആ സോൾവ് ചെയ്താൽ നമുക്ക് TV റേസ് ടു ഗാമ മൈനസ് 1/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണോ, ഞാൻ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത 18ാമത്തെ ചോദ്യം. 2 point sources S1 and S2 of same power emit sound waves in the same phase. The wavelength of the wave is 48/5 meter. The intensity due to S2 along at D is 25 watt per meter square. The resultant intensity at D is. അപ്പോൾ സിമ്പിൾ ആണ്. ഇവിടെ S1 S2 രണ്ട് സോഴ്സുകൾ 3 മീറ്ററിലുണ്ട്. ഡി എന്ന് പറഞ്ഞ പോയിന്റ് S2വിൽ നിന്ന് 4 മീറ്ററിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √3² + 4² 5 മീറ്റർ വരും. അപ്പോൾ S1ൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് 5 മീറ്ററാണ്. നമുക്ക് S2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി അറ്റ് ഡി എന്ന് പറയുന്നത് 25 ആണ്. ഇപ്പോൾ രണ്ടുപേരുടെയും പ്രത്യേകത സെയിം പവറാണ്. പവർ ആകുമ്പോൾ നമുക്കറിയാം ഇൻറ്റൻസിറ്റി I = പവർ/ഏരിയ ആണ്. പോയിന്റ് സോഴ്സ് ആകുമ്പോൾ നമുക്കറിയാം ആ റേഡിയസ് ഉള്ള സ്പിയറിലാണ് ടോട്ടൽ എനർജി ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 ഡിസ്റ്റൻസുള്ള ഇൻറ്റൻസിറ്റി I പ്രപ്പോർഷണൽ ടു 1/r². അപ്പോൾ രണ്ടുപേരുടെയും പവർ ഇൻറ്റൻസിറ്റി കമ്പയർ ചെയ്യുമ്പം P സെയിം ആയതുകൊണ്ട് I1/I2 = R2/R1² വരും. I2 നമുക്ക് തന്നിട്ടുണ്ട് 25 ആണ്. R2 നമുക്ക് തന്നിട്ടുണ്ട് S2വിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ 4² 16 വരും. ഡിവൈഡ് ബൈ R1 എന്ന് പറയുന്നത് 5² 25 ആണ്. അപ്പോൾ I1 = 16 വാട്ട് പെർ മീറ്റർ സ്ക്വയർ വരും. അപ്പോൾ രണ്ടുപേരും ഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി കിട്ടി. ഇനി നമുക്ക് ഇൻറ്റർഫറൻസിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഇവിടുത്തെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കാണാൻ അതിന് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കണം. പാത്ത് ഡിഫറൻസ് ΔX = ഇവിടെ നിന്ന് വരുമ്പോൾ 4 മീറ്റർ, ഇവിടെ നിന്ന് വരുമ്പോൾ 5 മീറ്റർ. 5 - 4 1 മീറ്റർ വരും. പാത്ത് ഡിഫറൻസ് കിട്ടാൽ ഫേസ് ഡിഫറൻസ് ΔΦ = 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ΔX. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് തന്നെ 48/5 ആണ്. നമുക്ക് അതിനകത്ത് എന്ത് കണ്ടുപിടിക്കാം? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഫേസ് ഡിഫറൻസ് നിയർലി 37.7 ഡിഗ്രി എന്ന് കിട്ടും. ഡിഗ്രിയിലാണെങ്കിൽ ഫേസ് ഡിഫറൻസ് നിയർലി 37.5 ഡിഗ്രി. ഇത് നമുക്ക് ഇത്ര ഉള്ളൂ. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് രണ്ട് ഇൻറ്റൻസിറ്റി തന്നാൽ I1 + I2 + 2√I1I2 cos φ എന്നാണ് ഇക്വേഷൻ, അല്ലെങ്കിൽ cos ΔΦ എന്ന് വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ 73 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. 19ാമത്തെ ക്വസ്റ്റൻ. എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് പാസിംഗ് ത്രൂ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വിത്ത് എ സ്പീഡ് 20 meter/second. The tension of the string is 20 Newton. At a certain point P on the string, it is observed that energy is being transferred at an average rate of 20 milliwatt. The maximum speed of point P is.
നമുക്ക് അതിന് ഡയറക്റ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, പവറിൻ്റെ ഇക്വേഷൻ അറിയാത്ത ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. നമുക്ക് പവർ തന്നിട്ടുണ്ട് അല്ലേ, എനർജി ബീങ് ട്രാൻസ്ഫേർഡ് അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് 20 മില്ലി വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ പവറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, മ്യൂ ഇൻറ്റു പാർട്ടിക്കിൾ വെലോസിറ്റി വി പി ആണെങ്കിൽ വി പി സ്ക്വയർ ഇൻറ്റു വി ബൈ 2. മ്യൂ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആണ്, വി വേവ് വെലോസിറ്റി ആണ്, വി പി പാർട്ടിക്കിൾ വെലോസിറ്റി ആണ്. അപ്പം ഹാഫ് ഇൻറ്റു മ്യൂ ഇൻറ്റു വി പി സ്ക്വയർ ഇൻറ്റു വി ബൈ 2 ആണ് ജനറൽ ഇക്വേഷൻ. ഇനി മ്യൂ എന്ന് പറയുന്ന മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ അതിന് നമുക്ക് വെലോസിറ്റി ഓഫ് വേവിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആണ്. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു ടി ബൈ വി സ്ക്വയർ വരും. അപ്പോൾ അതോട് കൊടുക്കുകയാണെങ്കിൽ ആ മ്യൂവിന് പകരം ടി ബൈ വി സ്ക്വയർ കൊടുത്തു. അപ്പോൾ ടി വരും, ടി ഇൻറ്റു വി പി സ്ക്വയർ, വി ബൈ വി സ്ക്വയർ താഴെ വി വരും. അപ്പോൾ ടി ഇൻറ്റു വി പി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആ 2v എന്ന് വരും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളി കണ്ടുപിടിക്കാം. ടെൻഷൻ 20 ന്യൂട്ടൺ ആണ്. വി പി നമുക്ക് കണ്ടുപിടിക്കണം, വി പി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കാരണം പവർ തന്നിട്ടുണ്ട്, വി പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2v ഇൻറ്റു പി ബൈ ടി വരും. വെലോസിറ്റി നമ്മുടെ പവർ മില്ലി വാട്ടിലാണ്, അതിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്ത് നോക്കാം, നമുക്ക് ആൻസർ 20 cm/s കിട്ടും. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കാൽക്കുലേഷനൊക്കെ നമുക്ക് സിമ്പിളാണ്, ചെയ്താൽ മതി. അപ്പോൾ വി പി സ്ക്വയർ ആണ് കിട്ടുന്നത്, റൂട്ട് എടുത്താൽ 20 cm/s എന്ന് കിട്ടും. അപ്പോൾ അടുത്ത 20ാമത്തെ ചോദ്യം, ഐഡിയൽ ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ സപ്പോർട്ട്സ് a freely moving piston of mass m. The piston and the cylinder have equal cross-sectional area A. When the piston is in equilibrium, the volume of the gas is V0 and its pressure is P0. The piston is slightly displaced from equilibrium position and released. Assuming that the system is completely isolated from its surroundings, the piston executes simple harmonic motion with the frequency. അപ്പോൾ നമുക്ക് എത്ര ഉള്ളൊരു കണ്ടെയ്നർ ഉണ്ട്, അപ്പോൾ ആ കണ്ടെയ്നറിൽ ഗ്യാസ് ഉണ്ട്. ആ കണ്ടെയ്നർ ഗ്യാസ് നമ്മളൊരു പിസ്റ്റൺ വെച്ച് ക്ലോസ് ചെയ്തു. ഇതാണ് സിറ്റുവേഷൻ. ഇതിനകത്തൊരു ഗ്യാസ് ഉണ്ട്. ഇക്വിലിബ്രിയത്തിൽ ഇതിൻ്റെ വോളിയം V0 ആണ്, പ്രഷർ P0 തന്നിട്ടുണ്ട്. നമ്മളിതിനെ ചെറുതായിട്ടൊരു y ഡിസ്റ്റൻസിൽ താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. ദി സിസ്റ്റം ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദി സറൗണ്ടിങ്സ്. System is isolated from the surroundings, there is no heat energy exchange between the system and surroundings. So change is adiabatic. അപ്പോൾ ഈ ഗ്യാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേഞ്ച് അഡയബാറ്റിക് ചേഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിനെ താഴോട്ട് താത്തി കഴിയുമ്പോൾ വോളിയം കുറയും. വോളിയം കുറയുന്നതുകൊണ്ട് പ്രഷർ കൂടും. അപ്പോൾ ആ പ്രഷർ കൂടുന്നത് കൊണ്ട് ആ പ്രഷർ ഫോഴ്സിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ അത് ഓസിലേഷൻ നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓസിലേഷൻ നടക്കുമ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫ്രീക്വൻസി കാണാനാണ് ചോദ്യം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇതിൻ്റെ വെയിറ്റും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈ താഴെ നിന്നുള്ള പ്രഷർ ഫോഴ്സ് ബൈ ഗ്യാസും എല്ലാം കൂടെ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ വൈ ഡിസ്റ്റൻസിൽ താഴേക്ക് താത്തുമ്പോൾ എന്തുമാത്രം പ്രഷർ ചേഞ്ച് ചെയ്യുമോ ആ ചേഞ്ചിന് പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും ഇവിടെ റീസ്റ്റോറിങ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. അത് കാണാൻ വേണ്ടി അഡയബാറ്റിക് ചേഞ്ച് ആയതുകൊണ്ട് PV⁻γ ഇസ് എ കോൺസ്റ്റന്റ് ആണ് ഇക്വേഷൻ വരുന്നത്. അതിന് ഡിഫറൻഷ്യൽ ചേഞ്ച് എടുക്കുമ്പോൾ പ്രഷർ ഇൻറ്റു ഗാമയുടെ ചേഞ്ച് എടുക്കുമ്പോൾ ഗാമ ഇൻറ്റു V⁻γ ചേഞ്ച് എടുക്കുമ്പോൾ നമുക്കറിയാം ഗാമ ഇൻറ്റു V⁻γ-1 ഇൻറ്റു dV പ്ലസ് V⁻γ ഇൻറ്റു dP ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ V⁻γ ക്യാൻസൽ ആയി പോകുള്ളൂ. അപ്പോൾ നമ്മൾ P ഇൻറ്റു ഗാമ ഇൻറ്റു dV ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലോട്ട് കൊണ്ടാൽ -dP വരും. ഇവിടെ ഒരു 1/v കൂടെ ഉണ്ടല്ലേ, കാരണം ഇവിടെ V⁻γ-1 ആണ്, ഇവിടെ V⁻γ ആണ്. V⁻γ/V⁻−1 1/v വരും. അപ്പോൾ അതിനാണ് dPയുടെ ഇക്വേഷൻ കിട്ടി. dP എടുക്കുമ്പം നമുക്ക് ഇനിഷ്യൽ പ്രഷറിന് വിത്ത് റെസ്പെക്റ്റ് ആണ് ചേഞ്ച് എടുക്കുന്നത്. അപ്പോൾ പിക്ക് പകരം P0 കൊടുക്കാം, വോളിയം V0 കൊടുക്കാം, ഇൻറ്റു ഗാമ ഇൻറ്റു dV വരും. നമുക്ക് ഈ വോളിയത്തിന് ചേഞ്ച് എടുക്കുമ്പം ഇതിനെ ഒരു സ്മോൾ ഡിസ്റ്റൻസ് വൈ ഡിസ്റ്റൻസിൽ താഴേക്ക് താത്തി പിസ്റ്റൻ്റെ ഏരിയ A ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം dV എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എത്രയാണ് വരുന്നത്, നമുക്ക് A ഇൻറ്റു Y ആണ് വരുന്നത്. അപ്പോൾ ആ മൈനസ് സൈൻ സൂചിപ്പിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇതിനെ താഴേക്ക് താത്തുമ്പോൾ പ്രഷർ ഫോഴ്സ് അതിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ പ്രഷർ കിട്ടി. അപ്പോൾ ആ ചേഞ്ച് ഇൻ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് ആണ് വരുന്നത്, അത് dP ഇൻറ്റു A. അപ്പോൾ dP ഇസ് ചേഞ്ച് ഇൻ പ്രഷർ ഡ്യൂ ടു ദി ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് റിസ്റ്റോറിങ് ഫോഴ്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ ചേഞ്ച് ഇൻ പ്രഷർ ഇൻറ്റു ഏരിയ എടുത്താൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -P0γ ഇൻറ്റു A ഇൻറ്റു A സ്ക്വയർ ഡിവൈഡഡ് ബൈ V0 ഇൻറ്റു Y വരും.
അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സം മൈനസ് കെ ഇൻറ്റു വൈ ഫോമിലാണ്. കെ എന്ന് പറയുന്നത് P0 ഗാമ എ സ്ക്വയർ ബൈ V0 ആണ്. ഇനി ഫ്രീക്വൻസി കാണാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ അറിയാം. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു √k/m. കെയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. P0 ഗാമ എ സ്ക്വയർ ബൈ V0 ആണ്. അപ്പോൾ അതിന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആ വരുന്നത്. നോക്കിയാൽ 1/2π ഇൻറ്റു എ സ്ക്വയർ ഗാമ P0 ഡിവൈഡഡ് ബൈ MV0 വരും. ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 21ാമത്തെ ചോദ്യം, ദി ഇക്വേഷൻ ഓഫ് എ വേവ് ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദി x ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ y is 1/2 plus x square at t is equal to 0 and y is 1/2 plus x minus 4 whole square at t is equal to 4 seconds, where x and y are in meters. The shape of the wave disturbance does not change during the propagation. The velocity of the wave is n/5. Then n ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജനറലി വേവിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം ഒരു AX പ്ലസ് BT അല്ലെങ്കിൽ AX മൈനസ് BT ഫോം വരണം. ആ AX പ്ലസ് ഓർ മൈനസ് BTയിൽ A എന്ന് പറയുന്ന എക്സിൻ്റെ കോഷ്യൻ്റ്, T എന്ന് പറയുന്ന B എന്ന് പറഞ്ഞ ടൈമിൻ്റെ കോഷ്യൻ്റ്, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് B/A ആണ്. അതാണ് ജനറലി ഉള്ള ഇക്വേഷൻ. അത് വെച്ചിട്ടങ്ങ് ചെയ്താൽ മതി. നമുക്ക് ഏതെങ്കിലും വേവിൻ്റെ ഇക്വേഷൻ തരുവാണെങ്കിൽ അതിലൊരു AX പ്ലസ് ഓർ മൈനസ് BT വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദി വേവ് കാണാൻ B/A എടുത്താൽ മതി. നമ്മുടെ ഇക്വേഷനിൽ നോക്കിയേ, ഇവിടെ എക്സ് വന്നു, ഇവിടെ 4 സെക്കൻഡിൽ x-4 വന്നു. അപ്പോൾ നമുക്കറിയാം T0 ആകുമ്പോൾ ഇവിടെ BT 0 ആകും, T നോൺ 0 ആകുമ്പോൾ ഇവിടെ x-4 വരും. അപ്പോൾ നമുക്കിവിടെ AX മൈനസ് BTക്ക് പകരം x-4 ആണ് വന്നേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ കോഷ്യൻ്റ് A എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ T എത്രയാണ്? 4 ആണ്. T4 ആകുമ്പോൾ നോക്കി ഇതിൻ്റെ കോഷ്യൻ്റ് B എന്ന് പറയുന്നത് 1 അല്ലേ? ഇവിടെ T4 ആണ്. അപ്പോൾ BT 4 ആണ്. അപ്പോൾ B is equal to 1 വരും. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി വേവ് B/1 ആണ്. ദാറ്റ് ഈസ് 1 മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പം n/5 ആണ് വെലോസിറ്റി. അപ്പം വെലോസിറ്റി നമുക്ക് 1 ആണ് കിട്ടിയത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. അതാണ് ആൻസർ. അടുത്ത 22ാമത്തെ ചോദ്യം, ഇഫ് ദി പ്രഷർ ടു ബി അപ്ലൈഡ് ടു ദി എൻഡ്സ് ഓഫ് എ സ്റ്റീൽ റോഡ് ഓഫ് ലെങ്ത് 10 cm ടു കീപ് ഇറ്റ്സ് ലെങ്ത് കോൺസ്റ്റന്റ് when its temperature is raised by 100 degrees Celsius is alpha into 10⁸ Pascal. Find the value of alpha. അപ്പോൾ സിമ്പിൾ ആണ്, നമുക്കറിയാം. ഒരു സ്റ്റീൽ റോഡുണ്ട്. അപ്പോൾ ആ സ്റ്റീൽ റോഡിൻ്റെ ലെങ്ത് 10 cm ആക്കി നിർത്തണം. അപ്പോൾ നമ്മളതിന് ഒരു ഫിക്സഡ് പോയിന്റുകൾക്ക് ഇടയ്ക്ക് വെച്ചെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ കൂട്ടിയാൽ നമുക്കറിയാം ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ ലെങ്ത് കൂടിയേനെ. ആ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചേക്കുന്നത് ഈ രണ്ട് ഫിക്സഡ് സപ്പോർട്ടിൽ നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കിട്ടും. ഇത് F, ഇത് F. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് കാണാനാണ് ചോദ്യം. അതിന് നമ്മൾ തെർമൽ സ്ട്രെസ് എന്നൊക്കെ വിളിക്കും. തെർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. Y ഇൻറ്റു കോഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ആൽഫ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഇവിടെ y എന്ന് പറയുന്നത് 2 × 10⁻11 ആണ്. ഇവിടെ ആൽഫ 1.1 × 10⁻⁻5 പെർ കെൽവിൻ ആണ്. ഡെൽറ്റ തീറ്റ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ഓർ 100 കെൽവിൻ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആൻസർ കിട്ടും 2.2 × 10⁸8. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ആൽഫ എന്ന് പറയുന്നത് 2.22 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ 2.22 ആണ്. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. അടുത്ത 23ാമത്തെ ചോദ്യം, എ സോഫ്റ്റ് ഫിലിം ഈസ് മെയ്ഡ് ഓൺ എ U-shaped ഫ്രെയിം വിത്ത് എ സ്ലൈഡിംഗ് ബാർ ആസ് ഷോൺ. The frame is in vertical plane. The surface tension of soft solution is 0.3 Newton/meter. Then find the mass of slider in grams. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു തിൻ ഫിലിം ഉണ്ട്, അതിന് താഴെ ഒരു സ്ലൈഡർ ഉണ്ട്. ആ സ്ലൈഡർ ഇക്വിലിബ്രിയത്തിൽ നിൽക്കണം. സ്ലൈഡറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? അതിന് വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും, സർഫസ് ടെൻഷൻ ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് F ആണെങ്കിൽ F is equal to mg വരണം. നമുക്കറിയാം തിൻ ഫിലിം ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് 2 ഫ്രീ സർഫസുകളുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു തിൻ ഫിലിമാണ്. ഇതിന് താഴെ ഒരു സ്ലൈഡർ ഇരുന്നാൽ ഇവിടെ L ലെങ്ത്തിലുള്ള മോളിക്യൂൾസ് ഈ സ്ലൈഡറിനെ മുകളിലോട്ട് വലിക്കും, ഇവിടെയും L ലെങ്ത്തിലുള്ള മോളിക്യൂൾസ് മുകളിലേക്ക് വലിക്കും. അപ്പോൾ ടോട്ടൽ കോണ്ടാക്ട് ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് L ആണെങ്കിൽ 2L വരും. അപ്പോൾ 2L ഇൻറ്റു സർഫസ് ടെൻഷൻ S ആണ് നമുക്ക് സർഫസ് ടെൻഷൻ ഫോഴ്സ് ആയിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ലെങ്ത് ഇൻറ്റു സർഫസ് ടെൻഷൻ ആണ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. ഇവിടെ കോണ്ടാക്ട് ലെങ്ത് എടുക്കുമ്പോൾ 2 സർഫസുകൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ 2L ആണ് ടോട്ടൽ കോണ്ടാക്ട് ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ മാസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ മാസ് ഈസ് ഈക്വൽ ടു 2LS ഡിവൈഡഡ് ബൈ G വരും. ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. സർഫസ് ടെൻഷൻ ഉണ്ട്, ലെങ്ത് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ 12 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്ത 24ാമത്തെ ചോദ്യം. A thin uniform rod rotates uniformly with an angular velocity omega about a vertical axis passing through one of its end in gravity free space. The ratio of elongation part OA to elongation part AB is x. The value of 20x is. അപ്പോൾ നമ്മൾ നേരത്തെ സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇവിടെ ഗ്രാവിറ്റി ഇല്ല, വെറുതെ ഒരു റോഡ് റൊട്ടേഷൻ നടക്കുന്നു ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ. അപ്പോൾ ഇവിടെ എക്സ് ഡിസ്റ്റൻസിലെ ടെൻഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ജനറലി ഇവിടെ ഒരു എക്സ് ഡിസ്റ്റൻസിലെ ഒരു പോയിന്റ് വെറുതെ അസ്യൂം ചെയ്യുക. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, ഇവിടെ എക്സ് ഡിസ്റ്റൻസിലൊരു ലെങ്ത് ഡി എക്സ് എടുത്താൽ ആ എക്സ് ഡിസ്റ്റൻസിലെ ടെൻഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. കാരണം ടെൻഷൻ കിട്ടിയാൽ അവിടെ നിന്ന് ഇൻറ്റിഗ്രേഷൻ നടത്തിയിട്ട് ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഡിസ്റ്റൻസിലെ ടെൻഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ എൻഡിൽ നിന്ന് എടുക്കാൻ അപ്പോൾ എളുപ്പമുണ്ട്. പി എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് എടുത്തു, അപ്പോൾ ഇത് എൽ മൈനസ് എക്സ് വരും. ശരി, ടോട്ടൽ ലെങ്ത് L/2 പ്ലസ് എൽ ആണ്. അപ്പോൾ ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് എടുത്താൽ ഇവിടെ എൽ മൈനസ് എക്സ് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ എക്സ് ലെങ്ത്തിൻ്റെ സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ഏതാണോ അതാണ് നമുക്ക് ടെൻഷൻ അറ്റ് പോയിന്റ് ദിസ് പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഇൻറ്റിഗ്രേഷൻ നടത്തുന്നതിന് വരെ എക്സ് ലെങ്ത് ഉള്ള പോർഷൻ്റെ സെൻട്രോമാസ് എടുക്കുക. അത് നമുക്കറിയാം ഇവിടുന്ന് x/2 ഡിസ്റ്റൻസിലാണ്. നമ്മളിവിടെ എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എൻ്റെ സെൻട്രോമാസ് ഇവിടെ എവിടെയാണ്. അപ്പോൾ ഇത് x/2 ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ എക്സ് ലെങ്ത്തിനെ അതിന് സെൻട്രോമാസിലുള്ള പോയിന്റ് മാസമായിട്ട് എടുത്താൽ അവിടുത്തെ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് ആണ് ഇവിടുത്തെ ടെൻഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ടെൻഷൻ T ഈസ് ഈക്വൽ ടു എക്സ് ലെങ്ത്തിൻ്റെ മാസ് m/L ഇൻറ്റു എക്സ് ആണ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആറിന് പകരം സെൻട്രോമാസിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അത് L മൈനസ് എക്സ് പ്ലസ് L/2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു m ഒമേഗ സ്ക്വയർ ബൈ L ഇൻറ്റു ഇവിടെ L മൈനസ് x/2 വരും. അത് LX മൈനസ് x സ്ക്വയർ ബൈ 2 വരും. ഇതാണ് നമുക്ക് എക്സ് ഡിസ്റ്റൻസിലെ ടെൻഷൻ വരുന്നത്. ബാക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ഡി എക്സ് ലെങ്ത്തിൻ്റെ ഇലോങ്ങേഷൻ DL ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എടുത്താൽ എഫ് ഇൻറ്റു എൽ, എഫിന് പകരം ടെൻഷനാണ് ഇൻറ്റു എല്ലിന് പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്മോൾ ലെങ്ത് DX ആണ്, ഡിവൈഡഡ് ബൈ AY വരും. ഈ ടോട്ടൽ ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ആ ഇൻറ്റിഗ്രൽ DL എടുക്കണം. അപ്പോൾ അതിൽ 1/AY കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഇൻറ്റിഗ്രൽ T dx വരും ഫ്രം L1 to L2. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കാം. ഇവിടെ L1 തൊട്ട് L2 വരെയുള്ള ലെങ്ത്തിൻ്റെ ഇൻക്രീസ് ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് 1/AY ഇൻറ്റു ഇൻറ്റിഗ്രൽ L1 to L2 T dx, ടിയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻറ്റിഗ്രേഷൻ നടത്തി നോക്കിയാൽ മതി, നമുക്ക് അതിനകത്ത് ആൻസർ കിട്ടും. കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത 25ാമത്തെ ചോദ്യം. ദി വോളിയം ഓഫ് 1 mole ഓഫ് മോണോആറ്റമിക് ഗ്യാസ് ചേഞ്ചസ് വിത്ത് a relation V is equal to K into T⁻²/3. The work done when the temperature changes by 90 Kelvin will be XR. The value of X is. നമുക്കൊരു പ്രോസസ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. നമുക്ക് V is equal to K into T⁻²/3 എന്നാണ് ഇക്വേഷൻ വരുന്നത്. K എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ V into T⁻, നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ T⁻² വരും ഇസ് ഈക്വൽ ടു K. നമുക്ക് അറിയാവുന്ന ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചറിന് പകരം PV/nRT കൊടുക്കാം. PV/nR. nR കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ടിക്ക് പകരം പ്രൊപ്പോർഷണാലിറ്റി PV കൊടുക്കാം. PV⁻² ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ P⁻² ഇൻറ്റു V⁻1 - 2/3 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വരും. ശരിയല്ലേ? അപ്പോൾ P⁻² ഇൻറ്റു V⁻1 - 2/3 1/3 വരും is equal to constant. Or P into V⁻1/3 whole raised to -3/2 is a constant വരും. നമ്മൾ P⁻² P ആക്കാൻ വേണ്ടി raised to -3/2 അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ -3 പോയിട്ട് PV⁻1/2 is a constant എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തിത്രേ ഉള്ളൂ. ഗ്യാസ് ഇക്വേഷൻ എടുത്തു, ടെമ്പറേച്ചറിന് പകരം PV കൊടുത്ത് പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് അപ്പോൾ TV⁻1/2 ഇസ് എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എത്ര ഉള്ളൂ, നമ്മൾ ജനറലി ഒരു പോളിട്രോപ്പി പ്രോസസ്സ് എടുത്താൽ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ PV⁻n ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ്. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് എഴുതാം കേട്ടോ. നമ്മൾ ടെമ്പറേച്ചർ വോളിയത്തിൻ്റെ റിലേഷൻ വെച്ചിട്ട് എഴുതാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ അറിയാവുന്ന ഫോമിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ PV⁻n കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് മ്യൂ ആണെങ്കിൽ μR ഡിവൈഡഡ് ബൈ 1 - n ഇൻറ്റു ΔT.
ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ. പി വി റേസ് ടു എൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ W = μr/1 - ΔT. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 mole ഓഫ് എ മോണോ ആറ്റമിക് ഗ്യാസ് എന്നാണ്. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 × R / 1 - എന്നിന് പകരം നമുക്ക് -1/2 ആണ്. അപ്പോൾ -1 - +1/2 ഇതിൻ്റെ ΔT എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 90 Kelvin ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 3/2 വരും, 2 മുകളിലോട്ട് വരും. അപ്പോൾ 180 / 3R വരും. ശരിയല്ലേ? അപ്പോൾ 60R എന്ന് വരും. അപ്പോൾ നമുക്ക് 60 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സിലിണ്ടറിക്കൽ ട്യൂബ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ലെങ്ത് L is filled with an ideal gas. Temperature of the gas varies as തന്നിട്ടുണ്ട്. Where x is the distance from left end of the cylinder. Pressure of the gas is uniform throughout and it is P. The total number of moles is P A L² / YR T0. Find the value of x. നമുക്കൊരു സിലിണ്ടറിക്കൽ ട്യൂബ് ഉണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഒരു ഐഡിയൽ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0, ഇവിടെ എക്സിൻ്റെ വാല്യൂ L എന്ന് എടുക്കാം. അപ്പോൾ ഈ എക്സ് മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചർ മാറും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്മോൾ റീജിയൻ മാത്രം എടുക്കുക. ഇവിടെ dx ലെങ്ത് ഉള്ള ഒരു പോർഷൻ എക്സ് ഡിസ്റ്റൻസിൽ എടുക്കുക. അപ്പോൾ ആ dx വളരെ ചെറുതായതുകൊണ്ട് അവിടെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ഇക്വേഷൻ എടുക്കണം. PV = nRT. അപ്പോൾ N = PV/RT. നമ്മൾ ഈ ചെറിയ dx വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് dN എന്ന് വിചാരിക്കാം. അപ്പോൾ DN = P × ഈ ചെറിയ വോളിയം ഏരിയ × ലെങ്ത് dx / T വരും. ശരിയല്ലേ? PV/NT ആണ് N കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഒരു സ്മോൾ വോളിയം എടുത്തു, ലെങ്ത് dx, അപ്പോൾ ഏരിയ × dx ആണ് വോളിയം. അപ്പോൾ P × A dx/T ആണ്. ഈ ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ PA / R × ടെമ്പറേച്ചർ T0 × 1 + x/L². അപ്പോൾ ഇനി എന്ത് ചെയ്യണം, 0 തൊട്ട് L വരെ ഇൻറ്റഗ്രേഷൻ നടന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റഗ്രൽ dN ആണ്. ആ ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ PA/R T0 കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രൽ dx / 1 + x/L² വരും. ഫ്രം 0 to L. അപ്പോൾ അത് ഇൻറ്റഗ്രേഷൻ നടത്തിയാൽ നമുക്ക് ആൻസർ കിട്ടും. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇൻറ്റഗ്രേഷൻ നടത്തി നോക്കുക. നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് PAL raised to x/y RT0 അപ്പോൾ PAL / 2LRT0 എന്ന് കിട്ടും. അപ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 ആണ് വരുന്നത്. എക്സിൻ്റെ വാല്യൂ 1 ആണ്. താഴെ ഒരു 2 ആണ് വരുന്നത്. അപ്പോൾ 2 + 1 3 വരും. ഇവിടെ x1 വരും, y2 വരും. ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് y + x എന്ന് പറയുന്നത് 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ അടുത്ത 27ാമത്തെ ചോദ്യം. Spherical ball has inner and outer radius A and 3A respectively. The temperature of the inner and outer surfaces are maintained at 620 Kelvin and 500 Kelvin respectively. The thermal conductivity of the material of the shell is same throughout. The temperature at a distance x from the center, where temperature gradient is 1/4 of the maximum value of the temperature gradient in sphere is 1060 K/N. Then the value of N is. നമുക്ക് അത്രയുള്ള ഒരു സ്പെറിക്കൽ കണ്ടക്ടർ ആണ്. അപ്പോൾ അതിൻ്റെ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസസ് 620 and 500 കെൽവിനിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനൊരു കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് A ആണ്. ഔട്ടർ റേഡിയസ് 3A ആണ്. അവിടെ A റേഡിയസ് മുതൽ 3A റേഡിയസ് വരെയാണ് കണ്ടക്ടർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് സെൻറ്ററിൽ നിന്നൊരു എക്സ് ഡിസ്റ്റൻസ് വെറുതെ അസ്യൂം ചെയ്താൽ ഇവിടെ ഒരു എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ എടുത്താൽ അവിടുത്തെ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് 1/4 ഓഫ് ദി മാക്സിമം വാല്യൂ ഓഫ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിലെ ടെമ്പറേച്ചർ കാണാനാണ് ചോദ്യം. അപ്പോൾ ഈ ഇൻസൈഡിലെ ടെമ്പറേച്ചർ നമുക്ക് 620 കെൽവിൻ തന്നിട്ടുണ്ട്. ഈ ഔട്ട്സൈഡിലെ ടെമ്പറേച്ചർ 500 കെൽവിൻ തന്നിട്ട് നമുക്കറിയാം ഇവിടെ ഇന്നർ സർവീസിൽ നിന്ന് ഔട്ടർ സർവീസിലോട്ട് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കുമ്പോൾ റേഡിയൽ ഹീറ്റ് ഫ്ലോ ആണ്. അപ്പോൾ ഈ കണ്ടക്ടറിൽ കൂടെ റേഡിയൽ ഹീറ്റ് ഫ്ലോ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കണം.
ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇത് ത്രൂ ഔട്ട് എല്ലാ സ്ഥലത്തും റേറ്റ് ഓഫ് ഹീറ്റ് എനർജി ഫ്ലോ സെയിം ആണ്. റേറ്റ് ഓഫ് ഹീറ്റ് എനർജി ഫ്ലോയുടെ ഇക്വേഷൻ നമുക്കറിയാം, H is equal to temperature difference divided by thermal resistance. നമുക്കൊരു സ്മോൾ ലെങ്ത് ഡി എക്സ് എടുക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്മോൾ ലെങ്ത് ഡി എക്സ് മാത്രം എടുത്താൽ ആ ഡി എക്സിന് അക്രോസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഡി ടി എന്ന് എടുക്കാം. അപ്പോൾ H is equal to ഡി ടി ഡിവൈഡഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ് എൽ ബൈ കെ എന്നാണ്. എല്ലിന് പകരം നമുക്ക് ആ ഡി എക്സ് എലോങ് ഹീറ്റ് എനർജി ഫ്ലോസ് ആണ് വരുന്നത്. ഈ ഡി എക്സ് തിക്നെസ്സിന് എലോങ് ആണ് ഹീറ്റ് എനർജി ഫ്ലോ. ഏത് ഡയമെൻഷന് പാരലൽ ആയിട്ടാണ് ഹീറ്റ് എനർജി ഫ്ലോ വരുന്നത് അതാണ് എല്ലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലിന് പകരം ഡി എക്സ് വരും ബൈ കെ ഇൻറ്റു ഏരിയ നമുക്ക് 4πx² വരും. കാരണം എക്സ് റേഡിയസ് ഉള്ള ഒരു ചെറിയ പോർഷൻ എടുത്താൽ 4πx² ഏരിയ ഉള്ള പോർഷനിൽ കൂടിയാണ് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഏരിയ ത്രൂ വെച്ച് ഹീറ്റ് എനർജി ഫ്ലോസ് ആ റീജിയനിൽ 4πx² ആണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 4πkx² വരും. അപ്പോൾ നമുക്ക് ഇതാണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ. പല പൊസിഷനിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നോക്കിയേ, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഏറ്റവും മിനിമം വരുന്ന എക്സ് മിനിമം വരുമ്പോഴാണ്. എക്സിൻ്റെ വാല്യൂ മിനിമം എത്ര എ ആണ്. അപ്പോൾ ഈ ഇന്നർ റീജിയനിലായിരിക്കും ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഏറ്റവും മാക്സിമം വരുന്നത്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മറ്റേ പൊസിഷൻ എക്സ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഡി ടി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് ദി മാക്സിമം വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? മാക്സിമം ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വരുന്നത് എവിടെയാണ്? ഈ ഇന്നർ റീജിയനിൽ. അപ്പം മാക്സിമം ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കാണാൻ എക്സിന് പകരം എ കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം കോമൺ ആണ്, ക്യാൻസൽ ആയി പോകും. h/4πk കോമൺ ആണ്, ക്യാൻസൽ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. 1/x² 1/4 ഇൻറ്റു 1/a² വരും. അപ്പോൾ x ഈസ് ഈക്വൽ ടു 2a എന്ന് വരും. അപ്പോൾ x ഈസ് ഈക്വൽ ടു 2aയിലാണ് നമുക്ക് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് 1/4 ഓഫ് ദി മാക്സിമം വരുന്ന പൊസിഷൻ. ഇനി ആ പൊസിഷനിലെ ടെമ്പറേച്ചറാണ് ചോദ്യം. അതായത് ഇവിടെ x ഈസ് ഈക്വൽ ടു 2a ആണെങ്കിൽ ആ 2aയിലാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് വരുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ കാണാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇത് തെർമൽ റെസിസ്റ്റൻസ് R1, ഇത് തെർമൽ റെസിസ്റ്റൻസ് R2. അതായത് എ തൊട്ട് 2a വരെയുള്ള റീജിയൻ്റെ തെർമൽ റെസിസ്റ്റൻസ് R1, 2a തൊട്ട് 3a വരെയുള്ളതിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് R2. അത് രണ്ടും സീരീസിലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ രണ്ട് പോർഷനിൽ കൂടെയും റേറ്റ് ഓഫ് ഹീറ്റ് എനർജി ഫ്ലോ സെയിമാണ്. ആ റേറ്റ് ഓഫ് ഹീറ്റ് എനർജി ഫ്ലോ ഇക്വേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. റേറ്റ് ഓഫ് ഹീറ്റ് എനർജി ഫ്ലോ H1 ഈസ് ഈക്വൽ ടു H2. എച്ച് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് എടുക്കണം. നമ്മൾ R1 എടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് 620 - T ഡിവൈഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ് R1. അടുത്തെടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് T - 500 ഡിവൈഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ് R2. ഇനി R2 കാണാൻ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നർ റേഡിയസ് R1 R2 കിട്ടിയാൽ R2 - R1 ഡിവൈഡ് ബൈ 4πk R1 R2 ആണ് തെർമൽ റെസിസ്റ്റൻസ്. ബാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ക്യാപിറ്റൽ R1 കാണാൻ വേണ്ടിയിട്ട് R1 R2 2a കൊടുക്കണം. R2 കാണാൻ വേണ്ടിയിട്ട് 3aയും 2aയും റേഡിയസുകൾ R1 R2 ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. 530 Kelvin എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ 530 Kelvin ആണ്. ബാക്കി കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത 28ാമത്തെ ചോദ്യം. A uniform thin plank of mass m and length L is balanced on the fixed rough semicircular cylindrical of radius r as shown. One end of plank is pushed down slowly and released. The plank starts oscillating. The time period of oscillation is. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഈ ഹൊറിസോണ്ടൽ പൊസിഷനിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഇരിക്കുന്നതിനെ ചെറുതായിട്ട് താഴോത്തോണ്ട് ഡിസ്പ്ലേസ് ചെയ്തു. ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ കോൺടാക്റ്റിൽ വരുന്ന പോയിന്റ് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പം അപ്പോൾ ആ റീസ്റ്റോറിങ് ടോർക്ക് മൂലം അത് ഒറിജിനൽ പൊസിഷനിലേക്ക് വരും, ഓസിലേഷൻ നടക്കും. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ റീസ്റ്റോറിങ് ടോർക്ക് കണ്ടുപിടിക്കണം. റീസ്റ്റോറിങ് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻട്രൽ പൊസിഷൻ അല്പം റൈറ്റ് സൈഡിലേക്ക് നമ്മളൊന്ന് ഡിസ്പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കാം. ഒരു സ്മോൾ ആംഗിൾ തീറ്റയിൽ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ആ ഡിസ്പ്ലേസ് ചെയ്ത പൊസിഷനിൽ കൂടെയാണ് ഇപ്പോൾ വെയിറ്റ് mg ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഇപ്പോൾ ഇത് റേഡിയസ് R. അപ്പോൾ നമ്മളിതിനെ ഒരു സ്മോൾ ആംഗിളിൽ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ആ സ്മോൾ ആംഗിളിൽ ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പം ആ ഡിസ്പ്ലേസ്ഡ് പൊസിഷനിൽ കൂടെ ആക്ട് ചെയ്യും? വെയിറ്റ് mg ആക്ട് ചെയ്യും. അപ്പോൾ ആ വെയിറ്റ് mg റീസ്റ്റോറിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ റീസ്റ്റോറിങ് ടോർക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒരു x എന്നങ്ങ് വിചാരിക്കാം. അപ്പോൾ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിന് അബൌട്ട് ടോർക്ക് എടുക്കുവാണെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു mg ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് x എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന്
ഈ പോയിന്റിന് അബൌട്ട് ഓസിലേഷൻ നടക്കുമ്പോൾ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എക്സ് കൊടുക്കാം. ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് നമുക്കത് mg ഇൻറ്റു എക്സ് എന്നങ്ങ് എടുക്കാം. എക്സിന് പകരം നമുക്ക് r ഇൻറ്റു തീറ്റ എന്ന് കൊടുക്കാം. തീറ്റ വളരെ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി r ഇൻറ്റു തീറ്റ എന്ന് കൊടുക്കാം. ഇനി ടോർക്കിന് നമുക്ക് I ഇൻറ്റു ആൽഫൈനോട് ഇക്വേറ്റ് ചെയ്യാം. I എന്ന് പറയുന്നത് ml²/12 ആണ്. കാരണം ഈ സെൻറ്ററിന് അബൌട്ടാണ് ഓസിലേഷൻ നടക്കുന്നത്. അപ്പോൾ ആംഗുലർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എടുക്കുമ്പോൾ ml²/12 വരും ഇൻറ്റു ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു mg r ഇൻറ്റു തീറ്റ. നമ്മളിവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കും, കാരണം എന്തുവാ, ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ടോർക്ക് വരുന്നത്, റീസ്റ്റോറിങ് ടോർക്കാണ്, അപ്പോൾ ഒരു മൈനസ് കൊടുക്കാം. അപ്പോൾ ആൽഫ ഈസിൽ മൈനസ് എം ക്യാൻസൽ ആയി പോയി. അപ്പം -gr ഡിവൈഡഡ് ബൈ L² ഇൻറ്റു 12 തീറ്റ എന്ന് വരും. അപ്പോൾ -12gr ഡിവൈഡഡ് ബൈ L² വരും. ഇനി നമുക്ക് ആൽഫ ഈസിക്വൽ ടു -ω² തീറ്റ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഒമേഗ ഈസിക്വൽ ടു √12gr ഡിവൈഡഡ് ബൈ L² വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഒമേഗയുടെ ഇക്വേഷൻ. അപ്പോൾ ടൈം പീരീഡ് 2π√L²/12gr വരും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 12 ആണ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റീസ്റ്റോറിങ് ടോർക്ക് അതിൻ്റെ ഇക്വേഷൻ എടുത്താൽ മതി. അടുത്ത 29ാമത്തെ ചോദ്യം, മോണോആറ്റമിക് ഗ്യാസ് ഈസ് സപ്ലൈഡ് heat to Q very slowly keeping the pressure constant. The work done by the gas will be 2/NQ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മോണോആറ്റമിക് ഗ്യാസ് ഹീറ്റ് എനർജി സ്ലോലി കീപ്പിംഗ് പ്രഷർ കോൺസ്റ്റന്റിലാണ് ഹീറ്റ് എനർജി. അപ്പോൾ Q കാണാൻ വേണ്ടിയിട്ട് NCP ΔT എടുത്താൽ മതി. ശരിയല്ലേ? കോൺസ്റ്റന്റ് പ്രഷറിൽ സ്പെസിഫിക് കപ്പാസിറ്റി CP ആണെങ്കിൽ Q is equal to NCP ΔT വരും. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് കണ്ടുപിടിക്കണം. വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് കാണാൻ വേണ്ടി നമുക്കറിയാം QNCP ΔT ആണ്. ΔU പ്ലസ് W ആണ് നമുക്ക് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് Q is equal to NCP ΔT. മോണോആറ്റമിക് ഗ്യാസ് ആണ്. മോണോആറ്റമിക് ഗ്യാസ് ആകുമ്പോൾ നമുക്കറിയാം CP എന്ന് പറയുന്ന 5/2r വരും. കാരണം CV എന്ന് പറയുന്നത് F/2r ആണ്, അത് 3/2r ആണ്. CP = CB + r ആണ്, അപ്പോൾ 5/2r വരും. അപ്പോൾ CP 5/2r ഇൻറ്റു ΔT or DT വരും. നമുക്ക് വർക്ക് ഡൺ W = എങ്ങനെ കണ്ടുപിടിക്കാം? W = PdV എന്നാണ് വരുന്നത് അല്ലേ. PdV ആണ്. അപ്പോൾ നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PdV ആണ് നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ PdV = നമുക്ക് PV = nRT ആണ്. അപ്പോൾ PdV = nRDT എന്ന് കൊടുക്കാം. അപ്പോൾ PdVക്ക് പകരം nRDT എന്ന് കൊടുക്കാം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ W = nRDT ആണ്. Q = n × 5/2r ΔT ആണ്. അപ്പോൾ നമ്മൾ Q = എഴുതുവാണെങ്കിൽ ഇവിടെ ഒരു nRDT എന്ന് പറയുന്നത് W അല്ലേ. അപ്പോൾ W × 5/2 വരും. അപ്പോൾ W = 2/5Q വരും. അപ്പോൾ W = 2/NQ ആണെങ്കിൽ n ആണ്, അപ്പോൾ n = 5 വരും. അപ്പോൾ നമ്മൾ Q = NCP dt എടുത്തു. CPക്ക് 5/2r dt കൊടുത്തു. നമ്മൾ W = PdV ആണ്. PdVക്ക് പകരം നമുക്ക് പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് PV = nRT എടുത്താൽ PdV = nRDT കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് PVക്ക് പകരം nRDT കൊടുത്തു. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്ത 30ാമത്തെ ചോദ്യം, a tank of area A is filled with two immiscible liquids of density 2ρ and ρ with height h and 2h respectively as shown. If a small orifice of area A is made near bottom, total time required to empty the tank is. ഇവിടെ നമുക്ക് രണ്ട് ലിക്വിഡാണ്. ഒരു ലിക്വിഡേ ഉള്ളെങ്കിൽ നമുക്ക് ടൈമിൻ്റെ ഇക്വേഷൻ അറിയാമായിരുന്നു. അപ്പോൾ രണ്ട് ലിക്വിഡ് ഉള്ളത് കൊണ്ട് ഒരു മാർഗം നമുക്ക് ആദ്യം ഈ 2ρ ലിക്വിഡ് ഔട്ട്സൈഡിലേക്ക് പോകാനുള്ള സമയം കണ്ടുപിടിക്കാം. പിന്നെ അതിനുശേഷം റോ പോകാനുള്ള സമയം കണ്ടുപിടിക്കാം. അപ്പോൾ അത് സെപ്പറേറ്റ് കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, ഈ 2ρ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിന് പകരം മുകളിൽ 2ρ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിനെ 2ρ ഡെൻസിറ്റി ഉള്ള ലിക്വിഡാക്കി മാറ്റുമ്പോൾ എഫക്റ്റീവ് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിനെ 2ρ ഡെൻസിറ്റി ഉള്ള ലിക്വിഡായിട്ട് മാറ്റിയാൽ ഈ ഇൻ്റർഫേസിലുള്ള പ്രഷർ സെയിം ആയിരിക്കണം. അപ്പോൾ നോക്കിയാൽ ഇവിടെ 2h ഹൈറ്റും റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് ഉണ്ട്. ഇപ്പോൾ അത് ഇൻ്റർഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ 2h ρg ആണ്. അതേ ലിക്വിഡിനെ
ഒരു എച്ച് ഡാഷ് ഹൈറ്റും 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡുമായിട്ട് മാറ്റിയാൽ എച്ച് ഡാഷ് ഇൻറ്റു 2 റോ ജി ആണ് പ്രഷർ. അപ്പോൾ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? എച്ച് കിട്ടും. അതായത് ഈ 2H ഹൈറ്റും റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിനെ 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ 2Hന് വരെ എത്ര ഹൈറ്റ് യൂസ് ചെയ്താൽ മതി? എച്ച് ഹൈറ്റ് യൂസ് ചെയ്താൽ മതി. അതാണ് നമുക്ക് കിട്ടും എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. ഈ കണ്ടെയ്നറിൽ കംപ്ലീറ്റ്ലി 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡാണെന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് ആണെങ്കിൽ നമ്മുടെ ഒറിജിനൽ എച്ച് ഹൈറ്റുള്ള ഒരു ലിക്വിഡ് ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ ലിക്വിഡിന് പകരം നമ്മൾ എച്ച് ഹൈറ്റ് വെച്ച് റീപ്ലേസ് ചെയ്താണ് സംഭവം. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെളിയിൽ പോകാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാം. 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് എടുക്കുമ്പം ഇനിഷ്യലി എത്ര ഹൈറ്റ് ഉണ്ട്? എച്ച് ഉണ്ട്. അത് മൊത്തം വെളിയിൽ പോകണം. അപ്പോൾ നമുക്ക് 2 റോ ഡെൻസിറ്റി വെച്ച് റീപ്ലേസ് ചെയ്താൽ ഇനിഷ്യൽ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുന്നത് H1 ഈസ് ഈക്വൽ ടു 2H ആണ്. ഇത് മൊത്തം വെളിയിൽ പോകും. പിന്നെ ഈ ലിക്വിഡ് പകരം മാറിപ്പോയിട്ട് ഈ എഫക്റ്റീവ് ലിക്വിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ H2 ഈസ് ഈക്വൽ ടു എച്ച് ആവും. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഈ 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെച്ച് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഈ താഴെയുള്ള 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെളിയിൽ പോകാനെടുക്കുന്ന സമയം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഈ 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡും ഇതിനെ റീപ്ലേസ് ചെയ്ത 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡും എഫക്റ്റീവ് ലിക്വിഡ് വെച്ച് റീപ്ലേസ് ചെയ്തപ്പോഴുള്ള ലിക്വിഡും കൂടെ കൺസിഡർ ടോട്ടൽ ഹൈറ്റ് 2H ആണ്. അപ്പോൾ ഇനിഷ്യൽ ഹൈറ്റ് 2H ആണ്. ഫൈനൽ ഹൈറ്റ് എന്ന് പറയുന്നത് 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള ഹൈറ്റ് H മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 2Hൽ നിന്ന് Hലേക്ക് വരാനെടുക്കുന്ന സമയം കണ്ടാൽ ഈ താഴെയുള്ള 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെളിയിൽ പോകാനെടുക്കുന്ന സമയം കിട്ടും. അതിനെടുക്കുന്ന സമയത്തിൻ്റെ ഇക്വേഷൻ T1 എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ജനറൽ ഇക്വേഷൻ അറിയാം. ഈ കണ്ടെയ്നറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എയും ഈ ഓറിഫിസിൻ്റെ ഏരിയ സ്മോൾ എയും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ A/A ഇൻറ്റു റൂട്ട് ഓഫ് 2/G ഇൻറ്റു റൂട്ട് ഓഫ് H1 മൈനസ് റൂട്ട് ഓഫ് H2 ആണ് ടൈമിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് A/A ഇൻറ്റു റൂട്ട് ഓഫ് 2/G ഇൻറ്റു H1ന് പകരം നമുക്ക് 2H ആണ്, റൂട്ട് ഓഫ് 2H. ഫൈനൽ ഹൈറ്റ് ഇപ്പോൾ H ആണ്. ഇത്രയും വരും. ഇതാണ് 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെളിയിൽ പോകാനെടുക്കുന്ന സമയം. ബാക്കി നമുക്ക് സിമ്പിളാണ്. 2 റോ ഡെൻസിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇനിഷ്യൽ സിറ്റുവേഷൻ നോക്കുക. റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഹൈറ്റ് 2H ആണ്. അപ്പോൾ റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെളിയിൽ പോകാനെടുക്കുന്ന സമയം കാണുമ്പോൾ സെയിം ഇക്വേഷൻ A/A ഇൻറ്റു റൂട്ട് ഓഫ് 2/G ഇൻറ്റു ഇനിഷ്യൽ ഹൈറ്റ് എത്രയാണെന്ന് നോക്കിയാൽ 2 റോ ഡെൻസിറ്റി പോയി. ബാക്കി റോ ഡെൻസിറ്റി ഉള്ള 2H ഹൈറ്റുള്ള ലിക്വിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2H ആണ് ഇനിഷ്യൽ ഹൈറ്റ് വരുന്നത്. മൈനസ് ഫൈനലി ലിക്വിഡ് മുഴുവൻ പോയി. അപ്പോൾ 0 വരും. അപ്പോൾ അടുത്ത ടൈം കാണുമ്പോൾ നമുക്ക് ഇനിഷ്യൽ സിറ്റുവേഷൻ എടുത്തു. ഇവിടെ 2H ഹൈറ്റുള്ള ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ആ 2H ഹൈറ്റുള്ള ലിക്വിഡ് വെളിയിൽ പോകാനെടുക്കുന്ന സമയം കാണുന്നത് A/A ഇൻറ്റു റൂട്ട് ഓഫ് 2/G ഇൻറ്റു റൂട്ട് ഓഫ് H1 റൂട്ട് ഓഫ് 2H ആണ്. കാരണം ഇത് മൊത്തം പോയി കഴിയുമ്പോൾ ടോട്ടൽ ഹൈറ്റ് 2H ആണ്. മൈനസ് 0 വരും. അപ്പോൾ അതിനാണ് നമുക്ക് ടൈം കിട്ടും. ഇനി ടോട്ടൽ ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ടൈം T ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2. ദാറ്റ് ഈസ് ഈക്വൽ ടു A/A ഇൻറ്റു റൂട്ട് ഓഫ് 2/G കോമൺ ആയിട്ട് എടുക്കാം ഇൻറ്റു ഇവിടെ റൂട്ട് ഓഫ് 2H മൈനസ് H, ഇവിടെ റൂട്ട് ഓഫ് 2H വരും. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് ഓഫ് 2H മൈനസ് റൂട്ട് H എന്ന് വരും. അപ്പോൾ ഈ നമ്മൾ തന്നിരിക്കുന്ന ടേംസിലൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അവിടെ ഫസ്റ്റിൽ 2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് റൂട്ട് 2 വെളിയിലെടുക്കാം. അപ്പോൾ ഈ റൂട്ട് 2 വെളിയിലെടുത്താൽ 2 മാത്രം ഇവിടെ ബാക്കി വരും. അല്ല, നമുക്ക് ഓപ്ഷനിലൂടെ 2 ആണ് വരുന്നത്. അപ്പോൾ റൂട്ട് H വെളിയിലെടുത്തു. അപ്പോൾ A/A ഇൻറ്റു റൂട്ട് ഓഫ് 2H/G ഇൻറ്റു നമുക്ക് ആ റൂട്ട് 2 വെളിയിലെടുത്തു. ശരിയല്ല, 2 നമുക്ക് അവിടെ ഇപ്പോൾ നമ്മൾ റൂട്ട് 2 വെളിയിലെടുത്തു. അപ്പോൾ ആ റൂട്ട് 2 ഇൻറ്റു 1 മൈനസ് 1/√2 വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം കണ്ടുപിടിക്കുമ്പം 2A/H ഇൻറ്റു എക്സ് A/A ആണ്. അപ്പോൾ എക്സിന് പകരം നമ്മുടെ റൂട്ട് 2 വെളിയിലെടുത്താൽ അപ്പോൾ റൂട്ട് 2 A/A ഇൻറ്റു റൂട്ട് ഓഫ് 2H/G ഇൻറ്റു 2 മൈനസ് റൂട്ട് 2 അപ്പോൾ റൂട്ട് 2 വരും. അല്ല, അപ്പോൾ എക്സ് A/A ഇൻറ്റു റൂട്ട് ഓഫ് H/G. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് Hനകത്തൊരു 2 ഉണ്ട്. അപ്പം അത് വെളിയിലെടുത്താൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 2 വരും. 2A/A ഇൻറ്റു
റൂട്ട് ഓഫ് എച്ച് ബൈ ജി ഇൻറ്റു ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു അല്ലേ, അപ്പോൾ 2 മൈനസ് 1 ബൈ റൂട്ട് 2 വരും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഇവിടെ റൂട്ട് 2 വെളിയിലെടുത്തു. അപ്പോൾ ഇവിടെ റൂട്ട് 2 ഓൾറെഡി വെളിയിലാണ്. അപ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 വരും. അപ്പോൾ ഇവിടെ ബാക്കി 2 വരും. ഇവിടെ റൂട്ട് 2 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1 ബൈ റൂട്ട് 2 എടുക്കണം. അപ്പോൾ 2 മൈനസ് റൂട്ട് 2 വരും. അപ്പോൾ 2 ഇൻറ്റു എ ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് ബൈ ജി ഇൻറ്റു 2 മൈനസ് 1 ബൈ റൂട്ട്. അപ്പോൾ നമുക്ക് എക്സിന് പകരം 2 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ 2 വരും. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. നമുക്കിവിടെ 2 ലിക്വിഡ് ഉള്ളത് കൊണ്ട് ടൈം കണ്ടുപിടിക്കുമ്പോൾ ഒറ്റയടിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം എഫക്റ്റീവ് ലിക്വിഡ് വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഒരു ലിക്വിഡ് മാത്രമേ ഉള്ളതുകൊണ്ട് 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെളിയിൽ പോകാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാം. പിന്നെ ഒറിജിനൽ സിറ്റുവേഷനിലേക്ക് വരാം. 2 റോ പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു സിംഗിൾ ലിക്വിഡ് ഓഫ് ഹൈറ്റ് 2h മാത്രമേ ഉള്ളൂ. അത് എം ടി ആവാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടുകൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ടൈം കിട്ടും. അപ്പോൾ ഇന്നത്തെ എക്സാം അല്പം ലെങ്തി ആയിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രിൻസിപ്പിളുകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അല്പം ലെങ്തി ആയിരുന്നു. അപ്പോൾ എന്നാലും നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. പഠിച്ച കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പിളൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എക്സാമൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, മൈ നെയിം ഇസ് സജേഷ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മളുടെ JEE മെയിൻസ് യൂണിറ്റ് 6 ബേസ് ചെയ്ത് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നിങ്ങൾക്ക് ശരിക്കും നമ്മളുടെ ഈ കുറേ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടന്നു വരുന്ന JEE മെയിൻസ് എക്സാം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു എക്സാമിനേഷൻസ് ആണ്. സോ ഈ പറഞ്ഞ നിങ്ങൾക്കറിയാം, നിങ്ങൾ എഴുതിയ പല JEE മെയിൻസ് എക്സാമിനേഷൻസും ആക്ച്വലി JEE മെയിൻസിൻ്റെതായ രീതിയിലുള്ളതായിരിക്കും. മിക്കവാറും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ PYQ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് എല്ലാം ആക്ച്വലി അതൊരു നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഈ നീറ്റുകാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നത് JEE മെയിൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനേക്കാൾ കുറച്ചുകൂടി ട്രിക്കിയാണ്. JEE മെയിൻസിന് ചോദിക്കുന്ന ഇൻറ്റീജർ ടൈപ്പിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് പറയുന്ന ഡയറക്റ്റ് NCERT ആണ്. വളരെ സിമ്പിളാണ്. വിത്തൗട്ട് യൂസിങ് പെൻ ആൻഡ് പേപ്പർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആൻസർ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. പക്ഷേ നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും ഇനി അങ്ങനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ എളുപ്പമായിട്ട് ചോദിച്ച് കാണും, ഈ വർഷം അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ നമ്മൾ കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നത് നിങ്ങളൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്താൽ മതി. കാരണം നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പം ഭയങ്കര ഒരു ആശ്വാസത്തോടെ എഴുതാം. പക്ഷേ അതിലും ചില പ്രശ്നങ്ങളുണ്ട്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഇത് ഇത്രയും സിമ്പിളാക്കി ചോദിക്കുമോ എന്ന് വിചാരിച്ച് നമ്മളത് മാക്സിമം കുളമാക്കി തെറ്റിക്കുന്ന ഒരു പ്രവണതയും കൂടെ ഈ JEE മെയിൻസുകാർക്കുണ്ട് അല്ലേ. നമുക്ക് ചെറിയ ലെവലിൽ ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ. JEEക്കാരെല്ലാം ഭയങ്കര ഹൈ ലെവലിലാണ് ചിന്തിക്കുക, എന്നിട്ട് അത് കുളാക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ലെവലിൽ ചോദിച്ചാലും ചെറിയ ലെവലിൽ ചോദിച്ചാലും ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓൾറെഡി തിയറീസ് എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദി ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. റിയാക്ഷൻ തന്നിട്ടുണ്ട്, മേജർ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ആൽക്കൈൻ പ്ലസ് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ്, ദറ്റ് ഈസ് പല്ലേഡിയം സപ്പോർട്ടഡ് ഓൺ കാർബൺ, ആൻഡ് കാർബൺ ഈസ് ആക്ച്വലി എ പോയിസൺ, and this alkyne is converted to alkene if there is no poison like carbon. അല്ലേ, നമ്മൾ ആ കാർബൺ ഇടുന്ന എന്തിനാണ്? ആൽക്കൈനെ ആൽക്കീനിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ആ കാർബൺ ഇട്ടില്ല എങ്കിൽ ഡ്യൂ ടു ദി ഹൈ ആക്ടിവിറ്റി ഓഫ് പലേഡിയം ആൽക്കീൻ ഉണ്ടാകുന്ന അപ്പം തന്നെ ആൽക്കീനിലേക്ക് മാറും. But you want alkene, and that's why we are putting carbon. Carbon is actually a poison for the activity of palladium. Then നിങ്ങൾ ആ പോയിസൺ ഇട്ട് കഴിഞ്ഞാൽ അത് ആൽക്കീനിൽ നിൽക്കും. What type of alkene? Cis alkene. അപ്പോൾ palladium bar carbon and this C for cis എന്ന് ഓർത്ത് വെച്ചാലും മതി as a trick. So alkyne plus Lindlar catalyst, your main product is cis alkene, and this is option 2 ആണ്. ഓക്കെ, അപ്പോൾ എയുടെ മാച്ചിങ് എന്ന് പറയുന്നത് 2 ആണ്, 2 എണ്ണം ഉണ്ട്. ബിയുടെ മാച്ചിങ് 1 ആണ് 2 സ്ഥലത്ത്. അപ്പോൾ ബിയുടെ മാച്ചിങ് നോക്കണ്ട, വി ക്യാൻ ചെക്ക് ദ സി. 2 bromobutane with alcoholic KOH and 2 bromobutane with aqueous KOH. Alcoholic KOH, you know, this is elimination to form alkene, and aqueous KOH, you know, this is nucleophilic substitution. You will get alcohol. So C4 and D3, option 3. Then you can check B1, maybe alkyne plus sodium in liquid ammonia. NCERT la perilla, but you know this one is Birch reduction, and Birch reduction produces trans alkene. So A2, B1, C4 and D3, option 3. So this is a simple question based on hydrocarbon chapter. Okay. Next question 32. Heating of
2 chloro, 1 phenyl butane. Butane is actually having 4 carbon atom, and in first position there is a phenyl ring, and in third position there is a chlorine atom. Then this is CH3 and CH2, CH2 phenyl ring. Then on treatment with the ETOK, that is potassium ethoxide in presence of ethanol, and this is a strong base, Fervous elimination gives X as the major product. Then reaction of X with HgOAc twice bar H2O followed by NaBH4. So this reaction is actually known as OMDM, oxymercuration demercuration. And you know the product of oxymercuration demercuration is Markovnikov alcohol. And നിങ്ങൾക്കറിയാം മറ്റേ HBO reaction അല്ലേ, hydroboration oxidation, the product is anti-Markovnikov alcohol, while OMDM, oxymercuration demercuration, Markovnikov alcohol, and acid hydration of alkene, Markovnikov alcohol, but through the formation of carbocation that may be undergo some rearrangement. So here OMDM നിങ്ങൾ മെക്കാനിസത്തിലേക്ക് പോകണ്ട, or definitely the product will be Markovnikov alcohol. So okay, first of all we have to eliminate one HCl from this molecule by using ETOA, ETO minus ion. So this is your alpha carbon, this is beta, and this is also beta. So you know this one is more good, beta 1 is more preferred because you will get more substituted product from beta 1. So here വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നടക്കുന്നത് ഇപ്പോൾ സ്ട്രോങ് ബേസ് ആകുമ്പോൾ യൂഷ്വലി E2 മെക്കാനിസം വഴിയാണ് നടക്കുക. E2 മെക്കാനിസം വഴി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബീറ്റ 1 എടുക്കാം അല്ലെങ്കിൽ ബീറ്റ 2 എടുക്കാം. പക്ഷേ E1 മെക്കാനിസം ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് പോയി നമുക്ക് കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി വഴി കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാര്യം വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എന്താ 1 substitution, 2 substitution. ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ 1 2 substitution, 3 substitution കൂടുതലായിട്ട് കിട്ടാം. അപ്പം നമുക്ക് ആദ്യത്തെ 2 ബീറ്റയും ബീറ്റ 1ഉം ബീറ്റ 2ഉം കൂടെ നോക്കാം. അപ്പം ബീറ്റ 1ൽ നിന്നാണ് നിങ്ങൾ ഫോം ചെയ്യുന്നത് എങ്കിൽ അല്ല, ബീറ്റ 1 ആണ് കിട്ടുന്നതെങ്കിൽ ദിസ് ഇസ് CH ഡബിൾ ബോണ്ട് CH ആൻഡ് ദിസ് ഇസ് CH2 CH3. സോ ഇതൊരു പ്രൊഡക്റ്റ് ആണ്. ഇനി ബീറ്റ 2ൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ബീറ്റ 2ൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം CH2 CH ഡബിൾ ബോണ്ട് CH3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ആണ്. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഇവിടെയും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിങ്, പിന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈതൽ ഗ്രൂപ്പാണ്. നമുക്ക് രണ്ടും ഈക്വൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്ന അവരും പറഞ്ഞേക്കുന്ന എക്സ് മേജർ പ്രൊഡക്റ്റ് എന്നാണ്. അപ്പം മിക്കവാറും ബെൻസീൻ ഈ ഡയറക്ഷനിൽ നിന്ന് H+ അബ്സോർബ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടുന്ന് ഒരു H+ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കാർബാനിയോണ് ബെൻസീൻ വഴി സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഉണ്ട്. എന്നുവെച്ചാൽ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഉള്ളതുകൊണ്ട് നമുക്കിതായിരിക്കും കുറച്ചുകൂടെ നല്ല മെത്തേഡ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മേജർ പ്രൊഡക്റ്റ് എങ്കിൽ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന OMDM ആണ്. OMDM ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ആൻറ്റി മാർക്കോണിക്കോസ് ആൽക്കഹോൾ ആണ്. ഈ ആൻറ്റി മാർക്കോണിക്കോസ് ആൽക്കഹോൾ എന്ന് പറയുമ്പം എന്താ പറയുക, ആൻറ്റി മാർക്കോണിക്കോസ് ആൽക്കഹോൾ ഫോം ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം വിൽ ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇവിടെ രണ്ട് സ്ഥലത്തും CH രണ്ടും ഈക്വൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കാർബോകാറ്റോൺ മെക്കാനിസം ആണ്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കാർബോകാറ്റോൺ ബെൻസൈൽ കാർബോകാറ്റോൺ ആണ്. അവിടെയും നമ്മളുടെ OH ഗ്രൂപ്പ് വരുള്ളൂ. അപ്പോൾ ബെൻസീൻ റിങ് CHOH CH2 CH3. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റിൽ നിന്ന് മേജർ സെലക്ട് ചെയ്യുക. പിന്നെ അതിൽ OMDM ചെയ്യുമ്പം നമുക്ക് മോർ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹൈഡ്രജൻ ആറ്റം ഉള്ളത് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ മോർ നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി നോക്കും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന എവിടെയാണ് പ്ലസ് ചാർജ് നല്ലത്, ബെൻസൈൽ കാർബോകാറ്റോൺ, ആൻഡ് ദാറ്റ്സ് വൈ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. Okay, question number 33. 4 different carbocations are given. Okay, then what is the correct stability order for this carbocation? The first one got the high stability because this is dancing resonance. So in this one there are dancing resonance. So first place is goes to this one. Then benzyl carbocation is very good.
With chlorine, its stability decreases because of the increase in positive charge. When methoxy group is plus R and it will be electron donating, positive charge decreases. So which one is good? 4. So 1, and this got second place, and this got third place, and this got fourth place. So 1, 1, 4, 2, 3. 1, 4, 2, 3. Answer is option 4. Okay. 34. Consider the following reaction. CH3, CH double bond, CH2 plus Cl2 gives X plus HCl. Identify the product X in the given reaction. You know, this is free radical substitution, chlorine under heat, and the byproduct is HCl. 1 Cl and 1 H is removing, and where the free radical substitution takes place on this carbon atom, and this is called allylic halogenation, allylic chlorination. So here നമ്മുടെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ആയിട്ട് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 Cl. So the answer will be option 2. Why it is allylic chlorination? Because the allyl carbon free radical formed will be highly stable because of resonance. So this is resonance stabilized. Resonance stabilized. Okay. So the answer is option 2. 35. Which of the following alkene on ozonolysis gives two compounds that are functional group isomers? Functional group isomers, here you know, ozonolysis of alkene results in reductive alkenes results in carbonyl compounds. So definitely carbonyl compounds include aldehydes and ketones. So our functional group എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാണ്? ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയാണ്. But they are functional group isomers ആയിട്ട് വരണം. ഇത് രണ്ടും മുറിയുമ്പോൾ രണ്ടും ആൽഡിഹൈഡ് ആണ്. They are not functional group isomers. ഇവിടെ മുറിയുമ്പോൾ കീറ്റോണും ആൽഡിഹൈഡും കിട്ടും. പക്ഷേ ഇവിടെ 3 കാർബൺ, ഇവിടെ 2 കാർബൺ തെറ്റിപ്പോയി. ഇവിടെ നമുക്ക് മുറിക്കാം. ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ ഇടുക. 1, 2, 3 3 കാർബൺ ആയിട്ടുള്ള കീറ്റോൺ, 1, 2, 3 3 കാർബൺ ആയിട്ടുള്ള ആൽഡിഹൈഡ്. ആൻസർ ഇസ് ഓപ്ഷൻ 3. ആൻഡ് ഇവിടെ മുറിച്ച് കഴിയുമ്പോൾ 1, 2, 3 3 കാർബൺ ആയിട്ടുള്ള aldehyde, 1 carbon ആയിട്ടുള്ള aldehyde. So option 3 will be your correct answer. First one is ketone, second one is aldehyde. Both have the same number of carbon atom or same molecular formula. 36. In the following question, more than one correlation is possible between option of column 1 and column 2. Make as many correlations as you can. Match the ions given in column 1 with their nature given in column 2. So first of all, CH3O, CH single bond CH3, and you know that carbocation is extra stable because of resonance. ഇവിടെ നമുക്കറിയാം ഒരു ഹെട്രോ ആറ്റത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പോസിറ്റീവ് ചാർജ്ഡ് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ദിസ് ഇലക്ട്രോൺ പെയർ വിൽ ബി ഇൻ റെസൊണേറ്റിംഗ് വിത്ത് ദിസ് വൺ. സോ സ്റ്റേബിൾ ഡ്യൂ ടു റെസൊണൻസ്. സോ 1 is matching with A. Destabilized due to inductive effect. Yeah, because if it is minus I, if minus I effect is strong, it can be destabilized also, because minus I means this positive charge increases. So this is actually stable due to resonance, can be destabilized due to inductive effect. So 1 A and B are matching. Then stabilized by hyperconjugation. No, we are not going to check the stability because of hyperconjugation, but it is stabilized by hyperconjugation. കാരണം ഇവിടെ പ്ലസ് ചാർജ് ഉണ്ടല്ലോ. ഇത് sp2 കാർബൺ ആണ്, തൊട്ടടുത്ത് sp3 and matching with C. So 1 with A, B, C, and that is not there, but AB is only there. So answer is option 3 ആയിരിക്കും. C ആയിട്ട് മാച്ചിങ് വരാം, പക്ഷേ C ആയിട്ട് അവർ മാച്ചിങ് കൊടുത്തിട്ടില്ല. പിന്നെ സെക്കൻഡറി കാർബോക്യാറ്റയോൺ. secondary carbon is attached with 2 other carbon. ഇതൊരു സെക്കൻഡറി കാർബോക്യാറ്റയോൺ എന്ന് വിളിക്കാൻ പാടില്ല, കാരണം ഈ കാർബോക്യാറ്റയോൺ കാർബൺ അറ്റാച്ച്ഡ് ടു ഓൺലി 1 കാർബൺ ആറ്റം ആണ്, ആൻഡ് സെക്കൻഡ് കണക്ഷൻ ത്രൂ ഓക്സിജൻ ആണ്. Therefore that is not considered as a secondary carbocation. So A-യുടെ 1ന്റെ മാച്ചിങ് എയും ബിയും ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. 2, this stable due to resonance. No, because there is no resonance effect. Destabilized due to inductive effect. Yeah, because CF3 is minus I, positive charge increases, stability decreases. So B is matching. Stabilized by hyperconjugation. No, there is no hyperconjugation. Hyperconjugation is there, and that is known as reverse hyperconjugation. CF3 ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, റിവേഴ്സ് ഹൈപ്പർകൺജുഗേഷൻ കാണിക്കാം. അതുവഴി സ്റ്റെബിലൈസ്ഡ് അല്ലാതെ ഡീസ്റ്റെബിലൈസ്ഡ് ആവും. Then secondary carbocation. No, it is only a primary carbocation. So 2 is matching with B. Then this one, stable due to resonance. No, കാരണം ഇവിടെ റെസൊണൻസ് മെക്കാനിസം കാണിക്കാനുള്ള മറ്റേ കോൺജുഗേറ്റർ സിസ്റ്റം ഇല്ല. 2, destabilized due to inductive effect. Inductive effect ഉണ്ട്,
പക്ഷെ ഡീസ്റ്റെബിലൈസ്ഡ് അല്ല. കാരണം നിങ്ങൾക്കറിയാം CH3 sorry yeah CH3 that is actually inductive effect, and they are donating its electron, therefore negative charge increases, stability decreases. My mistake, I'm sorry. So inductive effect വരുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ് കൂടുകയും ഡീസ്റ്റെബിലൈസ്ഡ് ആകുകയും ചെയ്യും. So 3 is matching with the B. Okay, then secondary carbocation, no, that is a tertiary carbanion. Then this one is, okay, finally we got a matching with this one. Secondary carbocation and stable due to resonance, no, because there is no resonance effect. Destabilized due to inductive effect, no. Inductive effect is there. They can put their electrons to positively charged carbon. So the positive charge decreases, so the stability increases. So this is destabilized, no, it is stabilized only. Then stabilized by hyperconjugation, yeah, because this is associated with the 6 alpha hydrogens. ആരുമായിട്ട് sp2 കാർബണിൻ്റെ തൊട്ടടുത്ത് 2 ആൽഫ sp3 കാർബൺ ഉണ്ട്, അതിൽ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. സോ സ്റ്റെബിലൈസ്ഡ് ബൈ ഹൈപ്പർ കൺജുഗേഷൻ, C and D are matching. So answer is option 3. Okay. 37. Given below are 2 statements. 1. 2-methyl butane. So this is 2-methyl butane, CH3 CH2 CH3 with K-MnO4. Okay, we are going to oxidize this alkyne, gives 2-methyl butane to all. That means this molecule is converted to a tertiary alcohol because K-MnO4 can oxidize any alkane having tertiary hydrogen. K-MnO4 alkane with a tertiary hydrogen പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് ടെർഷ്യറി ആൽക്കഹോൾ ഫോം ചെയ്യാം. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഓൺലി. ബട്ട് ഇൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നോർമൽ ആൽക്കെയിൻസ് ക്യാൻ ബി ഈസിലി ഓക്സിഡൈസ്ഡ്, യെസ്, ടു കറസ്പോണ്ടിങ് ആൽക്കഹോൾ, യാ, വിത്ത് KMnO4, യാ, but if they have a tertiary hydrogen. So this is a general statement and that's why it is wrong. So statement 1 is correct, but statement 2 is incorrect. Answer is option 2. So the condition is tertiary hydrogen. Condition tertiary hydrogen. Okay, then 38. From the given figure of column chromatography given below, identify the incorrect statement. You know, these 3 are the different bands corresponding to 3 different compounds. So C are on the bottom side, which means that C eluted first. Pettanna thalekku varuna C a. Why? Because C ക്ക് ഈ അഡ്സോർബൻറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പിടിച്ചിരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? പൊളാരിറ്റി ഇല്ലാത്തതുകൊണ്ട്. സോ ദാറ്റ് മീൻസ് polar behavior or polarity order will be A greater than B greater than C. So elution rate C greater than B greater than A. Okay, then compound C is more polar than A and B. This is wrong. Compound A is least polar. No, that is most polar. Compound B comes out of the column before C. No, after C. And after A, no, before A. So this is also wrong. Compound A spends more time in the column, yeah, because of high polarity. Intermolecular force of attraction is strong, so they will attract it towards the adsorbent. So this is only the correct option. But they asked about the incorrect statement, so A, B, C only, option 2. So this is purification chapter. 39. Which of the following has less reactivity than benzene towards electrophilic aromatic substitution? Suppose E plus is the electrophile. You know, this benzene is actually negatively charged ring, but NO2 group is strong minus R and minus I group. So negative charge decreases, so the electrophile attack is also decreases. Then NHCOCH3 nitrogen shows plus R effect, so the negative charge increases, so the attack is fast. Then ONA and Na plus is
അയോണിക് ആയതുകൊണ്ട് അത് നമ്മൾ മുറിച്ച് കളഞ്ഞു. ആൻഡ് ദിസ് ഈസ് ഓൾസോ പ്ലസ് ആർ ഇഫക്റ്റ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇൻക്രീസസ് ആൻഡ് ദിസ് അറ്റാക്ക് ഈസ് ഓൾസോ പോസിബിൾ. ആൻഡ് മീഥൈൽ ഗ്രൂപ്പ് പ്രത്യേകത, രണ്ട് പേരും ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഇലക്ട്രോണിനെ കൊടുക്കും, നെഗറ്റീവ് ചാർജ് കൂടുന്നു, ദാറ്റ്സ് വൈ ഇലക്ട്രോഫൈൽ ഇവിടെയും വരും. അപ്പോൾ അവർ ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി ലെസ് റിയാക്ടിവിറ്റി. സോ ഓപ്ഷൻ 1, while in all others they are electron donating by resonance or hyperconjugative mechanisms. Okay, so answer is 1. 40. The correct order of acid character of the following compound is, ഇത് ഫിനോൾ ആണ്, ഇത് മൂന്നും കാർബോക്സിലിക് ആസിഡ്. സോ ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഓപ്ഷൻ 1 ഓർ ഓപ്ഷൻ 2 ഇതിലേതിലായിരിക്കും ആൻസർ. ഇനി കാർബോക്സിലിക് ആസിഡ് ആണ്, ഇതാണ് നമ്മളുടെ ആള്. ഇതിൽ NO2 ഗ്രൂപ്പ് വരുന്ന സമയത്ത് they are electron withdrawing, so the carboxylate ion negative charge decreases, stability increases, so 2 is most acidic. And CH3 group is electron donating and the negative charge increases, stability decreases, so that's why the acidity also decreases. So the most acidic substance is 2, then 3, then 2, 3, then 4 and finally 1. So answer is option 2. Okay. Next one. 120 gram of an organic compound that contain only carbon and hydrogen gives 330 gram of carbon dioxide and 270 gram of water on complete combustion. The percentage of carbon and hydrogen respectively are, the 330 gram of carbon dioxide is produced. From 44 gram carbon dioxide, you will get 12 gram carbon. That we know. Then 1 gram carbon dioxide will produce 12 by 44 gram carbon. Then what about 330 gram? 330 gram carbon dioxide will produce 12 by 44 into 330 gram carbon. So what about the percentage of carbon? Weight of carbon by weight of organic compound into 100. So what is weight of carbon? 12 into 330 divided by 44. What is the weight of organic compound? 120 into 100. So this is 12 and this is 10 and this will be cancelling. 33, 11, 3 by 4, that is 0.75 into 100. So the percentage of carbon is 75%. So the percentage of hydrogen is 25 because they said that only carbon and hydrogen only. ഓക്കെ, സോ പ്യൂരിഫിക്കേഷൻ ചാപ്റ്ററിൽ നമ്മൾ ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് യൂണിറ്ററി മെത്തേഡ് വെച്ച് സിംപ്ലി ചെയ്ത് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈക്വൽ ടു 12 by 44 ഇൻറ്റു വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളല്ലാതെ യൂണിറ്ററി മെത്തേഡ് വെച്ച് ചെയ്താലും മതി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഗീവ് എ സിംഗിൾ പ്രൊഡക്റ്റ് ഓൺ ഓസോണോളിസിസ്? സിംഗിൾ പ്രൊഡക്റ്റ്. ഓക്കെ, യു ക്യാൻ കട്ട് and you will get the same product, single product. Which of the following does not? So here your single product is formed, single product, then this is not your answer. Here is also single product because these are also symmetric, so here this is not the answer. Here is also a single product, no answer. But here now single product because this is unsymmetrical. ഇവിടെ നമ്മൾ മുറിച്ചു അപ്പോൾ കിട്ടുന്ന ഇവിടെ നിങ്ങൾക്ക് ഗ്ലയോക്സാൽ കിട്ടും. ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ടും സെയിം ആയിരിക്കും. പക്ഷെ 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട് കിട്ടിയത് കൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടും സിംഗിൾ പ്രൊഡക്റ്റ് തരാത്ത ആരെന്നാണ്, ഇതിൽ സിമ്മട്രി ഇല്ലാത്ത ആരാന്ന് നോക്കിയാൽ മതി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. 43. An organic compound A, C8H6, on treatment with a dilute sulfuric acid containing Hg2+, gives a compound B, then definitely this will contain a triple bond. So the answer is option 4 because നിങ്ങൾക്കറിയാം ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ആൽക്കൈൻസിൻ്റെ ആണ്. അപ്പോൾ ആൽക്കൈൻസിൻ്റെ റിയാക്ഷനാണ് സൾഫ്യൂരിക് ആസിഡും മെർക്കുറിക് സൾഫേറ്റും തമ്മിൽ അല്ലേ. ഓക്കെ, വിച്ച് ക്യാൻ ഓൾസോ ബി ഒബ്റ്റെയിൻ ഫ്രം ദി റിയാക്ഷൻ ഓഫ് ബെൻസീൻ വിത്ത് അസറ്റൈൽ ക്ലോറൈഡ്. ബെൻസീൻ വിത്ത് അസറ്റൈൽ ക്ലോറൈഡ് CH3COCl in presence of anhydrous AlCl3 to form acetophenone. This is C double bond of CH3. സോ അവർ പറയുന്ന ബെൻസീനെ അസറ്റൈലേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന അതേ കോമ്പൗണ്ട് ആണ് നിങ്ങളുടെ ഈ എ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ എന്ത് ചെയ്യുമ്പം ഹൈഡ്രേഷൻ യൂസിങ് Hg2+ ബാർ H2SO4 ദാറ്റ് ഈസ് H+. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എന്തായിരിക്കും?
ആൽക്കൈൻ ആയിരിക്കും എക്സെപ്റ്റ് ഈഥൈൻ. ബിക്കോസ് ഈഥൈൻ്റെ പ്രത്യേകത, ഈഥൈൻ വിൽ ഗീവ് എത്തനാൽ അല്ല, ഈഥൈൻ മാത്രം എത്തനാൽ തരും, ബാക്കിയുള്ള ആൽക്കൈൻസ് എല്ലാം കറസ്പോണ്ടിങ് കീറ്റോൺസേ തരൂ അല്ലേ, ബാക്കിയുള്ള ആരും കറസ്പോണ്ടിങ് കീറ്റോൺസേ തരുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുന്ന സമയത്ത് നമുക്കറിയാം ഇതിൽ ആൽക്കൈൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന കീറ്റോണിൻ്റെ പ്രത്യേകത എന്നാ, ബെൻസീൻ റിംഗ് C++ CH3, യു വിൽ ഗെറ്റ് ദി സെയിം ആൻസർ. സോ ദി ഓപ്ഷൻ 4, സിമ്പിൾ വൺ. 44. ദി മേജർ പ്രൊഡക്റ്റ് P ഓഫ് ദി റിയാക്ഷൻ ഈസ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ആൽക്കീനാണ് HBr. നിങ്ങൾക്കറിയാം HBrൽ ഇലക്ട്രോഫിലിക് അഡീഷൻ H+ ആൻഡ് Br-. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാർബോക്യാറ്റോൺ വരും. അപ്പോൾ നിങ്ങൾക്ക് മീതൽ ഷിഫ്റ്റ് നടത്തി ഇയാൾ ഇപ്പുറത്തേക്ക് ചാടിക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും, അവിടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ CH3 CBr CH3. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3 അല്ലേ. നമുക്ക് മെക്കാനിസം ഫുൾ എഴുതേണ്ട ആവശ്യമില്ലായിരിക്കും. നിങ്ങൾക്കറിയാം ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അപ്പോൾ ഒരു സെക്കൻഡറി കാർബോക്യാറ്റോൺ വരും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ മീതയിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെർഷ്യറി കാർബോക്യാറ്റോൺ വരും. അപ്പോൾ കിട്ടുന്ന CH3 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 ഇവിടെ ഒരു പ്ലസ്, അങ്ങോട്ട് ബ്രോമിൻ അറ്റാച്ച് ചെയ്യും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. 45. 58 ml of N/5 normal or N/5 sulfuric acid are used to neutralize ammonia given by 1 gram of organic compound. Percentage of nitrogen in the compound is, you know that one, number of equivalents of sulfuric acid will be normality into volume, that is 1/5 into 58 milliequivalents, and which is same as the number of equivalents of ammonia, that by the law of chemical equivalence. Therefore, number of moles of ammonia will be same as number of equivalents of ammonia, because the the acidity of ammonia is 1, or N factor is 1, which is equal to 58/5 millimoles. So which is equal to 58/5 into 10⁻³ mole, and which is equal to 58/5 into 10⁻³ into 17 gram. So this is the amount of ammonia. കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് ഞാൻ മോളാർ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എമൗണ്ട് കിട്ടി. ഇനി നിങ്ങൾക്കറിയാം 17 ഗ്രാം അമോണിയ എന്ന് പറയുമ്പം അതിൽ 14 ഗ്രാമാണ് നൈട്രജൻ ഉള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം അമോണിയക്കകത്തുള്ള നൈട്രജൻ്റെ അളവെന്ന് പറയുന്നത് 14/17 ഗ്രാം നൈട്രജൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഗ്രാം, എത്ര ഗ്രാം? 58/5 into 17 into 10⁻³ ഗ്രാം NH3ക്കകത്തുള്ള നൈട്രജൻ്റെ അളവ് എന്ന് പറയുമ്പോൾ മക്കളെ 14/17 ഇത് അത്രയും വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 58/5 into 17 into 10⁻³ ഗ്രാം നൈട്രജൻ ഉണ്ടായിരിക്കും. നമുക്കത് 17 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ 14 into 58 divided by 5 into 10⁻³ ഗ്രാം ഓഫ് നൈട്രജൻ ആണ്. അവർ ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വെയിറ്റ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100, വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് നൈട്രജൻ 14 into 58/5 into 10⁻³ is there. എത്ര ഓർഗാനിക് കോമ്പൗണ്ട് തന്നിരിക്കുന്നത്? 1 gram ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട്, ദറ്റ് ഈസ് ഇൻറ്റു 100. ഓക്കെ, നമ്മളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലേ ഇത് രണ്ടും കൂടെ കട്ടായി പോയിട്ട് 10⁻⁻1 വരും. സോ ഇവിടെ 14 into 50 ഡിവൈഡഡ് ബൈ നമുക്കൊരു 50 എന്ന് എഴുതാം. സോ 50 ദിസ് ഇസ് 58 അല്ലേ. അപ്പോൾ 58/50 അറൗണ്ട് 1-ന് അടുത്താണ്, 1-നേക്കാൾ കുറച്ച് കൂടുതലാണ്, 14. അപ്പോൾ 14 into 1.something ഈസ് അറൗണ്ട് 16. സോ ദി ക്ലോസ് ആൻസർ വിൽ ബി ഓപ്ഷൻ 3. സോ ഇങ്ങനെ ഇത് കണ്ടോ, ഞാൻ ഡ്യൂമാസ് മെത്തേഡോ ജൽദാസ് മെത്തേഡിലോ ഒന്നും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചാപ്റ്ററാണ് പ്യൂരിഫിക്കേഷൻ. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. Then column 2 contains some reactions, while column 2 contains characteristics of these reactions. Which of the following option is correct regarding the correct match for the given reaction with their characteristic properties? First one is a tertiary alkyl bromide with AgNO3, and this Ag plus
and NO3 minus, no. This Ag plus will accept this Br as AgBr, and you will get a carbocation which is a tertiary carbocation. So column 2 ആയിട്ട് matching A നോക്കാം. States of elimination. So this is not the elimination. Carbocation intermediate is formed. Anti-Markovnikov product, no. Hofmann elimination, no. So the code of A is Q. So option 2 and option 4 are cancelling. Then BP, then Cr. So we are going for C. So this is fluorine, no. This is elimination. So fluorine is a poor leaving group, and that's why Hofmann elimination prefers. So CS, and that's why the answer is option 3. Then you can go for option B. This is bromine, alcoholic KOH is elimination. If it is bromine, elimination takes place but with the states of elimination. So B is P. Okay, then D, HBr, and this is R2O2 is peroxide. So the mechanism, states of elimination, no. Carbocation intermediate, no. Anti-Markovnikov product is major. Yes, so D is R, option 3. Okay, 47. A flask contains a mixture of isohexane and 3-methyl pentane. Isohexane is this one, CH3, CH, CH3, CH2, CH2, CH3. Then 3-methyl pentane is this one, and CH3, CH3, CH2, CH, CH2, CH3, they are isomers. Then one of the liquid boils at 63 while the other boils at 60. So the boiling point difference will be only 3 degrees Celsius. Therefore, we are not going to adopt simple distillation. We should select fractional distillation. And which one will be distilled first? The one having lowest boiling point. But our tannirikkunna one of the liquid boils at 63 while the other boils at 60. And we don't know which one is having 61 or 63 and which one is having 60. So നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് രണ്ടും ഐസോമേഴ്സ് ആണല്ലോ. ബ്രാഞ്ചിങ് കൂടിയാൽ നമുക്ക് പറയാം ബോയിലിംഗ് പോയിന്റ് കുറയും. പക്ഷെ ഇവിടെ രണ്ടിടത്തും ഒരേ ബ്രാഞ്ചിങ് ആണ്. ബട്ട് ദിസ് ഇസ് മോർ സിമ്മട്രിക് ആണ്. സോ മോർ സിമ്മട്രിക് ആകുമ്പം അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ഹൈ ആവും. അങ്ങനെ വരുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കൂടും അല്ലേ. അട്രാക്റ്റീവ് ഫോഴ്സ് ഹൈ ആണെങ്കിൽ ബോയിൽ ചെയ്യാൻ പാടാണ്. സോ ദിസ് വൺ ഹാവിങ് ഹൈ ബോയിലിംഗ് പോയിന്റ്. ഇവിടെ അത്ര സിമ്മട്രിക് അല്ല, ലോ ബോയിലിംഗ് പോയിന്റ്. സോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആൻഡ് ഐസോഹെക്സേൻ will be the correct answer. So isohexane having 60 degrees Celsius and to this one 3-methyl pentane having 63 degrees Celsius due to symmetry. So answer is option 2. 48. The correct stability order of following species. This is diene, and this is diene. Okay, this diene is actually conjugated diene, and this it's also conjugated diene, but this is anti-aromatic, right? This is anti-aromatic. How you know that? This will obey 4 and pi electron system. Okay, this is conjugated dienes. This is cumulative dienes, and this is isolated dienes. So isolated dienes you can check for alpha hydrogen. So which one is more stable? Conjugated diene, definitely X will be more stable. Then isolated diene, then W, then cumulative diene, then Z, and finally that Y. Then Y is anti-aromatic, and that's why this is on the final stage, and the order is cumulative conjugated greater than, isolated greater than, cumulative. So answer is option 3, X, W, Z and Y. Okay. 49. Which of the following orders is correct for magnitude of heat of hydrogenation of the given compound? You know, heat of hydrogenation inversely proportional to stability. നിങ്ങൾക്കറിയാം ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രോജനേഷൻ വഴി പുറത്തേക്ക് വരുന്ന ഹീറ്റാണ്. ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും, എനിക്ക് പെട്ടെന്ന് ഹൈഡ്രോജനേഷൻ നടന്നു, നിങ്ങൾക്ക് ഹൈഡ്രോജനേഷൻ നടന്നില്ല. ദാറ്റ് മീൻസ് ഞാൻ അത്ര സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് എന്നെ ഹൈഡ്രജൻ കയറി അറ്റാക്ക് ചെയ്ത്.
നിങ്ങൾക്ക് ഹൈഡ്രോജനേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈലി സ്റ്റേബിളാണ്. അപ്പം സ്റ്റെബിലിറ്റി കൂടിയാൽ ഹൈഡ്രോജനേഷൻ കാര്യമായിട്ട് നടക്കില്ല, ഹൈഡ്രോജനേഷൻ നടന്നില്ലെങ്കിൽ കാര്യമായിട്ട് ഹൈഡ്രോജനേഷൻ എനർജി പുറത്തു വരില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളുടെ ഹൈഡ്രോജനേഷൻ എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഹൈഡ്രോജനേഷൻ്റെ ഹീറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ സ്റ്റെബിലിറ്റിയുടെ ഇൻവേഴ്സ് ഓർഡർ എടുത്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങൾക്കറിയാം, ഇത് sp2 ആണ്, ഇത് sp2 ആണ്, ആൻഡ് ആൽഫ, ആൻഡ് ദിസ് ഇസ് ആൽഫ, ദിസ് ഇസ് ഓൾസോ ആൽഫ, 2 2 4 ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 6. ഇവിടെ അതുപോലെ തന്നെ ഇത് sp2 ആണ്, ആൻഡ് ദിസ് ഇസ് sp2, ഇത് ആൽഫ, ഇത് ആൽഫ, ഇത് ആൽഫ, ഇതും ആൽഫ, മൊത്തം ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 10. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇയാളും sp2 ആണ്, ദിസ് ഇസ് sp2 ആൻഡ് ദിസ് ഇസ് sp2, ഇത് ആൽഫ, ഇത് ആൽഫയാണ് അല്ലേ, ഇതും ആൽഫ, 2 2 4 2 6 ആൽഫ ഹൈഡ്രജൻ. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് 2 sp2, ഇത് ആൽഫയാണ്, ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 4 ആണ്. അതിൽ നിങ്ങൾക്കറിയാം ഏറ്റവും സ്റ്റെബിലിറ്റി ഓർഡർ എഴുതുവാണേ, സ്റ്റെബിലിറ്റി ഓർഡർ എഴുതുമ്പം ഏറ്റവും സ്റ്റെബിലിറ്റി കുറവെന്ന് പറയുന്നത് 3 ആണ് ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ബ്രെഡ്സ് റൂൾ അല്ലേ. ബ്രെഡ്സ് റൂൾ ദാറ്റ് മീൻസ് ആസ് പെർ ദി ബ്രെഡ്സ് റൂളിൽ അതായത് നമ്മളുടെ ബ്രിഡ്ജ് ഹെഡ് കാർബൺ നെവർ ക്യാരി പൈ ബോണ്ട് ഓർ നെവർ ഷോ sp2 ഹൈബ്രിഡൈസേഷൻ അല്ലേ. sp2 ഹൈബ്രിഡൈസേഷൻ കാണിക്കില്ല അൺലെസ് ദി റിംഗ് ഇസ് ലാർജ് ഇനഫ്. നിങ്ങൾക്ക് പറയാം യൂഷ്വലി ബ്രിഡ്ജ് ഹെഡ് കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ കാണിക്കില്ല. ഇവിടെ ബ്രിഡ്ജ് ഹെഡിൽ sp2 ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഹൈലി അൺസ്റ്റേബിൾ. പിന്നീട് എന്ന് പറയുന്നത് 4 ആണ്, ബിക്കോസ് ഫോർത്ത് വൺ ഈസ് എക്സോസൈക്കിളാണ്. എക്സോസൈക്ലിക്കിന് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എൻഡോസൈക്ലിക്കിനേക്കാൾ കുറവാണ്. സോ എക്സോസൈക്ലിക് റിംഗ് തന്നെയല്ല, അവിടെ ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 4 ഉള്ളൂ. പിന്നെ ഉള്ളതിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്, ഏറ്റവും സ്റ്റെബിലിറ്റി 2 ആണ്. വൈ? ബിക്കോസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഇത് തിരിച്ചിട്ടാൽ മതി, 2 1 4 3 2 1 4 3. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ സ്റ്റെബിലിറ്റി ഏറ്റവും കുറവുള്ള 3 ആയിരിക്കും, സ്റ്റെബിലിറ്റി ഏറ്റവും കുറഞ്ഞ 3 ആയിരിക്കും ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കൂടുതൽ. ഓക്കെ, സോറി അവർ സ്റ്റെബിലിറ്റി ഏറ്റവും കുറവുള്ള 3 ഏറ്റവും കൂടുതൽ. അപ്പോൾ ഓപ്ഷൻ 2 അല്ലല്ലോ വരുന്നത്, ഓപ്ഷൻ 3 വരും അല്ലേ. ഓക്കെ, ഇത് ഞാൻ ഓർഡർ ഇട്ടും പറഞ്ഞു പോയി. സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ് 3 അപ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ 3 ഏറ്റവും കൂടുതൽ 3 വരുന്ന 3 വരും. 3 പിന്നെ 4 പിന്നെ 1 പിന്നെ 2. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ 2 1 4 3. So answer is option 3. Okay. Then 50. Enol content is maximum in, and everyone know the answer is option 3. Why? Because of first compound is CH, and here one phenyl ring, and here one phenyl ring, and this is C double bond OH, and as per the tautomeric procedure this is minus and this is plus. So ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈഡ്രജനെ അല്ലേ, ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് കയറ്റിവിടുക ചെയ്യാം. ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് കയറ്റിവിടും, ഇത് ഇങ്ങോട്ടും ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും. അപ്പം നമുക്ക് PH CPH, ഇവിടെ ഡബിൾ ബോണ്ട് COH എന്ന് പറയും, ഈനോൾ. ഇവിടെ പ്രത്യേകിച്ച് ഈനോൾ കണ്ടന്റ് അത്ര സ്റ്റേബിൾ ഒന്നുമല്ല, സ്റ്റെബിലൈസ് ചെയ്യാനുള്ള മാർഗ്ഗമൊന്നുമില്ല. രണ്ടാമത്തേൽ ഈനോൾ കണ്ടന്റ് നല്ലതാണ്. ഇതെല്ലാം അസിഡിക് ആണെങ്കിലും ഇതാണ് ടോട്ടമറൈസിൽ പങ്കെടുക്കുക. സോ ദിസ് ഇസ് ഹൈലി അസിഡിക്, ആക്റ്റീവ് മെത്തിലിൻ ഗ്രൂപ്പാണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഹൈലി അസിഡിക് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടമറൈസ് ചെയ്യുമ്പോൾ CH3 C മേളിൽ OH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O CH3 വരും. ആൻഡ് ദർ ഇസ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. സോ അത്യാവശ്യം ഈനോൾ കണ്ടന്റ് ഹൈ ആണ് അല്ലേ, ഹൈ ഈനോൾ കണ്ടന്റാണ്. അപ്പോൾ ഇതിൽ ഒരു ഹൈ ഈനോൾ കണ്ടന്റ് ഉണ്ട്, ഹൈ ഈനോളാണ്. പക്ഷേ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൈനസും ഇത് പ്ലസും ആണ്. ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജൻ 2 ഒരെണ്ണം ഈ ബോണ്ട് വിട്ടുകൊടുത്തിട്ട് ഇയാളുടെ കൂടെ കയറി ചെല്ലും. സോ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും മക്കളെ ഫീനോളാണ്. സോ ദിസ് ഇസ് അരോമാറ്റിക് ആൻഡ് ഹൈലി സ്റ്റേബിൾ. സോ വെരി ഹൈ ഈൽഡ് ഓഫ് ഓർ വെരി ഹൈ ഈനോൾ കണ്ടന്റ് ആണ്, വെരി ഹൈ ഈനോൾ കണ്ടന്റ് ആണ്. ഇനി ഇത് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈഡ്രജൻ മാറ്റാം, അവിടെയും സെയിം ലൈക്ക് ഇവിടുത്തെ പോലെ തന്നെ വരും, പക്ഷേ അരോമാറ്റിസിറ്റി ഒന്നും വരുന്നില്ല. ആൻഡ് ദാറ്റ്സ് വൈ ആൻസർ ഇസ് ഓപ്ഷൻ 3. 3ക്ക് പെർസെൻറ്റേജ് ഈനോളിലേക്ക് മാറാൻ അല്ലെങ്കിൽ ഈനോളിലേക്ക് മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ബിക്കോസ് ആഫ്റ്റർ keto enol tautomerization or after enolization the product is phenol which is aromatic, shows resonance and it is highly stable. Okay, then
integer type. An organic compound P upon reductive osmolysis yielded the X number of different organic products are shown below. Different. Then X is, you can cut here O, O. You can cut here O, and this is O, O. Okay. From here you will get one product, and here you will get another product, and this is your formaldehyde. So the value of X is 3. 3 different products. 52. Identify the number of groups from the following which is or are increasing electron density may be plus R. Okay, or positive hyperconjugation. Positive hyperconjugation groups. Then OH is plus R, so correct. OCOCH3 plus R, NHCOCH3 plus R, CHO minus R, therefore no. Nitro group minus R, ketone group minus R, amide group minus R, NH2 group plus R, so this is the answer. SO3 minus R, so 1, 2, 3, 4 will increases the electron density on nitrogen atom due to plus R effect. Okay. 53. Find the carbon at which electrophilic substitution reaction takes place most easily. Suppose this is your electrophile. You can go to this ring or this ring, but this ring is not that much faster because CO group is minus R group, electron withdrawing. So this is ring activating. So this ring is deactivated ring. That is ring deactivating. Deactivated ring because of the minus R effect. But here oxygen has lone pair. It will donate its electron due to plus R effect. So this is the activated ring. So electrophile നോക്കുന്ന സമയത്ത് രണ്ട് റിംഗ് ഉണ്ട്, ഡീആക്ടിവേറ്റഡ് റിംഗ് ഉണ്ട്, ആക്ടിവേറ്റഡ് റിംഗ് ഉണ്ട്. ഇലക്ട്രോഫൈൽ നോക്കുമ്പോൾ നല്ലത് ഏതാ? ആക്ടിവേറ്റഡ് റിംഗിലേക്കാണ്. അവിടെ തന്നെ ഈ 2-3 പൊസിഷനിലുണ്ട്. അതിൽ തേർഡ് പൊസിഷൻ ആയിരിക്കും ഇഷ്ടം, കാരണം ലെസ് റിപ്പൽഷൻ അല്ലെ, റിപ്പൽഷൻ കുറവായിരിക്കും. സോ ദി ഫൈൻഡ് ദി കാർബൺ അറ്റ് വിച്ച്, ഏത് കാർബണാ? തേർഡ് കാർബൺ. സോ ആൻസർ ഈസ് 3. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. Then in Carrier's method of estimation of halogen, 0.15 gram of an organic compound gave 0.12 gram of AgBr. Percentage of bromine in the compound is. Here also same. AgBr molecular formula നമുക്കറിയണം. സിൽവറിൻ്റെ 108ഉം ബ്രോമിൻ്റെ 88ഉം ആണ്. സോ 188 ഗ്രാം AgBrൽ ഉറപ്പായിട്ടും 80 ഗ്രാം എന്ന് പറയുന്നത് ബി ആർ ആയിരിക്കും അല്ലെ, 80 ഗ്രാം ബി ആർ ആയിരിക്കും. അപ്പോൾ 1 ഗ്രാം AgBrൻ്റെ അകത്തുള്ള ബി ആറിൻ്റെ അളവ് എന്ന് പറയുന്നത് 80/188 ഗ്രാം ബ്രോമിൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 0.12 ഗ്രാം AgBr ആണല്ലോ കിട്ടിയത്. അതിൻ്റെ അകത്ത് കാണപ്പെടുന്നതെന്ന് പറയുമ്പം 80/188 ഇൻറ്റു 0.12 ഗ്രാം ബ്രോമിൻ ആയിരിക്കും. Then what is the percentage of bromine? അല്ലേ, നമുക്കറിയാം വെയിറ്റ് ഓഫ് ബ്രോമിൻ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്താൽ മതിയല്ലോ. വെയിറ്റ് ഓഫ് ബ്രോമിൻ 80 ഇൻറ്റു 0.12 ഡിവൈഡഡ് ബൈ 188. വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് 0.15 ഇൻറ്റു 100. സോ ഇത് നമുക്ക് 3 വെച്ച് കട്ട് ചെയ്താൽ 4, 5 വരും. ഇത് നമുക്ക് 2 വെച്ച് കട്ട് ചെയ്താൽ 94, ഇവിടെ 2 വരും, ഇത് 47 വരും. പിന്നെ 5 വെച്ച് ഇവിടെ കട്ട് ചെയ്താൽ 5, 1, 5, 6, 16/47 വരും. സോ 160/47 എടുത്താൽ 4, 3 അല്ല 7, 4 7, 3, 21, 2, 12, 14, 141 വരും. അപ്പോൾ 19 വരും, 0. സോ ഏകദേശം ഒരു 4 ടൈംസ് ഇട്ട് കഴിഞ്ഞാൽ 8, 2, 18, 188, 190 വളരെ ക്ലോസ് ആണ്. സോ അപ്രോക്സിമേറ്റ്ലി 34%. ഒരു നിയറസ്റ്റ് ഇൻറ്റീജറിന് ചോദിച്ചിട്ടുണ്ടല്ലോ, as of percentage of bromine will be 34. കണ്ടോ, ഇവിടെ നമ്മൾ ഇക്വേഷൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, കോൺസെപ്ച്വലി മാത്രം. ഓക്കെ. 55. ഹൈഡ്രോകാർബൺ X, O3 and zinc bar H2O. That O3 means ozone, zinc bar H2O means ozonolysis. Then ethanol plus methanol. Number of hyperconjugable. Number of hyperconjugatable എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കേട്ടോ. Hydrogens in X is. You know the product is ethanol and methanol. Ethanol is CH3 CH double bond O. Methanol is CH2O. ഓസോണോളിസിസിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഡബിൾ ബോണ്ട് പൊട്ടിച്ചിട്ട് അപ്പുറം ഇപ്പുറം ഓക്സിജൻ ഇടും. അപ്പോൾ തിരിച്ചെഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഓക്സിജൻ എണ്ണം കളയുക, എന്നിട്ട് ഡബിൾ ബോണ്ട് നീട്ടി കൊടുക്കുക.
അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? ഹൈഡ്രോകാർബൺ എക്സ് കിട്ടി. ചോദ്യം നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻ. സോ ദിസ് ഇസ് sp2, ദിസ് ഇസ് ഓൾസോ sp2. ആൽഫ പൊസിഷൻ sp3. സോ ആൽഫ ഹൈഡ്രജൻ 3. സോ ആൻസർ ഈസ് 3. Okay, simple question. 56. The total number of cyclic isomers possible for the hydrocarbon with the molecular formula C4H6. Total number of cyclic isomers C4H6. So here 4 carbon atom 2 4 6 8. So this is first one. സെക്കൻഡ് വൺ 4 മെമ്പറുള്ള ഇതേ പറ്റുള്ളൂ. ഇവിടെ ഇട്ടാലൊക്കെ സെയിം ആണ്. 3 മെമ്പറും ഇവിടെയും ഒരു മീതേലും കൊടുത്തു. അപ്പോൾ ഉറപ്പായിട്ടും 3 മെമ്പറും ഇവിടെയും ഒരു മീതേലും കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 3 മെമ്പറും പിന്നെ ഇവിടെ ഇങ്ങനെ കൊടുക്കാം അല്ലേ. പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇവിടെ കൊടുത്തു അല്ലേ. ഇപ്പോൾ ഫോർമുല 1 2 3 4 1 2 3 5 1 6. ഇതും ഓക്കെ. 2 4 6 വന്നു. ഇനി പറ്റുമോ നോക്കട്ടെ. വേറെ ഏതെങ്കിലും പോസിബിലിറ്റിയിൽ വരാവോ? ഡബിൾ ബോണ്ട് അല്ലേ. സീസ് ഈ ഒരു ഫോർമുല വരണം. ഇനി പറ്റുമോ? 2 മെമ്പർ എന്തായാലും പറ്റൂല. സോ 3 മെമ്പറിൽ സൈക്ലോബ്യൂട്ടേൻ. ഓക്കെ, നമുക്കിങ്ങനെ പറ്റും അല്ലേ. ഈ 2 കാർബൺ കണക്ട് ചെയ്തുള്ള ഓപ്പോസിറ്റ് കണക്ട് ചെയ്യാം. നോക്കി 1 2 3 4 കാർബൺ 2 2 4 1 5 1 6. ഓക്കെ, അപ്പോൾ ആൻസർ 5 സൈക്ലിക് ഐസോമേഴ്സ് പറ്റും. 5 എണ്ണം. 57. How many alkenes are possible? Alkenes are possible for molecular formula C5H10. C5H10 alkenes. So alkene means first carbon 5 carbon ഇട്ടു അല്ലേ. This one. Then again 5 carbon. ഇവിടെ ഒരെണ്ണം വരാം. ഇങ്ങോട്ട് വന്നാൽ സെയിം ആണ്. പിന്നെ ഇത് മുറിച്ച് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് C വരും. ഇത് മുറിച്ച് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് C വരും. അപ്പോൾ അവിടെ പറ്റൂല. പിന്നെ ഇത് മുറിച്ച് നമുക്ക് ഇവിടെ കൊണ്ടിട്ട് കൊടുത്താൽ ഏതാ വരുന്നത് നോക്കട്ടെ. C ഡബിൾ ബോണ്ട് C വരും. ഇത്രയല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം ടെർമിനൽ പൊസിഷനിലാണ്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 1 2 3 4 5 അവർ ഇൻക്ലൂഡിങ് ജോമെട്രിക്കൽ എന്ന് പറഞ്ഞത് അല്ലേ. ജോമെട്രിക്കലിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഡിഫറൻറ്റ് ഗ്രൂപ്പുകൾ വേണം അല്ലേ. ഡിഫറൻറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലേ നമുക്ക് ജോമെട്രിക്കൽ കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഡബിൾ ബോണ്ടറിൽ 2 എണ്ണം ഹൈഡ്രജൻ ആണ്. സോ നോട്ട് GI. ഇവിടെ ഡിഫറൻറ്റ് ഗ്രൂപ്പാണ് അല്ലേ. 1 H 1 ഇത്, പിന്നെ 1 H പിന്നെ 1 ഇത്. സോ ഇത് സിസും ട്രാൻസും കാണിക്കും. സിസും ട്രാൻസും. പിന്നെ ഇത് നോക്കണ്ട, ഡബിൾ ബോണ്ടഡ് അറ്റത്തെ CH2 വന്നു. ഇത് നോക്കണ്ട, CH2 വന്നു, സിസ് ഇല്ല. ഇത് നമുക്ക് ഇതും പറയാൻ പറ്റില്ല, കാരണം ഇത് ഒരു കാർബണിൽ തന്നെ 2 CH3 വന്നു, അതും പറ്റൂല. അപ്പം മൊത്തം 1 2 ഇതിൻ്റെ ട്രാൻസ് അല്ലേ. 1 2 3 4. ദെൻ ഇത് തന്നെ 2 എണ്ണം ഉണ്ട്, 5 6. മൊത്തം 6 ഐസോമേഴ്സ് പോസിബിൾ ആണ് ആൽക്കെയിൻസ്. ഒന്നുകൂടെ പറയാം. 1 2 3 4 5 6 6. Okay. Then 58. 1 mole of an organic compound is estimated through Dumas method and was found to evolve 6 moles of carbon dioxide, 4 moles of water and 1 mole of nitrogen gas. The formula of the compound is CXHYNZ. Then find the value of X plus Y plus Z. നിങ്ങൾക്കറിയാം ഡ്യൂമാസ് മെത്തേഡിൽ നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രജനെ നമ്മൾ കുപ്രിക് ഓക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമല്ലോ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ H2Oയും അതുപോലെ നൈട്രജൻ ഗ്യാസും പിന്നെ മെറ്റാലിക് കോപ്പറുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബാലൻസ് ചെയ്ത് എഴുതുമ്പം ഒന്നില്ലെങ്കിൽ നിങ്ങളത് ട്രയൽ മെത്തേഡ് വഴി ചെയ്യണം, അല്ലെങ്കിൽ ഓർത്ത് വെക്കണം 2x plus y/2 CuO x CO2 y/2 H2O z/2 N2 ആൻഡ് കോപ്പർ എഴുതുമ്പം അല്ലേ, കോപ്പർ എഴുതുമ്പോൾ സെയിം കോപ്പർ അവിടെ നിങ്ങൾ കോപ്പർ കുപ്രിക് ഓക്സൈഡിൻ്റെ നമ്പർ എത്ര എഴുതിയത് അത് തന്നെ 2x plus y/2 Cu ഇങ്ങനെ വരും ബാലൻസ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു 6, y/2 ആണ് അവർ പറഞ്ഞ 4, അപ്പോൾ y എന്ന് പറഞ്ഞ 8, z/2 എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു 1, സോ z = 2. അപ്പോൾ x plus y plus z എന്ന് പറയുമ്പം 6 plus 8 plus 2 which is equal to 16. സോ ആൻസർ 16. ഓക്കെ. Then 59. The total number of geometrical isomers possible
ഇൻ ദി ഫോളോയിങ് കോമ്പൗണ്ട്. 2 മൊത്തം 3 അല്ലേ, 3 വരും. എങ്ങനെയാ? CH3 C H ഡബിൾ ബോണ്ട് C H C H ഡബിൾ ബോണ്ട് C H CH3. നോക്കിയോണേ, ഇതിൽ ഈ പർട്ടിക്കുലർ കോമ്പൗണ്ടിൽ ഇത് സിസ് ആണ്, ഒരേ ഹൈഡ്രജൻ ഒരേ സൈഡ്, ആൻഡ് ദിസ് ഇസ് ഓൾസോ സിസ്. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വരച്ചാണ് അല്ലേ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത മോളിക്യൂൾ എടുക്കാം, സെക്കൻഡ് മോളിക്യൂൾ എടുക്കുക, എന്നിട്ട് ചെറിയ ചേഞ്ചുകൾ വരുത്താം. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നമ്മൾ ആദ്യം എന്താ CH3, ഇവിടെ H ഇട്ടു അല്ലേ. ഈ H ഞാൻ ഓപ്പോസിറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ C ഇട്ടു, എന്നിട്ട് ഇവിടെ Hഉം ഡബിൾ ബോണ്ട് CH3യും H ഇട്ടു വിചാരിച്ചോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്നാ? സിസ് മാറി എന്തായി? 2 ഹൈഡ്രജൻ ഓപ്പോസിറ്റ് ആകുമ്പം ട്രാൻസ് വരും. ഇവിടെയോ എഗെയിൻ ട്രാൻസ് ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിലേതിൽ രണ്ടും അപ്പുറത്തും സെയിം അല്ലേ, അപ്പോൾ ഇതിലേതിൽ ഒരെണ്ണം മാറ്റിയാൽ മതി അല്ലേ. അപ്പം ഞാനിപ്പം ഇതാണ് മാറ്റുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് CH3യും ഇവിടെ Hഉം വരും. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതാം? ട്രാൻസും ഇത് സിസും എഴുതാം. ഇനി ഇത് തിരിച്ചിട്ടാൽ ഇവിടെ ആണെങ്കിലോ സെയിം തന്നെ, 2 സാധനവും സെയിം അല്ലേ. അപ്പോൾ ഒരു ട്രാൻസ് ഒരു സിസ് ഒരു ട്രാൻസിസ്, അങ്ങനെ മൊത്തം 3 ഫോം ചെയ്യും. സോ ആൻസർ ഇസ് 3. Then question number 60. The total number of sigma and pi bonds in 2,4-methyl hex for enoic acid is. നിങ്ങൾക്കറിയാം ഹെക്സ് എന്ന് പറയുന്ന 6 കാർബൺ ആറ്റമാണ്, 6 കാർബൺ ആറ്റം. പിന്നെ 6ാമത്തെ പൊസിഷനിലാണല്ലോ COOH, നമുക്ക് C ഡബിൾ ബോണ്ട് OH എന്ന് എഴുതിയേക്കാം. ദെൻ സെക്കൻഡ് പൊസിഷനിൽ 4-methyl, ദറ്റ് ഈസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ദെൻ 4th പൊസിഷനിൽ ഈൻ, 1 2 3 4th പൊസിഷനിൽ ഈൻ, 3 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 1. ഓക്കെ, ഇനി നോക്കാം. എണ്ണുമ്പം കട്ട് ചെയ്ത് വിട്ടേക്കാം അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. സോ ദി ആൻസർ ഈസ് 22. ഓക്കെ, അപ്പം നമ്മളുടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എല്ലാം നമ്മുടെ ആ JEE മെയിൻ പാറ്റേൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ഏരിയയും കവർ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ആൻസർ ഇടുന്നുണ്ടെന്നല്ലാതെ അങ്ങനെ ആരും ഡൗട്ടുകളൊന്നും, എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ കാര്യമായിട്ട് ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ലായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഒരു സെക്ഷൻ എക്സാം എഴുതിയ ആളുകളാണ്. പിന്നെ JEE മെയിൻസ് എക്സാം എന്ന് പറഞ്ഞാൽ അത്ര കട്ടി എക്സാമും അല്ല, പറയുന്ന കെമിസ്ട്രിയെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, കെമിസ്ട്രിയെ പറ്റും. ആദ്യം നിങ്ങൾ കെമിസ്ട്രിയെ കുറച്ച് ഇഷ്ടപ്പെട്ട് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കെമിസ്ട്രി ഇഷ്ടമല്ലാതെ പഠിക്കരുത്. നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്ന കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനിയൊരു സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ കാണാം. സോ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ JEE മെയിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ എലിപ്സ് x²/4 + y²/3 = 1 ഹൂസ് മിഡ് പോയിന്റ് ഈസ് 1 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ദ കോഡ് ഹൂസ് മിഡ് പോയിന്റ് ഈസ് ഗിവൺ. എന്താണ് ഫോർമുല? T1 = S1 എന്നാണ് പറയുന്നത്. ഇക്വേഷൻ ഓഫ് ദ കോഡ് ഹൂസ് മിഡ് പോയിന്റ് ഈസ് ഗിവൺ. T1 = S1. T = S1 എന്നും പറയാം കേട്ടോ. ഈ T1 എന്ന് പറഞ്ഞാൽ x² x കൊടുക്കുക, y² y കൊടുക്കുക, അതാണ് T1 എന്ന് പറയുന്നത്. S1 എന്ന് പറയുന്നത് എന്താ? ഈ പോയിന്റ് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പവർ ഓഫ് ദ പോയിന്റ്സ്. അപ്പോൾ T1 ആകുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ x × x ആണ് എന്ന് പറഞ്ഞാൽ x × 1 / 4 പ്ലസ് y² y1 കൊടുക്കുന്നു, y × 1 / 3 - 1 = ഇത് T1 ആയി കേട്ടോ. ഇനി S1 എന്ന് വെച്ചാൽ പവർ ഓഫ് ദ പോയിന്റ്. ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1² / 4 1/4 പ്ലസ് 1² / 4 1/3. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. T1 = S1 അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വന്നു. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു ലൈൻ്റെ ഇക്വേഷൻ ആക്കി എഴുതുമ്പോഴത്തേക്ക് ഈ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. 3x + 4y = 7 എന്ന് കിട്ടും അല്ലേ. 3x + 4y = 1. ഇവിടെ 2 1 ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ -1 ക്യാൻസൽ ചെയ്തു. ആ 1 എഴുതാതിരിക്കുന്നത് നല്ലത് കേട്ടോ. T1 = S1 എന്ന് പറയുമ്പോൾ ഈ -1 ഇങ്ങോട്ട് മാറ്റിയിട്ടല്ലേ എഴുതുന്നത്. അപ്പോൾ 2 സൈഡിലും -1 കട്ടായി പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നതാണ് 3x + 4y = ഇവിടെ എത്ര കിട്ടും നമുക്ക്? 3 ഡിനോമിനേറ്റർ 12 വരെയും ക്യാൻസൽ ചെയ്തു. 3x + 4y = 7 എന്ന ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നു. വൈയുടെ വാല്യൂ എത്രയാണ്? വൈയുടെ വാല്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലൈൻ എലിപ്സും കൂടെ സോൾവ് ചെയ്തിട്ട് നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കും. ആ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. കാരണം ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ എലിപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
കേട്ടോ. പക്ഷെ അത് ഭയങ്കര ഈ ഇറാഷണൽ നമ്പേഴ്സൊക്കെ വരുമ്പം അത് കണ്ടുപിടിക്കാനൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷനാണ്. ഈ ആൻസറിലേക്ക് കൊണ്ടുവരാനൊക്കെ പാടാണ് അങ്ങനെ എടുത്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ. നിങ്ങൾ ചെയ്ത് നോക്കട്ടെ, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. 3x + 4y = 7 എഴുതി വൈയുടെ വാല്യൂ എത്ര ഇടുന്നത്? 7 - 3x/4 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് കിട്ടും. ആ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മളത് ഈ ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വൈ കണ്ടുപിടിച്ചിട്ട് ആ രണ്ട് പോയിന്റ് ഡിസ്റ്റൻസ് ആണ് സാധാരണ ഇതിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേഷൻ വന്നതുകൊണ്ട് ഇത് നമുക്ക് വേറൊരു ഐഡിയയിൽ ചെയ്യുവാണ്. ക്വാഡ്രാറ്റിക്കിൻ്റെ കുറേ ഐഡിയ ഒക്കെ ചെയ്യും. നമ്മൾ ഇവിടെ എന്താ കിട്ടുന്നത്? 3x + 4y = 7 ആണ്. അപ്പോൾ 4yയുടെ ആൻസർ നമുക്ക് എത്ര കിട്ടി? നമുക്ക് എക്സിൻ്റെ വാല്യൂയും വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചത് എക്സിൻ്റെ വാല്യൂ, അതായത് 4yയുടെ വാല്യൂ എത്ര കിട്ടും? 7 - 3x കിട്ടി. 7 - 3x. അപ്പോൾ വൈയുടെ വാല്യൂ എത്ര കിട്ടി? 7 - 3x/4 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ ഇടുന്നത് 7 - 3x/4. അത് നമ്മൾ ഈ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വരും നോക്കി? x², ആ സോൾവ് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണേ. x² പ്ലസ് വൈക്ക് വരാൻ കൊടുക്കുകയാണ് 7 - 3x² ഡിവൈഡഡ് ബൈ 4 എടുക്കുമ്പോൾ 16 വരും. 16 ഇൻറ്റു ഇവിടെ 3 വരും = 1 കിട്ടി. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പം x²/4 പ്ലസ് 7 - 3x² ബൈ = 4 എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനെ 4 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. ആ ക്വാഡ്രാറ്റിക്ക് നമുക്ക് സോൾവ് ഇങ്ങനെ കിട്ടുന്നത് 21x². അത് നിങ്ങൾ സോൾവ് നോക്കണേ. 21x² മൈനസ് 42x + 1 കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഈ ക്വാഡ്രാറ്റിക്കിന് 2 റൂട്ട്സ് വരത്തില്ല. കാരണം ഈ ലൈൻ വന്ന് ആ കർവിനെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻറ്റ്സിന് 2 x കോർഡിനേറ്റ് വരില്ലേ? ഒരു x1 ഒരു x2 വരും. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ആയിട്ട് നമ്മൾ x1 x2 എടുക്കുകയാണ്. x1, x2 ഈ ഇക്വേഷൻ റൂട്ടായിട്ട് x1, x2 എടുക്കും. അങ്ങനെയാണെങ്കിൽ x1 + x2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? -b/a 42/21 വരും, 2 വരും അല്ലേ? x1 x2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x1 x2ൻ്റെ ആൻസർ കിട്ടുന്ന 1/21 വരും. 1/21 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? റൂട്ട് ഓഫ് 2 പോയിന്റ് ഉണ്ട്. ഈ കർവ് വന്നാൽ കർവിനെ ഇൻ്റർസെക്ട് 2 പോയിന്റ് x1 y1 x2 y2 ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല √(x2 - x1) + y2 - y1) അല്ലേ? അതിൽ ആ x2 - x1) കണ്ടുപിടിക്കാൻ പോകാൻ ഇവിടെ കേട്ടോ. ഇത് 1/21 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? x1 - x2 അല്ലെ x2 - x1) എങ്ങനെ എഴുതാമല്ലോ? x1 - x2) എന്ന് പറഞ്ഞാൽ x1 + x2² മൈനസ് 4x1 x2. ഇത് ഫോർമുല അല്ലേ? x1 + x2² മൈനസ് 4x1 x2. ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് x1 - x2² അല്ലേ? ഇത് നമ്മൾ സിംപ്ലിഫൈ എന്താ? x1 + x2² എന്ന് 4x1 x2 മൈനസ് ചെയ്യുന്നു. ഇത് സിംപ്ലിഫൈ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 8/21 എന്ന് കിട്ടും. അത് നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. 8/21 എന്നാണ് കിട്ടുന്നത് കേട്ടോ. 8/21. സിംപ്ലിഫൈ നോക്കിയോ? x1 + x2 എത്രയായിരുന്നു? സിംപ്ലിഫൈ ചെയ്യുക. x1 + x2² മൈനസ് 4x1 x2 സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ഈ 8/21 കിട്ടുന്നു. ഒരു എത്രയായിരുന്നു ഇത് നമുക്ക് കിട്ടുന്നത്? എത്രയാണ്? x1 + x2² 4 വരും. ഇത് 4 × 1/21. അപ്പോൾ 84 - 4 80 ആണ്. 80/21. 84 - 4 80/21 കിട്ടി. ശരിയല്ലേ? 80/21. ഇതാണ് x1 - x2² കിട്ടിയത്. 80/21 കിട്ടി. ഇനി ഇതുപോലെ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് x1 - x2² ആൻസർ 80 - 21 കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ y1 - y2 കണ്ടുപിടിക്കാം. പക്ഷേ അതിന് പകരം നമുക്ക് വേറൊരു ഐഡിയ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇതിന് 2 സൊല്യൂഷൻ ഉണ്ടല്ലോ. ഏതൊക്കെ? x1 ഉണ്ട്, y1 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഇക്വേഷൻ നോക്കി. ഈ ഇക്വേഷനകത്ത് നമ്മൾ ഇതേ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയ വാല്യൂ അല്ലേ? 4y 3x + 4y = 7 - 3x എന്ന് പറഞ്ഞ ഇക്വേഷൻ കിടപ്പുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഈ y1 ഉം y2 നമ്മൾ റിലേഷൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ എടുക്കാം. 4y1 = എന്ത് പറയാം? 4y1 = 7 - 3x1 വരും. അങ്ങനെയാണെങ്കിൽ 4y2 എന്ന് പറഞ്ഞാൽ 7 - 3x2 വരും. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 4 ടൈംസ് y1 - y2ൻ്റെ ആൻസർ എന്ത് കിട്ടുന്നത്? 0 ആയി പോകും. -3 ടൈംസ് x1 - x2 വരും അല്ലേ? 4 ടൈംസ് y1 - y2ൻ്റെ ആൻസർ -3 ടൈംസ് x1 - അതിനെ അങ്ങോട്ട് സ്കോർ ചെയ്യുക. അപ്പോൾ 16 ടൈംസ് നമുക്ക് വേണ്ടത് y1 - y2ൻ്റെ വാല്യൂ കിട്ടിയാൽ ചെയ്യാം അല്ലേ? y1 - y2ൻ്റെ വാല്യൂ എത്ര ഇടുന്നു നോക്കി. ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ എത്രയാണ്? y1 - y2ൻ്റെ ആൻസർ
എത്ര കിട്ടും? y1 മൈനസ് y2 ഈസ് ഈക്വൽ ടു മൈനസ് 3/4 ഇൻറ്റു x1 മൈനസ് x2 കിട്ടും. ആൻഡ് മോഡുലസ് ഓഫ് y1 മൈനസ് y2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് y1 മൈനസ് y2, ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 3/4 ഇൻറ്റു മോഡുലസ് ഓഫ് x1 മൈനസ് x2, കാരണം മോഡുലസ് എടുക്കുന്നത് പ്ലസ് ആവും. അപ്പോൾ ഇങ്ങനെ റിലേഷൻ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്തായിരുന്നു? ഈ y1 മൈനസ് y2ൻ്റെ ആൻസർ 3/4 ടൈംസ് മോഡുലസ് ഓഫ് x1 മൈനസ് x2 ആണ്. കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ അപ്പോൾ ഇതിൻ്റെ സ്കോർ എത്ര കിട്ടും? y1 മൈനസ് y2 ഹോൾ സ്കോർ എന്ന് പറയുന്നത് എടുത്താൽ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ആ രണ്ട് പോയിന്റ് ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് x2 മൈനസ് x അല്ലെ y1 മൈനസ് x1 മൈനസ് x2 ഹോൾ സ്കോർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്കോർ ആണ്. അപ്പോൾ ഇവിടെ ഈ y1 മൈനസ് y2 ഹോൾ സ്കോർ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 3/4ൻ്റെ സ്കോർ വരുന്നത് 9/16 വന്നു ഇൻറ്റു 80 ബൈ ഇതിൻ്റെ സ്കോർ ആട്ടോ, ഇതിൻ്റെ സ്കോർ എടുക്കുന്നത് 80/21 80/21 ഇത് ക്യാൻസൽ ചെയ്യുമ്പം 16 8 കട്ടാകുമ്പോൾ ഒരു 5 വരും. ഇത് 9 21 3 കൊണ്ട് കട്ടിയാൽ ഇവിടെ 7 ഇവിടെ 3 15/7 കിട്ടും. ഇതാണ് y1 മൈനസ് y2 ഹോൾ സ്കോറിൻ്റെ വാല്യൂ കിട്ടുന്നത്. എന്നിട്ട് y1 മൈനസ് y2 ഹോൾ സ്കോർ എത്രയായിരുന്നു? 3/4ൻ്റെ സ്കോർ കിട്ടുന്നത് 9/16 കിട്ടി, 80/21 കിട്ടുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന 21ഉം സിംപ്ലിഫൈ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടെ. y1 മൈനസ് y2 ഹോൾ സ്കോർ ഈസ് 3/4ൻ്റെ സ്കോർ x1 മൈനസ് x2 ഹോൾ സ്കോർ, അത് x1 മൈനസ് x2 80/21 ആണ് കിടക്കുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുമ്പം ഇവിടെ 3 കിട്ടുന്നു, താഴെ 21 കിട്ടുന്നു. 3 × 5 15. അത് സിംപ്ലിഫൈ ചെയ്യുമ്പം എന്നിട്ട് y1 മൈനസ് y2 ഹോൾ സ്കോർ 3/4 3/4ൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 9/16 കിട്ടി. ഇൻറ്റു x1 മൈനസ് x2ൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 80/21 ആണ്. 80/21 അല്ലേ? ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ സെയിം ആവുന്ന പോലെ എടുക്കുകയാണെങ്കിൽ എളുപ്പം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്താൽ ഇങ്ങനെ എടുത്തു, ഡിനോമിനേറ്റർ സെയിം ആവുന്നില്ല കേട്ടോ. ഇത് മാത്രം കട്ട് ചെയ്താൽ മതി. ഇത് 80 ഇതോടെ കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ മാറും. ഇവിടുത്തെ ഡിനോമിനേറ്റർ 80/21 എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ മാറാതെ ചെയ്യുക, അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് 45/21 ഇത് മാത്രം കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ LSD കൊടുക്കേണ്ടി വരും. ഇനി ആ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നതാണ് ഈ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ എലിപ്സ് ആണ്. ഇപ്പോൾ എലിപ്സിനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എലിപ്സിനെ എന്ത് ചെയ്യുന്നു? ഒരു കോഡ് കട്ട് ചെയ്യുന്നു. ആ കോഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമുക്ക് തന്നിരുന്നത് 1 1. നമ്മൾ ഈ രണ്ട് പോയിൻറ്റും തമ്മിലുള്ള റിലേഷൻ, അതായത് ഇതൊരു x1 y1 ഇതൊരു x2 y2 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഫോർമുലയാണ് കണ്ടു, ഈ PQ ആണ് കണ്ടുപിടിക്കേണ്ടത്. PQൻ്റെ ഫോർമുല എന്താ? റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അതിൽ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ ഇതാണ്, y1 മൈനസ് y2 ഹോൾ സ്ക്വയർ അതാണ്. അപ്പോൾ റൂട്ട് ഓഫ് എന്ത് വരാം? ആ PQൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 80/21 പ്ലസ് 45/21 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125/21 കേട്ടോ. റൂട്ട് ഓഫ് 125/21 എന്നുള്ള ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷൻ 3 വരും കേട്ടോ. ക്ലിയർ ആയാലോ? അതൊരു ഇച്ചിരി ലെങ്തിയാണ്, പക്ഷേ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റൻ നോക്കുക. ക്വസ്റ്റൻ നമ്പർ 2 നോക്കുക. ഇഫ് E1 ആൻഡ് E2 ഇതാണ് ക്വസ്റ്റൻ നമ്പർ 62 എന്ന് പറഞ്ഞത്. ഇഫ് E1 ആൻഡ് E2 രണ്ട് എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ട്. ഇഫ് E1 ആൻഡ് E2 ബി ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് x²/25 പ്ലസ് y²/b² ഈസ് ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. b ലെസ് ദാൻ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ഹൈപ്പർബോള x²/16 മൈനസ് y²/b² is 1 respectively, satisfying E1 into E2 is 1 if alpha and beta are the distances between the foci of the ellipse and the foci of the hyperbola respectively, then the ordered pair alpha beta is equal to ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ E1 into E2 എടുത്താൽ 1 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആൽഫ ബീറ്റ ആർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസി ഓഫ് ദ എലിപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ E1 എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ E1 എന്ന് പറയുന്നത് ഇത് നമ്മുടെ E1 ഈസ് ദ എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് ആണ്. ഫോർമുല എന്താ? റൂട്ട് ഓഫ് 1 മൈനസ് b² എന്ന് പറഞ്ഞാൽ 1 മൈനസ് b²/25 ഇതാണ് E1. ഇനി E2 എന്താ പറയുന്നത്? E2 എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി ആണ്. റൂട്ട് ഓഫ് 1 പ്ലസ് b²/a² 16 വരുന്നു. ഇനി E1 into E2 എടുത്താൽ 1 ആണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് 1 കിട്ടണം. പ്രോഡക്റ്റ് 1 എന്ന് പറയുമ്പം 1 ആയതുകൊണ്ട് സ്കോർ ചെയ്താലും 1 തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് b²/25 ഇൻറ്റു 1 മൈനസ് b²/16 എടുത്താൽ എന്ത് കിട്ടണം? 1 കിട്ടണം. കാരണം നമ്മൾ സ്കോർ ചെയ്താലും 1 ആയതുകൊണ്ട് സ്കോർ ചെയ്യുമ്പോൾ 1 തന്നെ കിട്ടും.
ഇത് നമുക്ക് സിംപ്ലിഫൈ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു 25 മൈനസ് ബി സ്ക്വയർ ഇൻറ്റു 16 മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 16 എഴുതാം അല്ലേ. മൈനസ് സൈൻ പറഞ്ഞിട്ട് ക്യാൻസൽ കിട്ടും. 25 മൈനസ് ബി സ്ക്വയർ ഇൻറ്റു 16 പ്ലസ് ബി സ്ക്വയർ മൾട്ടിപ്ലൈ ബൈ 25 ഇൻറ്റു 16 വന്നു, പ്ലസ് 25 ബി സ്ക്വയർ വന്നു, മൈനസ് 16 ബി സ്ക്വയർ വന്നു, മൈനസ് ബി റേസ് ടു 4 ആയിരുന്നു. ഓക്കെ, മൈനസ് ബി റേസ് ടു 4 ഈക്വൽ ടു 25 ഇൻറ്റു 16 വന്നു. അപ്പോൾ 25 16 കട്ടായി പോയി. ഇവിടെ എന്താ കിട്ടുന്നത്? ബി റേസ് ടു 4 അപ്പുറത്തേക്ക് മാറ്റുകയാണ്. ബി റേസ് ടു 4 മൈനസ് 9 ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. റൈറ്റ് സൈഡിലേക്ക് മാറ്റി. അപ്പോൾ ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് 9 ഈക്വൽ 0 കിട്ടി. അപ്പോൾ ബി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 കിട്ടും. ബി സ്ക്വയർ 0 ആകത്തില്ലല്ലോ, ബി സ്ക്വയർ 0 ആകത്തില്ല. അപ്പോൾ ബി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് 9 കിട്ടി. ഇനി കണ്ടുപിടിക്കണം എന്തായിരുന്നു? ഇഫ് ആൽഫ ബീറ്റ ആർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസൈ ഓഫ് ദ എലിപ്സ് ആൻഡ് ദ ഫോസൈ ഓഫ് ദ ഹൈപ്പർബോള എന്ന് പറഞ്ഞത്. അപ്പോൾ ബി സ്ക്വയറിൻ്റെ വാല്യൂ 9 കിട്ടി. ഇനി നമ്മുടെ എലിപ്സിൻ്റെ അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ബിയുടെ വാല്യൂ 3 കിട്ടും കേട്ടോ, ബിയുടെ വാല്യൂ 3. അപ്പോൾ എലിപ്സിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ ഓഫ് ദ എലിപ്സ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ, അതായത് 2a ആണ്. അപ്പോൾ എലിപ്സിൻ്റെ കേസിൽ നമ്മൾ എ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കണ്ടേ? എലിപ്സിൻ്റെ കേസിനകത്ത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫോർമുല എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എ അല്ലേ. എലിപ്സിൻ്റെ കേസിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി. ഇത് 25 ആണ് എ സ്ക്വയർ. ബി സ്ക്വയർ എത്രയാണ്? 9 വരും. ഇപ്പോൾ 25 ബൈ മൈനസ് 9 കിട്ടി. നമുക്ക് എത്രയാണ്? 16 കിട്ടി, 4 കിട്ടി. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 4. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇഫ് ആൽഫ ബീറ്റ ആർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസൈ ഓഫ് ദ എലിപ്സ് ആൻഡ് ഫോസൈ ഓഫ് ദ ഹൈപ്പർബോള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ആൽഫയുടെ വാല്യൂ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ 2a വരും. 2a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2a എന്ന് പറഞ്ഞാൽ 8 കിട്ടി എലിപ്സിൻ്റെ കേസിൽ. ഇനി ഹൈപ്പർബോളയുടെ കേസിൽ എ എന്ന് പറയുന്ന ആരാ? ഹൈപ്പർബോളയുടെ കേസിനകത്ത് എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ 9 അല്ലേ, 16 പ്ലസ് 9 വരുന്നു, 25 വന്നു, 5 വന്നു. അപ്പോൾ ഇവിടുത്തെ ബീറ്റ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ 2a ആണ്. 2 × 5 10 വന്നു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ആൽഫയും ബീറ്റയും നമുക്ക് കിട്ടും 8 ഉം 10 ആണ്. ആൽഫ ബീറ്റ ചോദിച്ചിരുന്നത് അല്ലേ, ഓർഡേഡ് പെയർ ആൽഫ ബീറ്റ. അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പെയർ 8,10 വരും. 8 എന്നുള്ള ഓപ്ഷൻ ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും, 8 10 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് ഹൂസ് പെയർ ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ പെയർ ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സ്. പെയർ ഓഫ് കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സ് ആർ y = x ആൻഡ് 3y = -2x എന്നാണ്. അപ്പോൾ അതൊരു ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കോഡ്സിനെയും ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്തു. അതിൽ എല്ലാ കോഡ്സും ഒരു കോണിക്സിൻ്റെ എല്ലാ കോഡ്സിനെയും ബൈസെക്റ്റ് ചെയ്യുന്ന ലൈനെ വിളിക്കുന്നവരാണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്ക് അറിയാം, എല്ലാ കോഡ്സിനെയും അത് കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്യും. അത് എലിപ്സിൻ്റെ ഹൈപ്പർബോളിക് എല്ലാം ഉണ്ട് ഇങ്ങനെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഈ എല്ലാ കോഡ്സിനെയും എന്ത് ചെയ്യണം? ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യുന്ന ലൈനാണ് ഡയമീറ്റർ. അപ്പോൾ ഇത് എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് ഹൂസ് പെയർ ഓഫ് കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സ് ആർ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? y = x ഉം 3y = 2x ആണ്. അപ്പോൾ അത് ഒരു റിസൾട്ട് ഉണ്ട് എന്ന് എഴുതി വെച്ചോളൂ. ഇഫ് y = m1x ആൻഡ് y = m2x ആർ എഴുതി. ഇഫ് y = 2 ലൈൻ തന്നിക്കുക. ഒന്ന് y = m1x ഉം ആൻഡ് അടുത്ത് y = m2x ആർ ദ ആർ ദ പെയർ ഓഫ് കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സ്. ഇത് രണ്ടും പെയർ ഓഫ് കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സ് ആണെങ്കിൽ are the pair of if y is m1x and y is m2x are the two pair of conjugate diameters. Then അവരുടെ സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ then m1 into m2 എടുത്താൽ കിട്ടേണ്ടത് -b²/a -b²/a² കിട്ടും. m1 into m2 ആൻസർ കിട്ടുന്നത് -b²/a². ഇതൊരു ഫോർമുല ഉണ്ട് കേട്ടോ, റിസൾട്ടായിട്ട് പഠിച്ച് വെച്ചേക്കോ കേട്ടോ. അത് എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് ഹൂസ് പെയർ ഓഫ് കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സ്. ഇഫ് y = m1x and y = m2x ആർ ദ കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സ് ദെൻ m1 into m2 എടുത്താൽ -b²/a² ആയിരിക്കും. ഏതാ എലിപ്സിൻ്റെ ഇക്വേഷൻ? എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² + a² പ്ലസ് ഇതാണ് എലിപ്സ് കേട്ടോ, y² / b² is 1. അങ്ങനെ അതിൻ്റെ എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല ഇതാണ്. അപ്പോൾ ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? m1 m2 എന്താണ്? m1 into m2 എന്ന് പറയുന്നത് നമുക്ക് m1 എത്രയാണ് നിൽക്കുന്നത്? ഇതിൻ്റെ സ്ലോപ്പ് 1 ഉം മറ്റേ സ്ലോപ്പ് -2/3 ആണ് അല്ലേ. അപ്പോൾ m1 into m2 എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നത്? 1 into
MT എത്രയാണെന്ന് നോക്കി -2/3. ഇതാണ് -b²/a² എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, b²/a² ആൻസർ എന്ന് പറയുന്നത് 2/3 വരും. b²/a² is 2/3. ഇനി എക്സ്റ്റൻഷൻ എടുക്കാനുള്ള ഫോർമുല എന്താണ്? √1 - b²/a². അപ്ലൈ ചെയ്യാം. എക്സ്റ്റൻഷൻ്റെ ഫോർമുല അതല്ലേ, √1 - b²/a² ഈസ് ഈക്വൽ ടു √1 - b²/a² അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 - 2/3 വന്നു. എത്ര കിട്ടുന്നു? 3 - 2 1/3 എഴുതി. √1/3 എന്നുള്ള 1/√3 എന്ന് പറയാം. തേർഡ് ഓപ്ഷൻ ആൻസർ എടുക്കും കേട്ടോ. തേർഡ് ഓപ്ഷൻ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുക. A variable straight line drawn through the point of intersection of the straight lines 2x plus 3y is equal to 6 and 3x plus 2y equal to 6 meets the coordinate axis in A and B. Then locus of the midpoint of AB വെച്ചിരിക്കുന്നു. ഒരു വേരിയബിൾ സ്ട്രേറ്റ് ലൈൻ ആണ് ഡ്രോൺ ത്രൂ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഏതാ പറഞ്ഞിരിക്കുന്നത്? വേരിയബിൾ സ്ട്രേറ്റ് ഡ്രോൺ ത്രൂ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ദീസ് ടു ലൈൻസ്. അപ്പോൾ ഈ രണ്ട് ലൈൻ്റെയും കൂടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് നമ്മൾ L1 + λ L2 എന്ന് എഴുതുക. L1 + λ L2. അപ്പോൾ ലെറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് എങ്ങനെ എഴുതാം? ലെറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് 2x + 3y - 6 ഫാമിലി ഓഫ് ലൈൻസ് കേട്ടോ, പ്ലസ് λ × 3x + 2y - 6 ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് നമ്മുടെ ഫാമിലി ഓഫ് ലൈൻസിൻ്റെ ഇക്വേഷൻ. ഇനി ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് ഒരു ലൈൻ, ഇതിനകത്ത് ഒരു ഫാമിലി ഓഫ് ലൈൻസ് ആണ്. ഇതിലൊരു ലൈൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്? മീറ്റ്സ് ദ കോർഡിനേറ്റ് ആക്സിസിന് എന്ത് ചെയ്യുന്നു? എയിലും ബിയിലും മീറ്റ് ചെയ്യുന്നു. ദെൻ ദ ലോക്കസ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് AB ആണ് യോജിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഫോർമുല ഇതാണ്. ഇതിനകത്ത് നമ്മളിത് എക്സ് ആക്സിനും വൈ ആക്സിനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇപ്പോൾ എക്സിനും വൈക്കും 0 കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വൈക്ക് 0 കൊടുത്തു. എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വൈക്ക് 0 കൊടുത്തു. വൈക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്, അതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ വാല്യൂ കിട്ടും. സോൾവ് ചെയ്താൽ വൈക്ക് 0 കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 × λ + 1 / 3 ഇങ്ങനെ കിട്ടും. വൈക്ക് 0 കൊടുത്തിട്ട് സോൾവ് ചെയ്യണേ. അപ്പോൾ കിട്ടുന്നതാണ് 6 × λ + 1 6 × λ + 1 / 3 λ + 2 കിട്ടും. 3 λ + 2 ഇതാണ് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വൈക്ക് 0 കൊടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് 6 × λ + 1 / 3 λ + 2 കിട്ടുന്നു. അതുപോലെ മറ്റേ വൈ ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ എക്സ് ഈക്വൽ 0 കൊടുക്കുക. അപ്പോൾ വൈയുടെ വാല്യൂ ഇതുപോലെ തന്നെ വരും. 6 × സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കൊടുത്ത് നോക്കുക. 6 × λ + 1 / 2 λ + 3 വരും. അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. ഇത് 3 λ + 2, ഇവിടെ 2 λ + 3. ഇത് രണ്ടാണ് എക്സും വൈ. അപ്പോൾ ഇത് എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 6 λ + 1, 3 λ + 2 0 വരും. അതായത് നമ്മളിപ്പം ഈ വേരിയബിൾ ലൈനിൽ എക്സ് ആക്സിനും വൈ ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇത് രണ്ടാന്ന് നോക്കുക. ഒരു എയും ബി എന്ന് എടുക്കുക. ഈ പോയിന്റ് നമ്മൾ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എന്താണ്? 6 × λ + 1, / 3 λ + 2, 0. ഇത് ബി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ വൈ കോർഡിനേറ്റ് ഇത് വരുന്നത് 0, 6 × λ + 1 / 3 λ + 2 വരുന്നു. ഇതാണ് എയും ബി. ഇതിൻ്റെ മിഡ് പോയിന്റ് ലോക്കസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മിഡ് പോയിന്റ് എച്ച് എന്ന് വിളിക്കുക. ലെറ്റ് പി എച്ച് കെ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ബി എടുക്കുന്നു. ഇത് നമ്മൾ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്ത് എച്ചും കെയും കണ്ടുപിടിച്ചിട്ട് എച്ചും കെ എലിമിനേറ്റ് ചെയ്താൽ മതി. എച്ച് എത്ര കിട്ടുന്നത്? എച്ച് ഈസ് ഈക്വൽ ടു ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതും ഈ 0 ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 പോയിട്ട് 3 വരും. 3 × λ + 1 / 3 λ + 2. ഇതാണ് എച്ചിൻ്റെ വാല്യൂ. അതായത് ഇത് നമ്പർ +0/2 കൊടുത്തു ഇങ്ങനെ കിട്ടി. ഇനി കെയുടെ വാല്യൂ എന്ത് കിട്ടുന്നു? കെയുടെ വാല്യൂ ഇത് ഇതിലായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 6 പോയിട്ട് 3 ആവും. 3 × λ + 1 / 3 λ + 2 കിട്ടും. നമുക്ക് ലോക്കസ് ഓഫ് എച്ച് കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ലാംഡ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാനുള്ളത് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നിൽക്കും. 3 λ + 1 നോക്കി 1/h + 1/k എടുത്തു കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്റർ സെയിം ആവുകൊണ്ട് അങ്ങനെ എടുക്കുക. ന്യൂമറേറ്റർ സെയിം ആയപ്പോൾ അപ്പോൾ നിലവിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റിയ ഡിനോമിനേറ്റർ ഒന്ന് 2 λ + 3 1 മിനിറ്റ്. വൈയുടെ വാല്യൂ എത്രയാണ്? ഇത് 2 λ + 3. ഇത് 2 λ + 3, ഇതും 2 λ + 3. അപ്പോൾ എങ്ങനെ വരുന്നു? 1/h + 1/k എടുക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞ് വരും. എത്രയാ? 3 λ + 2 + 2 λ + 3 / 3 × λ + ഇങ്ങനെ വരും. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ഇങ്ങനെ വന്നു. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1/h + 1/k എന്ന് പറയുമ്പം എത്രയാണ്? 3 λ + 2 λ 5 λ വരും അല്ലേ? 5 λ + 5 അല്ലേ? 5 ×
ലാംഡ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ടൈംസ് ലാംഡ പ്ലസ് 1. ലാംഡ പ്ലസ് 1 കട്ടായി പോയി, 5/3 കിട്ടി. അപ്പോൾ 1/h പ്ലസ് 1/k ഈസ് ഈക്വൽ ടു 5/3 എന്ന് കിട്ടും. നമ്മളിതിൻ്റെ LCM എടുക്കുമ്പോൾ h പ്ലസ് k ഈസ് ഈക്വൽ ടു ഇൻറ്റു 3 ടൈംസ് h പ്ലസ് k ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു h k എന്ന് വരും അല്ലേ, 5 ടൈംസ് h k. അപ്പോൾ ഇതിൻ്റെ ലോക്കസ് എടുക്കുമ്പോൾ എന്ത് വരും, 3x പ്ലസ് y, 3x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 5xy എന്ന് വരും. 3x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 5x. അങ്ങനെ ഓപ്ഷൻ നോക്കി, 3x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 5xy. 3 ടൈംസ് x പ്ലസ് y ഈസ് ഈക്വൽ ടു 5xy എന്ന് പറയുന്ന ഓപ്ഷൻ എത്രയാണ്, തേർഡ് ഓപ്ഷൻ. 3 ടൈംസ് x പ്ലസ് y ഈസ് ഈക്വൽ ടു 5xy. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 65 എന്ന് പറയുന്നത്. AB is a chord of the circle with the maximum length. P and Q are 2 points on the circle with the parametric angle alpha and beta respectively. If alpha minus beta is equal to 2 gamma എന്ന് പറഞ്ഞിട്ടുണ്ട്, then the locus of the point of intersection of AP and BQ എന്ന് ചോദിച്ചിരിക്കുന്നത്. AB is a chord of circle with the maximum length എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലേ. AB is a chord of circle with the maximum length എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർത്തുന്നത് സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ സർക്കിൾ പ്രത്യേകിച്ച് ഏത് സർക്കിളാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ അറ്റ് ഒറിജിൻ ആയിട്ട് എടുക്കുക കേട്ടോ, എന്നാലേ ചെയ്യാൻ എളുപ്പമുള്ളൂ. നമ്മളിങ്ങനെ സർക്കിൾ എടുത്തു, സെൻറ്റർ അറ്റ് ഒറിജിൻ, സെൻറ്റർ അറ്റ് ഒറിജിൻ എടുത്ത് സർക്കിൾ എടുത്തു, ഇത് ഒറിജിൻ ആട്ടോ. എ ബി ഇസ് എ കോഡ് ഓഫ് ദി സർക്കിൾ വിത്ത് മാക്സിമം ലെങ്ത് പി. അപ്പോൾ ഈ കോഡ് ഞാൻ ഡയമീറ്റർ എടുത്തു, മാക്സിമം ലെങ്ത് ഉള്ള കോഡ് എപ്പോഴും ഡയമീറ്റർ ആട്ടോ. ഇത് എ ബി ആണ്, ഇതാണ് എ ബി. പിന്നെ പറഞ്ഞിരുന്നത് എന്താണ്, പി ആൻഡ് ക്യു ആർ 2 points ഓൺ ദ സർക്കിൾ വിത്ത് പാരാമെട്രിക് ആംഗിൾ ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പി എന്ന് പറയുന്ന പോയിന്റും ഇവിടെ ഒരു ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, ഓർക്കുക. ഇതാന്ന് ഓർക്കുക, പിയും ക്യൂ. ഈ ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരാമെട്രിക് ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലുമായിട്ട് വയ്ക്കുന്ന ആംഗിൾ ആട്ടോ. പി ലൈൻ നമ്മൾ എക്സ് ആക്സ് എടുക്കുക, ഇത് ഒറിജിൻ ആട്ടോ, ഇത് ഒറിജിനായിട്ട് എടുത്തു. ഈ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് ആക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വൈ ആക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻ്റർസെക്ട് ചെയ്ത പോയിന്റ് ഒറിജിനായിട്ട് എടുത്തു. പാരാമെട്രിക് ആംഗിൾ അല്ലേ നമുക്ക് കൊടുത്തിരിക്കുന്ന ആൽഫ, അപ്പോൾ പിന്നെ അതിങ്ങനെ എടുത്താലേ ശരിയാവുള്ളൂ. ഇത് എക്സ് ആക്സ് വൈ ആക്സ്. അപ്പോൾ ഈ ആംഗിൾ ആൽഫ, ഇതടുത്ത ലൈൻ സെഗ്മെൻ്റ് എടുത്ത് ഇതിൻ്റെ ആംഗിൾ ബീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആംഗിൾ ബീറ്റയാണ്. അപ്പോൾ ആദ്യത്തെ ആംഗിൾ ആൽഫ, രണ്ടാമത്തെ ആംഗിൾ ബീറ്റ കേട്ടോ. ഈ ടോട്ടൽ ആംഗിൾ ഇവിടം വരെയുള്ള ആംഗിൾ ഇതാണ് ആൽഫ, താഴത്തെ ബീറ്റ. ഇതാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ലോക്കസ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ പി ആൻഡ് ബി ക്യു പറഞ്ഞു. അപ്പോൾ എ പി എന്ന് പറഞ്ഞ ലൈൻ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇതാണ് എ പി, ഇങ്ങനെ പോയി. ബി ക്യു എന്ന് പറഞ്ഞ ലൈൻ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇതാണ് ബി ക്യു. ഇവിടെ നമ്മളിങ്ങനെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ലോക്കസ് ആണ് കണ്ടുപിടിക്കാൻ പറയും. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളിതുപോലെ കുറച്ച് ഡയമീറ്റർ വേറെ വരച്ച് നോക്കി, നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ പോയിന്റ്സ് വരുന്നതാണ്. ഇങ്ങനെ വരും. നമ്മൾ ഇതുപോലെ ഡയമീറ്റർ അല്ല, എ ബി എന്നൊരു ഡയമീറ്റർ വെച്ചുള്ളൂ. അതുപോലെ പല ഡയമീറ്റർ വരച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആൽഫയും ബീറ്റ ആംഗിളുള്ള രണ്ട് റേഡിയസ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് എ പിയും ബി ക്യൂ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതുപോലെ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പിയും ക്യൂ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എടുത്തിട്ട് നോക്കിയാൽ ഓരോ പിങ്ക് ഇവിടെ എടുത്തിട്ട് നിങ്ങളൊരു പിങ്ക് ഇവിടെ എടുക്കുക, ഇവിടെ ഒരു പി എടുത്തു, ഇങ്ങനെ ഒരു പി എടുത്തു, ഇങ്ങനെ ഒരു ക്യൂ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് പിയും ക്യൂ ആയിട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, എ പി ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. എ പി ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു, ബി ക്യു ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്. അങ്ങനെ നിങ്ങൾ 4 സെൽ എടുത്ത് നോക്കി, ഇവിടെ പറഞ്ഞത് ഇവിടെ ഒരു പോയിന്റ് വരും, അടുത്ത് ഇവിടെ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇതിന് പുറത്തൊരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇതിന് പുറത്തൊരു സർക്കിൾ വരും. അതങ്ങനെ ഫിഗർ വെച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇങ്ങനെ ഒരു സർക്കിൾ വരും. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ ഇവിടെ ഒരു പോയിന്റ് കാണിച്ചിട്ട് ഒരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ വേറെ ഇതുപോലെ ഉണ്ടെന്നാണ് പഠിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ലോക്കസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തോട്ട് പോകുന്ന ഇങ്ങനെ ഒരു സർക്കിൾ വരും. അതായത് കോൺസെൻട്രിക് ആയിട്ട് പോകുന്ന കൂട്ടൊരു സർക്കിൾ നമുക്ക് കിട്ടിക്കോളും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അത് ഫിഗർ പഠിച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. സർക്കിളാണ് അതിൻ്റെ ലോക്കസ് ആയിട്ട് ഇടുന്നത്.
ഇതല്ലാതെ ചെയ്തൊക്കെ എടുക്കാം, അതിൻ്റെ ഇക്വേഷൻ വേണേൽ കണ്ടുപിടിച്ചെടുക്കാം കേട്ടോ. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിന്റ് എന്ന് പറയുന്ന ഒരു എ കോസാൽ റേഡിയസ് എത്രയാണ്, റേഡിയസ് നമുക്ക് ABC കോഡ് ഓഫ് സർക്കിൾ വിത്ത് ലെങ്ത് P and Q 2 points on circle വിത്ത് പാരാമെട്രിക് ആൽഫ ബീറ്റ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് റേഡിയസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും കേട്ടോ. സർക്കിളിൻ്റെ ഒരു റേഡിയസ് നമ്മൾ ഏതെന്ന് പോലെ എടുക്കുക. റേഡിയസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇസ് എ കോഡ് ഓഫ് ദ സർക്കിൾ വിത്ത് മാക്സിമം ലെങ്ത് P and Q 2 points on circle വിത്ത് പാരാമെട്രിക് ആംഗിൾ ആൽഫ ആൻഡ് ബീറ്റ റെസ്പെക്റ്റീവ്ലി. ലോക്കസ് ദ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എ ബി. അത് ശരിക്കും അത് ഫിഗർ പഠിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫിഗർ പഠിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ കുറേ പോയിന്റ്സ് കിട്ടും. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്താൽ ഇതുപോലെ ഒരു സർക്കിളിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ വരും കേട്ടോ. നിങ്ങൾ വരച്ച് നോക്കുക, അതുപോലെ കുറേ പോയിന്റ്സ് വരച്ച് നോക്കി പെട്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മളിത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വല്ല റേഡിയസ് നമ്മൾ ഏന്ന പോലെ എടുത്തിട്ട് സെൻറ്റർ അറ്റ് 0 0 റേഡിയസ് ആയുള്ള സർക്കിൾ എടുത്തു. അപ്പോൾ ഈ പോയിന്റ് A0 വരും, ഈ പോയിന്റ് എന്ത് വരും -A0 വരും. റേഡിയസ് ആയല്ലേ, അതുകൊണ്ട് ഈ പോയിന്റ് എനിക്ക് A കോസ് ആൽഫ A സൈൻ ആൽഫ എന്ന് എടുക്കാം. ഈ പോയിന്റ് A കോസ് ബീറ്റ സൈൻ ബീറ്റ എന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കും. എന്നിട്ട് ഈ ലൈൻ്റെ ഇക്വേഷൻ മറ്റു ലൈൻ ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോയിന്റ് കണ്ടുപിടിച്ചൊക്കെ ചെയ്യാം. ഇതുപോലെ ഇക്വേഷൻ എടുത്തിട്ട് ഈ പോയിന്റ് നമുക്കറിയാമല്ലോ, ഈ പോയിന്റ് P എന്ന് പറയുന്നത് ഇതൊരു RHK എന്ന് പറയുന്ന പോയിന്റാണ്. ഇതിൻ്റെ ലോക്കസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ. ചെയ്യണമെങ്കിൽ നമുക്ക് ഫിഗർ പഠിച്ചാൽ ആൻസർ പറയാൻ പറ്റും. ഫിഗർ പഠിക്കുമ്പോൾ കിട്ടുന്ന ലോക്കസാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി അത് ചെയ്യണമെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റ് ഒരു -A0 എടുത്തു. ആ P എന്ന് പറയുന്ന പോയിന്റ് A കോസ് ആൽഫ സൈൻ ആൽഫ എടുത്തു, A സൈൻ ആൽഫ എടുത്തു. എന്നിട്ട് നമ്മൾ ആ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി. അതിനകത്തുനിന്ന് ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. ഏതാ ഈ AP എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു സ്റ്റാൻഡ് ഫോമിൽ വരും ഇങ്ങനെ. അതിൻ്റെ ബാക്കി സൊല്യൂഷൻ നമുക്ക് എടുപ്പുണ്ട്. ഞാൻ ഇത്രയൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. P എന്ന് പറയുന്ന പോയിന്റ് -A0 എടുത്തു. ഈ P എന്ന് പറയുന്ന പോയിന്റിന് എങ്ങനെ എഴുതും, റേഡിയസ് ഞാൻ എടുത്തുകൊണ്ട് A കോസ് ആൽഫ, ഈ P കേട്ടോ, P എന്ന് പറയുന്നത് A കോസ് ആൽഫ A സൈൻ ആൽഫ എടുത്തു. അപ്പോൾ ഇക്വേഷൻ ഓഫ് AP എങ്ങനെ എഴുതാൻ പറഞ്ഞത്, ഇക്വേഷൻ ഓഫ് AP ഈസ് y - 0 ഇത് പോയിന്റ് എടുത്തിട്ട് സ്ലോപ്പ് എത്ര ഇടുന്നത് A സൈൻ ആൽഫ -0, A സൈൻ ആൽഫ -0 A സൈൻ ആൽഫ ഇട്ടാൽ മതി, ഡിവൈഡഡ് ബൈ എന്ത് വരും A കോസ് ആൽഫ മൈനസ് എന്ന് പറഞ്ഞാൽ A ഇൻറ്റു 1 + കോസ് ആൽഫ വരും. ഇങ്ങനെ വരും. A നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി. ഇത് സ്ലോപ്പ് ആട്ടോ, ഇൻറ്റു x - x എന്ന് പറഞ്ഞു. അപ്പോൾ x - -a x + a ആയിട്ട് ഇങ്ങനെ ഈ ലൈൻ്റെ ഇക്വേഷൻ കിട്ടുന്നു. ഇതിന് നമുക്കിങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. y = എന്താണ് ഈ സൈൻ ആൽഫയുടെ ഫോർമുല, 2 sin alpha / 2 cos alpha / 2 ഇൻറ്റു 1 + cos alpha 2 cos square alpha / 2. അപ്പോൾ 2 കട്ടായി പോകും. ഇൻറ്റു x + ആൽഫ കിട്ടും. ഇങ്ങനെ കിട്ടി. അപ്പോൾ കോസ് സ്ക്വയറിനകത്ത് ഒരെണ്ണവും പോയി, ഒരു കോസും പോയി. ഈ കോസ് സ്ക്വയർ ആണെങ്കിൽ ക്യാൻസൽ പോയി. എന്ത് കിട്ടി, y = എന്ത് വരും, tan alpha / 2 ഇൻറ്റു x + ആൽഫ കിട്ടും. ഇങ്ങനെ കിട്ടും. അപ്പോൾ tan alpha / 2ൻ്റെ വാല്യൂ എന്ത് കിട്ടും, tan alpha / 2ൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് y/x + a എന്ന് കിട്ടും. tan alpha / 2ൻ്റെ വാല്യൂ എന്ത് കിട്ടുന്നു, y/x + a എന്ന് കിട്ടും. ഇതുപോലെ നമ്മൾ ഈ BQൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. ഇതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് BQ നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണം. ഇക്വേഷൻ ഓഫ് BQൻ്റെ ഫോർമുല നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ ഇതിൽ നിന്ന് അതേപോലെ ഇക്വേഷൻ ഓഫ് BP കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഓഫ് BP കണ്ടുപിടിച്ചിട്ട് നമ്മളത് ഇതുപോലെ ആക്കിക്കൊണ്ട്, അതായത് സ്ലോപ്പൊക്കെ എടുത്ത് ചെയ്ത് വരുമ്പം അതിൽ നമുക്ക് റിലേഷൻ ഇങ്ങനെ കിട്ടും, y = -cot ബീറ്റ ഇങ്ങനെ കിട്ടുന്നത്. y = -cot, ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെയാണ്, -cot β/2 കാരണം ആംഗിൾ ബീറ്റ അല്ലേ, -cot β/2 ഇൻറ്റു x - a എന്ന് കിട്ടും. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും, -cot β/2 ഇൻറ്റു x. അപ്പോൾ tan β/2ൻ്റെ ആൻസർ എന്ത് എഴുതാം, ഇവിടെ നമുക്ക് tan β/2ൻ്റെ ആൻസർ എന്താ പറയാൻ പറ്റും, കോട്ട് ബീറ്റ tan β/2ൻ്റെ ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ വരുന്നത് ഇത് y/x + a വന്നു. ഇവിടെ tan β/2ൻ്റെ വാല്യൂ വരുന്നത് -x - a വരും, -x - a/y കിട്ടും. അതായത് അത് ഇതിങ്ങോട്ട് കൊടുത്തു, ഇതങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് തന്നേക്കുന്ന റിലേഷൻ ഉണ്ടല്ലോ, എന്നാ ക്വസ്റ്റൻ അത് പറഞ്ഞിട്ടുണ്ട്, ആൽഫ - ബീറ്റ = 2 ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആൽഫ - ബീറ്റ = 2 ഗാമ. അങ്ങനെയാണെങ്കിൽ α/2 - β/2 എടുത്താൽ ഗാമ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ഥലം ടാൻ എടുക്കുക. ടാൻ ഓഫ് ഈ സാധനം എടുത്താൽ ടാൻ ഗാമ വരും, ടാൻ ഗാമ വരും. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ മറ്റേ ടാൻ ആൽഫ - ഒരു ഫോർമുല ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് ഈ ടാൻ ഗാമ ഒരു കോൺസ്റ്റൻറ്റ് അവർ കിടന്നോട്ടെ, എക്സിലും വൈയിലൊരു ഇക്വേഷൻ കിട്ടും. അത് സോൾവ് കിട്ടുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ ആയിരിക്കും കേട്ടോ. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ അവിടെ വന്നോളും. അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. സിംപ്ലി സർക്കിൾ ലോക്കസ് ഇസ് എ സർക്കിളായിട്ട് കിട്ടിക്കോളും.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 66 നോക്കുക. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എ ബി ഇസ് എ ഫോക്കൽ കോഡ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ മൈനസ് 2 = 0 ഹൂസ് ഫോക്കസ് ഈസ് എസ് ഇഫ് എ ഇസ് ഈക്വൽ ടു L1 ദെൻ ബി ഇസ് ഈക്വൽ എന്ന് ചോദിച്ചേക്കാം. ഫോക്കസ് വന്നിട്ടുണ്ട് എസ് ആണ്, എസിൻ്റെ ലെങ്ത് L1 പറഞ്ഞിട്ടുണ്ട്, ബി എസ് കണ്ടുപിടിക്കണം. അപ്പോൾ എ ബി ഇസ് എ ഫോക്കൽ കോഡ് ഓഫ് ദ പരാബോളയാണ് അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ആഡ് ചെയ്തു ഈക്വൽ ടു മൈനസ് വൈ പ്ലസ് 2 വരും, അതിനോടൊരു 1 ആഡ് ചെയ്തു 3 ആയി. അപ്പോൾ ഇതിനെനിക്ക് ഇങ്ങനെ എഴുതാം, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വൈ മൈനസ് 3 എന്ന് എഴുതി. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ മൈനസ് 3 കിട്ടുന്നു. അപ്പോൾ എയുടെ വാല്യൂ 1/, അതായത് ഏത് പരാബോളയുടെ ഫോർമുല ഏത്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4a ഇൻറ്റു വൈ മൈനസ് കെ ഫോമിൽ വന്നു. അപ്പോൾ 4a എന്ന് പറയുന്നത് എത്രയാണ്? 4a എന്ന് പറയുന്നത് 1 കിട്ടി. എയുടെ വാല്യൂ 1/, എയുടെ വാല്യൂ നെഗറ്റീവ് 1/4 എഴുതിയേക്കല്ലോ കേട്ടോ, എയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവാണ്, എയുടെ വാല്യൂ 1/4 കിട്ടും. ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എയുടെ വാല്യൂ 1/4. ക്വസ്റ്റ്യൻ പറയുന്നത് ഫോക്കസ് എസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ എസ് എന്ന് പറയുന്നത് എ ബി എസ് എ ഫോക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി ഒരു ഫോക്കൽ കോഡ് എന്ന് പറയുമ്പോൾ എ എസ് ബി അല്ലേ ഫോക്കൽ കോഡ് എന്ന് പറയുന്നത് അല്ലേ. എ എസ് ബി ആണ് ലൈൻ. എ എസ് ബി ഇസ് എ ഫോക്കൽ കോഡ്. പരാബോളയുടെ നോട്ടിനകത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എ എസ് ബി ഇസ് എ ഫോക്കൽ കോഡാണെങ്കിൽ അതിനകത്ത് 3 ടേംസ് ഈ 3 ലെങ്തുകൾ എടുക്കുമ്പോൾ ഹാർമോണിക് പ്രോഗ്രഷൻ വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഈ എ എസ് എന്ന് പറയുന്ന ലെങ്തും പിന്നെ എ എസും 1/2 ബി എസും. ഈ 1/2 എന്ന് പറയുന്നത് ഈ സെമി, ഇപ്പോൾ 4a വാല്യൂ 1/4, എയുടെ വാല്യൂ എത്രയായിരുന്നു? 1/4. അപ്പോൾ 2a എത്ര ഇടുന്നത്? 2a എന്ന് പറയുന്നത് 1/2 വരും. ഇത് സെമി ലാറ്റസ് സെക്ടമാണ്. നമ്മൾ 4a ടോട്ടൽ ലെങ്ത് ഇതിൻ്റെ ഹാഫ് വരും 2 എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട്. ഈ എ എസ് എന്ന് പറയുന്ന ലെങ്തും എ എസും എസ് ബിയും പിന്നെ സെമി ലാറ്റസ് സെക്ടറും ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ വരുമെന്നും പറഞ്ഞ നമ്മുടെ റിസൾട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എ എസ് കോമ സെമി ലാറ്റസ് സെക്ടർ എത്ര കിട്ടിക്കുന്നത്? 1/2 എസ് ബി ആർ ഇൻ എച്ച് പി ആയിരുന്നു. ഇതൊരു ഹാർമോണിക് പ്രോഗ്രഷൻ നമ്പേഴ്സാണ്. ആർ ഇൻ എച്ച് പി. ഇത് നമ്മുടെ പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയലിനകത്ത് ഉള്ള സാധനം കേട്ടോ. എ എസും 1/2, ഇതൊരു ഫോക്കൽ കോഡാണെങ്കിൽ എ എസും 1/2 എസ് ബി ഒരു ഹാർമോണിക് പ്രോഗ്രഷനിൽ വരും. അങ്ങനെയാണെങ്കിൽ ഹാർമോണിക് മീൻ എന്താണ് ഫോർമുല? ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ ഇത് മീനായിട്ട് 1/2 അല്ലേ. 1/2 ഇസിക്കൽ എന്ത് പറയും? 2 ഇൻറ്റു എ എസ് ഇൻറ്റു എസ് ബി ഡിവൈഡഡ് ബൈ എ എസ് പ്ലസ് എസ് ബി. ആ ഫോർമുല അപ്ലൈ. 2 ഇൻറ്റു എ എസ് ഇൻറ്റു എസ് ബി ഡിവൈഡഡ് ബൈ എ എസ് പ്ലസ് എസ് ബി. ഇതിൽ എസ് ബി അല്ല, ബി എസ് അല്ലേ കണ്ടുപിടിക്കാൻ പറയുന്നത്. എസ് ബി ആണ് ബി എസ് എന്ന് പറയുന്നത്. ബി എസ് എന്ന് പറഞ്ഞാൽ എസ് ബി അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എസ് നമുക്ക് തന്നിട്ടുണ്ട് L1, അതിന് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ നിന്ന് L1ൻ്റെ വാല്യൂ നമുക്ക് എ എസ് തന്നിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ ബി എസിൻ്റെ ആൻസർ ഇങ്ങനെ കിട്ടിക്കോളും. സോൾവ് ചെയ്യണേ. ബി എസ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ L1 ഡിവൈഡഡ് ബൈ 4L1 മൈനസ് 1 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് വരും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, സോൾവ് ചെയ്ത് നോക്കൂ. L1 ഡിവൈഡഡ് ബൈ 4L1 മൈനസ് 2L1 ഡിവൈഡഡ് ബൈ 4L1 ഓപ്ഷൻ 3 കിട്ടിക്കോളും. 2L1 ഡിവൈഡഡ് ബൈ 4L1 മൈനസ് 1 എന്ന ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ക്വസ്റ്റ്യൻ നമ്പർ 67 ആണ്. ഇതിൻ്റെ റിസൾട്ടുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളതെല്ലാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആ തിയറി ചുമ്മാ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ്? എ ബി ഇസ് എ കോഡ് ഓഫ് ദ പരാബോള y square is 4x, then 81 square, 281 and b82 square, 282. ഇതിൻ്റെ തിയറി എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പരാബോള ഇങ്ങനെ വന്നിരിക്കുന്നു. ഇതിൽ 2 പോയിൻ്റാണ്. ഒന്ന് 81 square, 281 മറ്റേ പോയിൻ്റ് എന്ന് പറഞ്ഞ് 82 square, 282. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എ ബി ഇസ് എ നോർമൽ കോഡ്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എ ബി ഇസ് എ നോർമൽ കോഡ് ആണെങ്കിൽ ഈ T2 ഇസ് മൈനസ് T1 മൈനസ് 2/T1. ഇതൊരു റിസൾട്ടായിട്ട് നമ്മുടെ ബുക്കിനകത്ത് കിടപ്പുണ്ട്, പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 4th റിസൾട്ടാണ് P4ലേക്ക് പോകും. എ ബി ഇസ് എ നോർമൽ കോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർമൽ കോഡാണെങ്കിൽ ഇതിൻ്റെ T2 എന്ന് പറയുന്നത് ഈ P എന്ന് പറയുന്നത് ഈ 4ലേക്ക് വരും. ഇത്
ഫോർത്ത് വൺ ആൻസർ വരുന്നത്. അടുത്തത് എ ബി സെ ഫോക്കൽ കോഡ്, എ ബി സെ നോർമൽ കോഡാണ് പറയുന്നത്. പിന്നെ അടുത്ത എ ബി സെ ഫോക്കൽ കോഡ്. എ ബി സെ ഫോക്കൽ കോഡാണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. 3 വരും. T1 T2 is -1 കിട്ടും. T1 T2 is ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുള്ളൂ കേട്ടോ. എ ബി സെ ഫോക്കൽ കോഡ് ദെൻ T1 T2 is -1 ഇത് വരും. Q3 വന്നു. ഇനി ഇത് നമ്മൾ ചെയ്ത് നോക്കണം. ഈ ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രി അറ്റ് 0 0 ദെൻ എന്നാണ് ചോദിക്കുന്നത്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുന്നത്. ഇത് ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ തന്നെ സ്ലോപ്പ് എടുത്തിട്ട് മൾട്ടിപ്ലൈ നോക്കുക. ഇതിൻ്റെ തന്നെ സ്ലോപ്പ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2 വെക്കോളും. 2 എന്ന് പറയുന്നത് T2 is -4 നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ലൈൻ്റെ സ്ലോപ്പ് ഇൻറ്റു ഈ ലൈൻ്റെ സ്ലോപ്പ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, -1 കിട്ടണം. അതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ റിസൾട്ട് കിട്ടും. T2 is -4/2 ആണ്. ആർ എന്ന് പറഞ്ഞാൽ 2 പോകും. പിന്നെ അടുത്തത് എന്താ പറയുന്നത്, യെസ് 45 ഡിഗ്രി എ ബി ഇസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു എക്സ് ആക്സ് എന്ന് പറയുന്നത് അല്ലേ. എക്സ് ആക്സുമായിട്ട് എന്ത് ചെയ്യുന്നു, 45 ഡിഗ്രി ആംഗിൾ മേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന എ ബി ഇസ് ഇൻക്ലൈൻഡ്, എ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതല്ലേ, എ ബി ഇസ് എ കോഡ്, ഇതാണ് എ ബി കേട്ടോ. ഇത് എക്സ് ആക്സുമായിട്ട് എത്ര ആംഗിൾ വയ്ക്കുമെന്ന് പറയുന്നത് 45 ഡിഗ്രി വയ്ക്കുന്നു. ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ത് പറഞ്ഞു, ഇതിൻ്റെ സ്ലോപ്പ് tan 41 വരും. ഈ ലൈൻ്റെ സ്ലോപ്പ് എടുക്കും. എ ബി അല്ലേ ഇത്, അത് 1 എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ലാസ്റ്റ് വന്നോളും. S1 പോകും. T2 is -2 T2 is 2 - T1 കിട്ടും. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇതിന് ആദ്യത്തെ 2 സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. എന്താണ്, നോർമൽ കോഡ് ആണെങ്കിൽ T2 is -T1 -2/T1, ഫോക്കൽ കോഡ് ആണെങ്കിൽ T1 T2 is -1 എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ഇതിപ്പം OAയുടെ OBയുടെ സ്ലോപ്പ് തമ്മിൽ മൾട്ടിപ്ലൈ നോക്കുമ്പോൾ -1 കിട്ടണം. അടുത്ത് എ ബിയുടെ സ്ലോപ്പ് മറ്റേ y2 - 1/x2 - x കിട്ടുമ്പം അത് 45 എന്ന് പറഞ്ഞാൽ 1 ഇക്വേറ്റ് ചെയ്താൽ ആ റിലേഷൻ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചേക്കുന്ന കാര്യം തന്നെയാണ്, ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് question number 68. If the coordinates of the circumcenter of the triangle formed by the lines 3x - 2y = 6, 3x + 4y = 12, 3x + 4y + 12 = 0 and 3x - 8y + 12 = 0 is alpha beta, then 3 times beta minus alpha എന്ന് പറയുന്നത്. The coordinates of the circumcenter of the triangle formed by the lines എന്ന് പറയുന്നത് അല്ലേ. ഈ 3 ലൈൻസും കൂടെ ഇൻ്റർസെക്റ്റ് ഉണ്ടാകുന്ന ഒരു ട്രയാങ്കിളിൻ്റെ സർക്കംസെൻറ്റർ എന്താണ്, ആൽഫ ബീറ്റ ആണെന്ന് പറഞ്ഞേക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ലൈൻസ് കൂടെ ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കണം. ആദ്യം ഈ 3 പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നത് 3x - 2y ആണ് ഫസ്റ്റ് ലൈൻ. 3x - 2y = 6 ഒരു ലൈൻ തന്നിട്ടുണ്ട്. അടുത്ത ലൈൻ എന്ന് പറയുന്നത് 3x - 8y + 12 ഒരെണ്ണമുണ്ട്. 3x + 4y = 12. അടുത്ത 3x - 8y = 12. ഇങ്ങനെ 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ 3 ലൈൻസോട് ഇൻ്റർസെക്റ്റ് ചെയ്തൊരു ട്രയാങ്കിൾ ഉണ്ടാകുന്നു. ആ ട്രയാങ്കിളിൻ്റെ സർക്കംസെൻറ്റർ ആണ് ഈ ആൽഫ ബീറ്റ എങ്കിൽ 3 times ബീറ്റ മൈനസ് ആൽഫ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇത് ചുമ്മാ നമ്മൾ ഈ 2 ലൈനോട് സോൾവ് ചെയ്യുക. ഈ 2 ലൈനോട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോർഡിനേറ്റ് 0 - 3 കിട്ടും. ഇത് ശരിയാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കി, ഇവിടെ 0 കൊടുത്തു, -6 ഇത് കിട്ടുന്നുണ്ട്. ഇതും കറക്റ്റാണ്. 3x + 4y 3x - 4y ആണ്. 3x + 4y + 12 അല്ലേ. 3x + 4y ഇത് 6 ആയിരുന്നു, ഇത് +12 കേട്ടോ. ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ ലൈൻസ് സോൾവ് ചെയ്യാം കേട്ടോ. ഈ ലൈൻസ് -12 അപ്പുറത്ത് പോകും. ഈ 2 ലൈൻ സോൾവ് ചെയ്താൽ ആ പോയിന്റ് കിട്ടിക്കോളും. ഇനി ഈ 2 ലൈനും കൂടെ സോൾവ് ചെയ്താൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ആ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നത് 4 ആണ്. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണേ, 4 കിട്ടുന്നു. ഇനി സി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 2 ലൈനോട് സോൾവ് ചെയ്യുക. ഈ 2 ലൈൻ സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് സി എന്ന് പറഞ്ഞ പോയിന്റ് -4 0 കിട്ടും. -4 0 കിട്ടും. ഇത് +12 0 കേട്ടോ. ഇത് മാത്രം = 6 എന്ന് പറഞ്ഞത്, ബാക്കിയെല്ലാം പ്ലസ് അവിടത്തേക്ക് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഈ 3 വെർട്ടിസസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സർക്കംസെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. നിങ്ങൾ ആദ്യം ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ബി സി മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. ഇങ്ങനെ പോകോളും. ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. ഇത് തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സർക്കംസെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ബി സിയുടെ ഇക്വേഷൻ ഉണ്ടാക്കണേ ബി സിയുടെ മിഡ് പോയിന്റ് കിട്ടണം. എത്രയാണ്, 0,3/2 ആണേ. 0,3/2 ഈ പോയിന്റ് കിട്ടും. 0,3/2. ഇനി ബി സിയുടെ സ്ലോപ്പ് എത്രയാണ്, ബി സിയുടെ സ്ലോപ്പ് 0 - 3 - 3 / -4 - 4 -8 3/8
-3 ഡിവൈഡഡ് ബൈ 8 3/8 കിട്ടും. അതിൻ്റെ മൈനസ് റെസിപ്രോക്കൽ എടുത്തിട്ട് ഈ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. അങ്ങനെ രണ്ട് ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ എം എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് നമ്മുടെ സർക്കംസെൻറ്റർ. എസ് എങ്കിൽ എസ് എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുണ്ടോ? എസ് ആണ്. ആ എസ് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയോണം. കിട്ടുന്ന ആൻസർ 1/12, 23/18 കിട്ടും. 1/12, 23/18. ഞാൻ സോൾവ് ചെയ്യുന്നൊന്നും ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, അത് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 ടൈംസ് ബീറ്റ മൈനസ് ആൽഫയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. 3 ടൈംസ് ബീറ്റ മൈനസ് ആൽഫ കണ്ടുപിടിക്കുക. അപ്പോൾ 3 ടൈംസ് ബീറ്റ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. 3 ടൈംസ് ബീറ്റ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ 23/18 മൈനസ് 1/12 ആണ്. ഇത് സിംപ്ലിഫൈ നോക്കി കിട്ടുന്ന ആൻസർ 43/12 കിട്ടും കേട്ടോ. 43/12 എന്നാണ് കിട്ടുന്നത്. 43/12 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 69. The radius of the smallest circle passing through the intersection of the points of the circle. ഈ രണ്ട് സർക്കിളും തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നതിൽ പാസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദ റേഡിയസ് ഓഫ് ദ സ്മോളസ്റ്റ് സർക്കിൾ പാസിങ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ പോയിൻറ്റ്സ്. അതായത് ഇതൊരു ഫസ്റ്റ് സർക്കിൾ നമുക്ക് തന്നേക്കുന്നു, ഇത് സെക്കൻഡ് സർക്കിൾ തന്നേക്കുന്നു. ഇതാണ് നമുക്ക് തന്നേക്കുന്ന 2 സർക്കിൾസ്. ഈ രണ്ട് സർക്കിളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ഉണ്ടാകുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ സർക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇവരുടെ കോമൺ കോഡ് എന്ന് പറയുന്നത് ഇത്. ഈ കോമൺ കോഡ് ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളാണ് ഈ രണ്ട് പോയിന്റിൽ പാസ് ചെയ്യുന്ന സ്മോളസ്റ്റ് സർക്കിൾ കേട്ടോ. ഇതാണ് കോമൺ കോഡ്. ഇതിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, S1 - S2 0 എന്ന് പറയാം. ഈ സർക്കിൾ S1 = 0 ആണ്, ഈ സർക്കിൾ S2 = 0 ആണ്. ഈ ലൈൻ എന്ന് പറയുന്നത് S1 - S2 = 0 ആണ്. ഇതാണ് S1 - S2 = 0. ഈ രണ്ട് പോയിന്റുകൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ, ഈ രണ്ട് പോയിന്റുകൂടെ പാസ് ചെയ്യും. ഇത് ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളാണ്. നമുക്കറിയാം രണ്ട് പോയിന്റുകൂടെ പാസ് ചെയ്ത് ഏറ്റവും ചെറിയ സർക്കിൾ എന്താ? ആ രണ്ട് പോയിന്റും ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളാണ്. അതിൻ്റെ സ്മോളസ്റ്റ് സർക്കിൾ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സർക്കിൾ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഉണ്ട്. ഇനി ഇത് കണ്ടുപിടിക്കണം, നമ്മൾ ആദ്യം ഈ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. ഈ സർക്കിളിൽ നിന്ന് ഈ സർക്കിൾ മൈനസ് ചെയ്യുമ്പോൾ ലൈൻ കിട്ടും. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഗിവൺ സർക്കിൾ, ഇതിന് ഏതെങ്കിലും സർക്കിൾ ഉണ്ട്, ഇതിൻ്റെ സെൻറ്റർ എടുത്തു. ഇതിൻ്റെ സെൻറ്റർ എടുത്തത് -1 - -2 ആണ്. -1, -2 സെൻറ്റർ. ഈ ലൈൻ്റെ ഇക്വേഷൻ ഇത് സർക്കിൾ ഇത് മൈനസ് ചെയ്യണേ. S² പോയി, Y² പോയി. എന്താ ഇടുന്നത്? ഇവിടെ ഒരു -2x ആണ്. അപ്പോൾ -2x എന്ന് പറയുമ്പം തിരിച്ച് മൈനസ് 2x - -2x 4x കിട്ടി. -4y -8y കിട്ടി. -4 -1 -5 കിട്ടും. ഇതാണ് ഈ ലൈൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. 4x -8y -5 = 0. ഈ ലൈൻ, ഈ ലൈനിലേക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇനി മറ്റേ മോഡുലസ് ഓഫ് AX1 + BY1 + C/√of A² + B², ആ ഫോർമുല യൂസ് ചെയ്യാം. പിന്നെ ഇത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ഈ തന്നേക്കുന്ന സർക്കിളിൻ്റെ. എത്ര ഇതിൻ്റെ റേഡിയസ് ഇടുന്നു നോക്കി. ഈ സർക്കിൾ ഇതാ ഫസ്റ്റ് സർക്കിൾ കേട്ടോ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്ര? ഈ സർക്കിളിൻ്റെ റേഡിയസ്, ഈ ലെങ്ത് ഒരു C, ഇതൊരു B, ഇതൊരു A ആണെങ്കിൽ നമുക്ക് ഈ AB ആണ് കണ്ടുപിടിക്കേണ്ടത്. AB ആണ് നമ്മുടെ ഈ സർക്കിളിൻ്റെ റേഡിയസ്. നമുക്ക് ഈ C എന്ന് പറയുന്നത് ഈ ഗിവൺ സർക്കിൾ റേഡിയസ് ആണ്. എത്ര ഇടുന്നത്? C is √of G² + F² - E 1 + 4 - 1 2 കിട്ടും. ഇത് 2 കിട്ടി. ഇനി ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് AX1 + BY1 + C/√of A² + B² അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 15/√8 കിട്ടും. ഈ ലെങ്ത് കേട്ടോ. ഇത് ഈ CBയുടെ ലെങ്ത് കിട്ടുന്നത് ഫോർമുല അറിയാമല്ലോ, 15/√80 എന്ന് കിട്ടുന്നത്. 64 + 6 √80 കിട്ടി. ഇങ്ങനെ കിട്ടും. ഇനി ഈ രണ്ട് ലെങ്ത് പറയാം. ഇപ്പോൾ ഈ ലെങ്ത് പറയാം, ഈ ലെങ്ത് പറയാമെങ്കിൽ AB കണ്ടുപിടിക്കാം. AB ആണ് നമുക്ക് വേണ്ട റേഡിയസ് കേട്ടോ. AB = നമുക്ക് എന്താ പറയാം? AB = 4 - √4 - ഈ CBയുടെ സ്കോർ എന്താ വരുന്നത്? 15 സ്കോർ 225/80 വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ √19/4 കിട്ടും. ചെയ്ത് നോക്കണേ. √19/4 കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ തോന്നുന്നു. √19/4 എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ കിട്ടും. അടുത്ത 4th ക്വസ്റ്റ്യൻ, 70th ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ദ സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസസ് ഓഫ് ഫോക്കൽ കോഡ് PQ of Y² is 4x. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം വെറുതെ ഒരു ഫോക്കൽ കോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഒരു ഫോക്കൽ കോഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ഈ ലാറ്റർ സെക്ടർ എടുക്കുക. അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതല്ലേ, ഇതെടുക്കുക.
the sum of the reciprocal of focal distances of focal chord PQ of y score is 4x. ഈ ഫോക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോക്കൽ കോഡാണ്. ഞാനെടുത്ത ഫോക്കൽ കോഡ് നമ്മുടെ ഡയറക്ട്രിക്സ് നമ്മുടെ ലാറ്റസ് സെക്ടർ ഞാൻ എടുത്തേക്കുന്നത് ഫോക്കൽ കോഡ് കേട്ടോ, ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കൽ ഡിസ്റ്റൻസ് ഏതൊക്കെയാണ്? എസ് പിയും SP2A ആണ്, SQ ഇത് രണ്ടുമാണ് ഫോക്കൽ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത്. എസ് പിയും SQ. അങ്ങനെയാണെങ്കിൽ 1/SP പ്ലസ് 1/SQ നമ്മൾ ചോദിച്ചത് റെസിപ്രോക്കൽസിൻ്റെ സം. 1/SP പ്ലസ് 1/SQ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? 1/2A പ്ലസ് 1/2 എടുത്തു എന്ത് വരും? 2/2A. 2/2 എത്രയാണ്? 1/A. 1/A എന്നുള്ള ഓപ്ഷൻ വരും, നാലാമത്തെ ഓപ്ഷൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 71. ഇത് നോക്കുക. Let P be a point in the first quadrant on the ellipse x square by 256 plus y square by 81 is equal to 1 such that length of the intercept between the coordinate axes on the tangent to the ellipse at P is of minimum length. The area of the triangle formed by the tangent at P and the coordinate axis എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു എലിപ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് എലിപ്സ്. ഇത് y ആക്സിസ് x ആക്സിസ്. ലെറ്റ് P be a point in the first quadrant. ഇത് P എന്നൊരു പോയിന്റ് ഞാൻ എടുത്തു, ഇതൊരു P എന്ന് പറഞ്ഞ പോലെ. എലിപ്സിലെ ആർബിട്രറി പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണ്, എലിപ്സിലെ ആർബിട്രറി പോയിന്റ് നമ്മൾ A cos θ A sin θ എടുക്കുകയാണ് ഈ പോയിന്റ്. ഇവിടെ നമുക്ക് എയും ബിയും അറിയാം, നല്ലത് അവസാനം നമുക്ക് വാല്യൂ എടുത്താൽ മതി. A cos θ, B sin θ. ഇതാണ് എയും ബിയും. ഇങ്ങനെ എടുത്തു. ലെറ്റ് P be a point in the first quadrant on the ellipse such that നമ്മൾ എടുത്തു ലെങ്ത് ഓഫ് ദി ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ ദ കോർഡിനേറ്റ് ആക്സിസ് ഓൺ ദ ടാൻജന്റ് എലിപ്സ് ഈസ് അറ്റ് P is മിനിമം ലെങ്ത് എന്ന് എഴുതിയാണ്. അപ്പോൾ ഇതാണ് ടാൻജന്റ് വരച്ചിരിക്കുന്നത്. ഇതാണ് P എന്ന് ഓർക്കുക. Let P be a point in the first quadrant such that the length of the intercept between the coordinate axis on the tangent ellipse at P is minimum. ഈ ലെങ്ത് മിനിമം ആണ്. ഇപ്പോൾ AB എന്ന് എടുക്കുകയാണ്, ഈ ABയുടെ ലെങ്ത് എന്തായിരിക്കണം? ABയുടെ ലെങ്ത് ഏറ്റവും മിനിമം ആണ്. അങ്ങനെ ആകുമ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ചെയ്ത ടാൻജന്റ് അറ്റ് P എന്ന് പറയുന്നത്. അപ്പോൾ ഈ Pയിലൂടെ പോകുന്ന ട്രയാങ്കിളിൻ്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് കോർഡിനേറ്റ് ആക്സിസ് ഇതാണ് OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയ ആണ്. അപ്പോൾ AB ആണ് മിനിമം ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ ഓഫ് AB ഇതിപ്പോൾ ജനറൽ ഫോമിലായിട്ട് ഞാൻ എഴുതുവാണ്. x സ്ക്വയർ ബൈ A സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ B സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന എലിപ്സിലെ ഒരു പോയിൻ്റാണ് A cos θ B sin θ. θ ഈസ് എ പാരാമീറ്റർ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഓഫ് AB ഈസ് T1 = 0 അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ഓഫ് AB ഈസ് T1 = 0 അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ഒരു x സെക്ഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? x ഇൻറ്റു A cos θ ഡിവൈഡഡ് ബൈ A സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആൻഡ് y1 y ഇൻറ്റു B sin θ ഡിവൈഡ് ബൈ B സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ A സ്ക്വയർ പോയി, B സ്ക്വയറിൻ്റെ ഓർമ്മ ക്യാൻസൽ ആയി. ഇനി A ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പുട്ട് y = 0 കൊടുക്കുകയാണ്. വൈക്ക് നമ്മൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? A ഡിവൈഡഡ് ബൈ cos θ A sec θ കിട്ടും അല്ലേ? എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് A sec θ എന്ന് കിട്ടി. ഇനി പുട്ട് x = 0 കൊടുത്താൽ എന്ത് കിട്ടും? പുട്ട് x = 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും. വൈയുടെ വാല്യൂ എന്താ കിട്ടുന്നത്? വൈയുടെ വാല്യൂ B by sin θ എന്ന് പറഞ്ഞാൽ B cosec θ കിട്ടി. അപ്പോൾ ഈ രണ്ട് പോയിന്റ് കിട്ടി. എന്ന് പറയുന്ന പോയിന്റ് ഏതാ? എന്ന് പറയുന്ന പോയിന്റ് A sec θ, 0. ഈ B എന്ന് പറയുന്ന പോയിന്റ് 0, B cosec θ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട AB ആണ് ഏറ്റവും മിനിമം ആക്കേണ്ടത് അല്ലേ? ABയുടെ ലെങ്ത് ആണ് മിനിമം ആവേണ്ടത്. അപ്പോൾ ഈ AB സ്ക്വയർ എന്ന ലെങ്ത് നമ്മൾ എടുക്കുവാണ്. റൂട്ട് കളയാൻ വേണ്ടിയാണ് AB സ്ക്വയർ എടുക്കുന്നത്. AB സ്ക്വയർ എന്ന ലെങ്ത് എന്ത് വരും? AB സ്ക്വയർ എന്ന ലെങ്തിന് എങ്ങനെ എഴുതാം? AB സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇപ്പോൾ A sec θ - 0 ഹോൾ സ്ക്വയർ A സ്ക്വയർ sec സ്ക്വയർ θയും വരും പ്ലസ് B സ്ക്വയർ cosec സ്ക്വയർ θയും വരും. ഇങ്ങനെ വന്നു A സ്ക്വയർ sec സ്ക്വയർ θ പ്ലസ് B സ്ക്വയർ cosec സ്ക്വയർ θ ആയിട്ട്. ഇതിൽ നമുക്ക് ടാനിലേക്കും കോട്ടിലേക്കും കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതൊരു ഫംഗ്ഷൻ ഓഫ് θ ആയിട്ടല്ലേ പോകുന്നത്. f of θ ഈസ് ഈക്വൽ ടു എന്ത് പറയാം? A സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ θ എന്ന് പറഞ്ഞാൽ A സ്ക്വയർ പ്ലസ് sec സ്ക്വയർ θ 1 പ്ലസ് ടാൻ സ്ക്വയർ θ അല്ലേ? A സ്ക്വയർ ടാൻ സ്ക്വയർ θ പ്ലസ് ഈ B സ്ക്വയർ ഇൻറ്റു cosec സ്ക്വയർ θ 1 പ്ലസ് കോട്ട് സ്ക്വയർ θ ആണ്. അപ്പോൾ B സ്ക്വയർ പ്ലസ് B സ്ക്വയർ കോട്ട് സ്ക്വയർ θ ആയിട്ട്. ഇതാണ് ഫംഗ്ഷൻ f of θ.
ഈ ഫംഗ്ഷൻ്റെ വാല്യൂ മിനിമം ആവാനുള്ള തീറ്റ കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ എ ബിയുടെ ലെങ്ത് മിനിമം ആക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് മിനിമം ആവാനുള്ള തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വാട്ട് ഈസ് എഫ് ഡാഷ് തീറ്റ? എഫ് ഡാഷ് തീറ്റയുടെ വാല്യൂ എടുക്കും. എ സ്ക്വയർ 0 പോയിക്കോളും. എ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ടാൻ സ്ക്വയർ ഒരു 2 ടാൻ തീറ്റ ഇൻറ്റു 6 സ്ക്വയർ തീറ്റ വരും. പ്ലസ് ഈ ബി സ്ക്വയർ 0 ആയിക്കോളും. ബി സ്ക്വയർ കോട്ട് സ്ക്വയർ ഒരു ബി സ്ക്വയർ ഇൻറ്റു മൈനസ് വന്നോളും. മൈനസ് ബി സ്ക്വയർ ഇൻറ്റു 2 കോട്ട് തീറ്റ ഇൻറ്റു കൊസിക് സ്ക്വയർ തീറ്റ ഇങ്ങനെ കിട്ടി. ഇനി ഇതിന് ഒരു മിനിമം വാല്യൂ ആണല്ലോ ഉള്ളത്. ഇത് മിനിമം വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവണം. എഫ് ഡാഷ് തീറ്റയാണ് നമ്മൾ 0 ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 2 ക്യാൻസൽ ചെയ്ത് പോകണം. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? എ സ്ക്വയർ ഇൻറ്റു ടാൻ തീറ്റ ഇൻറ്റു 6 സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2 ക്യാൻസൽ ചെയ്തു കേട്ടോ. ബി സ്ക്വയർ ഇൻറ്റു കോട്ട് തീറ്റ ഇൻറ്റു കൊസിക് സ്ക്വയർ തീറ്റ ആയിട്ട് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കിവിടെ എഴുതാവുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഇത് സിംപ്ലിഫൈ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ടാൻ റൈസ് ടു 4 തീറ്റയുടെ വാല്യൂ കിട്ടുന്നത്. ഇത് സിംപ്ലിഫൈ ടാൻ റൈസ് ടു 4 തീറ്റ ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. ടാൻ റൈസ് ടു 4 തീറ്റ ഇങ്ങോട്ട് മാറ്റിയാൽ മതി. കോട്ട് തീറ്റ എപ്പോഴത്തെ ഒരു എന്താവും? ഒരു 1 ബൈ കോട്ട് തീറ്റ ആവും. മുഴുവൻ ടാൻ സ്ക്വയർ തീറ്റ ആവും. ഈ 6 സ്ക്വയർ തീറ്റ ബൈ കൊസി സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റയാണ്. ടോട്ടൽ എന്താവും? ടാൻ റൈസ് ടു 4 തീറ്റ. ടാൻ റൈസ് ടു 4 തീറ്റ ഈസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടുന്നു? ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ബി ബൈ എ കിട്ടുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റിലേക്ക് വരിക. ബി ബൈ എത്രയാണെന്ന് നോക്കി. നമ്മുടെ ക്വസ്റ്റിനകത്ത് ബിയും എയും എന്ന് പറയുന്നത് ബി എത്രയാണ്? ബി അല്ല, ബി സ്ക്വയർ ആണല്ലോ അല്ലേ. ടാൻ റൈസ് ടു 4 തീറ്റ ബി സ്ക്വയർ ബൈ എ. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ ബി ബൈ എ. അപ്പോൾ ബി ബൈ എ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ബി എന്ന് പറയുന്നത് 9 വരും, എ എന്ന് പറയുന്നത് 16 വരും. അപ്പോൾ ഇത് 9 ബൈ 26 ആയിട്ട്, സോറി 9 ബൈ 25 ആയിട്ട്, സോറി 9 ബൈ 250 റൂട്ട് 16 അല്ലേ. അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടി? ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് 3 ബൈ 4 എന്ന് കിട്ടി. ഇതാണ് ടാൻ തീറ്റയുടെ വാല്യൂ കിട്ടുന്നത്. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഈ ട്രയാങ്കിൾ ഏരിയ എന്താ വരുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഹാഫ് ഓഫ് ബേസ് എത്രയാണ്? ഒ എ, അത് എ സിക് തീറ്റയാണ്. എ എത്രയാണ്? എയുടെ വാല്യൂ 16 ആയിരുന്നു. അപ്പോൾ 16 സിക് തീറ്റ ഇൻറ്റു ബി ടാൻ തീറ്റ, ബി കൊസിക് തീറ്റ അല്ലേ. ബി കൊസിക് തീറ്റ, ബി ഇൻറ്റു കൊസിക് തീറ്റ എത്രയാണ്? ബിയുടെ വാല്യൂ എത്രയാണ്? ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 കൊസിക് തീറ്റയും കിട്ടി. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഏരിയ മിനിമം ടാൻ തീറ്റ 3 ബൈ 4 അല്ലേ. ഇപ്പോൾ ട്രയാങ്കിൾ എടുത്തു നോക്കി. ഇതാണ് ട്രയാങ്കിൾ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 3 ബൈ 4 ആണ്. ഇത് 3, ഇത് 4, അപ്പോൾ ഇത് 5 വരും. അപ്പോൾ ഈ സിക് തീറ്റ എന്താ വരിക? ഇപ്പോൾ 8 ഇൻറ്റു സിക് തീറ്റ എത്ര വരും? സിക് തീറ്റ എന്ന് പറയുമ്പം ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻസ് സൈഡ് 5 ബൈ 4 വരും. ഇൻറ്റു 9 ഇൻറ്റു കൊസിക് തീറ്റ എന്ന് പറഞ്ഞാൽ കൊസിക് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ്സ് 5 ബൈ 3 വരും. അപ്പോൾ എന്തൊക്കെ പോകും? ഈ 3യും ഈ 9 കട്ടായിട്ട് ഒരു 3 വന്നു, 4 ഇട്ടോടെ കട്ടായിട്ട് 2 വന്നു. ഇത് 3 ഇൻറ്റു 5 15 ഇൻറ്റു 10 ആൻസർ ഈസ് 150 സ്ക്വയർ യൂണിറ്റ്സ്. 150 സ്ക്വയർ യൂണിറ്റ്. അപ്പോൾ നിങ്ങളിത് ഈ ഒരു ഫോമിൽ ഓർത്തിരിക്കണം. ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ ബി ബൈ എ വരുമ്പോഴാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മിനിമം ആവുന്നത് കേട്ടോ. ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ ബി ബൈ എ, അതായത് എ കോസ് തീറ്റ ബി സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂടി പോകുന്ന ഒരു എലിപ്സിൻ്റെ ടാൻജൻറ്റിൻ്റെ ലെങ്ത് മിനിമം ആവണമെങ്കിൽ ഈ ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടണം? ബി ബൈ എ. അതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പ്രൂവ് ചെയ്തതാണ്. എന്നിട്ട് നമ്മളത് ബൈഹാർട്ടാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാമായിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 72. The equation of the side of an equilateral triangle is 2x plus y equal to 3 and the coordinates of the opposite vertex are 1 minus 2. Then area of the triangle എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ബേസ് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ബേസും ഒരു സൈഡും തന്നിട്ടുണ്ട് അല്ലേ. ബേസിൻ്റെ ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് തന്നെ. ഇതാണ് ട്രയാങ്കിൾ ഇക്വലാറ്ററൽ. നോക്ക്, ഇത് ട്രയാങ്കിൾ ഇക്വലാറ്ററൽ നമുക്ക് തന്നിരിക്കുന്നു. ട്രയാങ്കിൾ ഒരു എ ബി സി എന്നുള്ള പേര് കൊടുക്കാം. അതിൽ എ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 1 മൈനസ് 2 ആയിട്ട് എടുക്കാം. ബി സിയുടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ബി സിയുടെ ഇക്വേഷൻ. 2x പ്ലസ് വൈ മൈനസ് 3 = 0. ഇതും തന്നിട്ടുണ്ട്. ഇത്ര നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് അറിയാമെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. h²/√3 എന്നൊരു ഫോർമുല ഉണ്ട്. ഏരിയ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അതായത് ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ട്രയാങ്കിൾ ഇക്വലാറ്ററൽ അല്ലേ. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. കറക്റ്റ് മിഡ് പോയിന്റിലേക്കൊക്കെ വരേണ്ടത് ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ആകും. അപ്പോൾ എന്താ ഈ എച്ച് എന്ന് പറയുന്ന ഫോർമുല ഇതാ. മോഡുലസ് ഓഫ് എക്സിന് 1 കൊടുക്കുക 2 - 2 - 3 / √5 വരും.
അല്ലേ, 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3/√5 ഉണ്ട്. ഇതാണ് എച്ച്. അപ്പോൾ ഏരിയ ഇക്വലാറ്റർ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് നമുക്കറിയാം. ഇക്വലാറ്റർ ആംഗിളിൻ്റെ ഹൈറ്റ് നമുക്കറിയാമെങ്കിൽ ഇതിൻ്റെ ഏരിയയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ h² ഡിവൈഡഡ് ബൈ √3 എന്നൊരു ഫോർമുല ഉണ്ട്. h²/√3 എന്ന് പറഞ്ഞാൽ എത്ര? h²/√3 എന്ന് പറയുമ്പം 3/3 സ്ക്വയർ, h² എടുക്കുമ്പോൾ 3 സ്ക്വയറും വരും 5ഉം വരും, ബൈ √3 ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരുന്നു /√3 അല്ലേ. അപ്പോൾ എത്രയായിരുന്നു? 9 വേണമെങ്കിൽ 3√3/5 എന്ന് പറയാം അല്ലേ. 3 സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ 3√3/5 3√3/5 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ? തേർഡ് ഓപ്ഷൻ വരും. 3√3/5 ഇങ്ങനെ കിട്ടുന്നു. ഇനി ആ ഫോർമുല അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡെറൈവ് ചെയ്തെടുക്കാം. ആ ഫോർമുല എങ്ങനെ വരുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ട്രയാങ്കിൾ ഇക്വിലാറ്ററലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് കറക്റ്റായിട്ട് നമ്മൾ വരച്ച ഇക്വിലാറ്റർ അല്ല കേട്ടോ. ഇക്വിലാറ്റർ ആംഗിൾ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ സൈഡും എ അല്ലേ വരുന്നത്. ഇത് എ വരും, ഇത് a/2 വരും. ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ വരുന്നത്. എയും a/2 വരും. അപ്പോൾ നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കാം. ഈ a² പ്ലസ് a²/4 എടുത്താൽ കിട്ടേണ്ടതാണ് h² എന്ന് പറയും. അല്ല സോറി, a² ഈക്വൽ ടു a² ഇതിലെ ഹൈപ്പോട്ടൻസ് വരുന്നത് a² a²/4 പ്ലസ് h² എന്ന് പറയും. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ 4a² മൈനസ് a², 3a²/4 ആണ്. ഇതുണ്ട് 4a², 3a²/4ൻ്റെ ആൻസറാണ് h² കിട്ടും. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നു? എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √3/2a വരും അല്ലേ. h is equal to √3/2a. √3/2a എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2h/√3 കിട്ടും. ഏരിയ എന്തായിരുന്നു ഫോർമുല? ഏരിയ √3a²/4 അല്ലേ. √3a²/4 എന്ന് പറയുമ്പം √3 ഇൻറ്റു വാട്ട് ഈസ് a²? 4h²/3 ബൈ ഒരു 4 കൂടെ അല്ലേ, 4 കട്ടായി പോകും. അപ്പോൾ ഈ 4ഉം ഈ 4ഉം കട്ടായി പോയി, ഈ √3 കട്ടായി കഴിഞ്ഞാൽ എന്ത് വരും? h²/√3. ഇങ്ങനെയാണ് ഫോർമുല ഉണ്ടായത് കേട്ടോ. ഒരു ഇക്വലാറ്റർ ആംഗിളിൻ്റെ ഹൈറ്റ് അറിയാമെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഹൈറ്റ് അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കേണ്ട ഈ ഫോർമുല h²/√3 യൂസ് ചെയ്യാം. അത് കണ്ടുപിടിച്ച് ഇങ്ങനെയാണ് ആ പൈതഗോറിയൻ തിയറം വെച്ച് ഡെറൈവ് ചെയ്ത് നടക്കുന്നതാണ്. ഈ a² കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? a/4 പ്ലസ് h² എടുക്കണം. ട്രയാങ്കിൾ ഇക്വലാറ്റർ. അതിൽ നിന്ന് എയിൽ നമ്മൾ എച്ചിലേക്ക് മാറ്റും, a 2h/√3 കിട്ടി. ഏരിയയുടെ ഫോർമുല എന്തായിരുന്നു? √3. എല്ലാവർക്കും അറിയുന്ന ഫോർമുല ഇത് √3a²/4 അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ h/√3 ഇങ്ങനെയാണ് ഫോർമുല ഡെറൈവ് ചെയ്ത്. ഞാനിപ്പോൾ ഫോർമുല നേരെ അപ്ലൈ ചെയ്ത്. നമുക്ക് ആ ഫോർമുല അറിയത്തില്ലെങ്കിൽ ഇതുപോലെ അത് കണ്ടുപിടിച്ചിട്ട് ചെയ്യുമോ, അത് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 73. A point moves on the parabola x² minus 2x plus 4y minus 11 equals 0 if the equation of the locus of midpoint of the line segment PS എന്ന് എഴുതുക. Equation of the line segment PS കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എ പോയിന്റ് മൂവ്സ് ഓൺ ദ പരാബോള എന്ന് പറഞ്ഞിട്ടുണ്ട്. x² minus 2x plus 4y minus 11 equals 0. അതിൽ കൂടെ മൂവ് ചെയ്യുവാണ്. then the equation of the locus of the point of line segment PS. അപ്പോൾ എസ് എന്നതാ? ഫോക്കസ് അല്ലേ. എസ് ഫോക്കസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ അതിലൊരു പോയിന്റുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പരാബോള എന്ന് പറയുന്നത് ഇതാണ്. നോക്കുക, x² minus 2x, ഞാനൊരു 1 ആഡ് ചെയ്തേ, ഈക്വൽ ടു minus 4y. 4y അപ്പുറത്തേക്ക് മാറ്റി. -4y പ്ലസ് 11 ആവും. ഒരു 1 ആഡ് ചെയ്യുമ്പോൾ -4y പ്ലസ് 12y. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, x minus 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു x minus 3 എന്ന് വരും അല്ലേ. ഇത് ഏത് സ്റ്റാൻഡേർഡ് ഫോം പറയാം? x minus h ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4a ഇൻറ്റു x 2x ആണ് എഴുതി. ഇത് y കേട്ടോ. -4a ഇൻറ്റു y minus 3 എന്ന ഫോർമുല വരും. x minus h ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4a ഇൻറ്റു y minus k. അപ്പോൾ എയുടെ വാല്യൂ 1 ആയിരുന്നു കേട്ടോ. എയുടെ വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി. അപ്പോൾ ഇത് ഏത് പരാബോളയാണ് സംഭവം? ഇത് ഓപ്പൺ, നമ്മളിതിന് ക്യാപിറ്റൽ എക്സ് കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ x സ്ക്വയർ ഈസ് -4a ഇൻറ്റു ക്യാപിറ്റൽ y. അപ്പോൾ ഓപ്പൺ ഡൗൺവേർഡ് പരാബോള എങ്ങനെ ഇരിക്കും? അതിൻ്റെ ഫോക്കസ് വരുന്ന ഇവിടെയാണ്. 0, എയുടെ വാല്യൂ 1 അല്ലേ കിട്ടിയത്? 0, -1 വരും. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ആണോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 0യോട് h ആഡ് ചെയ്യണം, കെയോട് -1 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? എച്ചെങ്കിൽ എത്ര ഇവിടെ? 1ഉം 3ഉം അല്ലായിരുന്നു അല്ലേ. 1ഉം 3 ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഈ ഫോക്കസ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ
ഈ 0യോട് ഈ 1 ആഡ് ചെയ്തു, 1 കിട്ടി. ഈ -1നോട് 3 ആഡ് ചെയ്തു, -1നോട് 3 ആഡ് ചെയ്യുമ്പോൾ എന്തായിരുന്നു, +2 വരും. ഇതാണ് ഫോക്കസ് കിട്ടുന്നത്, 1 2 കിട്ടും. ഫോക്കസ് ഓഫ് ദ പരാബോള ഈസ് 1 2 കിട്ടി. ഇനി പറയുന്നത് എന്താണ്, എ പോയിന്റ് പി ഇതേ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റേ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ എഴുതണം. ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്തായിരുന്നു, ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുന്നത് ഇത് ഏത് ടൈപ്പാണ്, നമുക്കൊന്നെങ്കിൽ ഓപ്പൺ ഡൗൺവേർഡ് പരാബോളയാണ്. അപ്പോൾ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x = 280യും y = -2a എന്നുള്ളിടത്ത് എവിടെ 1/4 ആണ് അല്ലേ. x = ഇപ്പം ഇങ്ങനൊരു പരാബോള വന്നത് x² = -4ay. ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ x = 280, y = -80² വരും. അതാണ് ഫോർമുല വരുന്നത്, 280 - 80². ഇതാണ് ഫോർമുല കേട്ടോ. x = 280 വരുന്നു, y = -80². ഇതാണ് ഇതിൻ്റെ പാരാമെട്രിക് ഫോർമുല. ഈ എക്സ് എന്ന് പറഞ്ഞ ഇവിടെ ആരാണ് നമ്മുടെ ക്വസ്റ്റൻ, x-1 ആണ്. എ എത്രയായിരുന്നു, എ എന്ന് പറയുന്നത് 1/എയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ വരുമ്പം x-1 = 2t എന്നാണ് വരുന്നത് അല്ലേ, എയുടെ വാല്യൂ ആണല്ലേ. അപ്പോൾ ഈ x-1 2t ഈക്വലായി, x-1 = 2t വന്നു. അടുത്ത y-3 എന്ന് പറയുന്ന ആരാവും, y-3 എന്ന് പറയുന്നത് -t² വരും. അപ്പോൾ എക്സ് എത്ര ഇടുന്നത്, 2t + 1 കിട്ടി, y എത്ര കിട്ടി, -t² + 3 കിട്ടി. ഇതാണ് ഇതിലൊരു ആർബിട്രറി പോയിന്റ്, പി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുക്കാം കേട്ടോ. പി എന്ന് പറയുന്ന പോലെ 2t + 1, -t² + 3 എടുക്കുക. ഇനി അതും അതിൻ്റെ ഫോക്കസിനെ കൂടെ മിഡ് പോയിന്റ് ലോക്കസ് അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇക്വേഷൻ ലോക്കസ് മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് പി എസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ആയിട്ട് നമ്മൾ ഈ പോയിന്റ് എടുക്കുകയാണ്, പി ഇസ് ദ പോയിന്റ്. എന്തെടുക്കുന്നു, 2t + 1, -t² + 3. കാരണം ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് x-1, ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് y-3. അത് കൊടുത്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, ഇത് പോയിന്റ് കിട്ടി. ഇനി ഫോക്കസ് എസ് എന്ന് പറയുന്നത് 1 2 ആണ്. ഇതിൻ്റെ മിഡ് പോയിന്റ് നമ്മളൊരു പി എസ്, ഒരു ക്യൂ ഇസ് എച്ച് കെ എന്നുള്ള എടുക്കാൻ നോക്കുക. ക്യൂ എച്ച് കെ എന്താണ്, മിഡ് പോയിന്റ് ഓഫ് പി എസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഈ 1ഉം എച്ച് കെ ലോക്സിൽ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ 1 പ്ലസ് ഈ 1ഉം ഈ 2t + 1 ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടണം, എച്ച് കിട്ടണം. 1 + 2t + 1/2 എടുത്ത് എച്ച് കിട്ടണം. അതുപോലെ 2 + -t² + 3/2 എടുത്താൽ കെ കിട്ടും. ഇതാണ് റിലേഷൻ കിട്ടുന്നത്. ഇത് നമ്മൾ എച്ച് കെ ടി എലിമിനേറ്റ് ചെയ്ത് എച്ചും കെ എന്ന റിലേഷൻ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, ഇത് 2 എല്ലാം കട്ടായി പോയി കഴിഞ്ഞാൽ 2 + 2t, അതായത് t + 1 ആണ് എച്ച് കിട്ടുന്നത് അല്ലേ. ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നത്, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 + 3 5 വരും, 5 - t². 5 - t²ൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 2k കിട്ടും അല്ലേ. ഈ ടിയുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി എത്രയാണ്, t + 1 അല്ലേ, അതിങ്ങോട്ട് ഈ t² എന്ന് പറയുന്ന വാല്യൂവിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, 1 h - 1 കൊടുത്താൽ മതി. അപ്പോൾ എച്ചും കെ എന്ന റിലേഷനിലേക്ക് മാറിക്കോളും. ഇവിടെ നമുക്ക് ടിയുടെ വാല്യൂ എത്രയാണ്, ടി എന്ന് പറയുന്നത് h - 1, അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു റിലേഷനിലേക്ക് പോവും. അപ്പോൾ 5 - 2k അല്ലേ t² കിട്ടുന്നത് അല്ല. ഇവിടെ എന്ത് പറയുന്നത്, 5 - 2k = t² ആണ്. അപ്പോൾ t² എത്രയാണ്, h - 1 ഹോൾ സ്ക്വയർ = 5 - 2k എന്ന് കിട്ടും. എച്ചും കെ മറ്റേ എക്സ് വൈ കൊടുക്കും. അപ്പോൾ x - 1 ഹോൾ സ്ക്വയർ = 5 - 2y എന്ന് കിട്ടും. ഓപ്ഷൻ ഒന്ന് x - 1 ഹോൾ സ്ക്വയർ = x - 1 ഹോൾ സ്ക്വയർ = 5 - 2y. അത് -2 പുറത്തെടുത്തു അല്ലേ. -2 പുറത്തെടുത്ത് എങ്ങനെ എഴുതുന്നത്, 5 മൈനസ് എങ്ങനെ എഴുതുന്നത്, x - 1 ഹോൾ സ്ക്വയർ = -2 × 5 - 5/2. x - 1 ഹോൾ സ്ക്വയർ = -2 × y - 5/2. സെക്കൻഡ് ഓപ്ഷൻ ആൻസർ. യെസ്, സെക്കൻഡ് ഓപ്ഷൻ. x - 1 ഹോൾ സ്ക്വയർ = -2 × y - 5/2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Question number 74. If the coordinates of the end points of the diagonal of a square are 1 1 and 3 3, and the coordinates of the ends of the other diagonal of same square are x1 y1 and x2 y2, then the value of modulus of x1 plus y1 minus x2 minus y2 equal to 9.
ഒരു സ്ക്വയർ നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ ഒരു സ്ക്വയർ അങ്ങ് എടുത്തു. ഇതിൻ്റെ ഡയഗണൽ എന്ത് ചെയ്തോളും? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഒരു എ ബി സി ഡി എന്ന് പറഞ്ഞ സ്ക്വയർ എടുത്തു. എ കോർഡിനേറ്റ് ദ എൻഡ്സ് ഓഫ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ആർ 1 1 ആൻഡ് അപ്പോൾ ഒരു ഡയഗണൽ ഇതൊരു എ സി ആണ് നോക്കുക. ഈ എ സിയുടെ എൻ പോയിൻറ്റ്സ് ആണ്, ഒരു ഡയഗണലാണ്. ഈ രണ്ട് പോയിൻ്റ് ഏതൊക്കെയാണ്? 1 1 ഉം 3 3 ആണ് കേട്ടോ. ഇത് 1 1, ഇത് 3 3 രണ്ടെടുത്തു. അതർ ഡയഗണൽസ് ഓഫ് ദ സെയിം സ്ക്വയർ ആർ x1 y1 ആൻഡ് x2 y2 ആണ്. ഇതാണ് മറ്റേ ഡയഗണൽ. ഇത് x1 y1 ഉം ഇത് x2 y2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണല്ലോ വരുന്നത് അല്ലേ? അപ്പോൾ സ്ലോപ്പ് ഓഫ് എ സി ഇൻറ്റു സ്ലോപ്പ് ഓഫ് ബി ഡി എടുത്താൽ നമുക്ക് -1 കിട്ടണം. സ്ലോപ്പ് ഓഫ് എ സി എത്രയാണെന്ന് നോക്കി. ഇനി M1 എന്ന് വിളിക്കാം. സ്ലോപ്പ് ഓഫ് എ സി എത്രയാണ്? 3 - 1 2 ഡിവൈഡഡ് ബൈ 3 - 1 2 1 കിട്ടി. അപ്പോൾ സ്ലോപ്പ് ഓഫ് ബി ഡി എന്താ വരുന്നത് നോക്കി. അതിന് M2 എന്ന് വിളിക്കാം. ആ M2 -1 ആയിരിക്കുമല്ലോ, കാരണം തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എന്താ സ്ലോപ്പ് കിട്ടുന്നത്? y1 - y2 ഡിവൈഡഡ് ബൈ x1 - x2 എടുത്താൽ എന്ത് കിട്ടണം? y1 - y2 ഡിവൈഡഡ് ബൈ x1 - x2 എടുത്താൽ കിട്ടുന്ന ആൻസറാണ് -1. ഇത് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ. y1 - y2 ഈസ് ഈക്വൽ ടു -x1 പ്ലസ് x2 വരും അല്ലേ? നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തായിരുന്നു? x1 പ്ലസ് y1 -x2 -y2. അപ്പോൾ അതിനോട് ഇങ്ങോട്ട് മാറ്റിയാൽ പോരെ? അതിനോട് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? x1 ഉണ്ട് പ്ലസ് ഇവിടെ ഒരു y1 ഉണ്ട്. ആ x2 ഇങ്ങോട്ട് വരുമ്പോൾ -x2 ആയി. ഈ y2 ഇവിടെ ഉണ്ട് -y2 ഈക്വൽ ടു എന്ത് കിട്ടി? 0 കിട്ടി. x1 പ്ലസ് y1 -x2 -y2ൻ്റെ ആൻസർ 0. ഓപ്ഷൻ 1 ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കുക. 75 നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കോമൺ ടാൻജൻസ് ടു ദ സർക്കിൾ x² + y² + 2x. അതായത് നമ്മളെ കണ്ടീഷൻ, അതായത് രണ്ട് സർക്കിൾ ടച്ച് എക്സ്റ്റേണലാണ് 3 കോമൺ ടാൻജൻസ്, ഡു നോട്ട് ടച്ച് എക്സ്റ്റേണൽ 4 കോമൺ ടാൻജൻസ്, ടച്ച് ഇൻറ്റേർണലാണെങ്കിൽ 1 കോമൺ ടാൻജൻറ്റ്, ഡു നോട്ട് ടച്ച് ഇൻറ്റേർണൽ നോ കോമൺ ടാൻജൻറ്റ്, ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ 2 കോമൺ ടാൻജൻറ്റ്. അതിൻ്റെ കണ്ടീഷൻസ് നോക്കിയാണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ C1 C2 ഗ്രേറ്റർ ദാൻ R1 + R2 ആണെങ്കിൽ എന്താ? ഡു നോട്ട് ടച്ച് എക്സ്റ്റേണലി, അപ്പോൾ 4 കോമൺ ടാൻജൻറ്റ് വരും. C1 C2 ഈക്വൽ ടു R1 + R2 ആണെങ്കിൽ എന്തായിരുന്നു? ടച്ച് എക്സ്റ്റേണലി 3 കോമൺ ടാൻജൻറ്റ് വരും. C1 C2 ഈക്വൽ ടു R1 - R2 ആണെങ്കിൽ ടച്ച് ഇൻറ്റേർണലി 1 കോമൺ ടാൻജൻറ്റ് വരും. C1 C2 ലെസ് ദാൻ R1 - R2 ആണെങ്കിൽ നോ കോമൺ ടാൻജൻറ്റ് വരും അല്ലേ? ഇനി C1 C2 ലെസ് ദാൻ R1 + R2 ആണെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് സർക്കിളാണ് 2 കോമൺ ടാൻജൻറ്റ്. നമുക്ക് നോക്കാം ഫസ്റ്റ് സർക്കിളിൻ്റെ കണ്ടീഷൻ. C1 എത്രയാണ്? C1 എന്ന് പറയുമ്പം -1, 3. ഇതിൻ്റെ R1 എത്ര കിട്ടുന്നത്? √1 + 9 -2 √8 2 √2 കിട്ടി അല്ലേ? C1 ഉം R1 കിട്ടുന്നു. C1 എത്ര കിട്ടിയേ? -1 3 R1 എന്ന് പറയുന്നത് 2 √2. ഇനി C2 രണ്ടാം സർക്കിൾ സെൻറ്റർ എടുത്ത് നോക്കി. C2 എന്ന് പറയുന്നത് എന്ത് വരും? 3,4 വരുന്നു. റേഡിയസ് എത്ര? R2 എത്ര കിട്ടുന്നു? √3² 9 + 16 -36. ഇപ്പോൾ ഇവിടെ എത്ര? 6 ആയിരുന്നേ. ഇത് 3 6 അപ്പോൾ എത്ര കിട്ടുന്നു? 3² 9 6² 36. അപ്പോൾ 3² 9 വന്നു. അപ്പോൾ 36 കട്ടായി പോയിക്കോളൂ അല്ലേ? 3 വരും. 3² 3 കിട്ടി. 36 കട്ടായി പോലെ 3 കിട്ടി. അപ്പോൾ C1 C2 എത്ര ഇടുന്നു നോക്കിയാൽ? സെൻറ്റർ തമ്മിൽ ഡിസ്റ്റൻസ് C1 C2 ഈസ് √3 - -1 4² + 6 - 3 3² വരും. ഇത് 5 കിട്ടി. അപ്പോൾ ഈ C1 C2 എന്ന് പറയുന്ന ഈ ലെങ്ത് സെൻറ്റർ തമ്മിൽ ഡിസ്റ്റൻസ് ഈ റേഡിയസുകളുടെ അതായത് 3 + 2 √2 എന്ന് പറയുമ്പോൾ 5നേക്കാൾ കൂടുതലല്ലേ? അപ്പോൾ ലെസ് ദാൻ R1 + R2 ആണ്. ഇങ്ങനെ വന്നേക്കും. C1 C2 ലെസ് ദാൻ R1 + R2 ഇങ്ങനെ വരുന്നത് കണ്ടീഷൻ. ഇതാണ് C1 C2 സെൻറ്റർ തമ്മിൽ ഡിസ്റ്റൻസ്. ഇതെന്താണ്? റേഡിയസുകൾ തമ്മിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. 2 കോമൺ ടാൻജൻറ്റ് ആയിരിക്കും. ഒന്നിങ്ങനെ വരയ്ക്കാം, ഒന്നിങ്ങനെ വരയ്ക്കാം. ഓപ്ഷൻ 3. ഓപ്ഷൻ മാർക്ക് ചെയ്യേണ്ടത് 3 ആട്ടോ. ഓപ്ഷൻ 2 മാർക്ക് ചെയ്തേക്കരുത്. നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 ആണ് ആൻസർ. ചിലർ 2 മാർക്ക് ചെയ്യും, തെറ്റിപ്പോകും കേട്ടോ. ഓപ്ഷൻ മാർക്ക് ചെയ്യേണ്ടത് 3 ആണ്. 76 നോക്കുക. ദ ലോക്കസ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് the lines ax sec theta plus by tan theta is A and ax tan theta plus by sec theta is B, where theta is a parameter and a not equal to B is an. ഇത് ഈ sec theta tan theta കിട്ടുന്ന മിക്കവാറും ഹൈപ്പർബോള ആയിരിക്കും. തട്ടിക്കൊണ്ട് കേട്ടോ, ഇത് ഹൈപ്പർബോള ആയിരിക്കും. sec theta tan theta ഹൈപ്പർബോളയ്ക്കല്ല വരുന്നത്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്കോർ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. സ്കോറിങ് ആൻഡ് സബ്ട്രാക്ടിങ്. അപ്പോൾ എന്താ പറയുക? ഇത് നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? A score x score 6 score theta plus B score y score tan score theta plus 2
എ ബി എക്സ് വൈ സിക് തീറ്റ ടാൻ തീറ്റ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ, ഇങ്ങനെ വരുന്നത് എ സ്ക്വയർ എക്സ് സ്ക്വയർ സിക് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ വൈ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 2ab(xy) sec തീറ്റ ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് വരുന്നു എ സ്കോർ എന്ന്. ഇതാണ് സ്കോർ ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഫസ്റ്റിനെ സ്കോർ ചെയ്തു, ഇത് നമ്മൾ സെക്കൻഡിനെ സ്കോർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. എന്താ വരുന്നത് എ എക്സ് ടാൻ തീറ്റ, വീണ്ടും എ സ്കോർ എക്സ് സ്ക്വയർ ബി വൈ സിക് തീറ്റയുണ്ട് അല്ലേ, എ സ്കോർ എക്സ് സ്കോർ ഉണ്ട്, ടാൻ സ്കോർ തീറ്റ വരും പ്ലസ് ബി സ്കോർ വൈ സ്കോറിനോട് എന്താ വരുന്നത് സിക്സ് സ്കോർ തീറ്റ വന്നു പ്ലസ് 2ab കൂടെ ഇതെല്ലാം വരും 2ab(xy) സിക് തീറ്റ ടാൻ തീറ്റയും വന്നു ഈക്വൽ ടു ബി സ്കോറും കിട്ടി. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന നോക്കി, ഇവിടെ ഒരു എക്സ് സ്ക്വയർ എ സ്കോർ എക്സ് സ്കോർ സിക്സ് സ്കോർ സിക്സ് സ്കോർ തീറ്റ എ സ്കോർ എക്സ് രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ സിക്സ് സ്കോർ തീറ്റ മൈനസ് ടാൻ സ്കോർ തീറ്റ 1 ആയി പോയിട്ട് ഇവിടെ എന്ത് കിട്ടി എ സ്കോർ എക്സ് സ്കോർ കിട്ടി പ്ലസ് ഇവിടെ എന്താ വരുന്നത് ബി സ്കോർ വൈ സ്കോർ ബി സ്കോർ. അപ്പോൾ ടാൻ സ്കോർ തീറ്റ മൈനസ് സിക്സ് സ്കോർ തീറ്റ അത് -1 ആണ്. അപ്പോൾ ഇത് മൈനസ് ബി സ്കോർ ആവും കേട്ടോ, മൈനസ് ബി സ്കോർ വൈ സ്കോർ ആവും. ഇത് ടോട്ടലി ക്യാൻസൽ ചെയ്ത് പോയി. അപ്പുറം എന്ത് കിട്ടി എ സ്കോർ മൈനസ് ബി സ്കോറും കിട്ടി. അപ്പോൾ നമ്മളതിനെ ഈ എ സ്കോർ മൈനസ് ബി സ്കോർ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റില്ല, എക്സ് സ്കോർ ഡിവൈഡഡ് ബൈ എ സ്കോർ മൈനസ് ബി സ്കോർ, ഈ ഉണ്ടായിരുന്ന എ സ്കോർ താഴോട്ട് ഇട്ടു കേട്ടോ, ഇങ്ങനെ ഇട്ടു മൈനസ് വൈ സ്കോർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ഈ ബി സ്ക്വയർ താഴോട്ടും കൊടുത്തു. അപ്പോൾ എന്തായി മാറി ഹൈപ്പർബോളായി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ലെറ്റ് 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള എക്സ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൈ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ 1 ഈസ് ഗ്രേറ്റർ ദാൻ 2 then the length of its latus rectum lies in the interval എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം ലൈസ് ഇൻ ദ ഇൻ്റർവൽ. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന സംഭവങ്ങൾ എ സ്കോറിൻ്റെ വാല്യൂ കോസ് സ്ക്വയർ തീറ്റ ആണ്, ബി സ്കോറിൻ്റെ വാല്യൂ സൈൻസ് ഈയുടെ വാല്യൂ എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈ എന്ന ഇൻ്റർവെല്ലാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അല്ലേ. ഇവിടെ നോക്കുക, നമുക്ക് തന്നേക്കുന്നത് എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള ഈസ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആണ്. ഇനി എ സ്കോറും ബി സ്കോറും എന്താണ്, എ സ്കോർ എന്ന് പറയുന്നത് കോസ് സ്കോർ തീറ്റ, ബി സ്കോർ എന്ന് സൈൻ സ്കോർ തീറ്റ. അപ്പോൾ നമ്മുടെ എക്സെൻട്രിസിറ്റി എന്ന് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ എന്താണ് 2b സ്ക്വയർ ബൈ എ. അപ്പോൾ ഈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞുകൊണ്ട് ബി സ്ക്വയറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4 കിട്ടുന്നു. അപ്പോൾ ഈയുടെ വാല്യൂയുടെ ഫോമുല എന്താ 1 പ്ലസ് എക്സെൻട്രിസിറ്റി എന്തായിരുന്നു റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. സ്കോർ ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് പോയി 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എടുത്ത് എന്ത് കിട്ടണം ഗ്രേറ്റർ ദാൻ 4 കിട്ടണം. അപ്പോൾ 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 കിട്ടണം. അപ്പോൾ ബി സ്ക്വയർ എത്രയാണ് 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ വരും അല്ലേ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 4 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കിട്ടി, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഗ്രേറ്റർ ദാൻ 4 അല്ലേ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വാല്യൂ ഗ്രേറ്റർ ദാൻ 4 കിട്ടി. അപ്പോൾ 6 സ്ക്വയർ തീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4 എന്ന് കിട്ടി. 6 സ്ക്വയർ തീറ്റ ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 സ്ക്വയർ തീറ്റ 2 ആവുന്ന 60 വരുമ്പോഴല്ലേ, അപ്പോൾ 60ക്കും 90ക്കും എടുക്കണം. 6 സ്ക്വയർ തീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4 കിട്ടുന്നത്. തീറ്റയുടെ വാല്യൂ പറയണം തീറ്റ ബിലോങ്സ് ടു, കാരണം 90 കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റിലേക്ക് പോകും കണ്ടോ. അപ്പോൾ തീറ്റ ഗ്രേറ്റർ ദാൻ 4 അല്ലേ, 4 ടു ഇൻഫിനിറ്റി കേട്ടത്. അപ്പോൾ തീറ്റ പറയേണ്ടത് π/3ക്കും π/2നും ഇടയ്ക്കാണ്. കാരണം ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞാൽ 4 ടു ഇൻഫിനിറ്റി വരാം. അപ്പോൾ ഇൻഫിനിറ്റി വരുമ്പോൾ എന്താ തീറ്റയ്ക്ക് നമ്മൾ വൈ കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ടാണ് തീറ്റ ബിലോങ്സ് ടു എന്ത് ചെയ്യുന്നത് π/3 ടു π/2 എന്ന്. അപ്പോൾ തീറ്റയുടെ വാല്യൂടെ വരുന്നത് മനസ്സിലായി. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടല്ലേ ഇതിൻ്റെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ, അല്ല എക്സെൻട്രിസിറ്റി അല്ല സോറി, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം ലൈൻ ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടത്തിൻ്റെ ഫോമുല എന്താണ് 2b സ്ക്വയർ ബൈ എ ആണ്. എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ബി സ്ക്വയർ എത്രയായിരുന്നു കോസ് സ്ക്വയർ തീറ്റ ആണോ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, 2 ടൈംസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് കോസ് തീറ്റ വരും അല്ലേ. ഇതാണ് ലാറ്റസ് റെക്ടം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ. തീറ്റ വേരി ചെയ്യുന്നത് π/2 π/3 എടുക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ 2 സൈൻ സ്ക്വയർ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് വേണ്ടി ഒരു 1 മൈനസ് 2 ഇൻറ്റു ഇതിൻ്റെ ഫംഗ്ഷൻ ഓഫ് തീറ്റ എന്ന് എഴുതുവാണേ എഫ് ഓഫ് തീറ്റ 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി ബൈ കോസ് തീറ്റ എന്ന് എഴുതി. അപ്പോൾ എന്ത് വരും 1 ബൈ കോസ് തീറ്റ എന്താണ് സിക് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ എന്താ കോസ് തീറ്റയും കിട്ടി.
ഇതൊരു ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. ഇനി ഈ ഫംഗ്ഷൻ ഈ ഇൻ്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് 5/3 ആയിരിക്കും. ഇതിൻ്റെ മിനിമം വാല്യൂ നമ്മൾ ചോദിക്കുന്നത് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം നമ്മളൊരു ഫംഗ്ഷൻ ഓഫ് തീറ്റയാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റയ്ക്ക് 5/3 കൊടുത്താൽ മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഈ ഇൻ്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കണം, എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കണം. വാട്ട് ഈസ് എഫ് ഡാഷ് തീറ്റ? എഫ് ഡാഷ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു സിക്സ് ഡെറിവേറ്റീവ് എന്താ? സിക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ മൈനസ് കോസ് ഡെറിവേറ്റീവ് പ്ലസ് സൈൻ തീറ്റയാണ്. ഇത് ഫസ്റ്റ് ക്വാർട്ടറിൽ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, ഉറപ്പല്ലേ? സിക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. എവിടെയാ? ഇൻ 5/3 to 5/2. ഈ ഫംഗ്ഷൻ ഈ ഇൻ്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ദെർഫോർ ഇതിൻ്റെ മിനിമം വാല്യൂ, ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ എഫ് ഓഫ് ഇതിൻ്റെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കണം ഇതിൻ്റെ മിനിമം വാല്യൂ ആയിട്ട് പറയുന്നത് കേട്ടോ. മിനിമം വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ലൈൻ ഇൻ്റർവെൽ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ 5/3 എടുത്ത് കിട്ടുന്ന വാല്യൂ മുതൽ ആ വാല്യൂ വരെയല്ല, ഓപ്പൺ ഇൻ്റർവെൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ എഫ് ഓഫ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് തീറ്റ. തീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുത്തത്? ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നത്, ഇതാണ് ഈ ഫംഗ്ഷൻ. അത് തീറ്റയ്ക്ക് എന്ത് കൊടുക്കുക? 5/3 കൊടുക്കുക. വാട്ട് ഈസ് എഫ് ഓഫ് 5/3? എഫ് ഓഫ് 5/3 ഈസ് 2 ടൈംസ് സിക് 5/3 2 ആണ്, മൈനസ് കോസ് 5/3 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? കോസ് 60 1/2 വരും അല്ലേ. ഇപ്പോൾ 2 മൈനസ് 1/2 ആണ് വരുന്നത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. എത്രയായിട്ട് നമുക്ക് 2 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇത് എത്രയാണ്? 3/2 വരും, 3 വരും അല്ലേ. 2 ഇൻറ്റു 3/2 വരും, 2 ഇൻറ്റു 3/2 3. അപ്പോൾ എഫ് ഓഫ് 5/3 എന്ന് പറയുന്നത് ഇത് മിനിമം വാല്യൂ കിട്ടുന്നത്. മിനിമം വാല്യൂ ഇതല്ല, ഇതിനേക്കാൾ അല്പം കൂടുതലായിരിക്കും, കാരണം ഇത് ഓപ്പൺ ഇൻ്റർവെല്ലാണ്. 3നേക്കാൾ അല്പം കൂടുതലാണ്. പിന്നെ മാക്സിമം വാല്യൂ ഇടുന്നത് തീറ്റയ്ക്ക് 90 കൊടുക്കുമ്പോൾ. തീറ്റയ്ക്ക് 90 കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഇൻഫിനിറ്റിലേക്ക് പോകും, കാരണം ഇതല്ലേ നമ്മുടെ എഫ് ഓഫ് തീറ്റ. ഇത് ഇൻഫിനിറ്റിലേക്ക് പോകുകയും ചെയ്യും. അപ്പോൾ തീറ്റയുടെ വാല്യൂ ഇടം വരെ വരെയും എഫ് ഓഫ് തീറ്റ, അതായത് നമ്മുടെ ലെങ്ത് ഓഫ് ദ ലാറ്ററൽ സെക്ടം വേരി ചെയ്യുന്നത് 3 മുതൽ ഇൻഫിനിറ്റി വരെ പോകാം. 3 to infinity. 3 to infinity ഓപ്ഷനിലേ അത് 3 to infinity, യെസ്, ഫോർത്ത് ഓപ്ഷൻ വരും കേട്ടോ. ദെർഫോർ എഫ് ഓഫ് തീറ്റയുടെ വാല്യൂ ലൈ ചെയ്യുന്നത് മറ്റേ 5/2 കൊടുത്താൽ ഉണ്ടോ ഇൻഫിനിറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. കോസ് 90യുടെ വാല്യൂ എന്താ? കോസ് 90യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആകുന്നുണ്ട്, ഇൻഫിനിറ്റിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് തീറ്റയുടെ എന്ന് വെച്ചാൽ 5/2 നമ്മൾ കൊടുക്കുന്നില്ല. 5/2 കൊടുക്കുമ്പോൾ 89.9 എടുക്കുമ്പോൾ വെരി വെരി സ്മോൾ ക്വാണ്ടിറ്റി ആകും കേട്ടോ. ഇത് 1ൻ്റെ അടുത്തോട്ട് പോകും, ഇത് 0 അടുത്തേക്ക് വരും. അപ്പോൾ 1 വെരി വെരി സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിലേക്ക് ടെൻഡ് ചെയ്യും. ഇൻറ്റു 2 അത് ഇൻഫിനിറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ഇൻഫിനിറ്റി വരും, മിനിമം 3 വരും. അപ്പോൾ ആൻസർ എഫ് ഓഫ് തീറ്റ ബിലോങ്സ് ടു എന്താണ്? 3 to infinity. എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നതായിരുന്നു ഇവിടെ ലാറ്റസ് റെക്ടം കേട്ടോ. ലാറ്റസ് വാല്യൂ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 78. If 5x plus 9 is equal to 0 is the directrix of the hyperbola 16x square minus 9y square is equal to 144. Then the corresponding focus is. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡയറക്ട്രിക്സ് എന്താണ്? 5x is equal to minus 9. അപ്പോൾ x equal എത്ര കിട്ടി? minus 9/5. ഇതൊരു ഡയറക്ട്രിക്സ്. ഇതിൻ്റെ അടുത്തുള്ള ഫോക്കസ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഫോക്കസ് ആകുമ്പോൾ നെഗറ്റീവ് വരും. ഇതിനകത്ത് ഒന്നായിരിക്കും അല്ലേ, 3 അല്ലെങ്കിൽ 4 ആയിരിക്കുന്നത് മനസ്സിലായി. കാരണം ഹൈപ്പർബോള ഇങ്ങനെ ഇരിക്കും. ഹൈപ്പർബോള നമ്മൾ കറക്റ്റായിട്ട് എന്താ വരുന്നത്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 144 ഡിവൈഡ് ബൈ 9 വരും, മൈനസ് y സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ഈക്വൽ ടു 1 ആണ് ഹൈപ്പർബോള അല്ലേ. അപ്പോൾ ഈ ഡയറക്ട്രിക്സ് ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്. അപ്പോൾ ഫോക്കസ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫോക്കസ് ആയിരിക്കണം വേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു മൈനസ് 9/5 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ സിമ്പിൾ അല്ലേ. അപ്പം ഇതിനകത്ത് നമുക്ക് എന്താ ഫോക്കസ് അല്ലേ കണ്ടുപിടിക്കുന്നത്? എ കണ്ടുപിടിക്കണം. എ എന്താ കിട്ടുന്നത്? എ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 9 + 16 ആണ് കിട്ടുന്നത്. അത് എത്രയാണ്? 25 ആണ്. 5 കിട്ടി. ഫോക്കസ് എന്തായിരിക്കും? ഈ -5 ഇതിൻ്റെ അടുത്ത് വരുന്ന അല്ലേ വേണ്ടത്? ഇതിൻ്റെ അടുത്ത് വരുന്ന എന്താ വരുന്നത്? ഫോക്കസ് വരുന്നത് -50 വരും. ഫോർത്ത് ഓപ്ഷൻ എസ് ഈക്വൽ ടു ഇതിൻ്റെ അടുത്ത് വരുന്ന ഫോക്കസ് ആണ് കേട്ടോ. -5,0 ശരിയല്ലേ? -5,0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് ഓഫ് ആയിരിക്കട്ടോ. ഇഫ് ദ ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ്, ഈസ് എന്നുള്ള ഓഫ് ആക്കി വായിക്കട്ടോ. If the length of the minor axis of the ellipse is equal to half the distance between the foci, then square of the eccentricity of the ellipse ആണ്. Length of the minor axis എന്ന് പറഞ്ഞാൽ എന്താ? Length of the minor axis എന്ന് പറയുന്നത് 2b ആണ്. 2b is equal to half of the distance between the foci എന്ന് പറയുന്നത്. അപ്പോൾ 2b എന്ന് പറയുന്നത് half of the distance between the focus എന്ന് പറഞ്ഞാൽ a അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 2a വരും. അപ്പോൾ 2bയുടെ ആൻസർ നമുക്ക് കിട്ടുന്നത് a എന്ന് കിട്ടുന്നു കേട്ടോ. 2bയുടെ ആൻസർ കിട്ടുന്നത് a. അങ്ങനെ ഒരു റിലേഷൻ അവിടെ കിട്ടും. 2b = a എന്ന് കിട്ടുന്നു. ഇനി അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2bയുടെ ആൻസർ a കിട്ടിയിരുന്നു.
distance, half the distance between the foci കിട്ടി. Then the square of the x, പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, the length of the minor axis of the ellipse is equal to half the distance between the foci. Then square of the eccentricity of the ellipse ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. ഇതാണ് എക്സെൻട്രിസിറ്റി ഫോർമുല. ഇ സ്ക്വയറിൻ്റെ വാല്യൂ 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലേ? ഇത് എക്സെൻട്രിസിറ്റി. ഇനി ഇതിൽ നമുക്ക് അറിയാവുന്ന റിലേഷൻ എന്ന് പറയുന്നത് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ബി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് കൊടുക്കാം. ബി എന്ന് പറയുന്നത് എത്രയാണ്? AE/2 ആണ്. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 1 മൈനസ് ബി സ്ക്വയർ ആകുമ്പോൾ എന്താ പറയുക? എ സ്ക്വയർ ഇ സ്ക്വയർ ബൈ 4 ബൈ എ സ്ക്വയർ. എ സ്ക്വയർ കട്ടായി പോയി. അപ്പോൾ ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ബൈ 4, ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ബൈ 4 അത് 1 കിട്ടും. എന്ന് പറഞ്ഞാൽ 3 ഇ സ്ക്വയർ ബൈ 4 ആണ് 1 ആവുന്നത്. ഇ സ്ക്വയർ എത്ര കിട്ടുന്നു? 4/3 കിട്ടുന്നു. ഈ എത്ര കിട്ടുന്നു? 2/√3 കിട്ടുന്നു. തെറ്റിപ്പോയല്ലോ. 4 ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ. ഇ സ്ക്വയറിൻ്റെ വാല്യൂ 4/5. 4/5 ആണ്. ഇ സ്ക്വയറിൻ്റെ വാല്യൂ 4/3 അല്ലേ എഴുതുന്നത്? ഇ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ 4 ഇ സ്ക്വയർ. ഇ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് തന്നേക്കുന്നത് 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇ സ്ക്വയർ ഇസിൽ 1 മൈനസ്, ഇത് സിംപ്ലിഫൈ ചെയ്തു, 1 മൈനസ് ഇ സ്ക്വയർ ബൈ 4 കിട്ടി. അപ്പോൾ ഇ സ്ക്വയർ അത് പ്ലസ് ആയിരുന്നല്ലേ, ഇപ്പോഴത്തേക്ക് പ്ലസ് ആവും. സോറി, മൈനസ് അല്ല, പ്ലസ് അല്ലായിരുന്നു. അപ്പോൾ എത്ര ഇടുന്നത്? 5 ഇ സ്ക്വയർ ആവും. 5 ഇ സ്ക്വയർ ബൈ 4 ഇസിൽ 1 കിട്ടി. അപ്പോൾ ഇ സ്ക്വയർ എത്ര ഇടുന്നത്? 4/5 കിട്ടും. ഈ സ്ക്വയറാണ് വെച്ചിരുന്നത്, ഈയുടെ വാല്യൂ വെച്ചിരുന്നത്. അപ്പോൾ ഈയുടെ വാല്യൂ ആണ് 2/√5 അല്ലേ? ഈയുടെ വാല്യൂ എത്രയാണ്? 2/√5 കിട്ടും. 2/√5 ഫസ്റ്റ് ഓപ്ഷൻ. അടുത്തെന്തായിരുന്നു നോക്കി? ലെറ്റ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് 1 എന്ന് പറയുന്നൊരു എലിപ്സ് തന്നിട്ടുണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ബി ആണ് എലിപ്സ്. ഒരു എലിപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് 1 ഇത് തന്നിട്ടുണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി ആണ്. എക്സെൻട്രിസിറ്റി 1/√2 തന്നിട്ടുണ്ട്. The length of the lattice rectum is √14 ഉണ്ട്. The eccentricity of x square by s, ഇത് ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എ എം ബി തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എ എം ബി തന്നെ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ റിലേഷൻ എ എം ബി കണ്ടുപിടിക്കുക, അതോടെ അപ്ലൈ അത്രേ ഉള്ളൂ. അപ്പോൾ എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി 1/√2 വന്നേക്കുന്നത്. ഇവിടെ നോക്കി, ഇപ്പോൾ ഒരു എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി 1/√2 ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത് ഫോക്കസ് ആണ്, എ എന്ന് പറയുന്നത്. ഇത് സെൻറ്റർ, ഇത് ബി ആണെങ്കിൽ ഈ ലെങ്ത് എ അല്ലേ വരുന്നത്? ഈ ലെങ്ത് എ ആണ് കേട്ടോ. ഈ ലെങ്ത് എയും ഇത് ബിയും ആണ്. അപ്പോൾ ഈ ലെങ്ത്, കാരണം റിലേഷൻ എന്താണ്? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നല്ല. ഇത് ഫോക്കസ് കേട്ടോ. ഫോക്കസിൽ എന്തല്ല എ എന്ന് പറയാം. ഇത് ഫോക്കസ്, ഈ ഡിസ്റ്റൻസ് എ വരും. ഇത് 1 എൻഡ് പോയിന്റ് മൈനർ ആക്സ് ബി വരും. അപ്പോൾ നമ്മുടെ എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിലിത് എക്സെൻട്രിസിറ്റി 1/√2 എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ, ഇത് നോക്കി, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ എക്സെൻട്രിസിറ്റി എന്തായിരുന്നു? സൈൻ തീറ്റ ഇസ് A/A ആയിരുന്നു കേട്ടോ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് സൈൻ തീറ്റയാണ്. AE/A കണ്ടോ? ഈ കിട്ടിയല്ലേ? ഈ കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സെൻട്രിസിറ്റി എത്രയാണ്? 1/√2 ആണ്. എക്സെൻട്രിസിറ്റി 1/√2 കിട്ടണമെങ്കിൽ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ എയും ബിയും ഈക്വൽ ആയിരിക്കും. കാരണം ഇത് 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതും 45 ഡിഗ്രി വരും. അപ്പോൾ എ ബിയോട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഒരു എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി 1/√2 എന്ന് നിങ്ങൾക്ക് തന്നാൽ, ഒരു എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി 1/√2 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും ബി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഈക്വൽ ആയിരിക്കും കേട്ടോ. അത് ഇവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത് ഐഡിയ. കാരണം ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ വാട്ട് ഈസ് സൈൻ തീറ്റ? A/A. അപ്പോൾ ഈ 1/√2 ആണെങ്കിൽ എയും ബിയും ഈക്വൽ ആയിരിക്കും. ആ ഒരു ഐഡിയ ഓർത്തിരിക്കുക. അത് വെച്ച് നമുക്ക് അപ്പോൾ എയുടെ ആൻസർ ബിയോട് ഈക്വൽ ആണ്. ഇനി എക്സെൻട്രിസിറ്റി നമുക്ക് 1/√2 വന്നിട്ടുണ്ട്. അപ്പോൾ എ ഇൻറ്റു 1/√2 ആണ് ബി ആവുന്നത് അല്ലേ? അപ്പോൾ B/A എത്ര കിട്ടി? B/A എന്ന് പറഞ്ഞാൽ 1/√2 കിട്ടി. B/Aയുടെ ആൻസർ 1/√2 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്തായിരുന്നു? എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോളയാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി ഫോർമുല എന്താ? ഇത് ആ എം ബി തന്നെ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എക്സെൻട്രിസിറ്റി ഫോർമുല പറഞ്ഞു √1 + B² / A² എന്ന് പറഞ്ഞാൽ എന്താ വരും? √1 + 1/2 വരും. എന്ന് പറഞ്ഞാൽ എത്ര? √3/2 വരും. √3/2 തേർഡ് ഓപ്ഷൻ ഇത്ര ഉള്ളൂ കേട്ടോ. √3/2 വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള
if the vertex of the parabola നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ് x is equal to p square minus p plus 1, y is equal to p square plus p plus 1. ഒന്ന് p square minus p plus 1 മറ്റേത് p square plus p plus 1 ആണ്. Where p belongs to r is alpha beta, then alpha plus beta എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ എക്സും വൈ കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ എക്സിൽ നിന്ന് വൈ ഒന്ന് മൈനസ് ചെയ്ത് നോക്കി. വാട്ട് ഈസ് എക്സ് മൈനസ് വൈ? എക്സ് മൈനസ് വൈ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പി സ്ക്വയർ പോയി മൈനസ് 2p എന്ന് കിട്ടും അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് 2p കിട്ടി. അപ്പോൾ പിയുടെ വാല്യൂ നമുക്ക് എന്താ പറയാം? പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ മൈനസ് 2 എന്ന് കിട്ടും. നമുക്ക് റിലേഷൻ വേണ്ടി എക്സ് ആൻഡ് വൈ ആണ് കൊണ്ടുവരേണ്ടത് അല്ലേ. റിലേഷൻ വേണ്ടി എക്സ് ആൻഡ് വൈ കൊണ്ടുവരണം. അപ്പോൾ നമ്മളിതിനകത്ത് ഏതെങ്കിലും ഇക്വേഷനകത്ത് ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എടുക്കുന്നത് പി സ്ക്വയർ ഇതിനകത്തോ അല്ലെങ്കിൽ അപ്പുറത്തോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിപ്പം എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ പ്ലസ് സൈൻ ആക്കാം. ഇത് എക്സ് ഈക്വൽ ടു പിക്ക് വരുന്ന കൊടുക്കുകയാണ് എക്സ് മൈനസ് വൈ മൈനസ് 2 കൊടുത്തു. അപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ബൈ 4 വന്നു. ഈ മൈനസ് കളയാം, ഇത് പ്ലസ് ആയിക്കോളും. പ്ലസ് എക്സ് മൈനസ് വൈ ബൈ 2 വന്നു, പ്ലസ് 1 കിട്ടും. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ വരും. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷനിലേക്ക് വരും കേട്ടോ. ഞാൻ ആ ഇക്വേഷൻ എഴുതുവാണേ. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ നോക്കുകയാണ് 2 ടൈംസ് ഇതെല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് ചെയ്യുന്ന കേട്ടോ. 2 ടൈംസ് എക്സ് പ്ലസ് വൈ മൈനസ് 2 എന്ന് കിട്ടുമേ. 2 ടൈംസ് എക്സ് പ്ലസ് വൈ മൈനസ് 2 എന്ന് കിട്ടും. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചോദ്യം എന്താ? ഇതിൻ്റെ ഫോക്കസ് വെർട്ടെക്സ് എന്ന് പറയാൻ അവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ ലൈനിൽ ഇപ്പോൾ നമ്മളൊരു എക്സ് മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു വൈ മൈനസ് കെ എന്നൊക്കെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കസ് പഠിക്കാൻ നമ്മൾ ഈ രണ്ട് ഇക്വേഷനോടെ സോൾവ് ചെയ്യുന്നല്ലേ. എക്സ് മൈനസ് എച്ചുകൾ 0യും വൈ മൈനസ് സോൾവ് കിട്ടുന്ന അതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇതും സോൾവ് ചെയ്യാം. ഈ എക്സ് മൈനസ് വൈകൾ 0യും അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ മൈനസ് 2 0 സോൾവ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും എൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഇതിന് സോൾവ് കിട്ടുന്നത് 1 1 അല്ലേ. വെർട്ടെക്സ് കിട്ടുന്നത് 1 1 ആണ്. 1 1 കൊടുത്ത് നോക്കി 2 സാറ്റിസ്ഫൈ. അപ്പോൾ വെർട്ടെക്സ് 1 1 കിട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് വരാബോള അല്ല കേട്ടോ. ഇത് കൂടെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. ഒരു ഓപ്ഷൻ അതിൽ നമ്മുടെ സിലബസിലുള്ളതല്ല. അപ്പോൾ ഇത് ആൽഫ ബീറ്റയാണ് നമ്മൾ എടുക്കുന്നു. ഈ ആൽഫ പ്ലസ് ബീറ്റയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ? ആൽഫ പ്ലസ് ബീറ്റ 1 + 1 2 എന്ന് കിട്ടും കേട്ടോ. ആൽഫ പ്ലസ് ബീറ്റ 1 + 1 2 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 82. The point xy lies in the line 2x plus 3y = 6. The smallest value of the quantity root of x square plus y square is m. Then the value of root 13 m ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഈ ലൈനിലൊരു പോയിന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. ഈ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നൊരു ലൈനാണ്. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ലൈൻ. ഇത് എക്സ് ആക്സിസും വൈ ആക്സിസുമാണ്. ഇതാണ് ലൈൻ. എന്താണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്? 2x plus 3y is equal to 6 ആണ്. ഈ ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് ഇല്ലേ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഞാൻ ഈ പോയിന്റ് എക്സ് വൈ എടുക്കുകയാണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ലൈനിലെ ഈ പോയിന്റിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും എക്സ് വൈ ലൈനിലുണ്ടെങ്കിൽ ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മിനിമം ആയിരിക്കണമെങ്കിൽ ഇവിടെ വരണം എക്സ് വൈ. എന്നാലേ ഇത് ലൈനിൽ വേറെ എവിടെ എക്സ് വൈ വന്നാലും ഈ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മിനിമം ആയിരിക്കണമെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് 0 0 നിന്ന് ഈ ലൈനിലേക്ക് വരയ്ക്കുന്ന ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആയിരിക്കണം എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കി. ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ഈസ് എം എന്നാണ് പറഞ്ഞത്. സ്മോളസ്റ്റ് വാല്യൂ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിട്ട് നമുക്ക് പറയാവുന്നത്? റൂട്ട് ഓഫ് 0 0 എന്നിലേക്ക് ഡിസ്റ്റൻസ് ആ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്തിനോട് ഈക്വലാണ്? 0 0 ഈ ലൈനിലേക്ക് ഡിസ്റ്റൻസ് ഈക്വലാണ് അല്ലേ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 0 0 ഈ ലൈനിലേക്ക് ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് എന്ത് വരും? എക്സിന് വൈക്കും 0 കൊടുത്തു. 6 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 6 ബൈ റൂട്ട് ഓഫ് ഇതാണ് എം എന്ന് പറയാം. അപ്പോൾ എം ഈസ് ഈക്വൽ എത്ര കിട്ടി? എം ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ റൂട്ട് 13 കിട്ടി. എം ഈസ് ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ റൂട്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? റൂട്ട് 13 എം ആണ് ചോദിച്ചത്. എത്ര കിട്ടുന്നു? റൂട്ട് 13 എമ്മിൻ്റെ ആൻസർ 6 എന്ന് കിട്ടും. റൂട്ട് 13 എമ്മിൻ്റെ ആൻസർ 6 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 83 നോക്കാം. ഇവിടെ ആ ക്വസ്റ്റ്യൻ നോക്കുന്നത് ദ ഡയറക്ട്രിക്സ് ഓഫ് ദ ഹൈപ്പർബോള സെൻറ്റേഡ് അറ്റ് ദ ഒറിജിൻ ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 4, -√3 is 5x is equal to 4√5 and its eccentricity E satisfies the relation എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സെൻട്രിസിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? 4e⁴
പ്ലസ് 24 ഇ സ്ക്വയർ പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയാം. എക്സ് ഈക്വൽ ടു എത്രയാണ്? ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 4√5/5 വരും അല്ലേ? അപ്പോൾ 4/√5 വരും. ഇതാണ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. 4/√5 എന്ന് വരും. അത് A/E ഈക്വൽ ആയിട്ട് വരും അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു A/E ആണ്. ഇതാണ് A/E ഈക്വൽ ആയിട്ട് വരും. ഇനി നമുക്ക് തന്നിരിക്കുന്ന അടുത്ത കണ്ടീഷൻ. അപ്പോൾ ഇത് നമ്മൾ സ്കോർ ചെയ്ത് കഴിയുമ്പോൾ 5A സ്കോർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ സ്കോർ ചെയ്യുക. 5A സ്കോർ ഈസ് ഈക്വൽ ടു 16 ഇ സ്കോർ എന്ന് പറയാം. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1 എടുത്തേക്കാം. 5A സ്കോർ എന്തിനോട് ഈക്വലാണ്? 16 ഇ സ്കോറിനോട് ഈക്വലാണ്. ഇനി ഹൈപ്പർബോളയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ദി ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള ഈസ് x സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് x സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് വരും ഇതല്ലേ പോയിന്റിൽ ഇത്. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ a സ്ക്വയർ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇതിനകത്ത്. 16 ബൈ a സ്ക്വയർ മൈനസ് 2√3 സ്ക്വയർ 4 × 3 12 ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 കിട്ടുന്നു അല്ലേ? 12 ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇതിൽ 16 ബൈ a സ്ക്വയർ മൈനസ് 12 ബൈ ബി സ്ക്വയർ. ഇത് നമുക്കൊരു a സ്ക്വയർ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ് ഇങ്ങനെ എഴുതാം. 16 is 16 times 12 16 minus 12a square by b square is equal to 1 കിട്ടും അല്ലേ? സോറി a സ്ക്വയർ കിട്ടും. ഇങ്ങനെ കിട്ടി. നമുക്കറിയാം ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോള അല്ലേ? 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്താ വരുന്നത്? ഇത് തിരിച്ച് വരും. ഈ സ്ക്വയർ മൈനസ് 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 16 മൈനസ് 12 ഡിവൈഡഡ് ബൈ, കാരണം ഇത് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. അപ്പോൾ ഈ സ്ക്വയർ മൈനസ് 1 ആയി ഈക്വൽ ടു ആ എ സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 16 ഇ സ്ക്വയർ ബൈ 5 എന്ന് കൊടുക്കാം അല്ലേ? ഇതുണ്ട് ഇവിടെ നിന്ന് ഈ വാല്യൂ കൂടെ കൊടുക്കണേ. 16 ഇ സ്ക്വയർ ബൈ 5 എന്ന് തോന്നുന്നു. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഈ റേസ് ടു 4 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ആ ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഇക്വേഷൻ നമ്മൾ ഇതിങ്ങനെ എടുത്ത് സിംപ്ലിഫൈ നോക്കണേ. ഇത് സിംപ്ലിഫൈ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. 4e⁴ അത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. 4e⁴ മൈനസ് 24 ഇ സ്ക്വയർ പ്ലസ് 35 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് എക്സ്പാൻഡ് നോക്കിയാൽ കേട്ടോ ഇക്വേഷൻ കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഈ കെയുടെ വാല്യൂ 35 ആണ് കിട്ടുന്നത്. കെയുടെ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നതായിരുന്നു നോക്കി. 4e⁴ പ്ലസ് 24 ഇ സ്ക്വയർ പ്ലസ് കെ ആണ്. ആ കെയുടെ വാല്യൂ ഇത് എക്സ്പാൻഡ് കിട്ടുന്ന ആൻസർ കേട്ടോ. അപ്പോൾ കെയുടെ വാല്യൂ എത്ര കിട്ടി? 35 കിട്ടി. കെയുടെ വാല്യൂ 35 കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ 35 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് k+1/9 അല്ലേ? അപ്പോൾ എന്ത് വരും? k+1/9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 36/9 4 എന്ന് ആൻസർ കിട്ടും. കെയുടെ വാല്യൂ 35 അല്ലേ? അപ്പോൾ 4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ 24 നോക്കാം. Sorry, 84. If the orthocenter of the triangle are found by the joining the points 1 minus 3 6 1 4 minus 1 is lambda, mu mod lambda plus mod mu is equal to. നിങ്ങൾ ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ. ആദ്യമേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളൊക്കെ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് വെർട്ടെക്സ് വരും. 4000 റൈറ്റ് ആംഗിൾ ഒന്നും അല്ല. അപ്പോൾ ചുമ്മാ ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണ് ഇങ്ങനെ തന്നേക്കുന്നു. നമുക്ക് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC. അതിന് മെതഡ് ഞാൻ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ചുമ്മാ നമ്മൾ ക്ലാസ്സിൽ ഇവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളതല്ലത്. ഇത് 1 - 3 എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഇത് 6 1 എന്ന് പറയുന്നൊരു പോയിന്റ്. ഇതെത്രയാണ്? 4 - 1. ഓർത്തോസെൻറ്റർ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു ഓൾട്ടിറ്റ്യൂഡ് ഇങ്ങോട്ട് എടുത്തു AL. ഇവിടുന്ന് ഒരു ഓൾട്ടിറ്റ്യൂഡ് എടുത്തു BM. പെർപെൻഡിക്കുലർ എടുക്കണം കേട്ടോ. BM ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഈ ആംഗിൾ 90. ഇത് തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ ഇതിൻ്റെ ഓർത്തോ സെൻറ്റർ എന്ന് പറയാം കേട്ടോ. ഇത് M കേട്ടോ. ഈ പോയിന്റ് M എടുക്കും. ഈ പോയിന്റ് ഒരു P എടുക്കുകയാണ്. ഈ P ആണ് നമ്മുടെ ഓർത്തോ സെൻറ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ AL എന്ന ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. അതിനെന്താ വേണ്ടത്? ആദ്യം BCയുടെ സ്ലോപ്പ് എടുക്കണം. BCയുടെ സ്ലോപ്പ് എത്രയാണെന്ന് നോക്കി? -1 - 1. ഇതിൻ്റെ സ്ലോപ്പ് -2 ഡിവൈഡഡ് ബൈ 4 - 6 -2. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഈ ALൻ്റെ സ്ലോപ്പ് എന്ത് കിട്ടും? ഇതിൻ്റെ സ്ലോപ്പ് -1 കിട്ടും. പാസ് ചെയ്യുന്ന പോയിന്റ് 1 - 3. ALൻ്റെ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. അതുപോലെ അടുത്ത് നമ്മൾ ACയുടെ സ്ലോപ്പ് എടുക്കുന്നു. എന്താണ് ACയുടെ സ്ലോപ്പ്? ഇതിൻ്റെ സ്ലോപ്പ് -1 - -3 2 ഡിവൈഡ് ബൈ 4 - 1 3. അതിൻ്റെ സ്ലോപ്പ് കിട്ടുന്നത് 2/3. അങ്ങനെയാണെങ്കിൽ ഈ
ഇതിൻ്റെ ബി എമ്മിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -3/2 ആണ്. പാസ് ചെയ്യുന്നതുകൊണ്ട് 6 ആണ്. അത് വെച്ചിട്ട് സോൾവ് ചെയ്യുക. ആ ലൈൻ ഇക്വേഷൻ ഉണ്ടാക്കുക. രണ്ടിലോട് സോൾവ് ചെയ്ത് കിട്ടുന്ന പോയിൻ്റാണ് പി എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ സോൾവ് 2 നോർമൽസ് ഉണ്ടാക്കുക, സോൾവ് ചെയ്തെടുക്കുക കേട്ടോ. ഏതെങ്കിലും 2 നോർമൽ ഉണ്ടാക്കി സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അത് 24, ഇങ്ങനെ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 24, -26 കിട്ടും. ഇതാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മോഡ് മ്യൂ പ്ലസ് മോഡ് ലാംഡയാണ്. അപ്പോൾ 24 + 26 എത്ര കിട്ടിക്കോളും? 50 എന്ന് കിട്ടും കേട്ടോ. മോഡ്ലെസ് എടുക്കുമ്പോൾ 24 + 26 അല്ല കിട്ടുന്നത്, 50. അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിക്കോളാം. അടുത്ത് നോക്കി. ഇഫ് ദ ലൈൻ y = mx m greater than 0 intersect the parabola y score is equal to x at a point p other than the origin, let the tangent to it at p meet x-axis at the point q. If area of triangle OPQ is equal to 4 square unit, then 4m square value ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 4m square അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ y = mx ഇതാണ് പരാബോള നമുക്ക് തന്നേക്കുന്നത്. നോക്കുക, y ആക്സിസ് x ആക്സിസ്. പരാബോള y score is equal to 4x അല്ലേ, സോറി x ഉള്ളേ, പേയുടെ വാല്യൂ 1/4 കേട്ടോ. ഇതാണ് പരാബോള തന്നേക്കുന്നത്. y = mx എന്ന് പറഞ്ഞൊരു ലൈൻ, സ്ലോപ്പ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കുന്ന ലൈനായിരിക്കും. ഇതാണ് y = mx. ഈ ലൈനാണ് നമ്മൾ y = mx എന്ന് പറഞ്ഞത്. ഈ ലൈൻ എന്ത് ഇൻട്രസെക്ട് ദ പരാബോള അറ്റ് y score is at the point p. ഈ പോയിന്റ് നമ്മൾ p എന്ന് വിളിച്ചു. ഇനി എന്ത് ചെയ്യണം? let the tangent to it at p meet the x-axis at the point q എന്ന് പറയുന്നത്. ഇപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഇതൊന്ന് x-axis q-ൽ വെച്ച് മീറ്റ് ചെയ്യും. ഏരിയ ഓഫ് ട്രയാങ്കിൾ OPQ ആണ് ഒറിജിൻ. ഈ OPQ എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര OPQൻ്റെ ഏരിയ പറഞ്ഞിരിക്കുന്നത് 4 സ്ക്വയർ യൂണിറ്റ് ആണ്. ദെൻ 4m സ്ക്വയർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ Q എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ഈ P എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് പാരാമെട്രിക് കോർഡിനേറ്റ്സ് എടുക്കാം. AT സ്ക്വയർ എത്ര എവിടെ y score is x അല്ലേ പരാബോള. y score is equal to x എന്ന് പറയുമ്പം 4a ആണ് 1, എയുടെ വാല്യൂ എന്ത് കിട്ടി? 1/4 കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ AT സ്ക്വയർ 280 എടുക്കുമ്പോൾ എന്ത് വരും? ഈ പോയിന്റിന് നമുക്ക് 1/4 t സ്ക്വയർ പറഞ്ഞാൽ t സ്ക്വയർ 4 വരും അല്ലേ. ഇത് t സ്ക്വയർ 4, 1/4 280 വരുമ്പോൾ എന്ത് വരും? 2 × 1/2t, 2 × 1/4t. അപ്പോൾ എന്താ പറയുക? 1/t/2 വരും. ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. t സ്ക്വയർ 4, t/2 കിട്ടി അല്ലേ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതും ഇതിൽ ഒന്നൊരു ടാൻജൻറ്റ് വരയ്ക്കണം. ടാൻജൻറ്റ് ഇക്വേഷൻ പറഞ്ഞത് y t = x + at സ്ക്വയർ എന്ന ഫോർമുലയിൽ y t = x + at സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്. ഇക്വേഷൻ ഓഫ് PQ ഈസ് എങ്ങനെ എഴുതാൻ പറഞ്ഞ ഫോർമുല? ഇക്വേഷൻ ഓഫ് PQ ഈസ് അല്ലെങ്കിൽ t1 = 0 അപ്ലൈ ചെയ്തോട്ടെ, രണ്ടും സെയിം ആണ്. y t = x + at സ്ക്വയർ. എത്രയാ? എന്ന് പറഞ്ഞാൽ 1/4 ആയിരുന്നു. അപ്പോൾ 1/4 t സ്ക്വയർ 4 വരും അല്ലേ. y t = x + t സ്ക്വയർ 4. ഇപ്പോൾ y ക്ക് 0 കൊടുക്കുമ്പോൾ Q കിട്ടും. ഇപ്പോൾ y ക്ക് 0 കൊടുക്കുക. y ക്ക് 0 കൊടുക്കുമ്പോൾ x എത്ര കിട്ടി? എക്സിൻ്റെ വാല്യൂ -t സ്ക്വയർ 4 വരും. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എങ്ങനെ പറയാം? ഈ പോയിന്റിനെ -t സ്ക്വയർ 4, 0 എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. ലെറ്റ് ദ ടാൻജൻറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ OPQ ഇതാണ് OPQ. ഇതിൻ്റെ ഏരിയ എത്ര നിൽക്കുന്നത്? 4 സ്ക്വയർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 4m സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഓഫ് ബേസ് എത്രയാണ്? t സ്ക്വയർ 4. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ t/2 അല്ലേ. ഇതായി ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ. ഇത് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഈ y കോർഡിനേറ്റാണ് കേട്ടോ. ഇപ്പോൾ ഹൈറ്റ് വരുന്നത് t/2 ആണ്. ബേസ് കിട്ടുന്നത് ഈ t സ്ക്വയർ 4 ആണ്. ഏരിയയുടെ ഫോർമുല പറഞ്ഞത് ഏരിയ 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് എന്താ വരുന്നത്? t സ്ക്വയർ 4 ഇൻറ്റു t/2. ഇതെടുത്ത് കിട്ടുന്ന ആൻസർ 4 ആണ്. അപ്പോൾ TQ ബേസിക്കൽ നമുക്ക് എത്ര കിട്ടി? TQ ബേസിക്കൽ 4Q എന്നല്ലേ കിട്ടുന്നത് അല്ലേ. 4 ഇൻറ്റു അവിടെ 4 ഉണ്ട്, ഇത് 4 സ്ക്വയർ ഉണ്ട്. അപ്പോൾ ടിയുടെ വാല്യൂ എത്ര കിട്ടി? ടിയുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടും. ടിയുടെ വാല്യൂ 4 കിട്ടുന്നു. ടിയുടെ വാല്യൂ 4 ആയതുകൊണ്ട് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ ലൈൻ്റെ സ്ലോപ്പാണ് നമുക്ക് വേണ്ടത് അല്ലേ. y = ദെൻ 4m സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? y = mx ആണ്. അപ്പോൾ ഈ ടിയുടെ വാല്യൂ 4 ആകുമ്പോൾ ഈ പോയിന്റ് എങ്ങനെ എഴുതാം? ടിയുടെ വാല്യൂ 4 ആകുമ്പോൾ ഈ പോയിന്റ് നമുക്ക് കിട്ടുന്നത് 4 സ്ക്വയർ 4 കിട്ടി. 4/2 2 കിട്ടി. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് എന്ത് വരും? ഇതാണ് 0, 0, ഇത് 4. അപ്പോൾ m എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2 - 0 2 / 4 - 0 4 എത്ര കിട്ടി? 1/2 കിട്ടി. കണ്ടുപിടിക്കേണ്ടത് 4m സ്ക്വയർ ആണ്. 4m സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4m സ്ക്വയർ 4 ഇൻറ്റു 1/4 വരും അല്ലേ. m സ്ക്വയർ എത്രയാണ്? m സ്ക്വയർ ഈസ് 4 എന്ന് കിട്ടുന്നു.
നമുക്ക് കിട്ടിയേക്കുന്നത് 1/2. അപ്പോൾ എം സ്ക്വയർ ഈസ് എത്രയാണ്? എം സ്ക്വയർ ഈസ് 1/4 എന്ന് പറയുമ്പോൾ 4m സ്ക്വയർ എത്ര കിട്ടി? 4m സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 കിട്ടി. 4m സ്ക്വയർ ഈസ് 1. ന്യൂമറിക്കലാണ് 1 എന്നൊരു ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 86 ആണ്. The maximum value of x plus y, where x square by 9 plus y square by 16 is equal to 1 is equal to k, then the number of distinct terms in the expansion of u plus v raised to k. നമുക്കറിയാം k plus 1 ആണ് ആൻസർ അല്ലേ? u plus v raised to k നമ്പർ ഓഫ് ടൈംസ് എന്താ? k plus 1. ബൈനോമിയൽ എക്സ്പാൻഷൻ k plus 1 ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് x square by 9 plus y square by 16 is equal to 1 ആണ്. അപ്പോൾ ഇതിലൊരു പാരാമെട്രിക് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? x equal to 3 cos theta, y എന്താ കിട്ടുന്നത്? മാക്സിമം വാല്യൂ ഓഫ് x പ്ലസ് എക്സിൻ്റെ വാല്യൂ 3 cos theta, വൈയുടെ വാല്യൂ 4 sin theta ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 cos theta പ്ലസ് 4 sin theta ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ വരും അല്ലേ? ഇതൊരു a cos theta പ്ലസ് b sin theta അല്ലേ? മാക്സിമം വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു എന്താ പറയുക? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ വരും. അത് 5 വരും. ആൻസർ ഈസ് 5. മറ്റേ ഫോമുല അറിയാം, ട്രിഗ്നോമെട്രിയിലെ ഫോമുല എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, മിനിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മാക്സിമം വാല്യൂ 5 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ലെറ്റ് ദ കർവ് സി ബി ദ മിറർ ഇമേജ് ഓഫ് ദ പരാബോള വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞു അല്ലേ? സി എന്ന് പറയുന്ന ഇത് കർവ് ബി ദ മിറർ ഇമേജ് ഓഫ് ദ പരാബോള വൈ സ്ക്വയർ ഇസ് 4x. With respect to the line x plus y plus 4 equal to 0, if a and b are the points of intersection of c with the line y equal to -5, then the distance between a and b ആണ്. ഇപ്പോൾ നോക്കുക, ഇത് നമുക്ക് എക്സ് ആക്സും വൈ ആക്സും എടുത്തു. ഇതാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് പരാബോള. എന്താണ് പരാബോള തന്നിരിക്കുന്നത്? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞൊരു പരാബോളയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എയുടെ വാല്യൂ 1 ആണ് കേട്ടോ. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x. Let the curve C be the mirror image of the parabola y square is equal to 4x with respect to the line x plus y equal to 4 എന്ന് പറയാം. x plus y is equal to അല്ല x plus y plus 4 equal to 0. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് -4 ആവുന്നത് ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും. അത് ഇതാന്ന് ഓർക്കുക ലൈൻ. ഇതാണ് ലൈൻ നോക്കുക. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു -4. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു -4 എന്ന് പറഞ്ഞ ലൈൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് then the distance between a and b ആണ്. if a and b are the points of intersection of c with the line y equal to -5 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഇമേജ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈ കർവിൻ്റെ ഇമേജ് ഇവിടെ കണ്ടുപിടിക്കുന്നു. അത് ഇതിനെ 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ആ 2 പോയിൻറ്റിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ y equal to -5 എന്ന ലൈൻ ഇവിടെ വരയ്ക്കണം അല്ലേ? അത് വരച്ചില്ല. y equal to -5 എന്നൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. y ആക്സിസ് ഇങ്ങനെ താഴോട്ട് പോവാണ്. ഇതാന്ന് ഓർക്കുക y equal to -5 എന്ന് പറഞ്ഞൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാന്ന് ഓർക്കുക y equal to -5 എന്ന് പറഞ്ഞ ലൈൻ. ഈ ലൈനാണ് y equal to -. ഇതിനെയാണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത്. ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് കേട്ടോ. ഇതിനെയാണ് നമ്മുടെ ഈ ഇമേജ് ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത്. ഈ കർവിൻ്റെ ഇമേജ് ആ ലൈനെ പോയി ഇൻ്റർസെക്റ്റ് ചെയ്യണം അറ്റ് 2 points. ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞത്. ഈ കർവിൻ്റെ ഇമേജ് ഇവിടെ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ജനറൽ പോയിന്റ് എടുക്കുവാണ്. എ എന്ന് പറയുന്നൊരു പോയിന്റ് എടുക്കുന്നു. ഇതിലൊരു പോയിന്റ് എടുക്കുവാണ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇമേജ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഈ ലൈനിൽ എടുക്കും. അപ്പോൾ അത് അങ്ങനെ 2 പോയിന്റ് എടുക്കണം. നമ്മൾ ആ 2 പോയിന്റ് എടുക്കുന്നത് ഇതിൻ്റെ ഇമേജ് ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് 2 പോയിന്റ് അത് നമുക്ക് വേണ്ട. അപ്പോൾ ഒരു പോയിന്റ് ഞാൻ എടുക്കുവാണ്, ഇത് എടുക്കുന്നു. അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആയിട്ട് വരും കേട്ടോ. ഇത് മിഡ് പോയിന്റ് ആയിട്ട് ഇതേ ഉള്ളൂ. ഇത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. കാരണം ഇത് വെച്ചല്ലേ റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ എനെ നമ്മൾ ഇതാണ് മിറർ ലൈൻ. ഇത് വെച്ച് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇത് എയും ഇതൊരു എ ഡാഷും ആണെങ്കിൽ എ ഡാഷിന് മിഡ് പോയിന്റ് ഇവിടെ വരും. എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് മിഡ് പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ഇത് ഏത് ലൈനാണ്? y = -5 ആണ്. അപ്പോൾ ഈ ലൈനിലെ പോയിന്റിന് എനിക്ക് ഒരു α, -5 എന്ന് എടുക്കാം.
ആൽഫ കോമ മൈനസ് എഴുതാം. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ എ ഡാഷ് എങ്ങനെ എഴുതാം പറഞ്ഞേ? ഇക്വേഷൻ ഓഫ് എ എ ഡാഷ് ഈസ്, ഇത് ആർക്ക് പെർപെൻഡിക്കുലർ ഇടുന്നത്? ഇതെല്ലാം ഇമേജ് കാണാം. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ, ഇതിൻ്റെ സ്ലോപ്പ് വരച്ചത് അത്ര പെർപെൻഡിക്കുലർ അല്ല, ശരിക്കും ഇത് പെർപെൻഡിക്കുലർ. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം കേട്ടോ. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എത്രയാണെന്ന് നോക്കി? -1 അല്ലേ? ഇതിൻ്റെ സ്ലോപ്പ് -1 ആണ്. അങ്ങനെയാണ് ഈ ലൈനിൻ്റെ സ്ലോപ്പ് 1 ആയിരിക്കണം. ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് ആൽഫ -5. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കി? y മൈനസ് -5 y പ്ലസ് 5 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ എന്ന് എഴുതാം. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. y പ്ലസ് 5 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ വന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇവിടെ y ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എക്സ് മൈനസ് ആൽഫ -5 എന്ന് കിട്ടും അല്ലേ? വൈയുടെ വാല്യൂ കിട്ടുന്നത് എക്സ് മൈനസ് ആൽഫ -1. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഏതാണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? -4 എന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു -4 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. അതിനെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും വെച്ചിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? ഈ രണ്ട് ഇക്വേഷനൂടെ y ഈക്വൽ ടു ഒന്ന് എക്സ് മൈനസ് 5, ഇത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു -5 കിടപ്പുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷനൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2x. ആ വൈക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കണം? വൈക്ക് വരെ എക്സ് മൈനസ് ആൽഫ ബൈ 2. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു -4 വന്നിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടുകൂടെ സോൾവ് ചെയ്താൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഇത് ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഇങ്ങനെ എഴുതായിരുന്നെങ്കിൽ y മൈനസ് 6. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റിയാലും മതി. ഇതിനെ എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു -x -4 ആയിട്ട് അല്ലേ? ഈ ലൈൻ ഇത് തമ്മിൽ ആഡ് ചെയ്തു. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2y ഈസ് ഈക്വൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2y എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഇൻറ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ഈ ലൈനും ഈ ലൈനും ഇൻറ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. 2y ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? 2y ഈസ് ഈക്വൽ ടു ഇത് ക്യാൻസലായി പോയി. മൈനസ് ആൽഫയും ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -1 വരും, -9 വരും. മൈനസ് ആൽഫ -9 വരും. ഈ ആൽഫയും 2 തമ്മിൽ മാറിപ്പോയേക്കല്ലേ? മൈനസ് ആൽഫ -9. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? മൈനസ് ആൽഫ -9/2 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ കിട്ടുന്നത് മൈനസ് ആൽഫ -9/2 കിട്ടും. ഇനി ഇത് നമ്മൾ ആഡ് ചെയ്യുമല്ലേ? ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ y പൊക്കോളും. അപ്പോൾ നമ്മളിത് 1 + 2 ആണ്. ഇനി നമ്മൾ 1 - 2 എടുത്ത് നോക്കി. 1 - 2 എടുക്കുമ്പോൾ y - y 0 ആയിപ്പോയി. എന്ത് കിട്ടും? എക്സ് മൈനസ് -x 2x വന്നു. 2x വന്നു. ഇവിടെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ മൈനസ് ആൽഫ എന്ന് സബ്ട്രാക്ഷൻ ഒന്നുമില്ല, മൈനസ് ആൽഫ. -5 -4 നമ്മൾ -1 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ + 1/2 എന്നും കിട്ടി അല്ലേ? എക്സിൻ്റെ വാല്യൂ എടുത്ത് ആൽഫ + 1/2 കിട്ടി. അപ്പോൾ ഈ എം എന്ന് പറയുന്ന പോയിൻ്റാണ് ഇത് കേട്ടോ. ഇത് ഈ രണ്ട് ലൈൻ സോൾവ് ചെയ്താൽ കേട്ടോ. ഈ രണ്ട് ലൈൻ ഞാൻ സോൾവ് ചെയ്താണ്. അപ്പോൾ എം എന്ന് പറയുന്ന പോയിൻ്റാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എം ഇതൊരു എം ആണെങ്കിൽ ഈ എം എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് ആണ് ആൽഫ + 1/2. ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ആണ് മൈനസ് ആൽഫ -9/2 കിട്ടുന്നത്. വൈ കോർഡിനേറ്റ് എടുക്കുന്നത് മൈനസ് ആൽഫ അതായത് മൈനസ് ആൽഫ + 9 വരും. മൈനസ് ആൽഫ -9 അങ്ങനെ ഇട്ടാൽ മതി. മൈനസ് ആൽഫ -9/2 ഇങ്ങനെ വരും. അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ശരിക്കും ഇവിടെ വരുന്നതാണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഈ എയുടെയും എ ഡാഷിൻ്റെയും കൂടെ മിഡ് പോയിന്റ് ആണല്ലോ എം എന്ന് പറയുന്നത്. അപ്പോൾ എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് 2 ടൈംസ് എം എടുത്തിട്ട് അതിൽ നിന്ന് എ ഡാഷ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ കിട്ടും? എയുടെ കോർഡിനേറ്റ്സ് കിട്ടാൻ വേണ്ടി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ആൽഫ പ്ലസ് ഉണ്ടായി, ആൽഫ പ്ലസ് അതിൽ നിന്ന് ആൽഫ മൈനസ് ചെയ്തു, അപ്പോൾ 1 കിട്ടും എസ് കോർഡിനേറ്റ്. വീണ്ടും ഞാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്രയായി? മൈനസ് ആൽഫ -9. അതിൽ നിന്ന് -5 സബ്ട്രാക്ട് ചെയ്തു, അപ്പോൾ മൈനസ് ആൽഫ + 4 -4 വരും. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ് കിട്ടുന്നത്. എ സിക്കൽ നമുക്ക് എന്താ കിട്ടി? എ എന്ന് പറയുന്ന പോയിന്റ് 1, മൈനസ് ആൽഫ -4 കിട്ടി. ഈ പോയിന്റ് ആ പരാബോളയിലെ പോയിന്റ് അല്ലേ? നമ്മുടെ പരാബോളയിലെ പോയിന്റ് y square is 4x ലൈസ് ഇൻ y square is equal to 4x. ഇതുള്ള പോയിന്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? ഈ മൈനസ് ആൽഫ -4 ഹോൾ സ്ക്വയർ ആൽഫ + 4 ഹോൾ സ്ക്വയർ കേട്ടോ. ആൽഫ + 4 ഹോൾ സ്ക്വയർ ഈസ് 4 എന്ന് കിട്ടും അല്ലേ? ആൽഫ + 4 ഹോൾ സ്ക്വയർ ഈസ് 4.
അപ്പോൾ എനിക്ക് ആൽഫയ്ക്ക് 2 വാല്യൂ കിട്ടും. ഏത് ആൽഫ പ്ലസ് 4 ഹോൾ സ്ക്വയർ 4 കിട്ടണമെങ്കിൽ ആൽഫ എന്തായിരിക്കണം? ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് -2 -6 കൊടുത്തു അല്ലേ? -2 കൊടുത്തു കഴിഞ്ഞാൽ -6 കൊടുത്തതിന് ശരി ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ആൽഫയുടെ വാല്യൂ -2 കിട്ടും -6 കിട്ടും. ആൽഫയുടെ വാല്യൂ -2 കിട്ടും. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആൽഫയുടെ വാല്യൂ -2 -6 കിട്ടുന്നു. കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് എ ബി ആണ്. എ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പോൾ ആൽഫയുടെ 2 വാല്യൂ കിട്ടി -2 -6. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ചോദിച്ചേക്കുന്നത് ഈ ലൈനെ ഇതിൻ്റെ ഇമേജ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ 2 പോയിന്റ്, അതായത് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് തന്നെ ഇവിടെയും വരുന്നത്. കാരണം ഇവിടെ ഈ ലൈൻ ചെന്നിട്ട് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, അതായത് ഇതിനെ 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്തു. ഏതൊക്കെ പോയിന്റിലാണ്? ഈ ലൈൻ വന്ന് ഈ y = ഇവിടെ കിടക്കുന്ന ലൈൻ y = -5. ഇതുപോലെ ഒരു ലൈൻ ഇവിടെ പാരലായിട്ട് വരച്ചെന്ന് ഓർക്കുക. ആ ലൈൻ ഈ കർവിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ -2 -6. അതേ ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ല ഇതിൻ്റെ ഇമേജിനെ ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഡിസ്റ്റൻസ്. അതാണ് ഇവർ ചെയ്യുന്നേക്കുന്ന ഐഡിയ കേട്ടോ. അതായത് ഇതുപോലെ ഒരു ലൈൻ ഇപ്പം y = -5 പോലെ വേറൊരു ലൈൻ ഇവിടെ നോക്കുക, ഇതിന് പാരലായിട്ട് വന്നു. ഇവിടെ നോക്കുക, ഇങ്ങനെ ലൈൻ ഇതിലേ പോകുന്നു നോക്കുക, ഇതിന് പാരലായിട്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യണം കേട്ടോ. ഈ പരാബോളനെ ഇങ്ങനെ 2 പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോലെ പോകുന്നുണ്ട്. പരാബോള ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കില്ലേ? അപ്പോൾ 2 പോയിന്റ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമായിരിക്കും ഇതിനെ. നമുക്കത് വരച്ച് കാണിക്കാൻ പാടാണ്. അതിൻ്റെ ഐഡിയ മനസ്സിലാക്കി അതിങ്ങനെ പരാബോള ഇങ്ങനെ പോകുമായിരുന്നു. ഈ ലൈൻ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവാണ്. 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഓർക്കുക. അപ്പോൾ ഒരു ഐഡിയ ആണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ -2 -6, അതായത് ഇവിടുത്തെ ആ -2 -6 തമ്മിലുള്ള അതേ ഡിസ്റ്റൻസ് ഈ ആൽഫ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു. അല്ല, ആൽഫ ഇവിടെ അല്ലേ എടുത്തത്, അപ്പോൾ കുഴപ്പമില്ല. ശരിക്കും ഇതേ തന്നെ കേട്ടോ. ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ല കേട്ടോ, സോറി, അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കാരണം നമ്മളിങ്ങനെ വരയ്ക്കുമ്പം ഈ ലൈൻ വന്നിട്ട് 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്തില്ല. ഇതിൻ്റെ ഇമേജ് എടുക്കുമ്പം അതിൻ്റെ ഇമേജ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുമായിരിക്കും. ഇതിൻ്റെ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഫോമിലൊക്കെ വരുമായിരിക്കും. ഏതൊക്കെയാണ് നിൽക്കുന്നത്? മറ്റേ -2 -6 അല്ലേ? അതിൻ്റെ ഇമേജിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ വേണം. ആൽഫയുടെ വാല്യൂ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് ഈ ലൈനിലെ പോയിന്റ് ആട്ടോ കേട്ടോ. അപ്പോൾ ഈ പോയിന്റ് അടുത്ത് എന്തായിരുന്നു? ആൽഫ = -5 ആയിരുന്നു. അപ്പോൾ എ ഡാഷിലെ പോയിന്റ് നമുക്ക് വേണ്ടത് ഇതേലല്ലേ? ഞാൻ ഇടയ്ക്ക് അബദ്ധം പറ്റി. ഈ പോയിന്റ് ഇതേലല്ല കേട്ടോ, സോറി, ഇതിൻ്റെ റിഫ്ലക്ഷനെ വരുന്നതാണ്. കാരണം ഇതേപോലെ ലൈൻ ഇതിന് 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു എ ഡാഷ് അല്ലേ? ഇതുപോലെ ഒരു എ ഡാഷ് ഇവിടെ. അതിൻ്റെ ആൽഫയുടെ വാല്യൂ എത്ര എടുക്കുന്നത്? y കോർഡിനേറ്റ് എപ്പോഴും -5 ആയിരിക്കും ഇതിൽ. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നത് -2 -5, മറ്റേ പോയിന്റ് കിട്ടുന്നത് എത്രയാണ്? -6 -5 ആയിരിക്കും. അപ്പോൾ ഇത് -2 -6 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ വേറൊരെണ്ണം ഇവിടെ ഉണ്ടാവും. ഏതാ? -2 ഇത് -6 കൊടുക്കാം. ഇത് -6ഉം -5ഉം ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വരച്ചത് അപ്പുറത്തോടെ കിടപ്പുണ്ട് കേട്ടോ, അത് നിങ്ങൾ നോക്കണ്ട. ഇത് -2 -5 ആണ്. ഇതാണ് ഇവിടെ കിട്ടിയത്. ഈ 2 പോയിന്റിൽ കൂടെ ഇതിൻ്റെ റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്ന പരാബോള ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെ പോകും ഇതിൻ്റെ റിഫ്ലക്ഷൻ. ഈ ലൈനിൽ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ 2 പോയിന്റിൽ കൂടി ഇത് കട്ട് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഈ 2 പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് നോക്കി എത്രയാണ്? -6ഉം -2ഉം നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടുന്നത്? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എയും ബി അല്ലേ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത്? എ ആൻഡ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റാണ് എ ആയിട്ട് എടുക്കുന്നത്, ഈ പോയിന്റ് ബി ആയിട്ട് എടുക്കും. അപ്പോൾ എ ബിയുടെ ലെങ്ത് എത്ര കിട്ടി? എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 4 കിട്ടും. ഇതേ കട്ട് ചെയ്തില്ല കേട്ടോ, സോറി, ഞാനത് പറഞ്ഞ മിസ്റ്റേക്കാണ്, അങ്ങനെ എടുത്തില്ല. ഈ ലൈൻ ഇങ്ങോട്ട് ഇതേ പോകില്ല, ഇതെല്ലാം ഒരു ലൈനിൽ പോയിന്റിൽ ടച്ച് ചെയ്ത് പോകും. ഇത് റിഫ്ലക്ഷൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിനെയാണ് 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 യൂണിറ്റ്. കാരണം ആൽഫയ്ക്ക് 2 വാല്യൂ ഇട്ട്, ആൽഫയ്ക്ക് കിട്ടിയ വാല്യൂ ഏതൊക്കെയാണ്? -2ഉം -6ഉം. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്ന ഈ പരാബോള ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് -2 -5ഉം മറ്റേ പോയിന്റ് എന്ന് പറയുന്നത് -6 -5 ആണ്. അവിടെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഇത് വേറെ ഇതിലൂടെ ചെയ്യാമായിരിക്കും കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഒരു ജനറൽ പോയിന്റ് നമ്മൾ എടുക്കുക. എന്താ? ഈ പരാബോള AT² 280 അല്ല, അപ്പം T² 2t എടുക്കുക. അതിൻ്റെ ഇമേജ് നമ്മൾ ഈ ലൈനിൽ കണ്ടുപിടിക്കണം കേട്ടോ. അതിൻ്റെ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ആ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു പരാബോള ആയിരിക്കും. പക്ഷേ അത് നമ്മുടെ ജനറൽ ഫോമിലുള്ള പരാബോള അല്ല, അതാണ് പ്രശ്നം. ഈ ജനറൽ ഫോമിലുള്ള പരാബോള വന്നാലേ നമുക്കത് കറക്റ്റ് ഐഡിയ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്യാമായിരിക്കും. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് ഈ ലൈനെ വരണം എന്നുള്ള ഐഡിയ വെച്ച് ആ T കണ്ടുപിടിക്കാം. T കണ്ടുപിടിച്ചാലും അതിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ പരാബോളയുടെ ഇക്വേഷനകത്ത് നമ്മൾ
വൈക്ക് ഇവിടെ -5 കൊടുത്താൽ എക്സ് സോൾവ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ച് നോക്കാനായി കിട്ടുമെന്ന്. ഏതായാലും ഇത് കറക്റ്റാണ്, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, ഇത് കറക്റ്റായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ ലൈൻസ് 2x + 3y = 6 and x + ay = a cut the coordinate axis at 4 concyclic points, then the value of 1/a എന്ന് പറയും. ഈ 4 പോയിന്റ്സ് വരത്തുള്ളൂ, അതായത് രണ്ട് എക്സ് ആക്സിന് വൈ ആക്സിന് അടിക്കും, അതും എക്സ് ആക്സിന് വൈ ആക്സിന് അടിക്കും. അപ്പോൾ 4 കോൺസൈക്ലിക് പോയിന്റ്സ് ആണ് വരുന്നത്. നോക്കുകയാണ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിന് അടിക്കും. എക്സ് ആക്സിന് വൈ ആക്സിന് ലൈൻസ് 2x + 3y = 6. ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്താൽ വൈക്ക് എന്ത് കിട്ടും? എക്സിന് 0 കൊടുത്താൽ വൈക്ക് 2 കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സിന് 2 കിട്ടും അല്ലേ. 2 പോയിന്റ്സ് പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു? വൈക്ക് 0 കൊടുത്തു. വൈക്ക് 0 കൊടുക്കുമ്പോൾ 2x = 3, ഇത് 3 0 വരും അല്ലേ. ഇനി വൈക്ക് എക്സിന് 0 കൊടുത്തേ 0 2 വരും. ഇതാണ് ഈ ലൈൻ, ഇങ്ങനെ ലൈൻ പോകുന്നുണ്ട്. മറ്റേ ലൈൻ ആയിരുന്നു x + ay = a ആണ്. നമ്മൾ എക്സിന് 0 കൊടുത്താൽ വൈക്ക് 1 കിട്ടും, ഇത് 0 1 അല്ലേ, ഇത് 0 1 കിട്ടി. എക്സിന് നമ്മൾ 0 കൊടുത്ത് വൈക്ക് 1 കിട്ടി. ഇനി വൈക്ക് 0 കൊടുത്ത് എക്സ് എന്ന് കിട്ടും അല്ലേ. വൈക്ക് നമ്മൾ 0 കൊടുത്ത് എക്സിൻ്റെ വാല്യൂ എ എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എ എന്ന് നമുക്ക് അറിയില്ല, നമ്മൾ എങ്ങനെ ചുമ്മാ എടുക്കും കേട്ടോ. ഒരു സർക്കിൾ വരയ്ക്കാം, നമുക്ക് ഈ 3 മണിക്കൂർ സർക്കിൾ വരയ്ക്കാം. ഈ 3 മണിക്കൂർ സർക്കിൾ വരയ്ക്കാമല്ലോ. ആ സർക്കിൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും A0 ആയിട്ട് വരുന്നത്. ഞാൻ ഈ 3 പോയിന്റ്സ് കൂടെ പാസ് ചെയ്ത് ഈ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ വരച്ചാൽ മതി അല്ലേ. ഇപ്പോൾ ഉള്ള ഇവിടെ വരുന്നൊരു ട്രയാങ്കിൾ വരച്ചാൽ അതിൻ്റെ സർക്കം സർക്കിൾ ഈ 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കുക. ഈ 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ എടുത്ത് കേട്ടോ. ഈ പോയിന്റ് ഇവിടെ 1 0 ഉണ്ട്, ഇവിടെ 0 1 ഉണ്ട്, ഇവിടെ 0 2 ഉണ്ട്, ഇവിടെ 3 0 ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും A0. അപ്പോൾ ഈ ലൈൻ ഇതിലേ പാസ് ചെയ്യും. ആണ് മറ്റേ ലൈൻ കേട്ടോ. ഈ ലൈൻ്റെ ഇക്വേഷനാണ് നമുക്ക് തന്നേക്കുന്ന ഏതാ x + ay = a എന്ന് പറയുന്ന ലൈൻ. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ സർക്കിളിനകത്തൊരു തിയറിയില്ല. സർക്കിളിനകത്ത് ഔട്ട് സൈഡിലൊരു പോയിന്റ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ സർക്കിൾ നിൽക്കുന്നു, ഔട്ട് സൈഡിലൊരു പോയിന്റ് എടുക്കുന്നു, ഇങ്ങനെ 2 സീക്കൻഡുകൾ വരയ്ക്കുന്നു. ഇത് PABയും ഇത് PCDയും ആണെങ്കിൽ PA × PB = PC × PD എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ. ഇത് O ആണ്. നമുക്ക് ഈ പോയിന്റുകളെ A എന്നും B എന്നും ഇതിനെ നമുക്ക് C എന്നും D എന്നും വിളിക്കുകയാണെങ്കിൽ ഈ OC × OA എന്ന് പറയുന്നതും OD × OB എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. OC × OA എന്ന് പറയുന്നതും OD × ഉണ്ടോ ഇത് OD × OB ഇത് ഈക്വൽ ആയിരിക്കും. OD × OB യോട് ഈക്വൽ ആയിട്ട് വരണം. അപ്പോൾ A × 3 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിട്ട് വരണം? 1 × 2 ഈക്വൽ ആയിട്ട് വരണം. അപ്പോൾ എയുടെ വാല്യൂ എത്ര കിട്ടി? എയുടെ വാല്യൂ 2/3 കിട്ടി. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 1/a ആണെന്ന് തോന്നുന്നു അല്ലേ. 1/a എന്ന് പറയുമ്പോൾ 3/2 വരും. ദാറ്റ് ഇംപ്ലൈസ് 1/a = 3/2 എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും കേട്ടോ. 1.5. അടുത്ത് നോക്കി. ഇഫ് S1 and S2 are the foci of the hyperbola, S1 and S2 are the foci of the hyperbola whose length of the transverse axis is 8 and conjugate axis is 10 units, and S3 and S4 are the foci of the conjugate hyperbola, then area of the quadrilateral S1 S2 S3 S4 is a square unit is a square unit is a square unit then a equal to എന്നാണ്. is a square unit then a equal to ആണ് ക്വസ്റ്റ്യൻ പറയുന്നത്. S1 and S2 are the foci of the hyperbola. അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സ് 8 ആണ്, കോൺജുഗേറ്റ് ആക്സ് 10 ആണ്. S3 and S4 are the foci of the conjugate hyperbola. അപ്പോൾ ഒരു ഹൈപ്പർബോള എൻ്റെ കോൺജുഗേറ്റ് ഹൈപ്പർബോള രണ്ടും ഒന്നിച്ച് വരയ്ക്കുകയാണ്. ഇവിടെ നോക്കുക, ഇതൊരു y ആക്സ് x ആക്സ് എടുത്തു. ആദ്യത്തെ ഹൈപ്പർബോള ഇങ്ങനെ ഇരിക്കാൻ നോക്കുക. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈപ്പർബോള. ഇതിനകത്ത് എന്തൊക്കെ കൊടുത്തേക്കുന്നത്? ഇതിൻ്റെ ഫോക്കസുകളാണ് S1 S2 അല്ലേ. ഇത് S1 ഇത് S2.
അപ്പോൾ S1 എന്ന് പറയുന്നത് A കണ്ടുപിടിക്കണം. A എത്ര എടുത്തതിന് അത് ലെങ്ത് ഓഫ് ദ ട്രാൻസ്വേഴ്സ് ആക്സിസ്. എയുടെ വാല്യൂ 4, 2A അല്ല 8, എയുടെ വാല്യൂ 4, 2B 10, ബിയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 5. അപ്പോൾ A എത്ര കിട്ടി? A ഈസ് ഈക്വൽ ടു ഹൈപ്പർബോള അല്ലേ. എയുടെ വാല്യൂ എന്ന് പറയുന്നത് √4² + 5² വരും. √4² + 5² എന്ന് പറഞ്ഞാൽ എത്രയാണ്? √41 കിട്ടും. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് കിട്ടുന്നത് √41,0. ഈ പോയിന്റ് കിട്ടുന്നത് -√41,0. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഹൈപ്പർബോള പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈപ്പർബോളയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഹൈപ്പർബോളയാണ് അടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെയല്ലേ വരുന്നത്. ഇതിൻ്റെ കോർഡിനേറ്റ്സിനൊന്നും മാറ്റം വരത്തില്ല. ഫോക്കസ് മാറുക കേട്ടോ ക്വാണ്ടിറ്റേറ്റീവ് ഹൈപ്പർബോള എടുക്കുമ്പോൾ. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഹൈപ്പർബോളയാണ്. എൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഹൈപ്പർബോള എന്ന് പറയുന്നത് x² / b² - y² അല്ല. ക്വാണ്ടിറ്റേറ്റീവ് ഹൈപ്പർബോള വരുമ്പം തിരിച്ച് പറഞ്ഞാൽ ഇതെന്തായിരുന്നു? x² / a² അല്ലേ. ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? x² / a² - y² / b² = 1. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഹൈപ്പർബോള ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ ഇവിടെ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് y² / b² - x² / a² = 1. ഇതാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് 0B എന്ന് വരും കേട്ടോ. ഇവിടെ വരുന്ന പോയിന്റ് 0B വരും. അപ്പോൾ ഇവിടെ വരുന്ന 0B വരുന്ന ഫോക്കസ് ഇവിടെ ഇത് തന്നെ വരും. 0B എന്ന് പറഞ്ഞത് കേട്ടോ. ഈ പോയിന്റ് 0B വരും എന്ന് പറഞ്ഞാൽ ഇവിടെ B എന്ന് പറഞ്ഞാൽ എന്താ? √ നമ്മൾ സാറിന് A എന്ന് തന്നെ എഴുതുന്നത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ B എന്നാണ് പറയുന്നത് കേട്ടോ. ഈ പോയിന്റ് തന്നെയാണ് ഈ √a² A² ഉം B² അത് തന്നെ. A² ഉം B² എടുത്താൽ ഇവിടെ √41 തന്നെ കിട്ടുന്നത് കേട്ടോ. കാരണം √b² അതാണ് ഇവിടെ B എന്നാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മൾ A എന്ന് ഇതിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ പോയിന്റ് തന്നെയാണ് √b² + a² എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എയുടെ വാല്യൂ അല്ലെങ്കിൽ ബിയുടെ വാല്യൂ എങ്ങനെ ഏതായാലും കുഴപ്പമില്ല. അത് √41 വരും. അപ്പോൾ ഇത് 0, √41 വരും. ഇവിടെ വരുന്ന രണ്ടാമത്തെ ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ വരുന്ന പോയിന്റാണ് അടുത്തത് 0, -√41. ഇതാണ് S1, S2, ഇതൊരു S3, S4 കേട്ടോ. കൊടുത്തേക്കുന്ന പേര് ഓർഡർ മാറിയാണോ? Conjugate axis S1 and S2 are the foci of the hyperbola whose length of the transverse axis is 8 and the conjugate axis is 10 units. S3 and S4 the foci of the conjugate. അപ്പോൾ ഇതിൻ്റെ പേര് പറയുമ്പം ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ S1, S2, S3, S4 എന്നല്ല പറയേണ്ടത്. S1, S2, S3, S4 എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററലായിട്ട് വരുമോ? വരികയില്ല. എൻ്റെ ശരിക്കുള്ള പേര് പറയേണ്ടത് ഇങ്ങനെയായിരുന്നു: S1, S2, S3, S4. ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടാകത്തില്ലല്ലോ. S1, S2 ഇങ്ങനെ ഒരു സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്ന സാധനം S1, S3, S2, S4 ആണ് കേട്ടോ. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലേ പിന്നെ ഇങ്ങനെ പറയാമായിരുന്നു S1, S1 ഉം S1, S3, S2, S4 ഇങ്ങനെയാണ് ഇത് പറയേണ്ടത്. ഏത് ക്വാഡ്രിലാറ്ററൽ S1, S2, S3, S4 ക്വാഡ്രിലാറ്ററായിട്ട് വരത്തില്ല കേട്ടോ. S1, S2, S3, S4 ഇങ്ങനെ വരച്ചാൽ ക്വാഡ്രിലാറ്ററൽ കിട്ടത്തില്ല കേട്ടോ. അല്ലേ പിന്നെ ഇവർ പറയേണ്ടത് ഇങ്ങനെയായിരുന്നു S1 ആൻഡ് S3 ആദ്യത്തിൻ്റെ പറഞ്ഞം, S2 ആൻഡ് S4 രണ്ടാമത്തിൻ്റെ ആയിരുന്നെങ്കിൽ S1, S2, S3, S4 വന്നേനെ കേട്ടോ. പിന്നെ ഇതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. ഈ ക്വാഡ്രിലാറ്ററൽ സ്ക്വയറാണ് ഇതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ എന്താ, ഈ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് 4 ടൈംസ് എടുത്താൽ പോലെ. ഈ ട്രയാങ്കിൾ ഏരിയ എത്രയാണ്? ഈ ട്രയാങ്കിൾ ഏരിയ ½ ഓഫ് √41 × √41 ആണ്. ഇത് × 4 എടുത്താൽ ആൻസർ കിട്ടും അല്ലേ. ഇത് × 4 ആണ് നമ്മുടെ ആൻസർ ടോട്ടൽ. അപ്പോൾ എത്ര വരും? √41 × √41 41 ആയി. 41 × 240 282 വരും അല്ലേ. ഫൈനൽ ആൻസർ ഈസ് 82 വരും. 82 സ്ക്വയർ യൂണിറ്റ്സ് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. 82 സ്ക്വയർ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ ആ പേരിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If the eccentricity of the hyperbola whose length of lateral rectum is 8 and conjugate axis is equal to half the distance between the foci is m/√10, where m and n are relatively prime positive integers of then the value of m plus n ആണ് വെച്ചത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നിരിക്കുന്നത് എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള ഹുസ് ലെങ്ത് ഓഫ് ദ the eccentricity of the hyperbola ആണ് ഈ m/√n കൊടുത്തിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ ലാറ്ററൽ റെക്ടം തന്നിട്ടുണ്ട്. എത്രയാണ്? 2b² / a യുടെ ആൻസർ 8 തന്നിട്ടുണ്ട്.
അപ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി അല്ലേ. ഇനി ഡിസ്റ്റൻസ് ഇറ്റ് ആൻഡ് ദ കോൺജുഗേറ്റ് ആക്സിസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് ദ lattice rectum is 8. The extension of the hyperbola whose length of the lattice rectum is 8 നമുക്ക് ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നാ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് കോൺജുഗേറ്റ് ആക്സിസ് ഈക്വൽ ടു ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോൺജുഗേറ്റ് ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്? ഹാഫ് ദ ഡിസ്റ്റൻസ്. കോൺജുഗേറ്റ് ആക്സിൻ്റെ ലെങ്ത് 2b ആണ്. 2b is equal എത്രയാണ് നീങ്ങുന്നത്? 2b is equal to ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസി എന്ന് പറഞ്ഞാൽ a അല്ലേ. 2b is equal to a എന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ട് റിലേഷൻ നമുക്ക് കിട്ടിയത്. 2b is equal to a. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് a/2 ആണ്. ബിയുടെ വാല്യൂ a/2. ഇത് നമ്മൾ സ്കോർ ചെയ്യുക. ഇത് നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇതിൻ്റെ സ്കോർ എത്രയാണ്? ബി സ്കോർ എന്ന് പറഞ്ഞാൽ എ സ്കോർ ഇ സ്കോർ ബൈ 4 വരും അല്ലേ. ബി സ്കോർ ഈസ് ഈക്വൽ ടു എ സ്കോർ ഇ സ്കോർ ബൈ 4 എന്ന റിലേഷൻ കിട്ടും. അപ്പോൾ ഈ ഇതിനകത്ത് നമുക്ക് എക്സെൻട്രിസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ട് റിലേഷൻ കിട്ടുന്നുണ്ട്. ബി സ്കോർ ഇസിക്കൽ 4 എന്ന റിലേഷൻ കിട്ടി. ബി സ്കോർ ഇസിക്കൽ എ സ്കോർ ഇ സ്കോർ ബൈ 4 എന്ന റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സെൻട്രിസിറ്റി ആണ്. അപ്പോൾ എക്സെൻട്രിസിറ്റി ഫോർമുല എന്തായിരുന്നു? ഇ സ്കോർ ഇസിക്കൽ ടു ബി സ്കോർ ഇസിക്കൽ ടു 4a. 2b ഇസിക്കൽ a കിട്ടി. ബിയുടെ വാല്യൂ a/2 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് 4b സ്ക്വയർ. ഇവിടെ നിന്ന് റിലേഷൻ എന്താ? 4b സ്ക്വയറിൻ്റെ ആൻസർ എഴുതാം. എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ ഇങ്ങനെയാണ് കേട്ടോ. എ സ്ക്വയർ ഇ സ്ക്വയർ. ഇനി എക്സെൻട്രിസിറ്റി ഫോർമുല എന്തായിരുന്നു? എക്സെൻട്രിസിറ്റി ഇ സ്ക്വയർ ആണ്. ഈ അല്ലേ വെച്ചിരിക്കുന്നത്? ഈ സിക്കൽ ഈ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? ഈ സ്ക്വയർ എന്ന് പറയുന്നത് 1 പ്ലസ് ഹൈപ്പർബോള അല്ലേ? അത് എലിപ്സ് ആണോ? ഹൈപ്പർബോള. 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലേ? എക്സെൻട്രിസിറ്റിയുടെ സ്ക്വയർ 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ നമുക്കിതിനകത്ത് ഈ ബി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? ബി സ്ക്വയറിന് പകരം എ സ്ക്വയർ ഇ സ്ക്വയർ ബൈ 4 കൊടുക്കാം. അതിൽ കൊടുത്താൽ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഈ ബി സ്ക്വയർ വരെ എന്ത് കൊടുത്തു നമ്മൾ? എ സ്ക്വയർ ഇ സ്ക്വയർ ബൈ 4 ബൈ എ സ്ക്വയർ ഇങ്ങനെ വരും. അപ്പോൾ എ സ്ക്വയർ തമ്മിൽ കട്ടായി പോയി. അപ്പോൾ ആ ഇ സ്ക്വയർ ബൈ 4 ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 കിട്ടും. എന്ന് പറഞ്ഞാൽ 3 ഇ സ്ക്വയർ ബൈ 4ൻ്റെ വാല്യൂ 1 കിട്ടും. 4 ഇ സ്ക്വയർ മൈനസ് 3 ഇ സ്ക്വയർ ബൈ 4 ഈസ് 1. അപ്പോൾ ഇ സ്ക്വയർ എത്ര കിട്ടി? ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4/3 കിട്ടും. അപ്പോൾ ഈയുടെ വാല്യൂ എത്ര ഇടുന്നത്? 2/√3 എന്ന് കിട്ടും. അവർ പറഞ്ഞ പോലെ കിട്ടി കേട്ടോ. ഈയുടെ വാല്യൂ എത്ര കിട്ടി? ഈയുടെ വാല്യൂ ഇടുന്നത് 2/√3 കിട്ടും. ഈയുടെ വാല്യൂ 2/√3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈയുടെ വാല്യൂ 2/√3 കിട്ടി. ഇവിടെ m/n എന്നല്ലേ കൊടുത്തേക്കുന്നത്? ദിസ് ഈസ് m/√n എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ m എത്രയാണ്? എമ്മിൻ്റെ വാല്യൂ 2 എന്നും കിട്ടി. എന്നിൻ്റെ വാല്യൂ 3 എന്നും കിട്ടും. m/2 n/3 എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? m+n അല്ലേ? m+n ഈസ് 5 എന്നൊരു ആൻസർ കിട്ടും. m+n ഈസ് 5. m+n ഈസ് ഈക്വൽ ടു 5. ഓക്കെ, നമ്മൾ കുറച്ച് ക്വസ്റ്റൻ എളുപ്പമുള്ളതുണ്ട് കേട്ടോ. എല്ലാ എളുപ്പമുള്ളതല്ല, എന്നാലും കുറച്ച് ക്വസ്റ്റൻ നമുക്ക് എളുപ്പമുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതല്ല, പരമാവധി ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുന്നുള്ളൂ. അതൊരു 10-12 ശരിക്കൊരു നല്ലൊരു ജെയ്മേൻ്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു 10-15 ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം അത് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. കാരണം ആകപ്പാടെ 1 hour നമുക്ക് കിട്ടുള്ളൂ. അതിനകത്ത് ഇതെല്ലാം കൂടെ ചെയ്ത് നോക്കാൻ പറ്റില്ല. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കി പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ നോക്കി പെട്ടെന്ന് ചെയ്തെടുക്കുക. മാക്സിമം മിനിമം ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതല്ല കേട്ടോ ജെയ്മേനെ നോക്കേണ്ടത്. ഓക്കെ, ബൈ.